നമസ്കാരം. നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്താലോ? HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഉപയോഗിച്ചിട്ട്. ഓക്കെ. ഞാൻ ഈ ഫ്ലട്ടർ ഡെവലപ്മെന്റിലേക്ക് വരുന്നതിന് മുമ്പേ ചെയ്തിരുന്നൊരു കാര്യമാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക. നമ്മളെല്ലാവരും അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ എല്ലാവരും തന്നെ തുടങ്ങിയിട്ടുണ്ടാവുക. മേ ബി ചില ആളുകൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ആളുകൾക്ക് പെട്ടെന്ന് വന്നിട്ട് ഫ്ലട്ടർ പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട് എൻഡ് ടെക്നോളജി പഠിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ കുറേ ആളുകൾ എന്നോട് കമൻറ്റിലും അതല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചു ചോദിച്ചിരുന്നു. ബിഗിനേഴ്സാണ് ഈ അപ്പോൾ ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിരുന്നു. സോ അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഒരു ലാൻഡിങ് പേജ് ചെയ്യുന്നു, അതിനകത്ത് അതിനെ റെസ്പോൺസീവ് ആക്കുന്നു, ദെൻ സ്വല്പം ജാവാസ്ക്രിപ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, CSS ബേസിക് ആയിട്ടുള്ള CSS എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ദെൻ ഒബ്വിയസ്ലി HTML നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഫ്ലട്ടർ വീഡിയോ. ആൻഡ് ആദ്യം തന്നെ ഇത് ഫ്ലട്ടറുമായി ബന്ധപ്പെട്ട വീഡിയോ അല്ല. ഒരു പുതിയ പ്ലേലിസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. Okay, this is what we are going to build, and this is the final output of this complete website project. And you have a navbar, and you have a hero section, and you have different sections like this, and you have a working tab here. Okay, it's working. Then there are different items, and you have a CTA, a call to action, and you have a beautiful footer. Okay, and then we have done some responsiveness. ഞാൻ ഇത് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു മെനു അപ്പിയർ ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് വരും. ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ആൻഡ് ഈവൻ ദ ടാബ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ബിൽഡ് ദിസ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ തിങ്ക് സം അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ചെയ്യും. ഓക്കെ, നമ്മളെ കോഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ ഹാവ് സം ഹോവർ എഫക്ട്സിൻ്റെ പുറത്തുകൂടി മൗസ് കൊണ്ടുമ്പോൾ ഹോവർ എഫക്റ്റ് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അറിയാത്ത ആളുകൾക്ക് ഇത് കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഐ എം ഡാം ഷുവർ. സോ ട്രൈ ടു കോഡ് വിത്ത് മീ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ ആസ് ഓൾവേസ് എല്ലാ വീഡിയോസും നമ്മൾ കുറച്ച് തിയറി പറയുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതും അതേപോലെ തന്നെയാണ്. ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ സം കൺസെപ്റ്റ്. അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവർ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണത്. നിങ്ങളൊരു ഫ്രഷറാണ്, ഡെവലപ്മെന്റിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, ഫസ്റ്റ് ടൈം നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അത്തരക്കാരെ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ്. ഓക്കെ, ദെൻ എന്താണ് വെബ്സൈറ്റ് എന്നും എന്താണ് HTML എന്നും എന്താണ് CSS എന്നും എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നും ഞാൻ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ വെബ്സൈറ്റ് നമുക്കറിയാം, കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന് ബാക്ക് എൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഡൈനാമിക് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ബാക്ക് എൻഡ് ടെക്നോളജി ഉപയോഗിക്കും, ലൈക്ക് PHP ഉപയോഗിക്കാം. ഈവൻ യു ക്യാൻ യൂസ് Python, വാട്ട് എവർ ടെക്നോളജി യു വാണ്ട് ടു യു ക്യാൻ യൂസ് ഓൺ യുവർ ബാക്ക് എൻഡ്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ഫ്രണ്ട് എൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫിഗ്മയിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you the design. Okay, I'm going to plan a website for my channel. Flutterfly എന്ന് പറയുന്ന ചാനലിൽ I need a website. So I just draw a design in Figma. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഡിസൈനർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസൈൻ ഇതേപോലെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഹോം പേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനകത്തുള്ള ഡീറ്റെയിൽ പേജുകളുണ്ട്. ടൈം അലോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനർ തന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്തൊക്കെ വേണ്ടി വരും നമുക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി? നിങ്ങൾക്കൊരു എഡിറ്റർ വേണം, കോഡ് എഡിറ്റർ. നിങ്ങൾക്ക് VS കോഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എനി എഡിറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈവൻ പ്ലെയിൻ നോട്ട് പാഡ് ഉപയോഗിക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും IDE ഉപയോഗിക്കുക, VS കോഡ് ഉപയോഗിക്കാം. നമുക്ക് VS കോഡ് ഉപയോഗിക്കാം. ദെൻ പിന്നെ വേണ്ടത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലട്ടറാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എമുലേറ്ററിലോ അല്ലെങ്കിൽ റിയൽ ഡിവൈസിലോ കാണാം. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെബ് ബ്രൗസർ ഉണ്ടായാൽ മതി, അതിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം. ദെൻ നമുക്ക് ജസ്റ്റ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ പ്രൊജക്റ്റിലും ഏത് പ്രൊജക്റ്റ് എടുത്താലും അതിനൊരു പ്രൊജക്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ
ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ലാൻഡിംഗ് പേജിന്റെ പ്രൊജക്റ്റ് ഞാൻ ഫ്രെയിം വർക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്, പ്ലെയിൻ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് സ്ട്രക്ചർ വേണം. ആൻഡ് യു ക്യാൻ ഹാവ് എ പ്രൊജക്ട് സ്ട്രക്ചർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ലെറ്റ് മീ ക്രിയേറ്റ് എ ഫോൾഡർ ഹിയർ mkdir Flutterfly എന്ന് വേണ്ട ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് cd into that folder you can have any name. ഞാൻ Flutterfly എന്ന് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. And I think I just mistyped it. ഒരു T ഉള്ളൂ, Flutterfly. Okay, and again Flutterfly. Okay, then I want to create some other folders. നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇമേജസ് ഉണ്ടായിരിക്കും, ലോഗോസ് കാണും, അതർ ഇമേജസ്, സ്റ്റാറ്റിക് ഇമേജസ് കാണും. ഞാൻ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലേറ്റർ നമുക്ക് ഇതിനെ ജാങ്കോ വെച്ചിട്ട് ഡൈനാമിക് ആക്കണം. ആക്ച്വലി ഞാൻ ഈ റിയൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഡൊമൈനൊക്കെ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തുണ്ട്, സെർവറുണ്ട്. ആ സെർവറിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സം ഫോൾഡേഴ്സ്. എനിക്ക് ഇമേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കി. I need some folder for the CSS files. Okay, then I need a folder for my style. So no, my JavaScript. So I'm going to have a folders. Then ഇവിടെ ഞാൻ dir ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം CSS ഉണ്ട്, img ഫോൾഡർ ഉണ്ട്, JavaScript ഉണ്ട്. And now I need to open this in my VS Code. Okay, so wait for the VS Code to load. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി എന്തുണ്ട്, വി ഹാവ് എ ഡിസൈൻ ഹിയർ. ആൻഡ് ഇത് പെർഫെക്റ്റ് ഡിസൈൻ അല്ല, ഞാൻ ജസ്റ്റ് റഫായിട്ട് ഡ്രോ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിസൈനർ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇമേജസ് ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ കണ്ടൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് ഡമ്മി കണ്ടൻസ് ആഡ് ചെയ്യാം. ദെൻ ഇതിൻ്റെ പാഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈനർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. വാട്ട് ഇസ് ദ ഫോണ്ട് സൈസ്, വാട്ട് ആർ ദ കളേഴ്സ് യൂസ്ഡ്. ഇഫ് അങ്ങനെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ പിക്ക് ദ കളേഴ്സ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളേഴ്സൊക്കെ പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും, അതായത് നമ്മളോട് ആരെങ്കിലും ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ തന്നെ ആയിരിക്കും കോഡ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണല്ലോ. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ആൾ പറഞ്ഞത്, അങ്ങനത്തെ കാര്യമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ ഹോം പേജിൽ എന്താണ് കാണിക്കേണ്ടത്, വാട്ട് ആർ ദ ഡീറ്റെയിൽസ് പേജ്, ഓരോ പേജിലും എന്തൊക്കെ വേണം, അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ വിൽ ടേക്ക് അപ്രൂവൽ ഫ്രം ദ കസ്റ്റമർ കയ്യിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്രൂവൽ മേടിച്ചിട്ടുണ്ടായിരിക്കും. ഈ കളറും ഈ തീമും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്രൂവൽ മേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇപ്പോൾ നമ്മൾ തന്നെയാണ് വരച്ചതെങ്കിൽ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും ഓരോ സെക്ഷനും എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, വി ഹാവ് എ ടോപ്പ് ലെവൽ മെനു, ദെൻ വി ഹാവ് എ ഹീറോ സെക്ഷൻ ഹിയർ. അതായത് ഈ സൈറ്റിൽ തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സെക്ഷൻ, അതിനെ നമ്മൾ ഹീറോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ബാനർ ആവും, മേ ബി സം വെബ്സൈറ്റിൽ ഇവിടെ ഒരു മൂവിങ് ബാനർ ആവും. ഇപ്പം ഞാൻ ആ ബാനർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ദെൻ പിന്നീട് അങ്ങോട്ട് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻസിനകത്ത് ഒരുപാട് കണ്ടൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് നമുക്കൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മുടെ VS കോഡിൽ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലെറ്റ് മീ മേക്ക് ഇറ്റ് ടു ദ ഡാർക്ക് മോഡ്. സോ തീമിൽ പോയിട്ട് കളർ തീം എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിനെ ലൈറ്റ് ആൻഡ് ഡാർക്ക്, ഇത് ഡാർക്ക്, ഓക്കെ, നമ്മളൊരു ഡാർക്ക് മോഡിലേക്ക് മാറ്റി. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫയൽ ഇൻസൈഡ് മൈ റൂട്ട് ഫോൾഡർ ദാറ്റ് ഈസ് കോൾഡ് index.php. It's not PHP actually, sorry, it's HTML. Let me rename this to HTML because നമ്മൾ ബാക്ക് എൻഡ് കണക്ട് ചെയ്യുന്നുണ്ട്. HTML ആണ്. ഓക്കെ, ആൻഡ് ഇതായിരിക്കും നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്, index.html. And I need some pages here. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, I'm going to have style.css. This is our main style sheet. I'll explain what are these things. And inside the JS folder, JavaScript, now I'm going to have main.js. Okay, then
ഇതാണ് നമ്മളുടെ ഒരു ഫോൾഡർ സ്ട്രക്ചർ. ദെൻ യു ക്യാൻ ഹാവ് മോർ ഫയൽസ് ഹിയർ. ഇവിടെ നമുക്ക് ഓരോരോ പേജുകൾ ഉണ്ടെങ്കിൽ ആ പേജസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ index.html-നകത്ത് ദിസ് ആണ് HTML ഫയൽ. HTML നമുക്കറിയാം ബേസിക് ആയിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ HTML ഒരു ടാഗ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. ഐ എം ഗോയിങ് ടു റൈറ്റ് സംതിങ് ഹിയർ. ടാഗ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. റൈറ്റ് ഹിയർ. ഓക്കെ, ടാഗ് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ടാഗ്? ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. Normally everything is enclosed between HTML and /HTML. Okay, and this thing is called tag. And ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, this is called tag, angle bracket, then the tag name, then the closing bracket. ഓക്കെ, ആൻഡ് ഈ ടാഗിന് എന്തുണ്ട്, ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. വെരി സിമ്പിൾ, സ്ലാഷ് ഇട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതൊരു കണ്ടെയ്നർ ടാഗാണ്, അല്ലെങ്കിൽ കണ്ടെയ്നർ എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് ഇതിനൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. സം ടാഗ്സിന് എന്തുണ്ടാക്കില്ല, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കില്ല. ദെൻ എവറിത്തിങ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ബിറ്റ്വീൻ ദിസ് തിങ്. പിന്നെ ഇനി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അണ്ടറിൽ ഹെഡ് സെക്ഷൻ വരാം. ഓക്കെ, ദെൻ ഹെഡ് ഒരു അനദർ ടാഗ് ആണ്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ് തിങ്. ദെൻ യു ഹാവ് ദ ബോഡി. ഓക്കെ, നമ്മൾ വിഷ്വലി കാണുന്ന എല്ലാതും ഈ ബോഡി ടാഗിനുള്ളിലായിരിക്കും. അതായത് നമ്മൾ ബ്രൗസറിൽ ഇതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എവിടെയായിരിക്കും, ഈ ബോഡി എലമെന്റിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഈ ഹെഡ് എലമെന്റ് അപ്പം എന്തായിരിക്കും, ഹെഡിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ദർ ആർ ഹെഡ് ഉണ്ട്, ഹെഡർ ഉണ്ട്, ദെൻ ഹെഡിങ് ടാഗുകളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ യുവർ ബ്രൗസറിന് വേണ്ടിയുള്ള സം ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ഹെഡ് സെക്ഷനകത്ത് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഇതാണ് നമ്മളൊരു ബേസിക് HTML സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ എം ഗോയിങ് ടു ഹാവ് എ പാരഗ്രാഫ്, ഹലോ വേൾഡ് എന്ന് എഴുതി. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ഒരു ബേസിക് സ്ട്രക്ചർ. ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് തിങ്. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് HTML സ്ട്രക്ചർ. HTML നിങ്ങൾക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഒരു ട്രീ ആണ്. അതിന്റെ ഏറ്റവും റൂട്ടിൽ ആരുണ്ട്, ദ ഡോക്യുമെന്റ്. ദെൻ അതിനകത്ത് അതിലൊരു ചൈൽഡ് ഉണ്ട്, HTML എന്നുള്ളത്. ആ HTML എന്നുള്ള പാരന്റിന് 2 ചൈൽഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചൈൽഡാണ് ഹെഡ്, സെക്കൻഡ് ചൈൽഡാണ് ബോഡി. ബോഡിക്ക് പിന്നെയും എന്തുണ്ട്, വേറൊരു ചൈൽഡ് ഉണ്ട്, അതാണ് P ടാഗ്. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ടാഗ്സ് ഹിയർ. ഇവിടെ എന്തുണ്ട്, ഞാൻ വേറൊരു ടാഗ് എഴുതി. ദെൻ ഇൻസൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ P ടാഗിന്റെ ഉള്ളിൽ വന്നിട്ട് ഐ ക്യാൻ ഹാവ് an H3 ഹിയർ. യു ക്യാൻ നെസ്റ്റ് അല്ലെങ്കിൽ എംബഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, പിന്നീട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പറയുമ്പോൾ അതല്ലെങ്കിൽ CSS-നെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബ്രൗസർ ഇതിനെ നോക്കി കാണുന്നത് ഇതൊരു ട്രീ ആയിട്ടാണ്. അപ്പോൾ ആ ട്രീയിൽ റൂട്ടിലൊരു എലമെന്റ് കാണും, അതിന് ചൈൽഡ്, ദെൻ അതിന് പിന്നെയും എന്തുണ്ടായിരിക്കും, ചൈൽഡ്. ആ രീതിയിലായിരിക്കും എന്തുണ്ടാവുക, ഇതിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇപ്പം ഞാൻ എല്ലാം ഫ്രം സ്ക്രാച്ച് എന്ത് ചെയ്യാണ് ചെയ്തത്, HTML/HTML ഹെഡ് ബോഡി എന്നൊക്കെ പറഞ്ഞ് എഴുതിണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, VS കോഡിനകത്ത് നമുക്കൊരു ബേസിക് സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എക്സ്ക്ലമേറ്ററി മാർക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വരും. ജസ്റ്റ് പ്രസ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബേസിക് സ്ട്രക്ചർ എന്ത് ചെയ്യും, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡിൻ്റെ അണ്ടറിൽ യു ഹാവ് സം മെറ്റാ ടാഗ്. മെറ്റ എന്ന് പറയുന്നത്, മെറ്റാ ഡാറ്റ നമുക്കറിയാം, ഡാറ്റ അബൌട്ട് ഡാറ്റയാണ് മെറ്റാ ഡാറ്റ എന്നുള്ളത്. ദാറ്റ് മീൻസ് ഈ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള സം ഡാറ്റയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യുവർ ബ്രൗസറിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടൈറ്റിൽ എന്നുള്ള ടാഗ്, ദിസ് ഈസ് കോൾഡ് എ ടാഗ്. ഓ ഈ ക്ലോസിംഗ് ടാഗും ഇതിന്റെ നടുവിൽ വരുന്ന കണ്ടന്റും, ദെൻ പിന്നുള്ള ഓപ്പണിംഗ് ടാഗ്, കണ്ടന്റ്, ക്ലോസിംഗ് ടാഗ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു HTML എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെന്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. എലമെന്റ് എന്ന് പറയുന്നത് ഒരു ടാഗും അതിലെ കണ്ടന്റും അതിന്റെ ക്ലോസിംഗ് ടാഗും കൂടി ചേർന്നാണ് എലമെന്റ്. ചില ടാഗുകൾക്ക് എന്തുണ്ടാക്കില്ല, ക്ലോസിംഗ് ടാഗ് ഉണ്ടാക്കില്ല. അപ്പോൾ ആ എലമെന്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു IMG ടാഗ് ആഡ് ചെയ്യണം, IMG ടാഗ് ആഡ് ചെയ്യണം. ഇതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല. അപ്പോൾ ഇതാണ് ഈ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില ടാഗുകൾ ഞാൻ പറഞ്ഞു കണ്ടെയ്നർ ടാഗുകളായിരിക്കും, ചിലത് എന്തായിരിക്കും empty ടാഗുകളായിരിക്കും. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്ന ടാഗാണ് ഈ ടാഗ്, ഇത് ക്ലോസിംഗ് ടാഗ് ഉള്ള ടാഗ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ട്, അതിൽ ഇവിടെ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടന്റ് എവിടെയായിരിക്കും വരിക, ഈ കണ്ടന്റ് വരുന്നത് നമ്മളുടെ ഈ പേജ് നമ്മൾ ബ്രൗസറിൽ കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബ്രൗസറിൽ ഒരു ടാബ് ടൈറ്റിൽ ഉണ്ടായിരിക്കും. ആ ടൈറ്റിൽ വരുന്ന കണ്ടന്റ് ആണെന്ന് ഇവിടെ കാണുന്നത്. ഞാൻ വളരെ ബേസിക് ആയിട്ടാണ് പറയുന്നത്. ദിസ് ഇസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. ആദ്യമായിട്ട് ഇത് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ടൈറ്റിൽ വരുന്നത് എവിടെയായിരിക്കും, ഏറ്റവും ടോപ്പിൽ, നമ്മുടെ ബ്രൗസറിന്റെ ടോപ്പിൽ ആ ടാബ് ടൈറ്റിൽ ആയിട്ടാണ് വരിക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഫ്ലട്ടർഫ്ലൈ.
ഫ്ലട്ടർഫ്ലൈ എന്ന് ഞാനിവിടെ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഓക്കെ, ദെൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണാം. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം? ഇത് നമ്മൾ സേവ് ചെയ്തൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്യാം ബ്രൗസറിൽ. പക്ഷെ നമ്മൾ എവറി ടൈം നമ്മളത് ഇവിടെ വന്നിട്ട് ഈ റൺ വിൻഡോ എടുത്തിട്ട് സ്റ്റാർട്ട് ഡീബഗിങ് എടുത്തിട്ട് ക്രോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിതിൻ്റെ ഔട്ട്പുട്ട് ഇതിനകത്തൊന്നുമില്ല ബോഡിയിൽ, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കാണാത്തത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലട്ടർഫ്ലൈ എന്ന് വന്നേക്കുന്നത് കാണാം. ഇവിടെ ഒരു സിമ്പിൾ ലിറ്റിൽ ഒരു ലോഗ്, ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണെ ഫേവ് ഐക്കൺ എന്നാണ് വിളിക്കുന്നത്. ഐ ഷോ യു ഹൗ ടു ആഡ് ദാറ്റ്. അപ്പോൾ എല്ലാ സൈറ്റിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗൂഗിളിൽ ഒരു ഐക്കൺ ഉണ്ട്. അപ്പോൾ ഈ ആ ഐക്കണാണ് എന്ത് ഫേവ് ഐക്കൺ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ടൈറ്റിൽ എന്താന്ന് നോക്കി. ഇനി ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ബോഡിയിൽ ഒരു H1 ആഡ് ചെയ്യാണ്. ഹലോ, ഓക്കെ, ഹലോ വേൾഡ് എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഐ ജസ്റ്റ് ആഡ് H1. H1 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗ് ആണ്. ദിസ് ഈസ് ഹെഡ് ടാഗ് ആൻഡ് ഈ H1 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗ് ആണ്. നമുക്ക് നമ്മുടെ പേജിൽ എന്ത് വേണ്ടി വരും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡിങ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഹെഡിങ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ലെറ്റ് മി ടേക്ക് വെബ്സൈറ്റ്, ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഈ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ കുറേ ചില കാര്യങ്ങൾ വലിയ സൈസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് ഹെഡിങ്സ് ആയിരിക്കും. ഓൾ ദീസ് ആർ ഹെഡിങ്സ്. അപ്പോൾ എന്തായിരിക്കും ഈ ഹെഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾക്ക് ഇത് ഹെഡിങ് ആയിട്ട് കൊടുക്കണോ? നമുക്കൊരു സാധാരണ ഒരു ടെക്സ്റ്റ് എഴുതി അതിന്റെ ഫോണ്ട് സൈസ് കൂട്ടി കൊടുത്താൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സൈറ്റ് ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഇതിനെ ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ സെർച്ച് എഞ്ചിൻ ദാറ്റ് മീൻസ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിന്റെ സെർച്ചിൽ നമ്മൾ വരണം. അപ്പോൾ സെർച്ച് എഞ്ചിൻസ് ആ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ വെബ്സൈറ്റുകൾ ഉണ്ടോ എന്നിങ്ങനെ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന റോബോട്ടിക് പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്ന വെബ്സൈറ്റ് ആണ്, എന്താണ് അതിലെ കണ്ടന്റ് എന്നുള്ളത് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എന്ത് വെച്ചാൽ സ്കിം ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നത്. മേ ബി ഞാൻ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാണ്. സ്കിം ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ സ്കിം ചെയ്ത് പോകുമ്പോൾ ഓൾ കണ്ടന്റ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ സംതിങ് കോൾഡ് സെമാൻറ്റിക് ടാഗുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, സെമാൻറ്റിക് ടാഗുകളെയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ഒരു ടാഗ് കണ്ടാൽ ആ ടാഗ് എന്താണെന്ന് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ H1 എന്ന് പറഞ്ഞാൽ അതൊരു ഹെഡിങ്, ദ മോസ്റ്റ് പ്രയർ ഹെഡിങ്, ദ ലാർജസ്റ്റ് ഹെഡിങ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, H1 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. H2 എന്ന് പറയുന്നത് തൊട്ട് പ്രയോറിറ്റി കുറവുള്ളതാണ്. H1 to H6 ഹെഡിങ് ഉണ്ട്. അതേപോലെ വേറെ ടാഗുകളുണ്ട്. ഇപ്പൊ ഹെഡർ എന്നൊരു ടാഗ് ആണ്. ഹെഡ് ടാഗ് ഉണ്ട്, ഹെഡിങ് ടാഗ് ഉണ്ട്, ഹെഡർ ഉണ്ട്. ദിസ് എ ഹെഡർ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ദിസ് എ സെമാൻറ്റിക് ടാഗ്. അതേപോലെ തന്നെയാണ് നാവ് എന്നുള്ള ടാഗ്. ദിസ് എ നാവ് ബാർ. അപ്പൊ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ടാഗ് ഇറ്റ് സെൽഫ് ഹാസ് എ മീനിങ്, ഓർ ടാഗ് ഇറ്റ് സെൽഫ് കൺവേസ് ദ ഐഡിയ ദിസ് ഇസ് നാവ്. അപ്പോൾ അത്തരം ടാഗുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെമാൻറ്റിക് ടാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം സെമാൻറ്റിക് ടാഗുകളെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ സാധാരണ ഒരു പി ടാഗ് ഉപയോഗിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തില്ല, നമ്മൾ സെർച്ചിൽ കറക്റ്റായിട്ട് ഇൻഡെക്സിൽ വരില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഹെഡിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടാഗുകളാണ് എന്ത്, H1 മുതൽ H6 വരെയുള്ള ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ H1 എഴുതി. Then you can shift alt down ആയോ പ്രസ് ചെയ്താൽ കോപ്പി എടുത്ത് തരും H1 to H6. I need H1, then I can change this to H2, and this is H3, this is H4, H5 and H6. Okay, then let me make this to H2. Why it is not changing? Okay, H3, H4, H5 and H6. Okay, now you have H1 to H6 വരെയുള്ള ടാഗുകളുണ്ട്. ലെറ്റ്സ് വിഷ്വലൈസ് ദ ഔട്ട്പുട്ട്. ഞാനിത് ഓട്ടോ സേവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ VS കോഡിനകത്ത് ഓട്ടോ സേവ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം H1 to H6 നമുക്ക് എന്തുണ്ട്, ടാഗ് ബോൾഡ് ആണ്, പക്ഷേ അതിന്റെ സൈസിലൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് എന്ത്, H1 to H6 ടാഗുകൾ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് ഹെഡിങ് ടാഗ്സ് എന്നാണ് വിളിക്കുന്നത്. ഐ ഗോയിങ് ടു റൈറ്റ് സംതിങ് ഹിയർ, ഹെഡിങ് ടാഗ്സ്. ഓക്കെ, ഇത് ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും ഹെഡിങ് ടാഗ്സ്. പക്ഷെ എനിക്ക് ഇതെന്റെ പേജിൽ വരണ്ട. ഞാൻ എൻ്റെ റീഡബിലിറ്റിക്ക് വേണ്ടി, അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടി എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് വരണ്ട. അപ്പോൾ അപ്പോഴാണ് നമ്മൾ കമന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ HTML നമുക്കൊരു ലൈൻ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. ലെസ് ദാൻ ഓപ്പൺ ചെയ്യുക, ദെൻ
ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്ക്ലമേറ്ററി മാർക്കിടെ 2 ഹൈഫൺ ഇടുക, ദെൻ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്യുക, ഹൈഫൺ ക്ലോസ് ദിസ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ കമന്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് എഴുതിലൊരു ചടങ്ങായിരിക്കും ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ ID ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ/. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൾട്ടി ലൈൻ കമന്റ് ആണെങ്കിൽ അതേപോലെ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ലൈൻസ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ/ പ്രസ് ചെയ്യുക. ഇത് തിരിച്ച് അൺകമന്റ് ആണെങ്കിൽ ഒന്നുകൂടി അതേ കോമ്പിനേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അൺകമന്റ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് കമന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് H1 to H6 ടാഗുകൾ. ഇനി നമുക്ക് എന്ത് വേണ്ടി വരും, പാരഗ്രാഫുകൾ വേണ്ടി വരും. അപ്പൊ നമുക്ക് P ടാബ് ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ ഡമ്മി കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് ലോറം എന്നുള്ള പാക്കേജ് അല്ലെങ്കിൽ ആ പ്ലഗിൻ ഉപയോഗിച്ചിട്ടാണ് ലോറം. അത് ബിൽറ്റിൻ ആയിട്ട് ഇതിനകത്തുള്ളതാണ്. ലോറം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, നിങ്ങൾക്കൊരു നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്ച്വൽ ക്ലയന്റിന്റെ കണ്ടന്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ലല്ലോ. പക്ഷെ നമുക്ക് എന്ത് വേണം, ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ കണ്ടന്റ് ഡമ്മിയാണ്. ഇതിനകത്ത് നമുക്ക് ആക്ച്വൽ കണ്ടന്റ് വൈ വി സ്റ്റാൻഡ് ഔട്ട് എന്നുള്ള കണ്ടന്റ് ഇനീഷ്യലി ക്ലയന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആള് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പക്ഷേ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടന്റ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നൊക്കെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കുറേ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ദിസ് പാക്കേജ് ലോറം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡമ്മി, ഒരു മീനിങ് ഉണ്ടായിരിക്കില്ല, ഒരു ഡമ്മി പാക്കേജ്, ഡമ്മി ടെക്സ്റ്റ് എന്ത് ചെയ്തു ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദിസ് കോൾഡ് ദ പാരഗ്രാഫ്. ആൻഡ് ലോറം നോർമലി ഞാൻ ലോറം എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്ത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോറം 100 എന്ന് കൊടുത്താൽ 100 വേർഡ്സ് എന്ത് ചെയ്യും, 100 വേർഡ്സുള്ള ഒരു ബിഗർ പാരഗ്രാഫ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യാം, 20 വേർഡ്സ്, 100 വേർഡ്സ്, 250 വേർഡ്സ്, എത്ര വേർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്ത് P ടാഗ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഫോർമാറ്റിംഗ് ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ അത്തരം ഫോർമാറ്റിംഗ് വേണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത് ബോൾഡ് ആക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, എന്തിനെയാണോ ബോൾഡ് ആക്കേണ്ടത് അതിനെ എന്ത് ചെയ്യാം, ഇത് വെച്ച് റാപ്പ് ചെയ്യാം. B എന്നുള്ള ടാഗാണ് എന്ത് ബോൾഡ് എന്ന് പറയുന്നത്. ദെൻ അതെന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. B ക്ലോസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇതെല്ലാം ബോൾഡ് ആയിട്ടുണ്ടാവും, വോൾ കണ്ടന്റ് എന്തായിട്ടുണ്ടാവും, ബോൾഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. ഐ നീഡ് ദിസ് ഓൺലി. ഈ ലോറം എപ്സം എഴുതിയ സാധനം മാത്രം എന്ത് ചെയ്താൽ ബോൾഡ് ആയാൽ മതി. സോ യു ക്യാൻ ക്ലോസ് ദാറ്റ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് മാർക്കിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോസസ് ഇതൊരു എലമെന്റ് ആണ്, ഇത് വേറൊരു എലമെന്റ് ആണ്. ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കണ്ടന്റിനെ ഈ ടാഗ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടാഗിന്റെ ബിഹേവിയർ എന്താണോ അത് ആരിൽ വരും, ഈ കണ്ടന്റിൽ വരും. അതുകൊണ്ടാണ് അതിനെ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇവിടെ നോക്കിയാൽ കാണാം, ഇപ്പൊ ഞാൻ H1 ആഡ് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് വന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ ബാക്കി സ്പേസ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഈ ഹലോ വേൾഡ് ഇവിടെ കയറി വന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി സ്പേസിൽ എന്ത് ചെയ്തില്ല, ഇത് വന്നില്ല. ഇപ്പൊ നോർമലി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഹലോ നോർമൽ, ഒരു ടാഗിലും അല്ല, നോർമൽ ടെക്സ്റ്റ് ഹലോ ജോബിൻ എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ ഹൗ ആർ യു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്തു, ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തു. ഇത്രയും ടൈപ്പ് ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ, ഇവിടെ കണ്ടോ ഹലോ ജോബിൻ വന്നു, ഹൗ ആർ യു. ഞാൻ ആക്ച്വലി ഇവിടെ ടൈപ്പ് ചെയ്തത് താഴെയാണല്ലോ, പക്ഷെ ഇത് എന്ത് ചെയ്തു, ഇതിന്റെ ഇപ്പുറത്തേക്ക് മേളിൽ വന്നു. ഇനിയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേളിലോട്ട് ഇങ്ങനെ ഈ ലൈൻ ഫുൾ ആവുന്നവരെ എന്ത് ചെയ്യും, ഇതങ്ങനെ വരും. എന്തുകൊണ്ട് അത് ഇവിടെ സംഭവിച്ചില്ല, അതായത് ആ കാര്യം എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. മേ ബി നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് ഉള്ള ഉത്തരം എന്ന് പറയുന്നതാണ് എന്ത്, എലമെന്റ്സ്. ദാറ്റ് മീൻസ് എലമെന്റ്സ്, ദിസ് തിങ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ കംപ്ലീറ്റ് സാധനത്തെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് എ ടാഗ് ആൻഡ് ദിസ് ഇസ് എ കണ്ടന്റ്, ദിസ് ഇസ് എ ക്ലോസിംഗ് ടാഗ് ആൻഡ് ദിസ് എൻറ്റയർ തിങ് ഈസ് കോൾഡ് എലമെന്റ്. അപ്പൊ ഈ എലമെന്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള എലമെന്റ് ഉണ്ട്. ഒന്ന് ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. ബ്ലോക്ക് ലെവൽ ടാഗ് എലമെന്റ്സ് ഉണ്ട്, ടാഗ് എന്ന് വേണമെങ്കിൽ പറയാം. സം അതർ ടാഗ്സ് എന്തായിരിക്കും, ഇൻലൈൻ ടാഗ് ആയിരിക്കും, ഇൻലൈൻ ബൈ ഡിഫോൾട്ട്. ലേറ്റർ യു ക്യാൻ ചേഞ്ച് ഓൾ ദീസ് തിങ്. അപ്പൊ ഇതാണ് എൻ്റെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം. അപ്പൊ H1 ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യും, ഫുൾ വിഡ്ത്ത് അത് അസ്യൂം ചെയ്യും, ഈവൻ ഇഫ് ദ കണ്ടന്റ് ഡസൻ കവേഴ്സ് ദ ഫുൾ വിഡ്ത്ത്. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഫുൾ വിഡ്ത്തിൽ ആ സ്ക്രീനിന്റെ വ്യൂ പോർട്ടിൽ ഇവിടെ നമ്മൾ വ്യൂ പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. വ്യൂ പോർട്ട്, അതായത് നിങ്ങൾ വ്യൂ പോർട്ട് മീൻസ് എന്തിലാണോ നിങ്ങൾ കാണുന്നത് ആ ഡിവൈസിന്റെ ഹൈറ്റും വിഡ്ത്തും അതിന്റെ ഒരു ഫോം ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഐറ്റം വിടുത്തും അതിനാണ് നമ്മൾ
ആ ഒരു വ്യൂ പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ വിഡ്ത്ത്, ആ വ്യൂ പോർട്ടിന്റെ വിഡ്ത്ത് അത് എന്ത് ചെയ്യും, ഫുള്ള് കൺസ്യൂം ചെയ്യും. ഹൈറ്റ് അപ്പം എന്തായിരിക്കും, ഈ H1ന്റെ ഹൈറ്റ് എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. H1ന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഈ കണ്ടന്റിനെ ഉൾക്കൊള്ളാൻ എത്ര ഹൈറ്റ് വേണോ ആ ഹൈറ്റ് ആയിരിക്കും എന്ത്, H1ന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ H1ന് ഹൈറ്റ് വേണം, എല്ലാം ഹലോ വേൾഡ് എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഈ Lനാണ് ഇവിടെ മാക്സിമം ഹൈറ്റ് ഉള്ളത്. അപ്പൊ ഇതിനെ അല്ലെങ്കിൽ Hനെ ഒരേ ലെവലിൽ വെക്കുമ്പോൾ ഇതിനെ ഉൾക്കൊള്ളാൻ എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റ് ആയിരിക്കും എന്ത്, ഈ H1ന്റെ ഹൈറ്റ്. ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാം. അതായത് ഞാനിവിടെ റിഫ്രഷ് ചെയ്തു, ഇവിടെ ഇതിന്റെ വിഡ്ത്ത് നമുക്കൊന്ന് കാണാം, ഹൈറ്റും കാണാം. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇപ്പൊ നോർമലി ഇതിനെന്തില്ല, ഇത് എത്ര സ്പേസ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എന്തുള്ളൂ, ഇത് കൺസ്യൂം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇതല്ല, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ വിഡ്ത്ത് ആയിരിക്കും. അപ്പൊ ഞാനിവിടെ ഇതിന്റെ ഓപ്പണിംഗ് ടാഗിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് സ്റ്റൈൽ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്തിട്ട് ഞാൻ റെഡ് എന്ന് പാസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ പാസ് ചെയ്ത കാര്യത്തെ ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാഗിന് കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി പാസ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഓപ്പണിംഗ് ടാഗിനകത്താണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ആട്രിബ്യൂട്ടിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് നെയിം കാണും ഈക്വൽ ടു എ വാല്യൂ എന്നുള്ള രീതിയിലാണ് എന്ത് വിളിക്കുന്നത്, ആട്രിബ്യൂട്ട് വരുന്നത്. ദിസ് ഇസ് എ ആട്രിബ്യൂട്ട് നെയിം ആൻഡ് ദിസ് ഇസ് ദ വാല്യൂ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സ്റ്റൈൽ ആട്രിബ്യൂട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൈൽ ഡെഫിനേഷൻ ഉണ്ടായിരിക്കും. ഐ വിൽ ടെൽ യു വാട്ട് ആർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ബേസിക് കോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അൾട്ടിമേറ്റ്ലി അവസാനം നമ്മൾ ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റൈൽ ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട്സ് വെരി സിമ്പിൾ, അഡീഷണൽ ഡാറ്റ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ പാസ് ടു എ ടാഗ്. നോർമലി വി പാസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയായിരിക്കും പാസ് ചെയ്യുന്നത്, അതിന്റെ ഇൻലൈൻ ടാഗിനകത്തായിരിക്കും, അല്ല ഇൻലൈൻ അല്ല, ഓപ്പണിംഗ് ടാഗിനകത്തായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ഫുൾ വിഡ്ത്ത് അസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്ലോക്ക് ലെവൽ എലമെന്റ്സ് എന്ത് ചെയ്യും, ഫുൾ വിഡ്ത്ത് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. ഹൈറ്റ് കണ്ടോ, ഈ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹലോ വേൾഡ് എന്നുള്ള കണ്ടന്റ് കൊള്ളാൻ എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റ് ആരും അസ്യൂം ചെയ്തിട്ടുള്ളൂ, ഈ ടാഗ് അസ്യൂം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്തരം ടാഗുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോക്ക് ലെവൽ എലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെവൽ ടാഗ് എന്ന് പറയുന്നത്. ഇനി സം ടാഗ്സ് ഇൻലൈൻ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ബി ഞാൻ എഴുതി, ഈ ബി ടാഗ് ഒരു പിയുടെ ഉള്ളിൽ കൊണ്ട് എംബഡ് ചെയ്തേക്കണം. അപ്പൊ ഇത് ഇൻലൈൻ ടാഗ് ആണ്. ദാറ്റ് മീൻസ് ഈ ബി ടാഗ് ഈ കണ്ടന്റിനെ ബോൾഡ് ആക്കും. പക്ഷെ ബി എടുക്കുന്ന ഇതെടുക്കുന്ന വിഡ്ത്ത് എന്തായിരിക്കും, ഈ കണ്ടന്റിന് എത്ര വിഡ്ത്ത് വേണോ അത്രയും വിഡ്ത്തിൽ മാത്രമേ അത് സ്പാൻ ചെയ്ത് നിന്നുണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ ഇതേപോലെ സ്റ്റൈൽ എഴുതുകയാണ്. സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ലെറ്റ് മീ റീലോഡ് ദിസ് തിങ്. ഇവിടെ വന്നാൽ കാണാം, ഇതുണ്ടോ, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇൻലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ആവശ്യമുള്ള വിഡ്ത്തും ഹൈറ്റും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എടുക്കുന്നുള്ളൂ. ആൻഡ് ബൈ ഡീഫോൾട്ട് ഇതിന്റെ ബിഹേവിയർ ആണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ എഴുതിയിട്ട് ഈ പറയുന്ന ബിഹേവിയർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ബി ടാഗ് നോക്കി, ഇതേപോലെ എന്തുണ്ട്, വി ഹാവ് ഇറ്റാലിക്സ്, ഐ ടാഗ് ഉണ്ട്, ഐ ഫോർ ഇറ്റാലിക്സ്, യു ഫോർ അണ്ടർലൈൻ, ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, സ്ട്രൈക്ക്, ഡിലീറ്റ്, അങ്ങനത്തെ ടാഗുകളൊക്കെ ഉണ്ട്. യു ക്യാൻ റെഫർ. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, വോൾ HTML ടാഗുകളും വോൾ CSSഉം പഠിച്ചിട്ട് അല്ലെങ്കിൽ ഫുൾ ജാവാസ്ക്രിപ്റ്റും പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മൊത്തം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമെന്ന് ആർക്കെങ്കിലും വാശിയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തായിരിക്കില്ല, നമുക്ക് എന്നാലും ആ പഠിക്കാൻ തന്നെ ചിലപ്പോൾ നേരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ടാഗുകളെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. then ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയ കാലമൊന്നുമല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. ഈവൻ എൻ്റയർ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിരുന്ന AI ടൂൾ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ AI ടൂൾ ഉണ്ടെങ്കിലും നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതിന് ഒരു മനസ്സുഖം അത് വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. ദെൻ നമ്മുടെ വർക്ക്, റിഡൻഡന്റ് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂട്ടിലൈസ് സം ടൂൾസ്, AI ടൂളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി, ഫോർമാറ്റിംഗ്, ഹെഡിങ്, ദെൻ ദ ഇൻലൈൻ എന്താന്ന് നോക്കി, വാട്ട് ഈസ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് ബേസിക് ആയിട്ടുള്ള സാധനം. ഇനി നമുക്ക് സംടൈംസ് നമ്മളുടെ പേജിൽ നമുക്ക് എന്ത് വേണ്ടി വരും,
നമുക്ക് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുന്നത് എങ്ങനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് നമ്മളെ പേജിൽ ലിസ്റ്റ് കൊണ്ടുവരേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇങ്ങനെ ചോദ്യമുണ്ട്, ഒരു H3 ഉണ്ട്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്ടിംഗ് ഇവന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ എന്ത് വേണ്ടി വരും, ഐ ലവ് ക്രിക്കറ്റ്, ഓക്കെ, ആൻഡ് ഐ ലവ് ഫുട്ബോൾ, then I love some other thing, tennis. Okay, these are my favorite sporting events and basketball. Okay, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ഔട്ട്പുട്ട്, ബട്ട് ഇൻ എ സിംഗിൾ ലൈൻ, ബിക്കോസ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, യു ക്യാൻ ഹാവ് പി ടാഗ് ഉപയോഗിച്ച് എഴുതാം. പക്ഷേ ഇതെനിക്കൊരു ലിസ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ആൻഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോർട്ടിംഗ് ഈവൻറ്റ് എന്ന് പറയുന്നത് ഫുട്ബോളാണ്, ദെൻ ക്രിക്കറ്റ്, ദെൻ ടെന്നീസ് എന്ന് പറഞ്ഞാണ് വേണ്ടത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ് ആണ്, വേറൊന്ന് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, ടാഗുകളിലെ മാറ്റമുള്ളൂ. പക്ഷേ വിഷ്വലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്നിന് ഓർഡറിങ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് എന്ന് പറയണം, ആൻഡ് യു ഹാവ് സം പ്രയോറിറ്റി. ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫുട്ബോൾ ആണെങ്കിൽ അത് ആദ്യം കിടക്കണം, രണ്ടാമത്തെ ക്രിക്കറ്റ് ആണ്, ദെൻ ടെന്നീസ് ആണ്. ആ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ടാഗ് എന്ന് പറയുന്നത് OL ടാഗ് ഉപയോഗിക്കാം. O സ്റ്റാൻഡ്സ് ഫോർ ഓർഡേർഡ് ലിസ്റ്റ്, L സ്റ്റാൻഡ്സ് ഫോർ ദിസ് തിങ്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഓർഡേർഡ് ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവും. ഐ ക്യാൻ ഹാവ് LI. ദെൻ ഈ LIയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ആഡ് ഫുട്ബോൾ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഐറ്റം, ദെൻ സെക്കൻഡ് ഐറ്റം, അടുത്ത LI, ഐ നീഡ് ക്രിക്കറ്റ്. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ഫസ്റ്റ് ഫുട്ബോൾ, സെക്കൻഡ് ക്രിക്കറ്റ്. അപ്പം ഇതാണ് എന്ത് ഓർഡറിങ്ങിൽ 1 2 3 നമ്പർ ഉണ്ടായിരിക്കും ബൈ ഡീഫോൾട്ട് ഓർഡർ. യു ക്യാൻ ഹാവ് ദാറ്റ്, ചേഞ്ച് ദാറ്റ് നമ്പർ. അത് റോമൻ ലെറ്റർ ആക്കാം, ആൽഫബറ്റ്സ് ആക്കാം, സ്മോളർ കേസ് ലെറ്റർ ആക്കാം, അങ്ങനെയൊക്കെ പല രീതിയിൽ മാറ്റാം. ബൈ ഡീഫോൾട്ട് അത് നമ്പേഴ്സ് ആയിരിക്കും, 1 2 3 നമ്പറിങ് ആയിരിക്കും ഉണ്ടാവും. ഇതേ കാര്യം ഞാൻ ഈ OLന് പകരം UL ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യു ക്യാൻ റിഫ്രഷ് ദിസ് തിങ്, യു ക്യാൻ ഹാവ് ബുള്ളറ്റ്സ്. പക്ഷെ അതിനകത്ത് ഏതിനാണ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം ഇതെന്തായിരിക്കും, എല്ലാം ബുള്ളറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ആദ്യം എൻ്റർ ചെയ്തായിരിക്കും ഏറ്റവും ഫേവറേറ്റ്. പക്ഷെ അതിനൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഇതാണെന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇതല്ലാണ്ട് ഇനി ഡെഫിനേഷൻ ലിസ്റ്റും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഹെഡിങ്, അതിൻ്റെ താഴെ ഒരു കണ്ടന്റ്, ദെൻ അടുത്ത ഹെഡിങ്, അതിൻ്റെ താഴെ ഒരു കണ്ടന്റ്. ആ രീതിയിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഡെഫിനേഷൻ ലിസ്റ്റ് ഉപയോഗിക്കാം. ആൻഡ് മോസ്റ്റ് ഓഫൺ നമ്മൾ ഡെഫിനേഷൻ ലിസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. മേ ബി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രൊവിഷനും കൂടി ഒരു ടാഗും കൂടി HTML-നകത്തുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് 1-2 ഷോർട്ട് കട്ട്സ് ഉള്ളത്. ഇപ്പം എനിക്കൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ UL എന്ന് ടൈപ്പ് ചെയ്തു. അതിൻ്റെ അണ്ടറിൽ ഞാനൊരു ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടു. അതിൻ്റെ അണ്ടറിൽ LI ഉണ്ട്. അങ്ങനത്തെ എത്ര LI വേണം, ഐ നീഡ് 4 LIs. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ VS Code ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഇതേപോലെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടന്റ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ദിറ്റ് ഫുട്ബോൾ ഹിയർ. ദെൻ ലെറ്റ്സ് ഹാവ് ടാബ് പ്രസ് ചെയ്താൽ ജസ്റ്റ് ജമ്പ് ചെയ്യും അടുത്തേക്ക്. ഫുട്ബോൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം, ക്രിക്കറ്റ്, ആൻഡ് ഐ നീഡ് ഹോക്കി, ആൻഡ് ഐ നീഡ് ടെന്നീസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്തത് നോക്ക്, UL എന്ന് എൻ്റർ ചെയ്ത് ഏതാണോ ടാഗ് അത് വേണം, UL, ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക. ദെൻ അതല്ലെങ്കിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ULൻ്റെ ചൈൽഡായിട്ട് LI വേണം. അങ്ങനത്തെ എത്ര LI വേണം, 4. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഇതിനകത്ത് എൻ്റർ ചെയ്യാം. ഓക്കെ, ദീസ് ആർ സം ഷോർട്ട് കട്ട്സ്. അപ്പോൾ ഇതാണ് എന്ത് ഓർഡേർഡ് ലിസ്റ്റിനുള്ളത്. ഇനി സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, നമ്മളെ ആപ്പിൽ അതല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റിനകത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, വി നീഡ് ടു ഹാവ് ടേബിൾസ്, ടാബുലർ ഡാറ്റ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോർമലി നമ്മൾ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ഇപ്പോൾ നിങ്ങളോടൊരു ടേബിൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പറിനെ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് റോ എഴുതും, ഫസ്റ്റ് റോ വരയ്ക്കും, അതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്യും, സെക്കൻഡ് റോ കണ്ടന്റ് ആഡ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടേബിൾ എന്നുള്ള ടാഗിനകത്താണ് എല്ലാം എൻക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ടേബിൾ റോ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ ഡാറ്റ എൻ്റർ ചെയ്യും. ആ റോയെ നമ്മൾ കോളായിട്ട് ഡിവൈഡ് ചെയ്യണം, നെയിം. ഓക്കെ,
then you can have next column നിങ്ങൾക്ക് എന്ത് ചെയ്യാം, again you can have td stands for table data, then I need course, okay, then I need td again and mark, okay. td ആഡ് ചെയ്തു. ദിസ് ഇസ് ഫസ്റ്റ് റോ. അപ്പോൾ ഒരു റോയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് എന്ത് വേണം, ഐ നീഡ് സം മോർ റോസ്, ഓക്കെ. പക്ഷെ എല്ലാ റോ എന്ത് ചെയ്തിട്ടുണ്ട്, 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാറുണ്ട്, ഇവിടെ നെയിം കോഴ്സ് മാർക്ക് എന്ന് വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ കണ്ടന്റ് എല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഇനി ആദ്യത്തെ റോ എന്ന് പറയുന്നത് ടേബിൾ ഹെഡിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം, TH ഉപയോഗിക്കാം. TH സ്റ്റാൻഡ് ഫോർ ഹെഡിങ്, TH, ഓക്കെ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലി ഇതിന്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കും. ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു ടേബിൾ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇതിനെ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് ടേബിൾ പോലെ ഫീൽ ചെയ്യിക്കാം. അപ്പൊ ഇതാണ് എന്ത് ടേബിൾ എന്നുള്ളത്. നമ്മൾ ടേബിൾ സാധാരണ ഇതിനകത്ത് ടാബുലർ ഡാറ്റയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിൽ ടേബിൾ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ടേബിളിനെ സ്റ്റൈൽ ചെയ്യാം, ഓക്കെ. ആൻഡ് ടേബിളിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നമ്മൾ ടേബിൾ നമ്മളെ പ്രൊജക്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ ടേബിൾ സ്റ്റൈൽ ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കുക. ടേബിളിന് എന്തുണ്ട്, നോർമലി ഇതിന് വിഡ്ത്ത് എന്ന് പറയുന്ന സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് ഞാൻ വിഡ്ത്ത് എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തു. ഐ എം ഗോയിങ് ടു ഹാവ് 50%. ഐ വിൽ ടോക്ക് അബൌട്ട് ദിസ് യൂണിറ്റ്സ് ലേറ്റർ. 50% ഉണ്ട്. ദെൻ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റൈല്. ദിസ് ഈസ് ആട്രിബ്യൂട്ട് നെയിം ആൻഡ് ദിസ് ഈസ് ദ സ്റ്റൈൽ ഡെഫിനിഷൻ ദ വാല്യൂ, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിം ദ വാല്യൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി സെമിക്കോളൻ ടു അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് ഐ നീഡ് സംതിങ് കോൾഡ് എന്ത് വേണം, ബോർഡർ കൊടുക്കാം. ബോർഡർ ഒരു ബോക്സ് ടേബിൾ നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുമല്ലോ, ബോർഡർ 1 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് ഞാൻ കൊടുത്തു. ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, യു ഹാവ് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് ഐ തിങ്ക് I just made style width 50%, border 1 pixel, solid black. Okay, let me refresh this thing. What is the mistake here? 1 pixel solid, the spelling mistake. Don't forget that, solid. ഓക്കെ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. ഇപ്പോൾ ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ, എവറി ടൈം ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ പേജ് എടുക്കുന്നു, ഈ ചേഞ്ച് ഇവിടെ കിട്ടാൻ വേണ്ടി റിഫ്രഷ് ചെയ്യുന്നു, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് വന്നു. പക്ഷെ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ് ആൻ എക്സ്റ്റൻഷൻ കോൾ ലൈവ് സെർവർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ ടാബിൽ പോയിട്ട് ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം, ലൈവ് സെർവർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലൈവ് സെർവർ എക്സ്റ്റൻഷൻ കിട്ടും. ഋത്വിക് ഡേ എന്ന് പറയുന്ന ഒരാളുടെ ലൈവ് സെർവർ ഉണ്ട്. ഇൻസ്റ്റാൾ ദാറ്റ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഡോണ്ട് വറി. ഡയറക്റ്റ് ബ്ലിങ്ക് ഓഫ് ആയത് ഇൻസ്റ്റാൾ ആവും. ഇനി എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗോ ലൈവ് എന്നൊരു ഓപ്ഷൻ കിട്ടും ഈ ബോട്ടം ബാറിൽ, ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഏത് പേജിന്റെ ആണോ ഔട്ട്പുട്ട് കാണേണ്ടത് എന്ന് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നൊരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും കാണും, ഇതുണ്ടോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കോമ്പിനേഷൻ പ്രസ് ചെയ്യാം, ഓക്കെ. ഞാൻ എന്ത് ചെയ്തു, ലൈവ് സെർവർ വെച്ച് ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ബ്രൗസർ ഇവിടെ എന്ത് ചെയ്തു, ബ്രൗസറിൽ ആ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ലെറ്റ് മീ മേക്ക് ദിസ് സൈഡ് ബൈ സൈഡ്. നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ഇൻ റിയൽ ടൈം നമുക്ക് ഔട്ട്പുട്ട് കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ സൈഡ് ബൈ സൈഡ് ആക്കി. ഓക്കെ, ഈ സൈഡിൽ അത്. ദെൻ ഇവിടെ നമ്മളെ പ്രോഗ്രാം ഇതാണ് നമുക്ക് വേണ്ടത്. ലെറ്റ് മീ ക്ലോസ് ദിസ്, ഓക്കെ. ആൻഡ് ഐ ഡോണ്ട് നീഡ് ദിസ് തിങ് ഓൾസോ, ഓക്കെ. സോ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ലെറ്റ് മീ റെഡ്യൂസ് ദ സൈസ് എ ബിറ്റ്, എന്നാലേ നമുക്ക് കോഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ടിന്റെ സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം, ഓക്കെ. ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇൻ റിയൽ ടൈം അവിടെ എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് ദ ഫസ്റ്റ് നെയിം ഈസ് ജോബിൻ, ദെൻ ദ കോഴ്സ് എന്ന് പറയുന്നത് ഐ നീഡ് സംതിങ് ലൈക്ക് MCA. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്ക് C75% ആൻഡ് സേവ് ദിസ്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻ റിയൽ ടൈം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്തു. ഇപ്പൊ ഇതാണ് നമ്മൾ സ്റ്റൈൽ എഴുതിയത്. ഇപ്പൊ ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ടേബിളിന് ബോർഡർ കൊടുത്തു. ഈ ടിആറിന് അല്ലെങ്കിൽ ഈ ടിആറിന് എന്ത് വേണം, ഈ സ്റ്റൈൽ വേണം, സ്റ്റൈൽ. സോ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ബോർഡർ 1 പിക്സൽ സോളിഡ് റെഡ് എന്ന് കൊടുത്തു, ഓക്കെ. ഇപ്പൊ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ബോർഡർ വരുന്നില്ല. സോ വൈ, ബിക്കോസ് ദാറ്റ് ഇസ് TR. സോ ടേക്ക് ദാറ്റ് ആൻഡ് give it to TH. THൽ ചെയ്തപ്പോൾ ഒരു ബോക്സ് വന്നുണ്ടോ, റെഡ് ബോക്സ്.
ഇതേപോലെ ഓരോ THലും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം ഇൻലൈൻ സ്റ്റൈലായിട്ട്. പക്ഷേ ഇവിടെയാണ് നമ്മളുടെ സ്റ്റൈൽ ഷീറ്റും ക്ലാസ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പിന്നീട് പറയാതെ ഇപ്പം ഞാൻ പറയുന്നില്ല, എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു, എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു ബോക്സ് വന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ലെറ്റ് മീ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഐ ക്യാൻ ഹാവ് ദാറ്റ് സ്റ്റൈൽ. ഇവിടെ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തു, ഇൻലൈൻ സ്റ്റൈൽ. ഈ ഓപ്പണിംഗ് ടാഗിനകത്ത് സ്റ്റൈൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ സ്റ്റൈൽ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാം എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് ഓരോന്നും ഇൻഡിവിജ്വൽ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ പേര് ബോർഡർ കൊളാപ്സ് എന്നാണ്. എല്ലാം കൊളാപ്സ് ചെയ്ത് മെർജ് ചെയ്ത് ബോർഡേഴ്സ് എല്ലാം മെർജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് മീ ആഡ് എ ന്യൂ പ്രോപ്പർട്ടി ദാറ്റ് ഇസ് കോൾഡ് ബോർഡർ കൊളാപ്സ്ഡ് ബോർഡർ. ബോർഡർ കൊളാപ്സ് എന്നെടുത്തു. എന്നിട്ട് സോറി കൊളാപ്സ് എന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം റെഡായി. എന്നിട്ട് എന്ത് ചെയ്തു, അതാണ് കൊളാപ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് വിളിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഇതിന്റെ വ്യൂ പോർട്ടിന്റെ 50% എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വ്യൂ പോർട്ട് കണ്ടില്ലേ, ഇതിന്റെ ടോട്ടൽ വിഡ്ത്തിന്റെ 50% ആണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു 80% ആണെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും, അങ്ങേറ്റം വരെ ഉണ്ടായിരിക്കും. അങ്ങേറ്റത്ത് പോയി മുട്ടില്ല, പക്ഷെ ഒന്നുകൂടി എന്തായിരിക്കും, ഇവിടെ അറ്റം വരെ ഉണ്ടായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, പ്രോപ്പർട്ടി സിസ്റ്റം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് അലൈൻ ഉപയോഗിക്കാം. ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് കൊടുത്തു. അപ്പോൾ എല്ലാം ടെക്സ്റ്റ് അലൈൻ സെന്റർ ചെയ്തു. ആൻഡ് വെർട്ടിക്കൽ അലൈനും ഉണ്ട്. വെർട്ടിക്കൽ അലൈൻ അതും ഞാൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ അലൈൻ അതിന്റെ പേര് മിഡിൽ എന്നാണ്. ഓക്കെ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോയില് TH അല്ല TD റോയുടെ ഹൈറ്റിനകത്ത് TDയുടെ ഹൈറ്റിൽ എന്ത് ചെയ്യും, വെർട്ടിക്കലി അത് അലൈൻ ചെയ്യുക. അതായത് താഴത്തെ ആ ലൈനിൽ മുട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ അലൈൻ ദ കണ്ടന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടേബിൾ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഇമേജ് ആഡ് ചെയ്യുന്നത്. നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, ഐ നീഡ് an image. ലെറ്റ്സ് ടേക്ക് an image from my computer and you need to place that image here. ഇവിടെ നമ്മൾ IMG ഫോൾഡറിൽ എന്ത് ചെയ്യണം, അത് കൊണ്ടുവന്ന് ഇടണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അത് ചെയ്യാം. നമുക്കറിയാം വെബ്സൈറ്റിൽ നമുക്ക് ഇനവിറ്റബിൾ ആയിട്ടുള്ള സാധനമാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് ഇല്ലാത്ത വെബ്സൈറ്റുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുക വെബ്സൈറ്റിൽ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, ഞാൻ ഇവിടെ 2 ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് എവിടെ നിന്നാണ് നമുക്ക് ഇമേജ് വേണ്ടത്, കോപ്പി ചെയ്തതിനുള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇവിടുന്ന് എനിക്ക് ഇമേജ് വേണ്ടത് ഉള്ള ലൊക്കേഷൻ പിക്ക് ചെയ്യുക. ലൈക്ക് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത്, ഇവിടുന്ന് ഇമേജ് എന്ത് ചെയ്യുക, ജസ്റ്റ് സിംപ്ലി ഡ്രാഗ് ചെയ്യുക. ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഇമേജ് നമ്മളുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് IMG എന്നുള്ള ടാഗാണ്, IMG. ദെൻ ഇവിടെ നമുക്ക് IMG ടാഗിനകത്ത് മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, എവിടെയാണ് നിങ്ങൾ ഇമേജ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു പാത്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഇമേജ് കിടക്കുന്നത് ഞാൻ ഈ ഫോൾഡർ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മളെ ഫയൽ ഇതാണ്. ഈ ഫയലിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജ് IMG ഫോൾഡറിന്റെ ഉള്ളിൽ ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് നൗ നിൽക്കുന്നത് നമ്മൾ റൂട്ട് ഫോൾഡറിലാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയാണ് നമ്മളുടെ ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് // എന്ന് എഴുതി. Now you will get all the folders IMG. Then I need this hero image. Okay, now you can see that image in your page. നമ്മളുടെ പേജിൽ ആ ഇമേജ് വന്നിട്ടുണ്ടായിരിക്കും. And this thing is called റിലേറ്റീവ് പാത്ത്. അതായത് ഈ ഫയലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇൻ റിലേഷൻ ടു ദിസ് ഫയൽ ദിസ് ഇമേജ് ഇസ് ഹിയർ എന്നുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു ഇമേജ് ലോഡ് ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു URL ആയിരിക്കും നമ്മളോട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇമേജസ് ലോഡ് ചെയ്യാൻ പറ്റും. ദെൻ വാട്ട് അബൌട്ട് ദിസ് ആൾട്ട്. ഈ ആൾട്ട് എന്നുള്ള കീവേഡ് എന്താണ്, ഇതെന്താണ് ഈ ആട്രിബ്യൂട്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനൊരു ആട്രിബ്യൂട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തൂടെ, ബ്രൗസിങ്. ഓക്കെ, ഞാനൊരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു. ആൾട്ട് സിമ്പിൾ, ആൾട്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് എഴുതാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ റിമെമ്പർ there are people in this world, they have disabilities. ലൈക്ക് ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടായിരിക്കും. അവരും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിക്കാൻ അവകാശമുള്ള ആളുകളാണ്, അവർക്കും ഉപയോഗിക്കണമല്ലോ.
അപ്പോൾ അവർ മേ ബി സ്ക്രീൻ റീഡേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ ഇത് ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ റീഡർ ഇത് റീഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജസ് കാണുമ്പോൾ എന്താണ് അവിടെ ഉള്ളത് എന്ന് ആൾക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദിസ് തിങ് ഈസ് യൂസ്ഡ്. അതായത് ഇവിടെയുള്ള ഈ ആൾട്ട് ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ it's part of your social responsibility. Like there are people in this world who have disabilities, and consider those people when you are building a website. ഓക്കെ, അപ്പോൾ അവർക്കിത് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു മൊറാലിറ്റിയാണത്. ഇവിടെ എന്ത് ചെയ്യാം, ഇനി ഇതിന് വേറൊരു പേർപ്പസ് ഉള്ളത്, ഇൻ കേസ് ഇമേജ് ലോഡായില്ല, ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഞാൻ ഇമേജ് തെറ്റിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ആ ആൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ആൾട്ട് ടെക്സ്റ്റ് ലേഡി ബ്രൗസിങ് എന്ന് വേണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേർപ്പസാണ് അതിനുള്ളത്. അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും വരില്ല, പക്ഷേ നോർമലി ഞാൻ കൊടുക്കാറുണ്ട്, നിങ്ങൾക്കും കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു ഇമേജ് ആഡ് ചെയ്യാണ്. IMG ./ I can have that image ലോഗോ എന്നുള്ള ഇമേജ് ആഡ് ചെയ്തു. ഇത് വരുന്നത് ഇവിടെ താഴെയാണ് വന്നത്, പക്ഷേ ഞാനിത് ഫുൾ വിഡ്ത്തിലേക്ക് ഈ പേജ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഇൻ ദ റൈറ്റ് സൈഡ്. ഇവിടെ റൈറ്റ് സൈഡിൽ വന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും IMG ഒരു എന്ത് ടാഗാണ്, IMG ഒരു ഇൻലൈൻ ടാഗാണ്. അതെന്ത് ചെയ്യും, അതിനാവശ്യമുള്ള വിടുത്തെടുത്തിട്ട് ബാക്കിയുള്ള സൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത് അടുത്ത ടെക്സ്റ്റ്, അടുത്ത ഇമേജ് വരുന്നത്. അപ്പോൾ IMGയുടെ നോർമൽ ബിഹേവിയർ എന്താണ്, ഇൻലൈൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടാഗുകളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ അതർ ടാഗ്സ് ഓൾസോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് ടാഗുകൾ നമ്മൾ വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. അതിലൊന്നാണ് div എന്നുള്ള ടാഗ്. div ഈസ് ജസ്റ്റ് എ കണ്ടെയ്നർ. div എന്നുള്ള ടാഗ് ഒരു ഇമാജിനറി ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഐ ക്യാൻ ഹാവ് എ div ഹിയർ. അതിൻ്റെ അണ്ടറിൽ ഞാൻ എന്ത് ചെയ്തു, ഹലോ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തുണ്ട്, യു ഹാവ് എ ടെക്സ്ചർ, യു ക്യാൻ ഹാവ് എ div ഹിയർ ഹലോ എന്ന് കൊടുത്തു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വാട്ട് അബൌട്ട് അനദർ div? ഇവിടെ ഞാൻ വേറൊരു div എഴുതി ആൻഡ് അഗെയിൻ എ ഹലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹലോ താഴെയാണ് വന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എന്ത്, div എന്ന് പറയുന്നത് ഫുൾ വിഡ്ത്ത് എടുത്തു, അതിൽ താഴെയാണ് എന്ത് ചെയ്തേക്കുന്നത് അടുത്ത കണ്ടന്റ് വന്നത്. ഓക്കെ, div ഈസ് ആക്ച്വലി ഡിവിഷൻസ്. ഓക്കെ, യു ക്യാൻ ക്രിയേറ്റ് ഡിവിഷൻസ് ഇൻ യുവർ വെബ്സൈറ്റ് യൂസിങ് div ടാഗ്. ഡിവിന് നിങ്ങൾക്ക് ആട്രിബ്യൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ഒരു ഇമാജിനറി ബോക്സ് ആണ് എന്ത്, ഒരു കണ്ടെയ്നർ ആണ് div എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തിട്ട് അതിനെ സ്റ്റൈൽ ചെയ്യാം, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ div ടാഗ് നമ്മൾ എന്തിനും ഉപയോഗിക്കും, ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ div ടാഗിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ div എന്നുള്ള ടാഗ് ഓർത്തിരിക്കുക. ദെൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെമാൻറ്റിക് ടാഗുകൾ വരുന്ന കുറേ ടാഗ് ഉണ്ട്. അതിലൊന്നാണ് ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെബ്സൈറ്റിന്റെ ഹെഡർ എന്ന് പറയുന്നത് ആക്ച്വലി ടേക്ക് എ വെബ്സൈറ്റ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ലെറ്റ് മീ ടേക്ക് എ വെബ്സൈറ്റ്, ദിസ് വെബ്സൈറ്റ്, ക്ലോസ് ദിസ്. ഇതിന്റെ ഹെഡർ എന്ന് പറയുന്നത് ഈ ടോപ്പിൽ കാണുന്ന ഒരു ഏരിയ ആയിരിക്കും എന്ത്, ഹെഡർ എന്ന് പറയുന്ന സെക്ഷൻ. ഇത് അതിന് ഹോം പേജ് തന്നെയാണ് ഈ കാണുന്നത്. ലെറ്റ് മീ ടേക്ക് അനദർ സൈറ്റ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ഹാവ് മൈ വെബ്സൈറ്റ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇവിടെ കാണുന്ന ഈ ടോപ്പ് സെക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഈ നൗബാർ ഇരിക്കുന്ന ഈ ഏരിയ നിങ്ങൾക്ക്, ഈ നൗബാർ ഇരിക്കുന്ന ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതിന്റെ താഴെ നിങ്ങൾക്ക്, അപ്പോൾ ഹെഡർ എന്ന് പറയുന്നത് ആ എൻ്റയർ ഫ്രണ്ട് എൻഡ്, ഈ മൊത്തത്തിൽ ഈ ആദ്യമായി കാണുന്ന ഏരിയ മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെഡർ ആക്കാം, അതല്ലെങ്കിൽ ആ നൗബാറിന് നിങ്ങൾക്ക് ഹെഡർ ആക്കാം. ഹെഡർ ഒരു സെമാൻറ്റിക് ടാഗാണ്. ഇനി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടാഗാണ് നാവ് എന്നുള്ള ടാഗ്. നമ്മൾ നാവിഗേഷൻ ബാർ ഉണ്ടായിരിക്കും, ഒരു ടോപ്പ് ലെവൽ മെനു ഒക്കെ നമുക്ക് മിക്കവാറും എല്ലാ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും. ഹോം, എബൌട്ട് അസ്, പ്രൊഡക്ട്സ്, സർവീസ്, കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞ മെനു സിസ്റ്റം കാണും. അപ്പോൾ ആ നാവിഗേഷൻ സിസ്റ്റത്തെ, നാവിഗേഷൻ മെനുവിനെ എൻക്ലോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്, നാവ് എന്നുള്ള സെമാൻറ്റിക് ടാഗ്. ദെൻ യു ഹാവ് സംതിങ് കോൾഡ് മെയിൻ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, മെയിൻ. ഓക്കെ, ആൻഡ് മെയിൻ സെക്ഷൻ, മെയിൻ കണ്ടെയ്നർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മെയിൻ ടാഗ് ഉപയോഗിക്കാം. Then obviously you have something called footer. താഴെ നമുക്ക് എന്തുണ്ട്, ഫൂട്ടർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ നമ്മൾ ഡിസൈനിൽ യു ക്യാൻ ഹാവ് എ ഫൂട്ടർ. ഈ ഒരു കളേർഡ് ഏരിയയിൽ കാണുന്നതാണ് ഫൂട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൂട്ടർ ടാഗ് ഉപയോഗിച്ച് അതിനകത്ത് കണ്ടന്റ് കൊടുക്കുക. ദിസ് ഈസ് ഓൾസോ എ സെമാൻറ്റിക് ടാഗ്. ദെൻ യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് സെക്ഷൻ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു സെക്ഷൻ, ഇപ്പോൾ ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് തിങ് ഈസ് എ സെക്ഷൻ. ഇവിടെ കാണുന്ന ഈ സാധനം, അതായത് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ആ കണ്ടന്റ് വരുന്ന മൊത്തം കാര്യം ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സെക്ഷൻ ഉപയോഗിക്കാം. പിന്നെയുള്ള ടാഗ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, ആർട്ടിക്കിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഡിസൈനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഒരു സെക്ഷന്റെ അണ്ടറിൽ വെറുതെ ഡിസൈൻ ഒരു സെക്ഷന്റെ അണ്ടറിൽ ഒരു കാർഡ് ഉണ്ട്, വേറൊരു കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കാർഡ് ഡിവ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി യൂസ് ആർട്ടിക്കിൾ എന്നുള്ള ടാഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ദിസ് കാർഡ്സ്. അപ്പോൾ ആർട്ടിക്കിളും എന്തായിരിക്കും ഒരു സെമാൻറ്റിക് ടാഗാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ടാഗുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇത് ഉപയോഗിച്ച് നമുക്കൊരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യണം. സാധാരണ ഒരു വെബ്സൈറ്റിന്റെ ലേ ഔട്ട് നമുക്കറിയാം. അത് ലെറ്റ് മീ ഡ്രോ എ ലേ ഔട്ട് ഹിയർ. നമുക്ക് ഓൾറെഡി ഡിസൈൻ ഉണ്ട്. ലെറ്റ് മീ ഡ്രോ എ ലേ ഔട്ട്. നോർമലി നമുക്ക് എന്ത് കാണും, ഒരു ടോപ്പ് എല്ലാം ഇരിക്കുന്ന, ഇമാജിൻ ദിസ് ഇസ് ദ ബ്രൗസർ. ഇതാണ് എൻ്റെ ബ്രൗസർ വിൻഡോ എന്ന് ഇമാജിൻ ചെയ്യുക. ദിസ് തിങ് ഈ റെഡ് കളറിൽ കാണുന്നത്. ദെൻ ഇനി നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഇൻസൈഡ് ദ കണ്ടന്റ്, ഈ ബ്രൗസറിൽ നമ്മളെ കണ്ടന്റ് എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വേണം, കണ്ടന്റ് ഫുൾ സ്ക്രീനിൽ വേണ്ട, എനിക്ക് ഇങ്ങനെ കണ്ടാൽ മതി. അതായത് ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടം ഒക്കെ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് കണ്ടന്റ്സ് കാണേണ്ടത്. താഴോട്ട് സ്ക്രോൾ ഉണ്ടായിരിക്കും, പേജിൽ സ്ക്രോൾ ഉണ്ടെങ്കിൽ താഴെയും എന്ത് ചെയ്യേണ്ട, ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് മെയിൻ എന്ന് പറയുന്ന ഈ കണ്ടെയ്നർ. ഈ മെയിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണും, നമുക്കൊരു ടോപ്പ് ലെവൽ മെനു കാണും. അപ്പൊ ഞാനൊരു ഹെഡർ ടാഗ് ഉപയോഗിച്ചിട്ട് ആ ഹെഡറിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ദാറ്റ് മെനു. അപ്പൊ നമുക്ക് ഈ ഹെഡറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോഗോ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിങ്, ഈ സാധനത്തെ നമ്മൾ ബ്രാൻഡിങ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണും, മേ ബി നിങ്ങളുടെ ലോഗോ കാണും. ദെൻ യു ഹാവ് സംതിങ്, ഒരു ബ്രാൻഡ് ടെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും. സംടൈംസ് ചിലപ്പോൾ ആ ലോഗോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഒരു മെനു സിസ്റ്റം കാണും. അപ്പൊ നമ്മൾ നാവ് ടാഗ് ഉപയോഗിച്ചു. അതിനുള്ളിൽ നിങ്ങൾക്ക് മെനു എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് മെനു ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. ഇതേപോലെ ഇതാണ് നമ്മളുടെ എന്ത്, ആൻഡ് യു ഹാവ് സംതിങ്. സപ്പോസ് നമുക്ക് ലോഗിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ബട്ടൺ എന്ത് ചെയ്യും, ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴെ വരുന്ന അടുത്തൊരു ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ സെക്ഷൻ. ഇവിടെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഷുഡ് ബി ഇൻ സം അതർ കളർ. ഒരു സെക്ഷൻ എല്ലാം മെയിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സെക്ഷനിൽ ലെഫ്റ്റിൽ എനിക്ക് എന്തുണ്ട്, ഒരു ഇമേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ എനിക്ക് എന്തുണ്ട്, ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ആൻഡ് യു ക്യാൻ യൂസ് div ഫോർ ദിസ് തിങ്. ഇനി ഇതിൽ താഴെ വരുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത സെക്ഷൻസ് വരും. അപ്പൊ നമുക്ക് ഈ ഒരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ച്വലി എന്ത് ഉപയോഗിക്കുന്നത്, വി ആർ ഗോയിങ് ടു യൂസ് HTML. അപ്പൊ ആ ലേ ഔട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്, HTML എന്ന് പറയുന്നത്. അപ്പൊ HTML ലേ ഔട്ട് ലാംഗ്വേജ് ആണ്. ദെൻ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ HTML-നകത്ത് ടാഗിന് അഡീഷണൽ ആട്രിബ്യൂട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷെ അത് ഒരു എൻറ്റയർ വെബ്സൈറ്റിനകത്ത് ഒരുപാട് എലമെന്റ്സും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ പേജിലെയും എല്ലാ ടാഗിന്റെയും ഓപ്പണിംഗ് ടാഗിനകത്ത് പോയിട്ട് സ്റ്റൈൽ എഴുതി വെക്കൽ എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ആ സ്റ്റൈലിനെ ഒന്ന് എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ സ്റ്റൈൽ ഷീറ്റ്, അതല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇൻലൈൻ സ്റ്റൈൽ ഇപ്പോൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഓപ്പണിംഗ് ടാഗിനകത്ത്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ആട്രിബ്യൂട്ട് എഴുതി ഹെഡ് സെക്ഷനകത്തേക്ക് മാറ്റാം. ആ പേജിൽ അഫക്റ്റ് ആവുന്ന എൻറ്റയർ സ്റ്റൈൽ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, എൻറ്റയർ വെബ്സൈറ്റിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ പേജിലെയും കാർഡുകളും സെക്ഷൻസും ഒക്കെ ഒരേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേജിലും കൊണ്ട് ഈ സ്റ്റൈൽ എല്ലാത്തിന്റെ ഹെഡിൽ എഴുതി വെക്കുന്നത് പ്രാക്ടിക്കലി അത്ര ഒരു നല്ല സൊല്യൂഷൻ അല്ല. അപ്പൊ നമുക്ക് അതിന് പകരം എന്ത് ചെയ്യണം, അവിടുന്നും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെപ്പറേറ്റ് സ്റ്റൈൽ ഷീറ്റ് എഴുതിയിട്ട് ആ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ലിങ്ക് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ഒരു ലേ ഔട്ട് എന്നുള്ളത്. അപ്പൊ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് ദറ്റ് ലേ ഔട്ട്. Then come to your program. I'm going to delete everything and we are starting from scratch. And this is the basic template, and I need to change this to Flutterfly. Then what is this thing, doc type എന്ന് പറയുന്നത്, this is not an HTML element. This is ഇവിടെ മുതലാണ് ആക്ച്വലി എന്ത് HTML element. This is not an HTML element. This is entirely meant for the browser. ബ്രൗസർ നമുക്കറിയാം, ബ്രൗസറിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് ഇമേജ് ഓപ്പൺ ചെയ്യാം, PDF ഓപ്പൺ ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസറിലേക്ക് ഓപ്പൺ ചെയ്യാം. സോ സിംപ്ലി സെയിങ് ബ്രൗസർ ക്യാൻ ഹാൻഡിൽ ഡിഫറെന്റ് ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസർ ക്യാൻ ഹാൻഡിൽ. അപ്പോൾ ഒരു പേജ് HTML പേജ് ആണ് ഇതിൽ വരുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, ഈ ഡോക് ടൈപ്പ് ഉപയോഗിച്ചത്. ആൻഡ് എസ്പെഷ്യലി ആ HTML-ന്റെ വേർഷൻ ഏതാണ്, HTML5 ആണെങ്കിൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് ദിസ് തിങ്. HTML4 ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ദിസ് ഷുഡ് ബി എ ലെങ്തി ടെക്സ്റ്റ്. അപ്പോൾ അത് ഇതില്ലാണ്ടേ നിങ്ങൾക്ക് എഴുതാം, പക്ഷെ ഇതാണ് സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് എന്ത് വേണം, വി നീഡ് ടു സ്ട്രക്ചർ ദിസ് തിങ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിൽ എഴുതി. ദെൻ ഐ ജസ്റ്റ് ഗിവൺ എ ടൈറ്റിൽ. ദെൻ
ഇവിടെ എന്ത് ചെയ്യണം, യു ക്യാൻ ഹാവ് ദിസ് ടാഗ്സ്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. ഫസ്റ്റ് നമുക്ക് എന്തുണ്ട്, ദ എൻറ്റയർ തിങ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ മെയിൻ ടാഗ്. ഇവിടെ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ കണ്ടു, നമ്മൾ ഇവിടെ മുട്ടിയിട്ടില്ല, ടോപ്പിൽ മുട്ടിയിട്ടില്ല, ആൻഡ് ബോട്ടം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ മുട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ക്രിയേറ്റ് എ മെയിൻ എലമെന്റ്. ദിസ് ഇസ് സെമാന്റിക് എലമെന്റ്. ഇൻസൈഡ് ദിസ് മെയിൻ ഐ നീഡ് സംതിങ് കോൾഡ് ഹെഡർ. ഓക്കെ, ഈ ഹെഡർ നോക്കുക. ഞാൻ നേരത്തെ വരച്ച ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഈ ഒരു ഇമേജ് ഹെഡർ, ആ ബ്ലൂ കളർ അല്ലെങ്കിൽ ആ ബ്ലൂ കളർ ബോക്സ് ആണ് ഹെഡർ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ തന്ന ഡിസൈനിലെ ഹെഡർ എന്താന്ന് നോക്കുക. ഹെഡറിൽ എന്തുണ്ടായിരിക്കും, യു ഹാവ് എ ബ്രാൻഡിങ് ഹിയർ, then you have a menu, and after that you have something called contact number ഉണ്ട്. ഇതാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ട്, 1 2 3 കണ്ടന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഐ നീഡ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ്, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിലാണ് എനിക്ക് എന്ത് വേണ്ടത്, ദ ബ്രാൻഡിങ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, img ടാഗ് ഉപയോഗിച്ചു. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്, that thing is img my logo.svg. that is an svg element. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലോഗോ ഫ്ലട്ടർഫ്ലൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഇത് വന്നുകൊണ്ടില്ലേ, അതായത് ടൈപ്പ് ചെയ്യാണ്ട് തന്നെ അതിനകത്ത് എന്ത് കണ്ടന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഡിവ് ക്ലോസ് ആവുന്നതൊക്കെ കാണാം. ദാറ്റ് ഈസ് ബ്ലാക്ക് ബോക്സ് ആണത്. ഒരു AI ടൂൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ മടിയനാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഓൾറെഡി കുറെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മളെ ജോബ് ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത്തരം ടൂൾ ഉപയോഗിക്കാം. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ആസ് എ ഫ്രഷർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നോക്കണം. ഞാൻ എൻ്റെ പണി ഈസി ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ബോക്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്ലഗിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ബ്രാൻഡിങ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് ദിസ് ഇസ് ഫസ്റ്റ് ചൈൽഡ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മല്ലേ, ഇതൊരു ട്രീ ആണ്. അതിൽ ഫസ്റ്റ് നോഡ്, പാരന്റ് നോഡ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്, ദെൻ ദ HTML, അതിൽ ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്, ഈ പാരന്റിന്റെ ഫസ്റ്റ് ചൈൽഡാണ് മെയിൻ. ഈ മെയിൻ്റെ ഫസ്റ്റ് ചൈൽഡാണ് എന്ത്, ഇത്. ഈ ഹെഡറിന്റെ ഫസ്റ്റ് ചൈൽഡാണ് ആര്, ഇയാള്. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്, വി നീഡ് എ nav bar. സോ ക്രിയേറ്റ് എ nav element. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് അനദർ ഡിവ്. വേറെ ഡിവ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എന്തുണ്ട്, വി ഹാവ് എ ബട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയും. ഡോണ്ട് വറി, നമ്മൾ ആങ്കർ ടാഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് എങ്ങനെയാണ് പോവുക, അങ്ങനത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. വിൽ ഡിസ്കസ് ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ nav bar ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആക്ച്വലി nav barൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. നമ്മുടെ ഡിസൈനിനകത്ത് എത്ര ലിങ്കുകളുണ്ട്. ലെറ്റ് മീ സൂം ദിസ്. 1 2 3 4 5 ഐറ്റംസ് അല്ലെങ്കിൽ 5 പേജുകളിലേക്കുള്ള ലിങ്ക് എവിടെ ഉണ്ട്, ഇൻസൈഡ് മൈ nav bar ഉണ്ട്. So I need to move into another page. When I click the blog and news, then contact click ചെയ്താൽ വേറൊരു പേജിലേക്ക് പോകണം. ഇതായിരിക്കും എനിക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, അതായത് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒറിസോണ്ടലി ഉള്ള ഒരു nav bar ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ some people think like this. See, I can have a home here, then about here. Okay, then ന്യൂസ് ആൻഡ് ഈവൻസ് എന്ന് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്, ഹോം അബൌട്ട് ന്യൂസ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. ഇത് ചുമ്മാ പ്ലെയിൻ ടെക്സ്റ്റ് എഴുതി വെച്ചാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ UL ടാഗിനെ ഉപയോഗിക്കുകയാണ്. UL ടാഗ്, അതിൻ്റെ അണ്ടറിൽ എനിക്ക് നമുക്ക് ഇവിടെ 4 എണ്ണമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മല്ലേ, UL LI സ്റ്റാർ A, അതായത് നമുക്ക് LI സ്റ്റാർ 4 A ടാഗ് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ എന്ത് വേണം, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എബൌട്ട് എന്നുള്ള ഐറ്റം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എബൌട്ട് എന്ന് കൊടുത്തു. ദ സെക്കൻഡ് ഐറ്റം ഈസ് ആക്ച്വലി ബ്ലോഗ് ആൻഡ് ന്യൂസ് എന്നാണ്. ബ്ലോഗ് ആൻഡ് ന്യൂസ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് കോഴ്സസ് ആണ്. ദെൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ കോഴ്സസ് ലോഗിൻ എന്നാക്കാം, ലോഗിൻ. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് വന്നു. യു ക്യാൻ സീ ദ ലിസ്റ്റ് ഹിയർ. റൈറ്റ് സൈഡിൽ നമ്മളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് താഴോട്ടാണ് വന്നിരിക്കുന്നത്. അതിന് കാര്യം മനസ്സിലായില്ലേ, LI ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒരു ലൈനിൽ ഒരു LI വെച്ച് വന്നത്. LI എന്തായി കഴിഞ്ഞാൽ എന്ത് വരും, ഓരോ LIയും ഈ ബാക്കി വിടത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ചെയ്യും. ഓക്കെ, ഇനി ആക്ച്വലി എനിക്ക് ഇതൊക്കെ എന്താണ്, എബൌട്ട് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ എബൌട്ട് സെക്ഷനിലേക്ക് സ്ലൈഡ് ചെയ്ത് വരണം. അതല്ലെങ്കിൽ വേറൊരു പേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ പേജിലേക്ക് മൂവ് ചെയ്യണം. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ നാവിഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നാവിഗേഷൻ ഫ്ലട്ടർ അല്ല. ഇതിനകത്ത് നാവിഗേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ
ടാഗ് കോൾഡ് എ ടാഗ്. ആങ്കർ ടാഗ് ആണ്. ഇവിടെ നമ്മൾ ഹൈപ്പർ ലിങ്ക് റെഫറൻസ് കൊടുക്കണം, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ പറയുകയാണ് എനിക്ക് എന്ത്, സപ്പോസ് ദർ ഇസ് എ പേജ് കോൾ, ഇവിടെ ഒരു പേജ് ഉണ്ട്, ജസ്റ്റ് ഞാനൊരു ടെസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ലെറ്റ്സ് ഡിലീറ്റ് ദാറ്റ് ലെറ്റർ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് എ test.html. Okay, and inside this HTML page I can have an h1 here. This is h1 test page എന്ന് ഞാൻ കൊടുത്തു. Okay, I want to move into this page. When I click on this about link, about ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, അതല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം. അപ്പോൾ എ ടാഗ് ഉപയോഗിച്ചു എന്താണോ ഇവിടെ വരേണ്ട ലിങ്ക് ടെക്സ്റ്റ് അതാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ നടുക്ക് കൊടുക്കേണ്ടത്. ക്ലിക്ക് എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ കണ്ടോ ഒരു ലിങ്ക് വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഇത് ഈ പേജിനകത്ത് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ തന്നെയുള്ള വേറൊരു പേജിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ ഇന്റേണൽ ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, അപ്പൊ ഇന്റേണൽ ലിങ്ക്സ് എന്തായിരിക്കും, ഇൻസൈഡ് ഈ പേജിൽ നിന്ന് ഈ പ്രൊജക്റ്റിനകത്തുള്ള ഡിഫറെന്റ് പേജുകളിലേക്കാണ് പോകണമെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ ലിങ്ക് എന്ന് പറയും. അപ്പൊ ഈ ഇന്റേണൽ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ ഇമേജ് ഒക്കെ ആയിട്ട് ഡോട്ട് സ്ലാഷ് എന്നൊക്കെ എഴുതി, അതിന്റെ ആവശ്യമില്ല ഇവിടെ. ബിക്കോസ് ഈ ഫയലും ഒരേ ലെവലിൽ കിടക്കുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, test.html ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യു ആർ റീഡയറക്ടിങ് ഇൻ ടു ദ ടെസ്റ്റ് പേജ്, ദെൻ യു ക്യാൻ ഗോ ബാക്ക്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു ആഡ് ലിങ്ക്സ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, വി നീഡ് ആക്ച്വലി about എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരു ലിങ്ക് ആയിട്ടാണ് ഉണ്ട്. ലെറ്റ്സ് റീക്രിയേറ്റ് ദിസ് തിങ്. ഐ എം ഗോയിങ് ടു ഹാവ് എ UL ടാഗ് ഹിയർ, അഗെയിൻ എ UL. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടു. ULന്റെ അണ്ടറിൽ എനിക്ക് എന്ത് വേണം, ഐ നീഡ് UL, ദെൻ LI എത്ര LI വേണം, *4, സോറി എ ഞാൻ ക്യാപിറ്റൽ ആണ്. ഓക്കെ, നോ യു ക്യാൻ സി LIയുടെ അണ്ടറിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് മീൻ ചെയ്യേണ്ടത്. UL ടാഗ്, ദിസ് എ പാരന്റ് ടാഗ്, അതിന്റെ ചൈൽഡായിട്ട് LIs വേണം. അങ്ങനത്തെ എത്ര എണ്ണം വേണം, 4 LI വേണം. അത് ഓരോന്നും എന്തായിരിക്കണം, അതിന്റെ നടുക്കിക്ക് എന്തിട്ട് തരണം, അതിന്റെ ചൈൽഡായിട്ട് ഓരോ LIയുടെ ചൈൽഡായിട്ടും ഓരോ എ ടാഗ് വരണം. പ്ലസ് എൻ്റർ. ആൻഡ് ഇത് ആ പാറ്റേൺ ഒന്നുകൂടി എന്ത് ചെയ്യണം, *4 ഗ്രേറ്റർ ദാൻ A. ഓക്കെ, നൗ യു ക്യാൻ സി യു ഹാവ് ദാറ്റ് എ ടാഗ്സ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, about. Okay, and next is courses. Then the other thing is blog and news. Blog and news. Then I need login. Okay, now you can see you have items here. പക്ഷെ ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ എ ടാഗിന്റെ അടിയിൽ എ ടാഗിന് ഡീഫോൾട്ട് ഒരു കളർ ഉണ്ട്, അതിന്റെ അടിയിൽ എന്തുണ്ട്, ഒരു അണ്ടർലൈൻ ഉണ്ട്. ദാറ്റ്സ് എ ബിഹേവിയർ ഓഫ് ഹൈപ്പർ ലിങ്ക്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തൊക്കെ ഈ കളറിലൊക്കെ കാണാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഗൂഗിൾ മീറ്റ് അടിക്കണം. അപ്പോൾ കണ്ടോ, ഞാൻ ഓൾറെഡി ഇന്ന് വിസിറ്റ് ചെയ്തതാണ് ഈ ഗൂഗിൾ മീറ്റ്. വിസിറ്റ് ചെയ്യാത്ത ലിങ്കൊക്കെ ബ്ലൂ കളറിലായിരിക്കും. ആൻഡ് ദിസ് ഇസ് വിസിറ്റഡ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഐ ഷോ യു ദാറ്റ് ഹിയർ. ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ നമ്മൾ ലിങ്ക് ഇല്ല. ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇത് റെഡ് കളറിൽ വരും. അപ്പോൾ അതാണ് എന്ത്, ആക്റ്റീവ് എന്നുള്ള സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, യു ക്യാൻ റെഫർ ദാറ്റ്. ഇനി ഇവിടെ വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോകാം. റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു പുഷ് സം ഹാഷ് ഹിയർ. എനിക്ക് അങ്ങോട്ട് പോകണ്ട, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഹാഷ് ഉപയോഗിച്ചു. ഓക്കെ, നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നൗ യു ഹാവ് ഓൾ ദ ലിങ്ക്സ് ഹിയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കോഡൊന്ന് റീഫോർമാറ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് കോഡൊന്ന് സ്ട്രക്ചർ ആക്കി തരും. ആൻഡ് ഇഫ് യു വാണ്ട് മോർ ഫോർമാറ്റിംഗ് യു ക്യാൻ ഹാവ് ദ പ്രിറ്റിയർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. പ്രിറ്റിയർ, PRETTIER. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഫോർമാറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഡിനെ സ്റ്റൈലിഷ് ആയിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഇൻഡന്റേഷനെ കൊടുത്ത് ഫോർമാറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ യൂട്ടിലൈസ്. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഹെഡർ സെക്ഷനകത്തുള്ള ഫസ്റ്റ് ചൈൽഡ്, ആൻഡ് യു ക്യാൻ ഹാവ് ദ സെക്കൻഡ് ചൈൽഡ് ആൻഡ് ദ തേർഡ് വൺ. ആദ്യം എനിക്ക് വേണ്ടത് ഒരു ഐക്കൺ ആണ് വേണ്ടത്. ഒരു ഐക്കൺ വരണം. അതിന്റെ അപ്പുറത്ത് എനിക്ക് എന്ത് വരണം, എനിക്കൊരു H3 വരണം. അതിനകത്ത് എൻ്റെ ഫോൺ നമ്പറും വരണം, 919895224455. ഓക്കെ, ആൻഡ് forgive me if this number is someone's number. Okay, let me take this to 1234567890. Okay, no issues. Okay, I have a number. Okay, ഇനി എനിക്ക് ഇവിടെ ഒരു ഐക്കൺ വരണം. How will you add an icon to how will you bring an icon to your website? നിങ്ങൾക്ക് പല രീതിയിൽ കൊണ്ടുവരാം. ഒന്ന്,
നിങ്ങൾക്ക് വേണമെങ്കിൽ ഐക്കൺ ഒരു ഫോണിന്റെ ഇമേജ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് IMG ഫോൾഡറിൽ കൊണ്ടുവച്ചിട്ട് അത് ലോഡ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐക്കൺസ് നിങ്ങൾക്ക് ലോഡ് ചെയ്യിക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോ ടു എ വെബ്സൈറ്റ് കോൾ ബോക്സ് ഐക്കൺസ്. ബോക്സ് ഐക്കണിൽ പോവാം. ഓക്കെ, ബോക്സ് ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെന്റേഷൻ, ലെറ്റ് മീ എക്സ്പാൻഡ് ദിസ് തിങ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടു, ഇവിടെ ഐക്കൺസ് സെർച്ച് ചെയ്യാം. ഈ യൂസേജിൽ ക്ലിക്ക് ചെയ്യുക. യൂസേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു മെനു ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് HTML ഉണ്ടായിരിക്കും, ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSS എടുക്കാം. ഓക്കെ, ഐ ക്യാൻ ഹാവ് ദിസ് CSS. ഇത് ഈ ബോക്സ് ഐക്കൺ അവർ എഴുതിണ്ടാക്കിയ CSS ഫയലാണ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യുക? All these things are happening inside your head section. So ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ലിങ്ക് ടാഗ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, ആ സ്റ്റൈൽ ഷീറ്റിന്, ദിസ് ഇൻ അബ്സല്യൂട്ട് URL, ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം HTTP വെച്ച് തുടങ്ങിയതാണ്. ആ സൈറ്റിലുള്ള അവരുടെ കയ്യിലുള്ള ഈ സെർവറിലുള്ള ആ സ്റ്റൈൽ ഷീറ്റ് ഞാൻ ലിങ്ക് ചെയ്യിച്ചു. ഇനി പക്ഷെ എനിക്ക് എന്ത് വേണം, എൻ്റെ സ്റ്റൈൽ ഷീറ്റിൽ ലിങ്ക് ചെയ്യിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ടാഗ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യിക്കാം. നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് കിടക്കുന്നത് എവിടെയാണ്, CSSന്റെ ഉള്ളിൽ style.css. Right now that is an empty sheet because നമ്മളൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ലിങ്ക് ചെയ്യിക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ സൈറ്റിലേക്ക് എന്ത് ചെയ്തു, അവരുടെ ഇത് ലിങ്ക് ചെയ്യിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഐക്കൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ ഇവിടെ വന്നിട്ട് ബോക്സ് ഐക്കണിൽ വന്നിട്ട് യു ക്യാൻ സെർച്ച് ഐക്കൺ. ഐ നീഡ് സംതിങ് കോൾഡ് ഫോൺ എന്നുള്ള ഐക്കൺ ആണ് വേണ്ടത്, ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ ദർ ആർ ഡിഫറെന്റ് ഫോൺ ഐക്കൺസ്. ഐ നീഡ് ദിസ് ഐക്കൺ. ഈ ഐക്കൺ ആണ് വേണ്ടത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു സ്നിപ്പറ്റ് വന്നു. ആ സ്നിപ്പറ്റിനകത്ത് വെബ് കമ്പോണന്റ് ആയിട്ട് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണ്ട് ആയിട്ട് ആഡ് ചെയ്യാം. ഐ പ്രിഫർ ദ ഫോണ്ട്. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കോപ്പി ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് എവിടെയാണ്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇതിവിടെ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ കം ഹിയർ. നൗ യു ക്യാൻ സീ ദാറ്റ് ഐക്കൺ ഹിയർ. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്, ഐ ടാഗ് ഒരു ലൈനിൽ വന്നു, പക്ഷെ H3 എന്താണ്, ബ്ലോക്ക് ലെവൽ എലമെന്റ് ആയതുകൊണ്ടാണ് എന്ത് വന്നേക്കുന്നത്, ഈ സാധനം താഴെ വന്നത്. ഓക്കെ, അതായത് ഐ ടാഗിന്റെ താഴത്തേക്ക് വന്നത്, അതൊരു ബ്ലോക്ക് ഫുൾ വിഡ്ത്ത് അതിന് വേണം, ഇയാൾക്ക് കൊടുക്കൂല, ഇയാൾക്ക് ഫുൾ വേണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴത്തേക്ക് വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഹെഡ് സെക്ഷൻ എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തുണ്ട്, ഹെഡർ എന്ന് പറയുന്ന സെക്ഷന്റെ ഉള്ളിൽ ഫസ്റ്റ് ബ്രാൻഡിങ്, നെക്സ്റ്റ് നമ്മൾ നൗ ബാർ, ദെൻ യു ഹാവ് യുവർ ഡിവ് എലമെന്റ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മളുടെ ഇത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റയർ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സ്റ്റൈൽ ചെയ്യാം, അതല്ലെങ്കിൽ ഓരോരോ ഏരിയാസ് അല്ലെങ്കിൽ ഓരോരോ ഏരിയ എഴുതിയിട്ട് അതിനെ സ്റ്റൈൽ ചെയ്ത് പോവാം. ഓക്കെ, സോ നമുക്ക് കുറെ കേട്ട് നിങ്ങൾക്ക് ബോർ എടുക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് ജസ്റ്റ് CSS എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സ്റ്റൈലൊക്കെ വരുമ്പോഴേക്കും, നല്ല ഭംഗിയിൽ വരുമ്പോഴേക്കും നമുക്കിത് ചെയ്യാനൊരു താല്പര്യം തോന്നും. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് CSS. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് സ്റ്റൈലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത്, നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പേജിൽ ഈ ഹെഡറിൻ്റെ താഴെ ഒരു H1 ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, H1 ഹലോ എന്ന് ഞാൻ ആഡ് ചെയ്തു, ഹലോ വേൾഡ് എന്ന് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ പേജിൽ എന്ത് വരും, യു ഹാവ് ദാറ്റ് ഹലോ വേൾഡ്, ലെറ്റ് മീ ഡിസ്പോസ് മൈ ലൈവ് സെർവർ ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. Okay, then go live. Now you have your website again running in this live server. Okay, see, നമുക്ക് ഈ നോർമൽ H1ന്റെ ബിഹേവിയർ ആണിത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഡീഷണൽ ആട്രിബ്യൂട്ട് കൊടുക്കാം ഇതിന്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് there are different attributes. You can provide an ID for this attribute. You can provide a class attribute and you can provide a style attribute. Whatever attribute you want, you can provide. Okay, there are a lot of attributes. ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാം. ഇതെല്ലാം കാണാതെ പഠിക്കൊന്നും വേണ്ട. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് റിക്വയർമെന്റ് ആ സമയത്ത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ബേസിക് ആയിട്ട് ഐഡിയും ക്ലാസും സ്റ്റൈലൊക്കെ അറിയണം എന്താണെന്നുള്ളത്. ഓക്കെ, ഐഡിയും ക്ലാസ്സൊക്കെ എന്താ ഞാൻ പറയാം. ഇപ്പം എനിക്ക് ഈ H1ന്റെ നോർമൽ ബിഹേവിയർ ആണ് ഈ കാണുന്നത്. അതിനൊരു ഫോണ്ട് സൈസ് ഉണ്ട്, അതിനൊരു ഡീഫോൾട്ട് കളർ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ കളർ ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ കളർ എന്നുള്ള പ്രോപ്പർട്ടിയെ കോൾ ചെയ്തു. ഡീഫോൾട്ട് ഇത് ബ്ലാക്ക് ആയിരിക്കും. ദെൻ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിത് റെഡ് എന്ന് കൊടുത്തു. ഓക്കെ, നോ ദിസ് ഇസ് ഇൻ റെഡ് കളർ. ഓക്കെ, ഇതിനകത്ത് അപ്പം ഇത് സ്റ്റൈലാണ് ഞാൻ ചെയ്തത് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച്. സ്റ്റൈൽ ഡെഫിനിഷൻ നോക്കുക, ഒരു പ്രോപ്പർട്ടി നെയിം കോളൺ എ വാല്യൂ എന്നുള്ള രീതിയിലാണ് സ്റ്റൈൽ ഡെഫിനിഷൻ കിടക്കുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി. ഇതേപോലെ നമുക്ക് ഈ പേജിൽ വേറെ H1 എന്ന് വിചാരിക്കുക. H1 വെൽക്കം ടു ഫ്ലട്ടർഫ്ലൈ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ വേറൊരു ടെക്സ്റ്റ് വന്നു.
Then ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ബി ഇൻ റെഡ് കളർ. അപ്പോൾ ഞാൻ ഇതേ സ്റ്റൈൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ എഴുതി. അപ്പോൾ ഇതും എന്തായിരിക്കും, റെഡ് കളറിൽ വരും. ഓക്കെ. പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും സ്റ്റൈൽ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, സംടൈംസ് കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ക്ലയൻറ്റ് പറയണം, ഐ ഡോണ്ട് വാണ്ട് റെഡ്, ഐ ജസ്റ്റ് നീഡ് അനദർ കളേഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ബ്ലൂ കളർ എടുത്തു, അല്ലെങ്കിൽ പേർപ്പിൾ വയലറ്റ് പോലത്തെ കളർ എടുത്തു. ദാറ്റ് ഷുഡ് ബി ഇൻ ദാറ്റ് കളർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കളറിൽ എല്ലാ H1 ഇൻസ്റ്റൻസും എല്ലാ പേജിലെയും എവിടെയൊക്കെ നിങ്ങൾ സ്റ്റൈൽ എഴുതിയിട്ടുണ്ടോ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റൈൽ എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ എലമെന്റിന്, ഒരേ ഒരു എലമെന്റിന് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. പക്ഷെ എന്നാലും എന്തായിരിക്കും, ഒരു ഓൾ സിസ്റ്റത്തിനകത്ത് നിന്ന് അത് എവിടെയാണ് ഉപയോഗിച്ചതെന്ന് ഫൈൻഡ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റൈൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഒരു ടാഗിന്റെ ഓപ്പണിംഗ് ടാഗിനകത്ത് സ്റ്റൈൽ ആട്രിബ്യൂട്ട് എഴുതി നിങ്ങൾക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് CSS ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഹെഡിൽ വന്നിട്ട് സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തു. സ്റ്റൈൽ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റൈൽ ഡെഫിനിഷൻ എഴുതാം. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ഡെഫിനിഷൻസ് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ എഴുതുന്നത് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലായിരിക്കും. ഹെഡിങ് അല്ല, ഹെഡറും അല്ല, ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന സ്റ്റൈലിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇതിനകത്ത് 10 പേജ് ഉണ്ട്, 10 പേജിലെ H1 ഒരേപോലെയാണ് വേണ്ടെങ്കിൽ എല്ലാ പേജിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതത് പേജിന്റെ ഹെഡ് സെക്ഷനകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ സ്റ്റൈൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ അവിടെ ഒരു റിഡൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റൈലിനെ സെപ്പറേറ്റ് ഫയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അവിടെയാണ് നമ്മൾ ആരും ഉപയോഗിക്കുക, ഈ സ്റ്റൈൽ ഷീറ്റിന് ഉപയോഗിക്കുക. style.css, ഈ ഫയലിലെ എക്സ്റ്റൻഷൻ .css എന്നായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫയലിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ പേജിലാണോ ആ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ലിങ്ക് ടാഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്റ്റൈൽ ഷീറ്റിനെ ലിങ്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഇതാണ് എന്ത് സ്റ്റൈലിന്റെ ബേസിക് കാര്യം. ഇനി എങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് ഈ പേജിലുള്ള എല്ലാ H1ൻ്റെയും ഫോണ്ട് സൈസ് എനിക്ക് വേണ്ടത് ഒരു 32 പിക്സലാണ് അല്ലെങ്കിൽ 40 പിക്സലിലാണ്. ആൻഡ് ദ കളർ ഷുഡ് ബി ഇൻ സം അതർ കളർ. അതായത് ഐ നീഡ് ഇറ്റ് ടു ബി ഇൻ ഒരു ബ്ലൂ കളറിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റൈലിൽ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ H1 എന്ന് എഴുതി, എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഞാൻ കളർ എന്ന് എഴുതി, ദെൻ ദാറ്റ് ഷുഡ് ബി ഇൻ ബ്ലൂ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ. പക്ഷെ ആ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഇത് റിമൂവ് ചെയ്യാണ് ഇവിടുന്ന്. ഞാൻ ഇത് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് കട്ട് ചെയ്തു. അതായത് ഈ ഒരു സ്റ്റൈൽ ഡെഫിനേഷൻ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. നൗ ദാറ്റ് ഈസ് ഇൻ ബ്ലൂ. ഓക്കെ, അത് അപ്ലൈ ആയി. ദെൻ ഇതും ഞാൻ എന്ത് ചെയ്യാണ്, ഈ റെഡും എന്ത് ചെയ്തു, ഇവിടുന്ന് കട്ട് ചെയ്തു. നൗ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ബ്ലൂ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്, നമ്മളെ സ്റ്റൈൽ ഡെഫിനേഷൻ എന്തായിരിക്കും, ഇതാണ് എന്ത് നമ്മളുടെ ഒരു സ്റ്റൈൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ആദ്യം കൊടുത്തതാണ് ഇത് സെലക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്തിനെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, ഏത് എലമെന്റിനെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്, ആ എലമെന്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ സെലക്ടർ എന്ന് വിളിക്കുന്നത്. ഇത് എലമെന്റിന്റെ പേര് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതല്ലാണ്ടേ സെലക്ട് ചെയ്യാം, ഞാൻ പറയാം. ദെൻ പിന്നെ ഒരു കേളി ബ്രേസ്, ദെൻ ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈൽ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും, ദ എലമെന്റ് സെലക്ടർ, ദെൻ ദ കേളി ബ്രേസ്, then the properties, then close that curly brace, and after every style definition you have to put a semicolon. Okay. And style definition വരുന്നത് the property name colon a value എന്നുള്ള രീതിയിലായിരിക്കും. ഇവിടെ കളർ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് കളറാണ്, അതായത് ടെക്സ്റ്റ് കളറാണ്. ഓക്കെ. ആൻഡ് ഇഫ് യു നീഡ് ഫോണ്ട് സൈസ്, യു ക്യാൻ കോൾ ദ ഫോണ്ട് സൈസ്, I need 40 pixels എന്ന് ഞാൻ കൊടുത്തു, 40 pixels. Now that is a bigger text, 40 pixels only. Then if you want a background color, you can have that property background color. See, I need a red color. Or, okay, red color. റെഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരും, റെഡ് വരും. ഫുൾ വിഡ്ത്ത് വരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് ഫുൾ വിഡ്ത്ത് എടുത്തത്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ എഴുതുന്നത്. ഈ രീതിയിൽ സ്റ്റൈൽ എഴുതുന്നതിന് ബൈ എലമെന്റ് നെയിമാണ് നമ്മൾ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ പേജിനകത്ത് എവിടെയൊക്കെ H1 ഉണ്ടോ ആ H1 ഒക്കെ എന്ത് ചെയ്യും, ഈ ഇമ്പാക്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാർഗറ്റിംഗ് ബൈ
എലമെന്റ് നെയിം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ഒരു സെനാരിയോ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത സാധനം ഇവിടെ ജസ്റ്റ് ഒരെണ്ണത്തിൽ കൊണ്ട് ആഡ് ചെയ്യണം. ഈ H1 ഞാൻ ഈ സ്റ്റൈല് നേരത്തെ കട്ട് ചെയ്ത സ്റ്റൈൽ കൊണ്ട് ആഡ് ചെയ്തു. നോ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ല. അതിന് ലെറ്റ് മീ റിമൂവ് ദാറ്റ്. ഇത് കമന്റ് ചെയ്യാൻ വേണ്ടി CSS കമന്റ് ചെയ്യണമെങ്കിൽ ലൈൻ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇങ്ങനെ ഇടുക /**/ അതിന്റെ ഇടയ്ക്കായിരിക്കും ഇത് കമന്റഡ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം, ഹലോ വേൾഡ് എന്ന് കാണാം. പക്ഷെ നമ്മളിവിടെ കളർ ബ്ലൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കളർ എഫക്റ്റ് വന്നത് റെഡ് ആണ്. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? അവിടെയാണ് നമ്മുടെ കാസ്കേഡിങ് ഓർഡർ വരുന്നത്. കാസ്കേഡിങ് ഓർഡർ എന്ന് വിളിക്കുന്നത്, ഇതിന്റെ പേര് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണല്ലോ. ആ കാസ്കേഡിങ് ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതില് ഈ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തു, അതിലൊന്നുമില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഞാനത് കാണിച്ചു തരാം. ഇനി എന്ത് ചെയ്തു, സ്റ്റൈൽ ഹെഡിനകത്ത് സ്റ്റൈൽ ടാഗിനകത്ത് എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ നോക്കി, അത് അപ്ലൈ ചെയ്തു. റൈറ്റ് നോ ഇത് അപ്ലൈ ആയി. ദെൻ താഴോട്ട് വന്നിട്ട് ഈ HTML ഇത് റെൻഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റിൽ വരുന്ന ഇൻലൈൻ സ്റ്റൈൽ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ എഫക്റ്റിൽ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ഓവർ റൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് you can provide an important thing here. Important, I think this is like this. No, I'll fix that. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ടാഗ് ഉപയോഗിക്കാം. അത് മറന്നാണ്. ഓക്കെ, കുറേ കാലം ഇത് ഉപയോഗിക്കാതിരുന്നിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ കാസ്കേഡിങ് ഓർഡർ എപ്പോഴും എങ്ങനെയായിരിക്കും, ഓരോന്നോരോന്ന് അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ഇൻലൈനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻലൈൻ സ്റ്റൈൽ എന്ന് മനസ്സിലായി. ദെൻ എന്താണ് സ്റ്റൈൽ ടാഗിനകത്ത് എങ്ങനെ സ്റ്റൈൽ എഴുതാമെന്ന് മനസ്സിലായി. ആൻഡ് ഇനി ഇതേ സ്റ്റൈൽ നമുക്ക് മൾട്ടിപ്പിൾ പേജ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ test.html പേജ് ഉണ്ട്. ഈ H1 എന്ത് വേണം, ഈ പേജ് വേണം. റൈറ്റ് നൗ ഈ H1 എന്ത് ചെയ്യുന്നില്ല, നമുക്കിവിടെ കാണുന്നില്ല. പക്ഷെ ഈ H1 എന്ത് വേണം, നമുക്ക് ഈ സ്റ്റൈലിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇതേ സ്റ്റൈല് കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ടെസ്റ്റിനകത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ആൻഡ് യു ക്യാൻ സീ എ റിഡൻഡൻസി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ചെയ്തു. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ സ്റ്റൈലിനെ ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെപ്പറേറ്റ് സ്റ്റൈൽ ഫയലായിട്ട് അല്ലെങ്കിൽ സ്റ്റൈൽ ഷീറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ CSS ഫോൾഡറിനുള്ളിൽ style.css എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ എഴുതാം. അപ്പോൾ ഇവിടെ സ്റ്റൈൽ എഴുതുമ്പോൾ ഇതൊരു CSS ഫയലാണ്, HTML അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, സ്റ്റൈൽ ടാഗിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, H1 എന്ന് എഴുതി. ഓക്കെ, ദെൻ പേസ്റ്റ്, അല്ല നമുക്ക് പേസ്റ്റ് ചെയ്യണ്ട, ഞാൻ ടൈപ്പ് ചെയ്യാം. കളർ പ്രോപ്പർട്ടി കോൾ ചെയ്തു. ഐ എം ഗോയിങ് ടു ഗിവ് ബ്ലൂ ഹിയർ. ഓക്കെ, ബ്ലൂ അപ്ലൈ ചെയ്തു. ഓർ സം അതർ കളർ, ലെറ്റ് മീ അപ്ലൈ എ ഗ്രീൻ കളർ. ഞാനിവിടെ ഗ്രീൻ അപ്ലൈ ചെയ്തു. നൗ യു ക്യാൻ സി the second one is in green. Why it is green? ഓക്കെ, സെക്കൻഡ് വൺ എന്തുകൊണ്ടാണ് ഗ്രീൻ വന്നത്, അതിന് കാരണം എന്തായിരിക്കും, ഇവിടെ വന്ന് നോക്കുക. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റൈല് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ദെൻ H1 കോൾ ചെയ്തു. H1 കോൾ ചെയ്തിട്ട് അതിന് ബ്ലൂ അപ്ലൈ ചെയ്തു ഇവിടെ. ഓക്കെ, ദെൻ ഇതിനകത്ത് എന്തുണ്ട്, രണ്ടാമതൊരാളുണ്ട് H1 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടോ, സ്റ്റൈൽ ഷീറ്റിനകത്ത് നിന്ന് ആ H1 കളറ് ഇത് അപ്ലൈ ആയി. ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വന്നപ്പോൾ ബ്ലൂ അപ്ലൈ ആയി. നൗ ഇറ്റ് ഈസ് ഇൻ ഗ്രീൻ കളർ. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? ഇവിടെ വന്ന് നോക്കാം. ഹെഡറിൽ വന്നു H1 ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഇതിൽ നമ്മൾ റെഡ് കൊടുത്തു വെച്ചുകൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, ഇത് റെഡിലാണ് വന്നത്. ലെറ്റ് മീ റിമൂവ് ദാറ്റ് റെഡ് ഫ്രം ഹിയർ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ് ക്ലാസ് റൈറ്റ് നൗ. ഓക്കെ, നൗ ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ബ്ലൂ. ഐ തിങ്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വരാഞ്ഞത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്തായി, ഈ രീതിയിൽ വന്നു. ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചത്, ആദ്യം ഈ സ്റ്റൈൽ ഷീറ്റിലെ സ്റ്റൈൽ അപ്ലൈ ചെയ്തു. പിന്നീട് വന്നപ്പോൾ ഇവിടെ എന്ത് കണ്ടു, ബ്ലൂ കണ്ടു. ആ ബ്ലൂ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇഫ് ദർ ഈസ് നോ സ്റ്റൈൽ ഹിയർ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈൽ ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും, ആ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിലുള്ള സ്റ്റൈലായിരിക്കും അപ്ലൈ ചെയ്തത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ പേജിൽ ആ സ്റ്റൈൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ സ്റ്റൈൽ ഷീറ്റിനെ ഇവിടെ എന്ത് ചെയ്താൽ മതി, ലിങ്ക് ചെയ്യുക ./CSS ഉള്ളിൽ പോയിട്ട് style.css. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ പേജ് കാണണമെങ്കിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ചു. നൗ യു ക്യാൻ സി ദാറ്റ് ഈസ് ഇൻ ബ്ലൂ. ഓക്കെ, ഇതും എന്താണ്, ദിസ് ഈസ് ഇൻ ഈ റെഡ് കളറിലാണ്. ഇവിടെ
ഇത് ബ്ലൂവിലാണ് വന്നത്. വൈ ഇറ്റ് ഇസ് ഇൻ ബ്ലൂ? ബിക്കോസ് ഇവിടെ എന്തുണ്ട്, ടെസ്റ്റ് ഡോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റൈൽ ടാഗിനകത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ട്. റിമൂവ് ദാറ്റ്, നൗ ദാറ്റ് ഇസ് ഇൻ ദാറ്റ് ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റൈൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കാസ്കേഡിങ് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് യു ഹാവ് 2 ഡിഫറെൻറ്റ് സ്റ്റൈൽ ഷീറ്റ്. ഇവിടെ എനിക്ക് എന്തുണ്ട്, വേറൊരു സ്റ്റൈൽ ഷീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് മൈ സ്റ്റൈൽ ഡോട്ട് CSS. ഒരു വെബ്സൈറ്റിൽ ഒരു സ്റ്റൈൽ ഷീറ്റ് ഒന്നും ആയിരിക്കില്ല, ഒന്നിലധികം സ്റ്റൈൽ ഷീറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അഗെയിൻ ആ H1 തന്നെ ടാർഗറ്റ് ചെയ്തു. എലമെന്റ് ബൈ നെയിം ആണ് ടാർഗറ്റ് ചെയ്തത്, H1 എലമെന്റിന്റെ പേര്. എന്നിട്ട് ഞാൻ കളർ ഒന്ന് കൊടുത്തു, ദാറ്റ് ഈസ് റെഡ്, കളർ റെഡ് കൊടുത്തു. ആൻഡ് ഈ സ്റ്റൈലിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ലിങ്ക് ചെയ്യാണ്. ഞാൻ ഈ താഴെ വന്നിട്ട് ലിങ്ക് ചെയ്യാണ്, ഡോട്ട് സ്ലാഷ് ദാറ്റ് ഈസ് CSSന്റെ ഉള്ളിൽ കയറി മൈ സ്റ്റൈലിൽ എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തു. ഓക്കെ, ദെൻ കം ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്തു. നോ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ബിക്കോസ് നമ്മളെ സെർവർ റൈറ്റ് നോ റെൻഡർ ചെയ്യുന്നത് മറ്റേ ഇപ്പുറത്തെ പേജ് ആയിരിക്കും. ഓക്കെ, ആൻഡ് സെർവർ ഈസ് ഓഫ്ലൈൻ, ഗോ ലൈവ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നു. ആൻഡ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അഗെയിൻ ദാറ്റ് ഗ്രീൻ കളർ എക്സിസ്റ്റ് ചെയ്യും. നമ്മളുടെ ഗ്രീൻ കളർ ആയിരിക്കും. മൈ സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻഡെക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സിൽ മൈ സ്റ്റൈലിനെ ലിങ്ക് ചെയ്യാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ലിങ്ക് മൈ സ്റ്റൈൽ ആൻഡ് നൗ യു ക്യാൻ സീ ദാറ്റ് ഈസ് ഇൻ റെഡ്. ആൻഡ് ദിസ് ഇസ് വേർ ദ കാസ്കേഡിങ് ഓർഡർ മാറ്റേഴ്സ്. ആദ്യം ഇത് അപ്ലൈ ചെയ്തു, ദെൻ രണ്ടാമത് ഇത് അപ്ലൈ ചെയ്യും. അപ്പൊ രണ്ടാമത്തേൽ സെയിം എലമെന്റിന് വേറെ എന്തെങ്കിലും സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൈൽ എന്ത് ചെയ്യും, ഇതിലേക്ക് അപ്ലൈ ആവുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ രണ്ടാമത്തെ സ്റ്റൈൽ ഷീറ്റിൽ ഞാൻ കളർ ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ഫോൺ സൈസ് ആണ് ചെയ്തത്. ഫോൺ സൈസ് ഒരു 55 പിക്സൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു, ഇപ്പൊ കണ്ടത് വലുതായി, പക്ഷെ കളർ ഗ്രീൻ തന്നെ ആയിരിക്കും. അത് എവിടെ നിന്നായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് അതിനെ ഗ്രീൻ ആക്കി, രണ്ടാമത്തെ സ്റ്റൈൽ ഷീറ്റിൽ സെയിം എലമെന്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ അതിൽ കളറിന് ചേഞ്ച് ഒന്നുമില്ല, അത് മേലെന്ന് അപ്ലൈ ചെയ്ത് വന്നു, പക്ഷെ അതിന്റെ ഫോൺ സൈസ് എന്ത് ചെയ്തു, ഇവിടെ മാറി. അപ്പോൾ കാസ്കേഡിങ് ഓർഡർ ഇറ്റ് മാറ്റേഴ്സ്, കാസ്കേഡിങ് ഓർഡർ മാറ്റേഴ്സ് ആണ്. ഐ ഡോണ്ട് വാണ്ട് ദിസ് സ്റ്റൈൽ ഷീറ്റ് ഹിയർ, ഐ ജസ്റ്റ് റിമൂവ് ദാറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈ എലമെന്റ് നെയിം എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഇനി നമുക്ക് വേണ്ടത്, സി വാട്ട് ഇഫ് ഐ നീഡ് എ പെർട്ടിക്കുലർ എലമെന്റ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ വരും. അപ്പോൾ നമുക്ക് 2 H1 ഉണ്ടല്ലോ, ഇതിൽ രണ്ടാമത്തെ H1 അല്ലെങ്കിൽ ആദ്യത്തെ H1 എനിക്കൊരു പെർട്ടിക്കുലർ സ്റ്റൈൽ വരണം. അതിന്റെ ഫോൺ സൈസ് ഒരു 40 പിക്സൽസും, അതല്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ 30 പിക്സൽ, ദെൻ ദ കളർ ഷുഡ് ബി റെഡ്, ദെൻ അങ്ങനത്തെ കുറച്ച് സ്റ്റൈലിൽ വരണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, നമുക്ക് ഈ പേജിൽ കുറേ H1 ഉണ്ട്. നമ്മൾ H1 എന്ന് വിളിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യും, ബൈ എലമെന്റ് നെയിം വിളിച്ചാൽ എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ ഇമാജിൻ ചെയ്യുക, ഏതൊരു ക്ലാസ്സിൽ അജിത്ത് എന്നുള്ള പേരുള്ള 5 പേരുണ്ട്. അപ്പൊ ഞാൻ അജിത്ത് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അജിത്തിനെ ഉദ്ദേശിച്ച് കോമൺ ആയിട്ട് അജിത്തിനെ ഉദ്ദേശിച്ചൊരു കാര്യം പറഞ്ഞാൽ എല്ലാ അജിത്തും എന്ത് ചെയ്യും, ചിലപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ എനിക്കൊരു പെർട്ടിക്കുലർ അജിത്തിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ് ടാർഗറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ആളുടെ റോൾ നമ്പറോ അല്ലെങ്കിൽ അയാളെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വെച്ച് പറഞ്ഞാൽ, ആളുടെ ഇനീഷ്യൽ വെച്ച് പറയാം, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ എല്ലാ H1 ഉണ്ട്, ആ H1 അല്ല, ഐ നീഡ് എ പെർട്ടിക്കുലർ H1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അയാളെ തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഞാൻ ID കൊടുത്തു. ID എന്നുള്ള ആട്രിബ്യൂട്ടിൽ ഐ എം ഗോയിങ് ടു ഗിവ് ആൻ ID ഹിയർ, ഹെഡ് എന്ന ID കൊടുത്തു. ഓക്കെ, എന്ത് ID വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ റിലേറ്റീവ് ആയിരിക്കണം. നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തുമായി ബന്ധപ്പെട്ട ഒരു ID കൊടുത്താൽ നിങ്ങൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. യു ക്യാൻ ഹാവ് എനി ID. പക്ഷെ നമ്മൾ കോമൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ H1, ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ബ്രാൻഡിങ് ആണെന്ന് വിചാരിക്കുക, നമ്മളെ കമ്പനി നെയിമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രാൻഡ് എന്നുള്ള പേര് കൊടുത്തു, ID. ഓക്കെ, അല്ലെങ്കിൽ ബ്രാൻഡ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ നമ്മൾ അണ്ടർസ്കോർ ഉപയോഗിക്കാറില്ല, ഹൈഫൺ ആണ് ഉപയോഗിക്കാറുള്ളത്. ബ്രാൻഡ് ടെക്സ്റ്റ് കൊടുത്തു. ആൻഡ് ഐ നീഡ് ടു ടാർഗറ്റ് ബൈ ദാറ്റ് ID. അപ്പോൾ നമ്മളെ സ്റ്റൈൽ ഷീറ്റിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ എലമെന്റ് ആണ് ടാർഗറ്റ് ചെയ്തത്, നമുക്ക് ID വെച്ച് ടാർഗറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ബ്രാൻഡ് ടെക്സ്റ്റിനെ കോൾ ചെയ്തു, ടെക്സ്റ്റ് സ്റ്റൈൽ ഡെഫിനിഷൻസ്. ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഐ നീഡ് ദ ഫോണ്ട് സൈസ് ദാറ്റ് ഷുഡ് ബി 40 pixels. Okay, the color should be some other color. I need the color should be a brown color. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വരില്ല, നമുക്ക് എഫക്റ്റ് ഒന്നും വന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് നോട്ട് an HTML element, this is a ID. അപ്പൊ ഇതൊരു ID ആണ്. ഗോ ആൻഡ് ഫൈൻഡ് ദാറ്റ് ID ഇൻ ദാറ്റ് എൻറ്റയർ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിനകത്ത് ആ IDയിൽ ഒരാളുണ്ടോ എന്ന് കണ്ടെത്തണം, എന്നിട്ട് അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊരു ID ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ID ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ മുന്നേ എന്ത് ചെയ്യണം, ഒരു ഹാഷ് അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ബ്രൗൺ കളർ വന്ന്. അപ്പോൾ ID ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ CSS എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആ IDയുടെ മുന്നേ എന്ത് ചെയ്യണം, ഒരു ഹാഷ് ഇട്ട് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ID ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും, ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഐ ഹാവ് സംതിങ് കോൾഡ്, ഒരു H1 കൂടി ഉണ്ട്. ദിസ് ഈസ് അനദർ H1, വേറെ H1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അനദർ H1 വന്നു. ആൻഡ് ലെറ്റ് മീ കോപ്പി ദിസ് അഗെയിൻ. കോപ്പി ചെയ്യാൻ വേണ്ടി ഏത് ലൈനാണോ കോപ്പി ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ആൾട്ട് ഡൗൺ ആരോ, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വരും. ഓക്കെ, ഇപ്പം ഞാൻ വേറെ കുറേ H1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ H1 ഉണ്ട്. അതിലൊരു പെർട്ടിക്കുലർ H1 ബ്രൗൺ ആക്കി ഫോൺ സൈസ് ഒക്കെ മാറ്റി. പക്ഷെ ബാക്കി എല്ലാവരും പച്ചയിലാണ് കിടക്കുന്നത്. അതിന് കാരണം നമ്മൾ സ്റ്റൈലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ H1 എല്ലാം പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെ വേണം. ഫസ്റ്റ് എലമെന്റ് ഇതൊരു ഓറഞ്ച് കളറിലും ഈ ഒരു എലമെന്റ് ഒരു ഓറഞ്ച് കളറിലും വരണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ID കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ID കൊടുത്തിട്ട് അതിനെ സ്റ്റൈൽ എഴുതി ഓറഞ്ച് ആക്കാം. പക്ഷെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ഇവരെല്ലാവരും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് വരുന്ന കുറച്ച് പേരുണ്ട്. അതായത് H1 അങ്ങനെ ഇമാജിൻ, നേരത്തെ പറഞ്ഞ അജിത്തിനെ ഇമാജിൻ ചെയ്യേണ്ട. ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ നിന്ന് വരുന്ന 10 സ്റ്റുഡൻസ്, അവര് എന്ത് ചെയ്യണം, വന്നിട്ട് ടീച്ചറെ കാണാൻ പറയണം. അപ്പൊ ഈ പെർട്ടിക്കുലർ സിറ്റി എന്നുള്ള ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവിടെ വരേണ്ടത്. അവിടെ അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റൈല് ഇവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ ID കൊടുത്ത് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂട്ടിലൈസ് എ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ID എഴുതിയ പോലെ ഐ ക്യാൻ ഹാവ് എ ക്ലാസ് ആട്രിബ്യൂട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനൊരു class 1 ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ സ്റ്റൈൽ ഷീറ്റിൽ വന്നിട്ട് ഐ ക്യാൻ ടാർഗറ്റ് class 1. ഓക്കെ, നേരത്തെ നമ്മൾ ID ടാർഗറ്റ് ചെയ്തപ്പോൾ ഹാഷ് ഉപയോഗിച്ചു. ഇത് ക്ലാസ് ആണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിന് മുന്നിൽ ഒരു ഡോട്ട് ഉപയോഗിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഹാവ് എ കളർ ഷുഡ് ബി സം അതർ കളർ. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഓറഞ്ച്, ഈ ഒരു ചോക്ലേറ്റ് എന്നുള്ള കളർ കൊടുത്തു. യു ക്യാൻ സീ ദാറ്റ് ഈസ് ഇൻ, ഈ ആൾ എന്ത് ചെയ്തു, ആ കളറിൽ വന്നു. പക്ഷെ ഇതിലെ ലാസ്റ്റ് ആളും ഇതേ കളറിൽ വരണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ ഒരേ സിറ്റിയിൽ നിന്ന് വരുന്ന കുറേ ആളുകൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇയാളും ആ സിറ്റിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. സോ class 1. ഓക്കെ, ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നൗ യു ക്യാൻ സീ, ഇവിടെ കണ്ടോ, ഈ പറയുന്ന ഇയാൾ പച്ചയിൽ തന്നെ വന്നു. അതിന് കാരണം എന്താണ്, ഇയാൾ ഒരു ക്ലാസ്സിലും പെട്ടിട്ടില്ല, ഒരു ID കൊടുത്തിട്ടില്ല. H1 കോമൺ ആയിട്ട് എഴുതിയ സ്റ്റൈൽ ഇയാൾക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ടാർഗറ്റ് ബൈ എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ബൈ എലമെന്റ് നെയിം, ദെൻ ബൈ ID. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിഫൈൻ ദാറ്റ് ID ഇൻ ദ ID ആട്രിബ്യൂട്ട് ഓഫ് ദാറ്റ് എലമെന്റിന്റെ ഓപ്പണിംഗ് ടാഗിനകത്ത് ID ആട്രിബ്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ക്ലാസ് ആണെങ്കിൽ എന്തായിരിക്കും, ക്ലാസ് ആട്രിബ്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. ദെൻ യു ക്യാൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളത്, എനിക്ക് ഇങ്ങനെ വരണം. അതായത് ഞാൻ വേറൊരു ക്ലാസ് എഴുതുകയാണ് ഇവിടെ. ലെറ്റ് മീ റൈറ്റ് എ ക്ലാസ് ഹിയർ. ഇവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ് എഴുതുകയാണ്. അണ്ടർലൈൻ എന്നൊരു ക്ലാസ് എഴുതി. ഓക്കെ, ഇങ്ങനെ ക്ലാസ് എഴുതി. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്, ഞാനിവിടെ വന്നിട്ട് ഐ ക്യാൻ ഹാവ് ഞാനൊരു പ്രോപ്പർട്ടി ഇതാണ്, ബോർഡർ ബോട്ടം എന്ന് കൊടുത്തു. ബോർഡർ ബോട്ടം ദാറ്റ് ഷുഡ് ബി 2 pixels സോളിഡ് റെഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഈ സ്റ്റൈൽ ഇതിനകത്ത് ഒന്നും അപ്ലൈ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ പറയുന്ന ക്ലാസ് 1 ആളുകളൊക്കെ അടിയിൽ എന്ത് ചെയ്യണം, അണ്ടർലൈൻ വരണം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ് ഇതിനകത്ത് പോസിബിൾ ആണ്. ക്ലാസ് ആട്രിബ്യൂട്ടിനകത്ത് അണ്ടർലൈനും കൂടി എന്ത് ചെയ്തു, ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അണ്ടർലൈൻ, നൗ യു ക്യാൻ സീ ആൻ അണ്ടർലൈൻ ഹിയർ. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, സ്പേസ് ഇട്ടിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് അണ്ടർലൈൻ അഗെയിൻ. അപ്പോൾ ഇതിന്റെ താഴെ എന്തുണ്ടായിരിക്കും, അണ്ടർലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are actually adding styles and we will move into some bit more complexity very soon. Okay, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് നെയിം ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം, എലമെന്റ് നെയിം ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. സ്റ്റൈലിങ്ങിന് പകരം ടാർഗറ്റ് ചെയ്യുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ദെൻ ID ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്, ലെറ്റ് മീ റൺ ദിസ് പ്രോജക്റ്റ് അഗെയിൻ ആൻഡ് dispose this. Okay, I'm going to run it again. Okay, now it is running in another tab. Let me open it side by side. Okay, it's running. ഇതാണ് നമ്മളുടെ കോഡ്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് എന്തുണ്ട്, ഇതേപോലെ വന്നിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് എനിക്ക് കോമൺ സ്റ്റൈൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ
ഇതിലുള്ള ഹെഡിങ്ങുകളൊക്കെ H1 എല്ലാ H1കൾക്കും ഇങ്ങനെ വരാമെന്ന് വിചാരിക്കാം. ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു ലെറ്റ് മീ ഹാവ് എ H2 ഹിയർ. H2 ഉണ്ട്. ഈ H2 എന്ന് പറയുന്നത് സബ് ടൈറ്റിൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ക്യാൻ ഹാവ് അനദർ H2, വേറൊരു H2 ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഇതിന് ഞാൻ അനദർ സബ് ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് സബ് ടൈറ്റിൽ വന്നു. ഇതും ഇതേ സ്റ്റൈലിൽ വരണം. ദാറ്റ് മീൻസ് എനിക്ക് ഇതും ഈ ഒരു പച്ച കളറിൽ വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതായത് സ്റ്റൈൽ എലമെന്റുകളെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, യു ക്യാൻ പാസ് H2 ഹിയർ. അപ്പോൾ എന്ത് വരും, ആ H2 എന്ത് ചെയ്യും, ഇതേ സ്റ്റൈലിൽ വരും. അപ്പോൾ ഇങ്ങനെ കോമ ഇട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി വേറൊന്ന്, ഇതിന് എന്ത് ചെയ്യണം, ഈ അണ്ടർലൈൻ സ്റ്റൈലും കൂടി ഇതിന് വരണ ആ ക്ലാസ് അവിടെ പാസ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് വേറെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ലെറ്റ് മീ ഹാവ് എ പി ടാഗ് ഹിയർ. ഇവിടെ എന്തുണ്ട്, ഞാനൊരു പി ടാഗ് ആഡ് ചെയ്യണം. പി ടാഗ് ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് എ ഡമ്മി ടെക്സ്റ്റ് ലോറം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ എന്ത് വരും, ഒരു പി ടാഗ് വന്നു. ഈ പി ടാഗിനും ഈ സെയിം സ്റ്റൈൽ വേണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പി ടാഗിന് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ ഹാവ് ദറ്റ് ക്ലാസ് ഹിയർ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പാര എന്നൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, ഐ നീഡ് എ സ്റ്റൈൽ ഫോർ ദിസ്. അല്ലെങ്കിൽ എനിക്ക് ഈ പാരഗ്രാഫ് ടാഗിനും എന്ത് വേണം, ഈ അണ്ടർലൈൻ വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇവിടെ കോമഡിറ്റർ എന്ത് ചെയ്യാം, ഡോട്ട് അണ്ടർലൈൻ ക്ലാസ്സിനെ ഡോട്ട് പാരയും കൂടി എന്ത് ചെയ്യാം, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, അതിൻ്റെ താഴെ ആ ബോർഡർ ബോട്ടം എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഇതൊരു ഇപ്പം എനിക്ക് ഈ ബ്രാൻഡഡ് ടെക്സ്റ്റിനും കൂടി അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോപ്പി ഈ ഹാഷുള്ള ഈ ഐഡിയ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു കോമഡിറ്റർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനും എന്ത് വന്നു, ഈ അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഗ്രൂപ്പിംഗ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ഫ്രം ഹിയർ. നമ്മൾ എഴുതിയ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആകെ ഉള്ളത് ഇതാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം ബേസിക് ആയിട്ട്. ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കുറേ ഞാൻ ഇങ്ങനെ ഇരുന്ന് കത്തി വെക്കുന്നത് കേട്ടിട്ട്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു പി ടാഗ് ഇവിടെ ആഡ് ചെയ്യാം. സോ ലെറ്റ് മീ ആഡ് എ div ഹിയർ. ഓക്കെ, ആൻഡ് ഡിവിൻ്റെ അടിയിൽ ഞാനൊരു പി ടാഗ് ആഡ് ചെയ്തു, ലോറം. ഓക്കെ, ആൻഡ് ഇതല്ലാണ്ട് എനിക്ക് എന്തുണ്ട്, എനിക്ക് ഇവിടെ പുറത്തൊരു പി ടാഗ് ഉണ്ട്. അത് ഡിവിൻ്റെ ഉള്ളിലല്ലാണ്ട് ഇപ്പം നമുക്ക് രണ്ട് പി ടാഗ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ പി ടാഗിനെ സ്റ്റൈൽ ചെയ്യാൻ നമുക്കറിയാം. ഒന്നുകിൽ ക്ലാസ് ആഡ് ചെയ്യാം, ഐ ഡി ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ബൈ എലമെന്റ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ വരണം, ഇതിന്റെ ഡിവ് എന്നുള്ള പാരന്റിന്റെ ചൈൽഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഡിവിന്റെ ഉള്ളിൽ കിടക്കുന്ന പി ടാഗുകൾ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. ലെറ്റ് മീ ആഡ് വൺ മോർ പി ടാഗ്, അത് പിന്നീട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യും? അപ്പോൾ നമ്മളെ സ്റ്റൈൽസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാം, div എന്നുള്ള ടാഗിനെ ടാർഗറ്റ് ചെയ്തു. അതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന പി, കോമയൊന്നുമില്ല, ഓർക്കണം, ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു. ഐ എം ഗോയിങ് ടു ഹാവ് എ കളർ ദാറ്റ് ഷുഡ് ബി റെഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു, ഈ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു കൊറി മാച്ചിങ് ആയിട്ടുള്ള ആൾ മാത്രം എന്ത് ചെയ്തു, ആ പി ടാഗ് മാത്രം സ്റ്റൈൽ ചെയ്തു. ഈ പി ടാഗ് സ്റ്റൈൽ ചെയ്യാത്ത, കളർ മാറാത്തതിന് കാരണം എന്താണ്, ഇത് കിടക്കുന്ന എവിടെയല്ല, ഡിവിൻ്റെ അണ്ടറിലല്ല. ഓക്കെ, ഇനി വാട്ട് ഇഫ് ഐ ഹാവ് 2 പി ടാഗ്സ് അണ്ടർ ദിസ് div. ഇതിനകത്ത് 2 പി ടാഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ ലൈൻ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഹാവ് 2 പി ടാഗ്സ്, അത് രണ്ടും റെഡായി. എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ വരണം. എനിക്ക് ഇതിന്റെ ഡിവിന്റെ അണ്ടറിൽ കിടക്കുന്ന ഫസ്റ്റ് പി ടാഗ്, അതായത് ആദ്യം കാണുന്ന പി ടാഗ് ആണ് എനിക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിബ്ലിങ്സിനെ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാനൊരു ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടു ഇതിനിടയ്ക്ക്. ഓക്കെ, ഈ ഒരു സിമ്പിൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വന്നിട്ടുണ്ടായിരിക്കും, ഡിവിന്റെ അണ്ടറിൽ വരുന്ന why it is not coming. ഓക്കെ, ഡിവിന്റെ അണ്ടറിൽ വരുന്ന പി ടാഗ്. ആൻഡ് ഇതിന് പകരം ലെറ്റ് മീ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഈ സിമ്പിൾ ഇട്ടു. ഓക്കെ, ഇതെന്തായിരിക്കും മീൻ ചെയ്യുന്നത്, അതായത് ഡിവ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വരുന്ന പി ടാഗ് എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സിമ്പിൾ. ആൻഡ് ഇത് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും, ഡിവിന്റെ ചൈൽഡ് ആയിട്ട് വരുന്ന പി ടാഗ്. ഓക്കെ, ആൻഡ് ഇത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിബ്ലിംഗ് സെലക്ടറെ കുറിച്ച് നിങ്ങൾക്ക് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യം പഠിക്കാൻ പറ്റും. നമ്മളിത്
ഇവിടെ ഉപയോഗിക്കും, ഈ സാധനം നമ്മൾ ഉപയോഗിക്കും. ഡിവിന്റെ അണ്ടറിൽ വരുന്ന പി ടാഗ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഇനി വേറെ ഒന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ആങ്കർ ടാഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എ ടാഗിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാം. എ എന്ന് പറഞ്ഞ് ഞാൻ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇതിന്റെ ആദ്യം എനിക്ക് അതിന്റെ അണ്ടർലൈൻ കാരണം. അപ്പൊ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്നാണ് അണ്ടർലൈൻ്റെ പേര്. അപ്പൊ ഞാൻ നണ്ണ് കൊടുത്തു. അപ്പൊ എല്ലാ എ ടാഗുകളുടെയും അണ്ടർലൈൻ പോയി. ഇനി എനിക്ക് എന്ത് വരണം, എ എന്ന് പറയുന്ന ആളുടെ പുറത്തൂടെ മൗസ് കൊണ്ടുപോകുമ്പോൾ അതിന് നമ്മൾ സ്യൂഡോ ക്ലാസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ക്ലാസ് ആക്ച്വലി നമ്മൾ ഈ എലമെന്റിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ക്ലാസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് സ്യൂഡോ എന്ന് എഴുതിയിട്ട് ഹോവർ എന്ന് കോൾ ചെയ്തു, ഹോവർ. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് നോട്ട് അലൈൻ, ഇറ്റ്സ് എ കോളൺ ഹോവർ എന്നാണ്. ദെൻ എനിക്ക് എന്ത് വേണം, അതിന്റെ പുറത്തുകൂടി മൗസ് ഓവർ ചെയ്യുമ്പോൾ ഫോണ്ട് സൈസ് എന്ത് ചെയ്യണം, ഒരു 40 പിക്സൽ. ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുമ്പോൾ കണ്ടു. ഇതിന്റെ പുറത്തുകൂടി ഞാൻ മൗസ് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് 40 പിക്സലായിട്ട് ഹോവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സത്യത്തിൽ ഈ ക്ലാസ് എവിടെ അല്ല, എവിടെ ഉണ്ടായിരിക്കില്ല, നമ്മൾ എ ടാഗിൽ നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്യൂഡോ ക്ലാസ്, സ്യൂഡോ മീൻസ് ഇല്ലാത്തൊരു കാര്യം, അതാണ് സ്യൂഡോ എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊരു ബേസിക് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലുള്ള കാര്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഗ്രാജുവലി ഞാൻ കുറച്ചേറെ കാര്യങ്ങൾ ഇതിന്റെ കൂടെ പറയും. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുറേ തിയറി പഠിച്ചവരുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് റിമൂവ് എവറിത്തിങ്. ഓക്കെ, ഞാൻ എല്ലാ സ്റ്റൈലും കളഞ്ഞു, എല്ലാതും കളഞ്ഞു. ദെൻ ഐ ഡോണ്ട് നീഡ് ഓൾ ദീസ് പാരഗ്രാഫ്സ്. ഓക്കെ, ഈ ടിപ്പൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതണം. സോ റിമൂവ് ഓൾ ദറ്റ് ടിപ്പ്. ഓക്കെ, സോ ഞാനിവിടെ വന്നിട്ട് ഇതിനെ ഒന്ന് റീസൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് കോഡ് കാണാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ വിൻഡോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് സം സ്റ്റൈൽസ്. ഗോ ടു യുവർ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സ്പ്ലിറ്റ് ദിസ്. പക്ഷെ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് വേണ്ടത് ഈ സൈഡിൽ നമ്മൾ HTML വെച്ചു. ലെറ്റ് മീ എക്സ്പാൻഡ് ദിസ് തിങ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ റൂട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, നിങ്ങൾ ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഇതല്ല ഔട്ട്പുട്ട്. ഓക്കെ, നമ്മളെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊന്നും ഈ സൈഡിൽ എന്ത് ചെയ്തിട്ടില്ല, മുട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇവിടെ ടോപ്പിലൊരു ഗ്യാപ്പ് ഉണ്ട്, ലെഫ്റ്റിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ CSS ബോക്സ് മോഡൽ എന്നുള്ള കൺസെപ്റ്റ് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ. ദിസ് ഇസ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. മേ ബി ചില ആളുകൾ ഓൾറെഡി അറിയുന്ന ആളുകളുണ്ടായിരിക്കും, അവരെ ഉദ്ദേശിച്ചിട്ടല്ല, അവർക്ക് എന്നെ തിരുത്താം. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ തിരുത്തുന്നത് നല്ലതാണ്, എനിക്കും പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് എന്തുണ്ട്, വി ഹാവ് ദ ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ ബോട്ടം ആൻഡ് ദിസ് ഈസ് യുവർ ലെഫ്റ്റ്. ഓക്കെ, ഒരു ബോക്സ്, 2D ബോക്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 2 ഡയമെൻഷണൽ വ്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ കാണാം, അപ്പോൾ 4 സൈഡ് ഉണ്ട് അതിന്. ഇനി ഈ സൈഡിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് പ്ലേസ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഇതിൽ ഒരു ബോക്സ് ഇവിടെ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൽ ഈ മൂലയ്ക്ക് മുട്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ലെറ്റ് മീ ചേഞ്ച് ദ കളർ ഓഫ് ദിസ് തിങ്. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളുടെ ഡോക്യുമെന്റിനെ CSS കാണുന്നത്, അല്ലെങ്കിൽ ആ CSS ഇതിനെ നോക്കി കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് ആയിട്ടാണ്. എല്ലാ എലമെന്റുകളെയും CSS കാണുന്ന ഒരു ഇമാജിനറി ബോക്സ് അതിന്റെ ചുറ്റും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ബോക്സിന് എന്തുണ്ടായിരിക്കും, 4 സൈഡ് ഉണ്ടായിരിക്കും. ഇതേപോലെ ആ 4 സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇവിടെ കണ്ടില്ല, ഒരു തിക്ക് ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോർഡർ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ഉള്ളിൽ, ആ ബോക്സിന്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് വരുമ്പോൾ അത് ഈ ബോർഡറിൽ നിന്നും എത്ര നീങ്ങി വരണം, ഉള്ളോട്ട്, ബോർഡറിന് അകത്തോട്ടാണ് നീങ്ങി വരണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഈ ലീവ് ചെയ്യുന്ന ഈ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ആർ ആക്ച്വലി കോളിംഗ് ഇറ്റ് ആസ് ദ പാഡിങ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പ്ലേസ് ചെയ്തു. അതായത് ടോപ്പിൽ ലെഫ്റ്റ് റൈറ്റ് ബോട്ടൊക്കെ എന്ത് ചെയ്തു, കുറച്ച് കാര്യം എന്ത് ചെയ്തു, ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി ആർ ആക്ച്വലി കോളിംഗ് ഇറ്റ് ആസ് മാർജിൻ. ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്താണ് എന്ത്, നമ്മളുടെ പാഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുവിലുള്ള വൈറ്റ് ഏരിയ ആണ് എന്ത്, അനദർ തിങ്. ഇപ്പൊ H1 ആണെന്ന് വിചാരിക്കുക, അതിന്റെ കണ്ടന്റ് ഏരിയ ആണ്. ഇനി ഈ എൻറ്റയർ ബോക്സ് ഇതിനെ കവർ ചെയ്തിട്ട് വേറൊരു ബോക്സ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ദാറ്റ് മീൻ ഇതിനൊരു പാരന്റ് ഉണ്ടാക്കുമല്ലോ, ആ പാരന്റിൽ നിന്നും അതല്ലെങ്കിൽ ഈ ബോർഡറിന് പുറത്തേക്ക് ഇത് എത്ര സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എന്ത്, അതിന്റെ
മാർജിൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ മാർജിൻ ഇപ്പൊ എന്തായിരിക്കും, ഈ ബോക്സിന്റെ പുറത്തോട്ട് എത്ര സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ CSS ബോക്സ് മോഡൽ ഈ രീതിയിലേക്ക് ഇരിക്കുക. അപ്പൊ CSS എല്ലാ എലമെന്റുകളെയും നോക്കി കാണുന്നത് എന്തായിരിക്കും, ഒരു ബോക്സ് ആയിട്ടാണ് നോക്കി കാണുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ വിഡ്ത്ത് എന്തായിരിക്കും? ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ മാർജിൻ, ഓക്കെ, എന്താണോ മാർജിന്റെ വിഡ്ത്ത്, അത് എത്രത്തോളം ബോർഡർ ഉണ്ടോ ആ വിഡ്ത്ത് പ്ലസ് എത്ര പാഡിങ് വിട്ടിട്ടുണ്ടോ ആ വിഡ്ത്ത്, ഇതെല്ലാം കൂടി കൂട്ടിയതാണ് എന്ത്, അത് ഈ സൈഡിലും കൂട്ടും, വിഡ്ത്ത് അല്ലേ, ഈ സൈഡിലും എന്ത് ചെയ്യും, ഇതെല്ലാം സമ്മപ്പ് ചെയ്യും. ഇതാണ് എന്ത്, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഈ സൈഡിലുള്ള മാർജിൻ, പാഡിങ്, ബോർഡർ എല്ലാം കൂടി സമ്മപ്പ് ചെയ്താണ് എന്ത്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത്, ബോക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് യു ക്യാൻ ആക്ച്വലി വിഷ്വലൈസ് ദാറ്റ് ബോക്സ് ഇൻ യുവർ കൺസോൾ. നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ റൺ ആവുന്നുണ്ട്. ലെറ്റ് മീ ഓപ്പൺ ദ ഇൻസ്പെക്ട് ടാബ് ഓപ്പൺ ചെയ്തു. ഇൻസ്പെക്ട് ടാബിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഒരു ബോക്സ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ബോക്സ്. ഞാൻ ഇവിടെ എലമെന്റിലൂടെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബോക്സ് കാണാം. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, മെയിൻ എന്നുള്ള എലമെന്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് അപ്പിയർ ആയിട്ടുണ്ടാവും ഇവിടെ. ഓക്കെ, ലെറ്റ് മീ ടേക്ക് അനദർ എലമെന്റ്. ഈ ഡിബിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ ആ ബോക്സ് അപ്ഡേറ്റ് ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിന്റെ പാഡിങ് എന്താണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദിസ് ഡിവ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും വെച്ചിട്ട് അവിടെ ഡീഫോൾട്ട് കാര്യങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ CSS നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, CSS എല്ലാത്തിനും എന്തായിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാണുന്നത് എന്തായിട്ടായിരിക്കും, ബോക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ആൻഡ് വി നീഡ് ടു സ്റ്റൈൽ ദിസ് തിങ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു സ്റ്റൈൽ ദിസ് പേജ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എന്തുണ്ട്, നമ്മളെ പേജിൽ ഇവിടെ കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്, ടോപ്പിൽ സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ മെയിൻ എന്ന് പറയുന്ന ആളിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കണ്ടന്റ് ഒക്കെ കിടക്കുന്നത്. ഓക്കെ, ഹെഡർ കിടക്കുന്നത്, ഈ ഹെഡറിന്റെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്, ഇമേജ് കിടക്കുന്നത്, എല്ലാം കിടക്കുന്നത്. അപ്പൊ ഈ മെയിൻ ബോഡിയുടെ ഉള്ളിൽ ഒരു കണ്ടന്റ് വരുമ്പോൾ കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ എഴുതിയല്ല, നമ്മളൊരു സ്റ്റൈൽ എഴുതിയിട്ടില്ലല്ലോ, പാഡിങ് വേണം, മാർജിൻ വേണം എന്നൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷേ ഈ സ്റ്റൈൽ ഡീഫോൾട്ട് ആയിട്ട് ബ്രൗസർ അപ്ലൈ ചെയ്യുന്ന സ്റ്റൈലാണ്. നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഈ പേജിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഡീഫോൾട്ട് വാല്യൂസ്, അതിന്റെ നോർമൽ ബിഹേവിയർ ഞാൻ എന്ത് ചെയ്യണം, നോർമൽ ഡീഫോൾട്ട് വാല്യൂസ്, പാഡിങ്, മാർജിൻ ഒക്കെ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു റീസെറ്റ്. ആൻഡ് അങ്ങനെ എല്ലാ എലമെന്റുകളെയും ടാർഗറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യാം, ഐ എം ഗോയിങ് ടു ഹാവ് മാർജിൻ 0 എന്ന് കൊടുത്തു, പാഡിങ് 0 എന്ന് കൊടുത്തു. ഇവിടെ വന്ന് ഔട്ട്പുട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാം, എവറിത്തിങ് ഈസ്, എല്ലാത്തിൻ്റെ ഇടയ്ക്കുള്ള ആ മാർജിനും പാഡിങ്ങും ഒക്കെ പോയി എല്ലാം ഇവിടെ മുട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പറയുകയാണെന്ത്, CSS പറയുകയാണ്, CSS ഒരു സാധനത്തിൻ്റെ ആ ബോക്സിൻ്റെ സൈസ് എടുക്കുമ്പോൾ ബോർഡർ ബോക്സ് എല്ലാം കൂടി കൂട്ടിയെടുക്കണം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്, ദിസ് തിങ് ഈസ് കോൾഡ് CSS റീസെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ CSS റീസെറ്റ് എന്ന് പറയാം. ഓക്കെ, കമന്റ് ചെയ്യണം. ഓക്കെ, CSS റീസെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് ചെയ്യാം. ബാക്കി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റീസെറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ബോഡി എലമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബോഡി എന്നുള്ള എലമെന്റ് ടാർഗറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ബോഡിയിൽ നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു പ്രൊവൈഡ്, ഐ നീഡ് ദ ഫോണ്ട് ഫാമിലി. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫാമിലിയാണ് വേണ്ടത്, ഐ എം ഗോയിങ് ടു യൂസ് പോപ്പിൻസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു കസ്റ്റം ഫോണ്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആരെ ഉപയോഗിക്കാം, നമ്മൾ ഗൂഗിൾ ഫോൺസിനെ ഉപയോഗിക്കാം. ഗോ ടു ഗൂഗിൾ ഫോൺസ്, ഗൂഗിൾ ഫോൺസിൽ പോവാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോണ്ട് ബ്രൗസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഐ വാണ്ട് വിച്ച് ഫോണ്ട്, ലെറ്റ് മീ ഹാവ് പോപ്പിൻസ് ഹിയർ. ലെറ്റ് മീ ടേക്ക് പോപ്പിൻസ്, ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോണ്ട്, പോപ്പിൻസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ പോപ്പിൻസ് ഫോണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പോപ്പിൻസിൻ്റെ ഏതൊക്കെ സ്റ്റൈൽ വേണം, ഐ നീഡ് ദിസ് തിങ് 500 വേണം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നും ചെയ്യാല്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തു. തന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർഫേസ് ഒന്നും മാറുകയാണ്. അപ്പോൾ ഞാൻ പോപ്പിൻസ് എടുത്തു, ഞാൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ട് ഗെറ്റ് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾ ദ ഫോൺസ്, അതായത് ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് വേരിയൻസ് എല്ലാം ആയിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട്
ഗെറ്റ് എംബഡഡ് കോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഞാനതൊക്കെ ഡീഫോൾട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൈറ്റിൽ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു ലിങ്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്യാം ഈ കോഡ്. അപ്പോൾ നമ്മൾ ഹെഡിൽ പോയിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് പേസ്റ്റ് ചെയ്യണം. അതല്ല നമുക്ക് CSSലേക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ വന്നിട്ടുണ്ടായിരിക്കും. ആക്ച്വലി വി ഡോണ്ട് നീഡ് ദിസ് സ്റ്റൈൽ ടാഗ് ബിക്കോസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ്, ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഒന്നുമല്ല, എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്തു, ഈ നടുക്കുള്ള സ്റ്റൈൽ ഷീറ്റ് ഒഴിവാക്കിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ CSSന്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ദാറ്റ്, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമിക്കോളൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇവിടെ. ഓക്കെ, യു നീഡ് ടു പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാൻ കിട്ടും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, പോപ്പിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോൺ ഫാമിലിയാണ് വേണ്ടത്, CSS ക്ലാസ്സസ് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മി കോപ്പി ദിസ്. നമുക്ക് വേണ്ടത് റെഗുലർ ആണ് വേണ്ടത്. ഓക്കെ, നോർമൽ ഫോണ്ട് നമുക്ക് ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിൽ വന്നിട്ട് ബോഡിയുടെ സ്റ്റൈൽ എഴുതിയതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക, നമുക്ക് ആ സ്റ്റൈൽ ഇവിടെ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, റിഫ്രഷ് ദിസ് പേജ്. നൗ ഇറ്റ് ഈസ് ഇൻ പോപ്പിൻസ്. നേരത്തെ ഇത് പോപ്പിൻസ് അല്ല, ഇപ്പോൾ ഇത് പോപ്പിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാം ആഡ് ചെയ്തു, 900 ആക്കി ഞാൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, ഇതൊക്കെ ബോൾഡ് ആയത് 900 ആയത്. ആക്ച്വലി വി നീഡ് 400. നമുക്കൊരു നോർമൽ ബോൾഡ്നെസ് മതി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു ആഡ് എ ഫോണ്ട്. അപ്പോൾ നമ്മൾ ഐക്കൺ ആഡ് ചെയ്യാൻ പഠിച്ചു, ഫോണ്ട് ആഡ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, അതാണ് നമ്മളുടെ ബോഡിയുടെ സ്റ്റൈലിംഗ്. ഇനി ഡീഫോൾട്ട് ഫോണ്ട് സൈസ് വേണമെങ്കിൽ കൊടുക്കാം. ഫോണ്ട് സൈസ് ഞാനിവിടെ 16 പിക്സൽസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, യൂണിറ്റ്സ് CSSൽ അല്ലെങ്കിൽ ഇതിനകത്ത് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ പിക്സലിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെന്റിമീറ്റർ, ഇഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിറ്റ് ഉണ്ട്, EM എന്നുള്ള യൂണിറ്റ്. ദെൻ റെം എന്നുള്ള യൂണിറ്റ് ഉണ്ട്. റെം എന്താണെന്ന് ഞാൻ പറയാം. വിൽ യൂസ് റെം ഹിയർ. ആൻഡ് എം നമ്മൾ ഉപയോഗിക്കുന്നത് റെം എന്നുള്ള യൂണിറ്റ്, REM എന്നുള്ള യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്, പല കോണ്ടാക്സിൽ നമ്മൾ പലത് ഉപയോഗിക്കും, പല ആസ്പെക്റ്റിൽ. ഇനി നമ്മൾ അടുത്തത് മെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻ എലമെന്റിന്റെ പേര് വെച്ചാണ് വിളിച്ചത് മെയിൻ. ഈ മെയിൻ ടാഗ് എന്ന് പറയുന്നത്, ലെറ്റ്സ് വിഷ്വലൈസ് ദാറ്റ്. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം, റെഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ കാണാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് എ മെയിൻ റൈറ്റ് നൗ. ഇതാണ് നമ്മളെ കറന്റ്ലി നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് എന്ത് വേണ്ട, ഈ സാധനം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് സ്പേസ് ലീവ് ചെയ്യണം. ടേക്ക് എ ലുക്ക് അറ്റ് ദ UI. ഇവിടെ കണ്ടോ, ലെഫ്റ്റിൽ സ്പേസ് ഉണ്ട്, ടോപ്പിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സ്പേസ് ഒക്കെ ലീവ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിനിന് പാഡിങ് കൊടുത്തിട്ട് ചെയ്തു പോകാം. അതല്ലെങ്കിൽ എൻറ്റയർ മെയിനിനെ തന്നെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർജിൻ, പുറത്തേക്ക് മാർജിൻ കൊടുക്കാം. ലെറ്റ്സ് ട്രൈ ദാറ്റ് മാർജിൻ. സോ ഐ എം ഗോയിങ് ടു ഗിവ് എ മാർജിൻ. ഓക്കെ, മാർജിൻ എന്ന് വേണ്ടി. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ. മാർജിൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 20 പിക്സൽസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എഫക്റ്റ് വരുന്നത് എന്തായിരിക്കും, ഇവിടെ കണ്ടോ, 20 പിക്സൽ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റും റൈറ്റും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീവ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടന്റ് താഴത്തേക്ക് വന്നിട്ടില്ല. ലെറ്റ്സ് ഗിവ് എ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഷുഡ് ബി, ഞാൻ കൊടുത്തത് 100 VH എന്നാണ് കൊടുത്തത്. വിഡ്ത്ത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താക്കി, ഇതൊരു ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് ഫുൾ വിഡ്ത്ത് അസ്യൂം ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്ത് വന്നു, ഫുൾ വിഡ്ത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ഹൈറ്റിൽ നമുക്ക് ഇവിടെ കണ്ടന്റ് വന്നു വെച്ചാൽ താഴെ പോയിട്ട് എന്ത് ചെയ്തില്ല, മുട്ടിയില്ല. ബിക്കോസ് നമ്മൾ 20 പിക്സൽസ് പാഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ VH? ദിസ് ഈസ് കോൾഡ് വ്യൂ പോർട്ട് ഹൈറ്റ് എന്നാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഏത് ഡിവൈസിലാണോ ഇത് കാണുന്നത്, ആ ഡിവൈസിന്റെ സ്ക്രീനിന്റെ കറണ്ട് ഹൈറ്റ് എന്താണോ ആ ഹൈറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ കണ്ടെയ്നർ, ആ ബോക്സിന് ഹൈറ്റ് സെറ്റ് ചെയ്താണ് VH എന്നുള്ളത്. ആൻഡ് ഐ വിൽ ഷോ യു. ദിസ് ഇസ് റെസ്പോൺസീവ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഓബിയസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇതിന്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം. ഇവിടെ ഒന്ന് ഡിറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിന്റെ ഹൈറ്റ് കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, ടേക്ക് എ ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ ഹൈറ്റ് എന്ത് ചെയ്യാണ്, ഹൈറ്റ് ഞാൻ കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഡിബിന്റെ ഹൈറ്റും അതനുസരിച്ച് കണ്ടില്ലേ, ഇവിടെ ഹൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. വാട്ട് ഇഫ് ദിസ് എ ഫിക്സഡ് ഹൈറ്റ്? ഇവിടെ ഞാൻ കൊടുക്കുന്നത് 100 VH പകരം 100% എന്ന് കൊടുത്തു, 100%. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ,
there is no change here. And what is error? 100%. Okay, there is no change here. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസ്പോൺസീവ് ആയിട്ടൊരു ഹൈറ്റ് പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് 100 VH വ്യൂ പോർട്ട് ഹൈറ്റ്. ഇതേപോലെ എന്തുണ്ട്, വ്യൂ പോർട്ട് വിഡ്ത്ത് ഉണ്ട്, VW ഉണ്ട്. വിഡ്ത്ത് കൊടുക്കണം. വിഡ്ത്ത് എന്ന് പറയുന്നത് 100 VW നിങ്ങൾക്ക് കൊടുക്കാം. അത് അതിൻ്റെ ആ വ്യൂ പോർട്ടിൻ്റെ വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ വിഡ്ത്ത് കൊടുക്കുന്നില്ല, ബിക്കോസ് ബൈ ഡിഫോൾട്ട് അത് ഫുൾ വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് വേണ്ടത്, ഐ ഡോണ്ട് നീഡ് ദിസ് റെഡ് ഹിയർ. ആക്ച്വലി എനിക്ക് എന്ത് വേണം, മാർജിൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 4 സൈഡും 20 പിക്സലാണ്. വാട്ട് ഇഫ് ഐ നീഡ് ദ 2 സൈഡ്സ്? ലെഫ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും 20 പിക്സലും വേണം, ടോപ്പും ബോട്ടവും എനിക്കൊരു 50 പിക്സലും വേണം. അപ്പോൾ എങ്ങനെയായിരിക്കും കൊടുക്കുക? ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഇവിടെ നോക്ക്. ഇവിടെ കണ്ടോ, ലെഫ്റ്റിലാണ് 50 പിക്സൽ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണ്. ദാറ്റ് മീൻസ് ആദ്യത്തെ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും, ടോപ്പിൽ അപ്ലൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്ന വാല്യൂ, ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്ന വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും, ടോപ്പ് ബോട്ടം 50 പിക്സൽ അപ്ലൈ ചെയ്തു. ദെൻ ഇത് അപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്, ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ് എന്നാണ്. ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്. അപ്പോൾ ടോപ്പും ബോട്ടം എന്ത് ചെയ്തു, 50 പിക്സൽ അപ്ലൈ ചെയ്തു. ദെൻ 25 പിക്സൽസ് ലെഫ്റ്റ് റൈറ്റ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം ടോപ്പും ബോട്ടവും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. യു ഫോർഗോട്ട് ടു ആഡ് എ സെമി കോളൻ, ദാറ്റ്സ് വൈ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ സെമി കോളൻ. ഓക്കെ, ഇവിടെ കണ്ടോ 50 പിക്സൽ മേലെ, ദെൻ ലെഫ്റ്റ് എന്ത് ചെയ്തു. അപ്പോൾ ഇത് 2 വാല്യൂ ഉണ്ടെങ്കിൽ, വാട്ട് ഇഫ് ദർ ഇസ് 3 വാല്യൂസ്, 16 പിക്സൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ എന്തായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് എന്ത് ചെയ്തു, ഈ വാല്യൂ അപ്ലൈ ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്തു, 25 പിക്സൽ. ടോപ്പ് ഇത് അപ്ലൈ ചെയ്തു, ലെഫ്റ്റും റൈറ്റും 25 പിക്സൽ അപ്ലൈ ചെയ്തു. 16 പിക്സൽ എവിടെ അപ്ലൈ ചെയ്യും, താഴെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ താഴെ 16 പിക്സലും ഇവിടെ 25ഉം ടോപ്പ് 50 പിക്സലും അപ്ലൈ ചെയ്തു. അപ്പോൾ 3 വാല്യൂ ഇങ്ങനെയാണ്. 4 വാല്യൂ ഉണ്ടെങ്കിലും 4 സൈഡും ഡിഫറെൻറ്റ് വാല്യൂ ആണ്. 28 പിക്സൽസ് എന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ബോട്ടം, ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ സാധനം അപ്ലൈ ആവും. ഓക്കെ, okay, I don't need this red color. It's not good to my eyes. Okay, let me remove that red. Okay, അപ്പോൾ നമുക്ക് വേണ്ടത്, actually we need 1% margin on top and individual side വേണമെങ്കിൽ margin top, margin top നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 1% മാർജിൻ ടോപ്പ് സെറ്റ് ചെയ്തു. ഓക്കെ, ലെഫ്റ്റ് മാർജിൻ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഐ നീഡ് 5%. ഓക്കെ, ആൻഡ് മാർജിൻ റൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് 5%. ഓക്കെ, ലെറ്റ്സ് കം ഹിയർ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ടന്റ് എന്തായിരിക്കും, ഇതേപോലെ ഉണ്ടാവും. ആൻഡ് 5% കുറച്ച് കൂടുതലാണ്. ഐ നീഡ് 3%. ഓക്കെ, not this window, let me take another window. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്, മാർജിൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എവിടെയും നമ്മൾ ബുള്ളറ്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഈ ലിസ്റ്റിലൊന്നും ബുള്ളറ്റ് വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഇൻഡിവിജ്വലി ഓരോ എലമെന്റുകളെയും ടാർഗറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ നീഡ് മൈ എ ടാഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് നണ്ണാണ്. ഓക്കെ, ഓക്കെ, കളർ എന്ന് പറയുന്നത് ആക്ച്വലി വി നീഡ് എ ബ്ലാക്ക് കളർ. ബ്ലാക്ക് ആണ് എനിക്ക് എന്ത് വേണ്ടത്, ഐ നീഡ് ദ കളർ ബ്ലാക്ക്. ഓക്കെ, ദെൻ കം ഹിയർ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ലെറ്റ് മി ടേക്ക് ദ വിൻഡോ ആൻഡ് വാട്ട് ഹാപ്പൻഡ്, ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണാണ്. വാട്ട് ഈസ് ദ സ്റ്റൈൽ ഷീറ്റ് വി ലിങ്ക്ഡ്, സ്റ്റൈൽ ഷീറ്റ് CSSനുള്ളിൽ ആൻഡ് VH. ഈസ് ദർ ആൻ എറർ? നോ. ലെറ്റ് മി സ്റ്റോപ്പ് മൈ സെർവർ, സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഹിയർ. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. എറേഴ്സ് കോമൺ ആണല്ലോ. അപ്പോൾ ടെക്സ്റ്റ് എ ടാഗിനെ ടാർഗറ്റ് ചെയ്തു. ലെറ്റ്സ് റിമൂവ് ദിസ് തിങ് ആൻഡ് ഇവിടെ വന്നിട്ട് ഈസ് ദർ എനി അതർ എ ടാഗ്സ് ഹിയർ? ഓക്കെ, നാവിൻ്റെ ഉള്ളിൽ എ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ടാഗിനെ ടാർഗറ്റ് ചെയ്തു. എ കളർ എന്ന് പറയുന്നത് ലെറ്റ്സ് മേക്ക് ദിസ് ബ്ലാക്ക്
ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് നൺ എന്ന് കൊടുത്തു. ഓക്കെ, അത് കറക്റ്റാണ്. ഇവിടെ വന്നിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ബുള്ളറ്റ്സിലാണ് നോക്കിയത്, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ ഇല്ല. ഇനി വേണ്ടത് എന്താണ്? നമ്മളുടെ UL എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, UL. അതിൽ ലിസ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനാണ് എന്ത്, ആ ഡിസ്ക്. അപ്പോൾ ലിസ്റ്റ് സ്റ്റൈൽ ഇവിടെ നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ സർക്കിൾ നാക്കി, അപ്പോൾ ഇതെന്താവും, ദാറ്റ് ഷുഡ് ബി എ സർക്കിൾ. ഇവിടെ കണ്ടില്ലേ മാറിയത്, അത് ഡിസ്ക് ആണ് നോർമലി. നമുക്ക് വേണ്ടത് എന്താണ്? ഐ ഡോണ്ട് നീഡ് ദാറ്റ്, സോ മേക്ക് ഇറ്റ് നോൺ. സോ അപ്പോൾ ഇവിടെ എന്ത് വരും, എവറിത്തിങ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് പോയി. ആൻഡ് എല്ലതും എന്താണ്, ലിങ്ക് ആണ് ആക്ച്വലി ഇത്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യേണ്ടത് വേറൊരു പേജിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് UL നമ്മൾ സ്റ്റൈൽ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്തായിരിക്കും? നമുക്ക് ഇതിനൊരു മെനു പോലെ ആക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പോവാണ്? ഐ ആം ഗോയിങ് ടു സ്റ്റൈൽ മൈ ഹെഡർ സെക്ഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് പ്രോപ്പർലി കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഹെഡർ സെക്ഷൻ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഹെഡർ സെക്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഹെഡറിനെ കോൾ ചെയ്തു, ഹെഡർ എന്നുള്ള ടാഗിനെ കോൾ ചെയ്തു. യു ക്യാൻ ഹാവ് എ ഹൈറ്റ് ഹിയർ. ഐ നീഡ് എ ഫിക്സഡ് ഹൈറ്റ്. ഐ നീഡ് എ 55 പിക്സൽസ് ഹൈറ്റ് വേണം. ഐ എം ഗോയിങ് ടു ഗീവ് എ കളർ കാണാൻ വേണ്ടി. ലെറ്റ്സ് ഗീവ് എ ബ്ലൂ ഹിയർ, റെഡിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഹെഡർ. ഇതാണ് നമ്മളെ ഹെഡർ. ആൻഡ് യു ക്യാൻ സീ ഐ നീഡ് സം പാഡിങ്. ഈ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഏത് കണ്ടന്റ് വന്നാലും ഇച്ചിരി നീങ്ങി വരണമെന്ന് പാഡിങ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഹെഡറിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഐ നീഡ് പാഡിങ്. അപ്പോൾ പാഡിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാഡിങ് എന്ന് പറയുന്നത് അതിന്റെ ബോർഡറിൽ നിന്നും ഉള്ളോട്ട് എത്ര സ്പേസ് ലീവ് എന്നുള്ളതാണ് പാഡിങ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പാഡിങ് ആഡ് ചെയ്യാണ്. പാഡിങ് ദാറ്റ് ഷുഡ് ബി, ഐ ഡോണ്ട് നീഡ് പാഡിങ്, എല്ലാ സൈഡും വേണം. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 14 പിക്സൽസ് പാഡിങ് കൊടുത്തു. ഓക്കെ, നോ കം ഹിയർ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, മൂവ് ചെയ്തിട്ടുണ്ടാവും. ഡോണ്ട് വറി, ഈ ഇമേജ് ഈ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഈ ഹെഡറിനുള്ളിൽ പെട്ടാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ കണ്ടന്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിന്റെ ഹൈറ്റിനെക്കാളും പുറത്തു പോയ കണ്ടന്റ് ആണ് കാണുന്നത്. ഐ എം ഗോയിങ് ടു ഗിവ് ആൻ ഓവർഫ്ലോ ഹിയർ, ഹിഡൻ എന്ന് ഞാൻ കൊടുത്തു. ഇപ്പൊ കണ്ടോ, ഇത് കാണുന്നില്ല. ആ പുറത്തു പോയ കണ്ടന്റ് എന്ത് ചെയ്തില്ല, ഹൈഡ് ചെയ്തു. അപ്പോൾ അതാണ് ഓവർഫ്ലോ ഹിഡൻ എന്നുള്ളത്. സി, നമുക്കിത് ഇവിടെ ലെറ്റ്സ് ഗിവ് ഓവർഫ്ലോ ഹിഡൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഹെഡറിന്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടന്റ്, ഫസ്റ്റ് ഒരു ഡിവ്, ദെൻ ഒരു നാവ്, എഗെയിൻ ഒരു ഡിവ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിവിന് എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു ഗിവ്, ലെറ്റ് മീ കട്ട് ദിസ് ഔട്ട്. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എനിക്കൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. ഡോട്ട് എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തു, വിത്ത് എ ക്ലാസ് നെയിം ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് നെയിം വേണ്ട, ക്ലാസ് നെയിം ദിസ് ഈസ് കോൾഡ് ബ്രാൻഡ് എന്നുള്ള ക്ലാസ് ആണ്, ബ്രാൻഡ്. ഇപ്പൊ കണ്ടോ, ഡിവ് ക്ലാസ് ബ്രാൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡോട്ട് ദാറ്റ് ക്ലാസ്, ഡോട്ട് ബ്രാൻഡ് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ക്ലാസ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും. ഇത് വേറൊരു എലമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, ഇപ്പൊ എനിക്ക് P എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം വിത്ത് എ ക്ലാസ് നെയിം. അപ്പോൾ P ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കൊടുത്തു കഴിഞ്ഞാൽ ഒരു P എലമെന്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ക്ലാസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഓക്കെ അല്ലേ, ദിസ് എ ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഡോട്ട് ബ്രാൻഡ് എന്നുള്ള ക്ലാസ് വേണം. ഇതിന് അണ്ടറിലാണ് ആര് വരേണ്ടത്, ആ ഇമേജ് എനിക്ക് വരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യണം, ഹെഡറിന്റെ അണ്ടറിൽ കിടക്കുന്ന ഡിവ് എഴുതി ടാർഗറ്റ് ചെയ്തതിനകത്തുള്ള എല്ലാ ഡിവും അതേ സ്റ്റൈലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഈ ക്ലാസ്സിന് ടാർഗറ്റ് ചെയ്യാം, ബ്രാൻഡ് എന്നുള്ള ക്ലാസ്സിന്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ബ്രാൻഡിങ് താഴെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫൂട്ടറിൽ നമുക്ക് ഈ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഹെഡറിന് അണ്ടറിൽ വരുന്ന ബ്രാൻഡ് ക്ലാസ്. അതെങ്ങനെ കോൾ ചെയ്യും, ഹെഡർ എന്ന് പറയുന്നതിന് അണ്ടറിൽ വരുന്ന ബ്രാൻഡ് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ഉപയോഗിക്കണം, ഡോട്ട് ബ്രാൻഡ്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റൈൽ ചെയ്യണം. ഐ നീഡ് ദ ഇമേജിന് ഐ എം ഗോയിങ് ടു ഗിവ് എ വിഡ്ത്ത്, ഒരു വിഡ്ത്ത് കൊടുക്കുകയാണ്. ഐ നീഡ് 100 പിക്സൽ വിഡ്ത്ത്. എന്താ കിട്ടുക നോക്കാം. ഓക്കെ ഓക്കെ, ഐ നീഡ് എ 40 പിക്സൽസ്. ചെറുതാവുണ്ടോ നോക്കട്ടെ, ടാർഗറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, വൈ ഇറ്റ് ഈസ് ബ്രാൻഡ് BRAND ഹെഡർ എന്നുള്ള ടാഗിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാൻഡ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ഹൈറ്റ് ഹിയർ, ഹൈറ്റ് ഓഫ് 20 പിക്സൽസ്. എന്താ ഇവിടെ സംഭവിക്കാൻ നോക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. ചെറുതായി കണ്ടില്ലേ, അപ്പോൾ അത് മേലേക്ക് കയറി വന്നു. ഓക്കെ, സോ ഡോണ്ട് വറി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വന്ന കണ്ടന്റ്, ഫസ്റ്റ് കണ്ടന്റ് ഇവിടെ, സെക്കൻഡ് കണ്ടന്റ് താഴെയാണ് വന്നേക്കുന്നത്. എനിക്കത് മുകളിലേക്ക് കയറി വരണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഹാവ് എ പ്രോപ്പർട്ടി കോൾഡ് ഡിസ്പ്ലേ. ബ്ലോക്ക് ആണല്ലോ റൈറ്റ് നൗ, അത് എന്താണ്, ബ്ലോക്ക് ആണ് ഇതിനകത്തുള്ള കണ്ടന്റ്. ഇത് ഇൻലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻലൈൻ കോൾ ചെയ്യാം. പക്ഷെ ഐ എം ഗോയിങ് ടു ഹാവ് ഫ്ലക്സ്. ഓക്കെ,
ഫ്ലക്സ് എന്നുള്ള പ്രോപ്പർട്ടിയെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും, മുകളിലേക്ക് കയറി വന്നു. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, കയറി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് അലൈൻ ഐറ്റംസ് എന്ന പ്രോപ്പർട്ടിയെ കോൾ ചെയ്തു. ദാറ്റ് ഷുഡ് ബി സെന്റർ. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ കോൾ ചെയ്തു. എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പേസ് ബിറ്റ്വീൻ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ലെഫ്റ്റിൽ ഇയാൾ, നടുക്ക് നമ്മളുടെ ആ ലിസ്റ്റ്, ദെൻ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വന്നു. ഇനി എന്താണ് ഈ ഫ്ലക്സ്? നോർമലി ഒരു ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിരിക്കും, ബ്ലോക്ക് ലെവൽ എലമെന്റുകൾ. നിങ്ങൾക്ക് അതിനെ ഇൻലൈൻ ആക്കാം. ഇൻലൈൻ ആക്കി കഴിഞ്ഞാൽ ഒരു ലൈനിൽ ഒരെണ്ണം വരും. അപ്പൊ ഈ ഹെഡർ എന്നുള്ളതിന്റെ ഹെഡറിനെ ഇൻലൈൻ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹെഡറിൽ 3 ചൈൽഡ് വന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ഓരോ ലൈനിൽ വരും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, എനിക്ക് ഫ്ലക്സിക്കാണ് ചെയ്യേണ്ടത്. ഫ്ലക്സ് ഇത്രേ ഉള്ളൂ, ഒരു ചൈൽഡ് ഇൻലൈൻ ആക്കി അതിനാവശ്യമുള്ള സ്പേസ് വിടുത്തു കൊടുത്തു, അടുത്തത് ബാക്കിയുള്ള വിടുത്തിൽ വരും, അടുത്തത് ബാക്കിയുള്ള വിടുത്തിൽ വരും. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാക്കിയ, നിങ്ങൾക്ക് വന്നത് ഇപ്പൊ നമ്മളെ ഹെഡർ ഇങ്ങനെയാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്തുണ്ടായിരിക്കും, ഒരാൾ വന്നു, അടുത്ത ആൾ വന്നു, അടുത്ത ആൾ വന്നു, ഇങ്ങനെ വന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്സസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആക്സസ് ഉണ്ട്, രണ്ട് വെർട്ടിക്കലി ഒരു XY ആക്സസ് ഇമാജിൻ ചെയ്യാം. ഈ ആക്സസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എലമെന്റിനെ അലൈൻ ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എവിടേക്ക് വെക്കാം, ഇവിടെ കൊണ്ടുവെക്കാമല്ലോ, പിന്നെ ഇവിടെ കൊണ്ടുവെക്കാം, സെന്ററിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും? അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോപ്പ് ഉണ്ടായിരിക്കും. You can have align items, you can center, end, flux start, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് സെന്ററിലാണ് വേണ്ടത്. ദെൻ എനിക്ക് ഇനി എന്ത് വേണം, ഇനി ആ വിഡ്ത്ത് വൈസ് നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യും, സ്പേസ് ബിറ്റ്വീൻ കൊടുത്തത്. അപ്പൊ ഇവിടെ എന്ത് വരും, എക്സാക്ട്ലി ഇവരൊക്കെ കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ താഴെ മുട്ടി വന്നത് ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു XY ആക്സിസിൽ ഇതിനെ അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇയാളെ ടാർഗറ്റ് ചെയ്യണം. ഇമേജിന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡറിന് അണ്ടറിലുള്ള ബ്രാൻഡിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 40 പിക്സൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ്, ഓക്കെ, 40 പിക്സൽസ് ഡോട്ട് ബ്രാൻഡ്, BRAND. ലെറ്റ് മീ കോപ്പി ദിസ് തിങ് ആൻഡ് പ്ലേസ് ഇറ്റ് ഹിയർ. ഓക്കെ, ദെൻ ഇനി എനിക്ക് വേണ്ടത് എന്താണ്, ഇതിന്റെ താഴെ ഉള്ളത്, ഇതിന്റെ താഴെ വന്ന് ഇതിന്റെ അപ്പുറത്ത് വന്നത് ആരാണ്, ഹെഡറിന്റെ അണ്ടറിൽ വരുന്ന, ഓർ യു കൻ ടാർഗറ്റ് നാവ് എലമെന്റിനെ ടാർഗറ്റ് ചെയ്യും. ഓക്കെ, യൂഷ്വലി നാവ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫ്ലക്സ്, ദെൻ അലൈൻ ഐറ്റംസ് സെന്റർ, മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്, ജസ്റ്റിഫൈ കണ്ടന്റ്. ഓക്കെ, ഐ കൻ ഹാവ് എ സ്റ്റാർട്ട് ഹിയർ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാം, നാവിന്റെ അണ്ടറിൽ സത്യത്തിൽ ഇപ്പോൾ ഒരു UL ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നാവിന്റെ അണ്ടറിൽ വരുന്ന UL. ഇങ്ങനെ എഴുതാനുള്ള കാരണം വേറെയും UL ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലാസ് കൊടുക്കാം, ക്ലാസ് നാവ് മെനു ഓർ നാവ് ലിസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, യു ക്യാൻ ടാർഗറ്റ് ടെസ്റ്റിംഗ്. ഈ പേരൊന്നും ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, you can target nav-list എന്ന് കൊടുത്തു. And this is a class, so that you have to put a period symbol here. Okay, ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും, നമുക്ക് വേണ്ടത് എന്താണ്, ഇതിലെ LIനെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, LIയെ ടാർഗറ്റ് ചെയ്തു. LI റൈറ്റ് നൗ ബ്ലോക്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ എന്താക്കി മാറ്റണം, ഐ എം ഗോയിങ് ടു മേക്ക് ഇൻലൈൻ ബ്ലോക്ക്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മേളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഐ നീഡ് സ്പേസ്, ഇടയ്ക്ക് എന്ത് ചെയ്യണം, സ്പേസ് വേണം. സോ പാഡിങ് ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് 14 പിക്സൽ, റൈറ്റിൽ ഒരു 10 പിക്സലും കൊടുത്തു. അപ്പോൾ എല്ലാത്തിൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ എന്ത് ചെയ്യും, സ്പേസ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയിന്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കഴ്സർ, ദാറ്റ് ഷുഡ് ബി പോയിന്റർ. ഓക്കെ, ഫോർമാറ്റ് ദിസ് തിങ്, ഫോർമാറ്റ് ചെയ്ത ഡോക്യുമെന്റ്, ഫോർമാറ്റ് ഡോക്യുമെന്റ്. ഓക്കെ, പട്ടിയർ ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഫോർമാറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ഇതിൻ്റെ അപ്പുറത്തുള്ള ഇയാൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണമെങ്കിൽ കൊടുക്കാം, ക്ലാസ് കോൾ ബട്ടൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. ഓക്കെ, യു ക്യാൻ ടാർഗറ്റ് ദാറ്റ് കോൾ ബട്ടൺ. ഇപ്പോൾ ആക്ച്വലി നാവ് നമ്മളുടെ ഹെഡറിൻ്റെ അണ്ടറിൽ ദർ ആർ അതർ കോൾ ബട്ടൺസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡറിൻ്റെ അണ്ടറിൽ വരുന്ന ഡോട്ട് കോൾ -btn. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം, ഇത് സത്യത്തിൽ എന്താണ്, 2 ഐറ്റം ഉണ്ട്, സൈഡ് ബൈ സൈഡ് ആണ് വരേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, ഡിസ്പ്ലേ എന്താണ്, ഫ്ലക്സ് ആണ്.
അലൈൻ ഐറ്റം സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് ഐ നീഡ് ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ആണ്. രണ്ടിൻ്റെ ഇടയ്ക്ക് ഈക്വൽ സ്പേസ് വേണം. കം ഹിയർ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യു ഹാവ് ദാറ്റ് തിങ്. ഇവിടെ എനിക്കിനി വേണ്ടത് എന്ത് വേണം? ഐ നീഡ് എ സ്പേസ് ബിറ്റ്വീൻ ദിസ് തിങ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹെഡറിൻ്റെ അണ്ടറിൽ വരുന്ന ഹെഡർ ഇസ് എലമെന്റ്, ഹെഡറിൻ്റെ അണ്ടറിൽ വരുന്ന ഡോട്ട് കോൾ ബട്ടണിൻ്റെ അണ്ടറിൽ വരുന്ന H1 ഞാൻ എന്ത് ചെയ്യാണ്? ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ്. നമ്മൾ ബേസ് ഫോണ്ട് സൈസ് ഇവിടെ നോക്കുക. ഇവിടെ ഫോണ്ട് സൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് ദിസ് ഈസ് ആൻ H1 ഐ തിങ്ക്. ഇവിടെ വന്ന് നോക്കാം, ദിസ് ഈസ് ആൻ H3. അപ്പം ആ H3യെ നമുക്കൊന്ന് റീസൈസ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്? H3 എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് ഒരു 16 പിക്സലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു ഹാവ് 1 RAM. ഓക്കെ, വാട്ട് ഈസ് RAM? ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് M. അതായത് നിങ്ങളുടെ ബേസ് ഫോണ്ട് എന്താണോ, അതായത് ബേസ് നമ്മളിവിടെ ഫോണ്ട് കൊടുത്തിട്ടുണ്ട്, ബേസ് ഫോണ്ട് സൈസ് 16 പിക്സലാണ്. അതിനെ റിലേറ്റീവായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ട് ചെയ്യാം. അപ്പോൾ 1 RAM, നമ്മൾ 1 RAM ഇപ്പോൾ എത്രയാണ്? 16 പിക്സലാണ്. വാട്ട് അബൌട്ട് 1.5 RAM? 16 ആണ്. ഞാൻ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 8 കൂടി, അപ്പോൾ 24 പിക്സൽസ് ആയിരിക്കും എന്ത് നമ്മളുടെ RAM വാല്യൂ എന്ന് പറയുന്നത്. ഇനി എനിക്ക് എന്ത് വേണം? ഐ നീഡ് ദ ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ നീഡ് ദാറ്റ് ടു ബി ഇൻ 500. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി ലൈറ്റർ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഐ നീഡ് എ ഗ്യാപ്പ്. ഈ ഐക്കണും തമ്മിലൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മാർജിൻ ലെഫ്റ്റ് കൊടുത്തു. മാർജിൻ ലെഫ്റ്റ് ഒരു 10 പിക്സൽസ് മാർജിൻ ലെഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? യു ഹാവ് എ ഗ്യാപ്പ് ഹിയർ. ഓക്കെ, ദെൻ ഐ ഡോണ്ട് നീഡ് ദാറ്റ് blue color, so let's comment it out. Okay, now come here. Now this is your now bar. I think you learned a lot from this thing, especially display എന്താണ്, ഫ്ലക്സ് എന്താണ്, ആൻഡ് ഇതിൻ്റെ ഫോണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ആൻഡ് ഈ നാവിൽ വരുന്ന എല്ലാവരുടെ ഫോണ്ട് സൈസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാം. ഞാനത് മാറ്റിയിട്ടില്ല, നമുക്ക് മാറ്റാം. ആൻഡ് ഐ നീഡ് വൺ മോർ തിങ്. ഐ നീഡ് ദിസ് ടു ബി ഇൻ എ കളർ. എനിക്ക് ഇതിലുള്ള 2 കളറാണ് എനിക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കളേഴ്സ് ഒന്ന് എന്ത് ചെയ്യണം? നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് ഈ കളർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് CSS വേരിയബിൾസ്. ദാറ്റ് ഈസ് കോൾഡ്, ഇങ്ങനെ എഴുതാം, റൂട്ട് എന്ന് ഞാൻ എഴുതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അണ്ടറിൽ യു ക്യാൻ ഡിഫൈൻ സം വേരിയബിൾസ്. ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ഹൈഫൺ പ്രൈമറി കളർ. ദാറ്റ് ഷുഡ് ബി ദാറ്റ് നമ്മളുടെ ഹാഷ് ഇട്ടിട്ട്. ഇനി കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിൽ കളേഴ്സ് ഉപയോഗിക്കാം. CSSനകത്ത് കളർ കോഡ് ഉപയോഗിക്കാം, ഹെക്സ് വാല്യൂസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ HSL വാല്യൂസ് ഉപയോഗിക്കാം. കളർ നെയിംഡ് കളേഴ്സ് ഉണ്ട്. ഐ തിങ്ക് 144 നെയിംഡ് കളേഴ്സോ അങ്ങനെ എന്തുകൊണ്ട് ഇതിനകത്ത്. നമുക്ക് ആകെ പച്ച, മഞ്ഞ, നീല, വയലറ്റ്, വിബ്ജിയോർ നമുക്കറിയാം. ബാക്കി കുറേ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പേരുള്ള കളേഴ്സ്. ഐ ക്യാൻ ഹാവ് എ കളർ ഹിയർ. ഓക്കെ, ഞാനൊരു കളർ കൊടുത്തു. ആൻഡ് ഇവിടെ ഞാൻ ലൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ ഡിഫൈൻ ചെയ്തു. And you can have more colors like BTN color, button color define ചെയ്തു. You can have that colors here. You can define literally anything. എന്തും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് റീയൂസ് ചെയ്യേണ്ട കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഐ ക്യാൻ ഹാവ് ദാറ്റ്. ലെറ്റ് മീ പിക്ക് ദാറ്റ് കളേഴ്സ് ഫ്രം ദാറ്റ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കളേഴ്സ്, നിങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ട്, അതിൽ ഡിസൈനർ കളേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളേഴ്സ് ഉപയോഗിക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ കളേഴ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഗോ ടു സം വെബ്സൈറ്റ്സ്, കളർ ഫ്രം ഇമേജോ അങ്ങനെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോകാം, ഫ്രം ഇമേജ്. ഓക്കെ, ദെൻ കം ഹിയർ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇമേജ് ഒന്ന് എന്ത് ചെയ്യുക? അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസ് യുവർ ഇമേജ്, നമ്മളുടെ ഇമേജ് ഓപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ബ്രൗസറിൽ നിന്നും അപ്ലോഡ് ദാറ്റ് ഇമേജ്. ദിസ് ഇസ് എ ഇമേജ്, ഓപ്പൺ. അപ്പോൾ നമ്മൾ ഇമേജ് അനലൈസ് ചെയ്തിട്ട് they'll show that colors, what are the colors used here, these are the colors, and you can have that palette here. ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ palette എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാം. ഐ തിങ്ക് ഐ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഹിയർ, സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, we sign in with the Google account. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിലുള്ള കളേഴ്സ് പിക്ക് ചെയ്യാം. ഇത് നോർമലി നമ്മൾ ചെയ്യേണ്ട പണിയല്ല. നമുക്ക് എന്ത് കിട്ടും? ഡിസൈനർ തരുമ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാം നമ്മൾ തന്നെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തരാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ പിക്ക് ചെയ്യാമെന്ന് കാണിച്ചു തന്നതാണ്. യു ക്യാൻ ഹാവ് പിക്ക് കളേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് കം ഹിയർ.
ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് CSS ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് കോപ്പി ചെയ്തു. ഇവിടെ കുറേ പേരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ പേര് കൊടുക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ ആ സാധനം എടുത്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇവിടെ ആ കളേഴ്സ് നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ നമ്മളെ സെക്കൻഡറി കളറാക്കി മാറ്റി. സെക്കൻഡറി, ദെൻ ഇതിനെ നമ്മളെ പ്രൈമറി കളറാക്കി മാറ്റി. പ്രൈമറി, then you can have some colors, mercury, grey എന്നൊക്കെ പറഞ്ഞ കളേഴ്സ് ഉണ്ട്. ലെറ്റ്സ് ലീവ് ലൈക്ക് ദിസ്, ഇതേപോലെ കിടക്കട്ടെ, പിന്നെ നമുക്ക് മാറ്റാം. ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് തിങ്. ഓക്കെ, സോ ഹൗ ടു യൂസ് ദിസ് തിങ്. ഐ നീഡ് ദിസ് പ്രൈമറി കളർ ഫോർ ദാറ്റ് ഫോൺ ഐക്കൺ. അപ്പോൾ നമ്മളുടെ div കോൾ ബട്ടൺ അണ്ടറിൽ ഐ ടാഗിനെ ടാർഗറ്റ് ചെയ്യണം. സോ ഡോട്ട് ക്ലാസ് കോൾ ബട്ടൺ, അതിന് അണ്ടറിൽ ഐ ടാഗ്. ഓക്കെ, ഐ നീഡ് ദ കളർ, ദാറ്റ് ഈസ് ആക്ച്വലി എ ഫോണ്ട്. അതുകൊണ്ട് തന്നെ കളർ സെറ്റ് ചെയ്യുക, വാർ എന്ന് ഉപയോഗിക്കുക, ഹൈഫൺ പ്രൈമറി. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, ഡിഫൈൻ ചെയ്തു, വാർ എന്ന് ഉപയോഗിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നമ്മളെ ഡിസൈനിൽ യു വിൽ ഗെറ്റ് വേഴ്സ് എ ഡിസൈൻ. I think this is not what we want. Actually, we have something else. Okay, now you can see that call button. I need a circle. അതൊന്ന് സർക്കിളിൽ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ I'm going to have a height for this thing, height of 40 pixels, width of 40 pixels. Then you can have border radius. Okay, that should be in which color? I need border radius 50% എന്ന് ഞാൻ കൊടുത്തു. ഇനി I'm going to give a background color for this. Background color, let me have var hyphen this mercury color. Okay, come here. Now you have something like this. Okay, how can you center this? ഇതൊരു മൂലക്കാണല്ലോ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ സെൻറ്റർ ചെയ്യണമെങ്കിലോ, ഞാൻ ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് അലൈൻ കൊടുത്തു, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് കൊടുത്തു. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഇവിടെ എന്തായിരിക്കും, വെർട്ടിക്കലി ഹൊറിസോണ്ടലി നീങ്ങി, പക്ഷെ വെർട്ടിക്കലി അത് നീങ്ങിയിട്ടില്ല. ഹൗ ക്യാൻ യു ഡു ദാറ്റ്? സോ യു ക്യാൻ ഹാവ് മാർജിൻ 5 pixels auto. Okay, it's not working, so let's remove that. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, യു ക്യാൻ മേക്ക് ദ ഡിസ്പ്ലേ ഫ്ലക്സ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് ഫ്ലക്സ് ഡയറക്ഷൻ. നേരത്തെ നമ്മൾ ഫ്ലക്സ് ചെയ്തത് എങ്ങനെയായിരുന്നു, ഹൊറിസോണ്ടലിയാണ് ഫ്ലക്സ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കോളം ഞാൻ കൊടുത്തു. ആൻഡ് യു ക്യാൻ ഹാവ് അലൈൻ ഐറ്റം സെൻറ്റർ, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. ഓക്കെ, ദർ ആർ അതർ വേസ് യു ക്യാൻ മേക്ക് ദിസ് തിങ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പരീക്ഷിച്ചാണ്. നൗ ഇറ്റ് ഈസ് ഇൻ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ജസ്റ്റ് ഹാവ് an icon here with a background. Okay, and you can have any backgrounds here, don't worry. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ now bar എന്ന് വിളിക്കുന്നത്. നമ്മൾ now bar കംപ്ലീറ്റ്. ആൻഡ് ദിസ് ഇസ് നോട്ട് റെസ്പോൺസീവ്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് റെസ്പോൺസീവ്. ഇവിടെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിവിടെ എന്താവും, പൊട്ടി നോ ഡിസൈൻ. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ, നമുക്കിനി ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നെക്സ്റ്റ് നമുക്കുള്ളത് ഈ ഒരു സെക്ഷനാണുള്ളത്. ഈ ഇമേജിലൊരു ലോഗോയുടെ ഞാൻ ചെയ്തപ്പോൾ വന്നതാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു സെക്ഷൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ലെഫ്റ്റ് പാർട്ടും ഉണ്ട്, റൈറ്റ് പാർട്ടും ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കുറേ കണ്ടന്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ HTML വന്നിട്ട് എന്ത് ചെയ്യണം, HTML കോഡിൽ വന്നിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് ദറ്റ് സെക്ഷൻ. ആൻഡ് അത് നമ്മളുടെ ഈ ഹെഡർ സെക്ഷൻ്റെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെഡർ സെക്ഷൻ്റെ താഴെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ സെക്ഷൻ. ഓക്കെ, ആൻഡ് ഒരു സെക്ഷൻ ടാഗ് ഉപയോഗിച്ചു. എന്നിട്ട് ഐ എം ഗോയിങ് ടു പാസ് എ ക്ലാസ് കോൾഡ് ഹീറോ സെക്ഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസൈനിൽ നമ്മൾ കണ്ടു ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ സത്യത്തിൽ എന്തുണ്ട്, ഈ സെക്ഷനെ നമ്മൾ ഫ്ലക്സ് ചെയ്യിക്കണം. അതായത് ഈ സെക്ഷൻ ഫ്ലക്സ് ചെയ്യിച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരും. ഓക്കെ, നമ്മൾ ഫ്ലക്സ് ഓൾറെഡി നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഡിവ് എഴുതി. ഞാനിവിടെ ക്ലാസ് ഹീറോ ഹൈഫൺ ലെഫ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, then ഇതേപോലെ എന്തുണ്ട്, യു ഹാവ് അഗെയിൻ എ ഡിവ്. ഓക്കെ, ദാറ്റ് ഈസ് ഹീറോ ഹൈഫൺ റൈറ്റ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ജസ്റ്റ് ഡോട്ട് ഹീറോ ഹൈഫൺ റൈറ്റ് എന്ന് എഴുതിയാൽ
ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു ക്ലാസ് ആഡ് ചെയ്ത് തരും. ഓക്കെ, ഇനി നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടെന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡിസൈനിലുള്ളത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ടാഗ്, ദെൻ അതിൻ്റെ താഴെ ഒരു H1, ദെൻ ഒരു മേ ബി ഒരു H3 ആവും, ദെൻ ഒരു P ടാഗ്, ദെൻ 2 ബട്ടൺസ്. ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റ് മീ ഹാവ് എ P ഹിയർ, ഒരു P ടാഗ് എഴുതി, അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ട്രെൻഡിങ് എന്ന് എഴുതി. അതിൻ്റെ താഴെ ഐ ഹാവ് എൻ H1 ഹിയർ, H1 വേണം. ദെൻ ഇവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് കൊടുത്തു, ലേൺ ഫ്ലട്ടർ ഇൻ 2 months എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ടെക്സ്റ്റ്, ലേൺ ഫ്ലട്ടർ ഇൻ 2 months. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ നീഡ് എൻ H3 ഹിയർ. ഈ H3യിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്താണല്ലോ നോക്കുക. ഇവിടെ നമുക്കുള്ളത് ജോയിൻ ഓർ ഫ്ലട്ടർ ബൂട്ട് ക്യാമ്പ് എന്ന് കാണും. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ഓർ ഫ്ലട്ടർ ബൂട്ട് ക്യാമ്പ് എന്ന് എഴുതി. then അതിൻ്റെ താഴെ നമുക്കൊരു P ടാഗ് ഉണ്ട്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹാവ് എ ഡമ്മി ടെക്സ്റ്റ്, ഒരു ഡമ്മി ടെക്സ്റ്റ് ഞാൻ ജനറേറ്റ് ചെയ്തു. നോ, ഇവിടെ എത്തി നമ്മൾ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, 2 ബട്ടൺസ് ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ യൂട്ടിലൈസ് സംതിങ് കോൾഡ്, 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ബട്ടൺ ടാഗ് തന്നെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ലിങ്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഹാവ് എ ടാഗിനെ എഴുതിയിട്ട് ഒരു ബട്ടൺ പോലെ ആക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഞാനൊരു എ എഴുതി. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് യു ക്യാൻ ഗീവ് എ ബട്ടൺ, ദിസ് എ ബട്ടൺ ക്ലാസ്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ബട്ടൺ -primary. എനിക്ക് 2 ബട്ടൺ 2 കളറിലാണ്. അപ്പോൾ നമുക്ക് ഞാനൊരു പ്രൈമറി എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോയിൻ നൗ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിനകത്ത്. ഓക്കെ, ജോയിൻ നൗ. ഓക്കെ, ദെൻ ഐ നീഡ് വൺ മോർ തിങ്, ഇവിടെ ഒന്നുകൂടി വേണം അതിനകത്ത്, ആൻഡ് ദിസ് ഷുഡ് ബി ബട്ടൺ സെക്കൻഡറി. ഓക്കെ, ബോത്ത് ആ ബട്ടൺസ്, ബട്ട് കളറിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് എഴുതും. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് താഴെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഔട്ട്പുട്ടിൽ വന്നാൽ ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. 2ൻ്റെ കൂടെയും ഇതേപോലെ ഉണ്ടായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് എ കോൾ ബാക്ക് എന്നാണ് രണ്ടാമത്തിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് എ കോൾ ബാക്ക് എന്ന് ഞാൻ എഴുതി. ഓക്കെ, ദെൻ പക്ഷേ ഇത് പാരലലി ആണ് വന്നേക്കുന്നത്, സൈഡ് ബൈ സൈഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിന് യു ക്യാൻ ഹാവ് എ ക്ലാസ് ദാറ്റ് ഈസ് CTA-BTN എന്ന് കൊടുത്തു. അതായത് കോൾ ടു ആക്ഷൻ എന്നാണ്. കോൾ ടു ആക്ഷൻ ബട്ടൺസ് ആണ്. ദെൻ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്ത്, ഇവർ 2 പേരെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഹീറോ റൈറ്റ് ക്ലാസ് ഉണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേറെ 2 കാര്യങ്ങൾ, ഇവിടെ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. സോ ഒരു IMG ടാഗിനെ കോൾ ചെയ്യുക, ./IMG, then you can have that hero IMG. Okay, now come here. നമുക്ക് ഇവിടെ വന്നാൽ കാണാം എല്ലാം താഴെ ഉണ്ടായിരിക്കുന്നത്. താഴെ ഉണ്ടാവാനുള്ള കാരണം നമുക്കറിയാം. ഇറ്റ് ഈസ് ബിക്കോസ് നോർമലി അത് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. പക്ഷെ നമുക്കിതിനെ എന്ത് ചെയ്യിക്കണം, റൈറ്റ് സൈഡിലേക്ക് ഫ്ലക്സ് ചെയ്യിക്കണം. ഓക്കെ, സോ നമ്മൾ ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത്, ബട്ടൺസും ഒക്കെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റൈൽ ഷീറ്റിൽ വന്നിട്ട് യു ക്യാൻ ഹാവ് ദറ്റ് സ്റ്റൈൽസ്. സോ ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ആ സെക്ഷനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് .hero-section എന്ന് കൊടുത്തു. ഇതാണ് നമ്മളുടെ ടോട്ടൽ ആ ഏരിയ. ആൻഡ് യു ക്യാൻ ഹാവ് എ ഹൈറ്റ് ഫോർ ദിസ് തിങ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 40 VH ഹൈറ്റ് കൊടുത്തു. VH ഞാൻ പറഞ്ഞതാണ്, വ്യൂ പോർട്ട് ഹൈറ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് വിഷ്വലൈസ് ദിസ് തിങ്. ബാക്ക്ഗ്രൗണ്ട് കളർ ദാറ്റ് ഷുഡ് ബി റെഡ്. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് നോക്കിയാൽ this is the 40 VH height. Actually I need a bit more height. Let me make this to a 60. Okay, 60 VH ആക്കി. Okay, I think some more height. Let me have an 80 VH. Okay, അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഫില്ലാവുന്ന രീതിയിൽ, എന്നാൽ ബാക്കിയുള്ള കണ്ടന്റ് നമുക്ക് കാണുന്ന രീതിയിൽ ഒരു ഹൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇനി നമുക്ക് ഈ സെക്ഷൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് വരുമ്പോൾ അതെങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം നമുക്ക്, അതായത് ഇവിടെ നമുക്ക് ഈ ഫ്ലട്ടർഫ്ലൈ എന്നുള്ളത് കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു അലൈൻമെന്റിൽ വരണം. അപ്പോൾ നമ്മൾ അതേ പാഡിങ് എന്താണെന്ന് നോക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ ഹെഡറിന് കൊടുത്തത്, ഹെഡർ നമ്മളൊരു
പാഡിങ് കൊടുത്തിട്ടുണ്ട് 14 പിക്സൽ. ലെറ്റ് മീ കോപ്പി ദിസ് ഓർ യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇതിനകത്തുള്ള എല്ലാ സെക്ഷനും ഒരേ പാഡിങ്. അപ്പോൾ ഞാൻ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി, എന്നിട്ട് ഞാൻ പാഡിങ് എന്ന് കൊടുത്തു, 14 പിക്സൽസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരേപോലെ നീങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഹീറോ സെക്ഷൻ്റെ അണ്ടറിലുള്ള ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മളിപ്പോൾ നോക്കിയത് ഫ്ലക്സ് ആയിരുന്നു, ഇതായിരുന്നു നോക്കി, ഞാൻ ഫ്ലക്സ് ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് വരുന്ന കാണാം. പക്ഷെ നമുക്ക് ഫ്ലക്സ് പോലെ നിങ്ങൾക്ക് വേറെ ഒന്നുള്ളത് ഗ്രിഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഗ്രിഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രിഡ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യേണ്ടത്. ലൈക്ക് ഇതാണ് എൻ്റെ സ്ക്രീന്, നിങ്ങൾക്ക് ഇതിനെ ഗ്രിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രിഡ്സ് അറിയാലോ, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, 1, 2. ഓക്കെ, ദെൻ അതായത് നോർമലി ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പിലെ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അത് 12 ഗ്രിഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കസ്റ്റം നമ്മൾ തന്നെ CSS എഴുതുന്നതുകൊണ്ട് ഗ്രിഡ് എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ പിന്നെ പറയുന്നത് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിനെ എത്ര കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഐ നീഡ്, എനിക്ക് ഇങ്ങനെ വേണം, 1FR 1 ഫ്രാക്ഷൻ എന്നാണ് 1FR. അപ്പോൾ ഇതെന്ത് ചെയ്യും, 2 ഫ്രാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഞാനിത് സിമ്പിൾ 1FR എന്ന് മാത്രമാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ പോലെ ആയിരിക്കും ഉണ്ടാവുക, ഒറ്റ ഗ്രിഡ് ഒറ്റ കോളാണ്, അതാണ് നോർമലി ഉണ്ടാവുക. ദെൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1 more 1FR, ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും, ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഒരേ വാല്യൂ ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് എന്ന് ഉപയോഗിക്കാം. എന്നിട്ട് എത്ര കോളംസ് വേണം നമുക്ക് വേണ്ടത്, ഐ നീഡ് 2 ഡിവിഷൻസ് ഈച്ച് വിത്ത് 1FR. ഈ എല്ലാതും ഈക്വൽ ഫ്രാക്ഷൻസ് എടുക്കണം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇത് മുട്ടിയിട്ടുണ്ടാവും, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇനി വേണ്ടത്, ഇനി നമ്മളുടെ ഹീറോ ലെഫ്റ്റ്, ഇപ്പോൾ നമ്മൾ ഹീറോ സെക്ഷൻ ആണ് എന്ത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് വേണം, ഹീറോ ലെഫ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ സ്റ്റൈൽ ചെയ്യണം, ഹീറോ ലെഫ്റ്റ്. ഓക്കെ, ദെൻ ഹീറോ ലെഫ്റ്റും ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ കാണാൻ വേണ്ടി. ബാക്ക്ഗ്രൗണ്ട് കളർ, ലെറ്റ് മീ ഹാവ് എ ബ്ലൂ ഹിയർ. ഓക്കെ, ദെൻ നൗ യു ക്യാൻ സീ ദിസ് ഈസ് ദ ഹീറോ ലെഫ്റ്റ് ആൻഡ് ആ ഇമേജ് കിടക്കുന്നതാണ് എന്ത്, ഹീറോ റൈറ്റും. അപ്പോൾ ഈ ഹീറോ ലെഫ്റ്റും ഹീറോ റൈറ്റും മുട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ സെക്ഷൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ യു ഹാവ് എ പ്രോപ്പർട്ടി കോൾഡ് ഗ്യാപ്പ്, ദാറ്റ് ഈസ് ഐ നീഡ് എ ഗ്യാപ്പ് ഓഫ് 10 പിക്സൽസ്. 10 പിക്സൽ ഗ്യാപ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും, യു ഹാവ് എ സ്മോൾ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അല്ലോ ഐ മീൻ ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനിയുള്ളത്, ഇനി നമുക്ക് ഇതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. ലെറ്റ് മീ റിമൂവ് ദ കളർ, ഐ ഡോണ്ട് നീഡ് ദറ്റ് കളർ ആൻഡ് ഐ ഡോണ്ട് നീഡ് ദിസ് റെഡ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഇതാണ്, ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. ആൻഡ് ഇനി നമുക്ക് ഹീറോ ലെഫ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം, അതിലുള്ള ഓരോ എലമെൻറ്റിനെയും. ഓക്കെ, ഹീറോ ലെഫ്റ്റ്, ആൻഡ് ഹീറോ ലെഫ്റ്റിൽ നോർമലി അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ബ്ലോക്ക് തന്നെയാണ്, വി ആർ ഗോയിങ് വിത്ത് ദറ്റ് ബ്ലോക്ക്. ഓക്കെ, ആൻഡ് ഇനി ഹീറോ ലെഫ്റ്റിൽ എനിക്ക് എന്ത് വേണം, പാഡിങ് കൊടുക്കാം, ഓർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഓക്കെ, അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. പക്ഷെ എനിക്ക് ഫ്ലക്സ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോളം തന്നെ മതി, അതായത് റോ ആയിട്ട് വേണ്ട, കോളം. നൗ ലൈക്ക് ദിസ്. ആൻഡ് അലൈൻ ഐറ്റം സെൻറ്റർ ആണ് കൊടുത്തത്. അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് ലെറ്റ് മീ ഹാവ് സ്റ്റാർട്ട്. ഓക്കെ, നൗ യു ഹാവ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്, ജസ്റ്റിഫൈ കണ്ടന്റ് ഐ എം ഗോയിങ് ടു ഹാവ് സെൻറ്റർ. ഓക്കെ, ദെൻ ഇപ്പോൾ സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ആദ്യം വേണ്ടത് ഹീറോ ലെഫ്റ്റിൻ്റെ അടിയിൽ കിടക്കുന്ന ഡോട്ട് ഹീറോ ലെഫ്റ്റ്, അതിൻ്റെ അണ്ടറിലുള്ള P എലമെൻറ്റ്. ഓക്കെ, ഐ നീഡ് ദ കളർ ടു ബി വാർ അവർ പ്രൈമറി കളർ ഐഫൺ ദാറ്റ് പ്രൈമറി. അപ്പോൾ ഇവിടെ വന്നാൽ എന്ത് കാണാം, ദാറ്റ് ഷുഡ് ബി ഇൻ പ്രൈമറി. ആൻഡ് ഐ നീഡ് ഫോണ്ട് വെയ്റ്റ് ഇസ് 700. ഓക്കെ, നൗ യു ഹാവ് എ ബിഗർ ഫോണ്ട്. ഇവിടെ കണ്ടോ, ഹീറോ ഇതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കോൾ ചെയ്തത് P ആണ് കോൾ ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അണ്ടറിൽ വന്ന എല്ലാ P എലമെൻസും ഇങ്ങനെ വന്നു. ലെറ്റ് മീ പുട്ട് സംതിങ് ലൈക്ക് ദിസ്.
I need like this. Okay. അപ്പോഴും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? You can have a plus here. No, it's not working. Okay, let's fix that. And ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? I'm going to have a class here. That class is, that is a unique thing. You can give an ID for this. ID equal to trending എന്ന് കൊടുത്തു. And you can have that trending here, hash trending. അപ്പോൾ ഇവിടെ എന്ത് വരും? ട്രെൻഡിങ് മാത്രം ഈ കളറിൽ വന്നിട്ടുണ്ടാവും. ദെൻ ഇനി നമുക്ക് ഈ H1 സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഹീറോ ലെഫ്റ്റിൻ്റെ അണ്ടറിൽ കിടക്കുന്ന ഹീറോ ലെഫ്റ്റ്, അതിൻ്റെ അണ്ടറുള്ള H1. ദെൻ ഇവിടെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി 34 പിക്സൽസ്. ആൻഡ് ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി 700. ഓക്കെ. ആൻഡ് ഐ നീഡ് എ ലെറ്റർ സ്പേസിങ്. ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ്. ദാറ്റ് ഷുഡ് ബി 3. ലെറ്റ് മി ഗിവ് എ 3 പിക്സൽസ്. 3 പിക്സൽസ് എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഐ നീഡ് സം മാർജിൻ ബോട്ടം. മാർജിൻ ബോട്ടം എന്ന് പറയുന്നൊരു 10 പിക്സൽസ് മാർജിൻ ബോട്ടം വേണം. ദാറ്റ് മീൻസ് ആ അടുത്ത H3യുമായിട്ട് അത് മുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും ഒഴിവാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു മാർജിൻ ബോട്ടം കൊടുത്തു. ആൻഡ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. ഓക്കെ. ആൻഡ് അടുത്തത് വേറൊരു കളറിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഡോട്ട് ഹീറോ ലെഫ്റ്റിൻ്റെ അണ്ടറിലുള്ള H3 സ്റ്റൈൽ ചെയ്യാണ്. H3യുടെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഓക്കെ ഐ നീഡ് 26 പിക്സൽസ്. ഓക്കെ. ദെൻ ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുന്നത് 500. ആൻഡ് ദ കളർ ഷുഡ് ബി var -. Let's take the secondary color. Okay. Now you have, what is the issue? I think that is not H3. And this is H3. The hero left in under H3 എന്ന് പറയുന്ന element. Okay. -, secondary. And ഇവിടെ വന്നിട്ട് നോക്കിയാൽ that is also in that color. ആ സെയിം കളറിലാണ് വന്നത്. But it looks like black. So I need this to be in 700 also. Okay. And അത് ആക്ച്വലി ബ്ലൂ ആണ് ഇവിടെ കളർ, പക്ഷെ ഇത് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേറെ ബ്ലൂ ഷെയ്ഡാണ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിൻ്റെ താഴെ ഒരു പിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ഡോട്ട് ഹീറോയുടെ അടിയിൽ കിടക്കുന്ന ഹീറോ ലെഫ്റ്റിൻ്റെ അണ്ടറിലുള്ള യു ക്യാൻ ഗിവ് എ പി ഫോർ ദിസ് തിങ്. ആൻഡ് ഇവിടെ യു ക്യാൻ ഹാവ് എൻ ID ദാറ്റ് ഈസ് ഓക്കെ. ഞാനൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ID ക്രിയേറ്റ് ചെയ്തു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് സ്പെൽ കറക്റ്റ്ലി. ദെൻ ഇതിൻ്റെ അണ്ടറിലുള്ള ഹാഷ് ദ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ഗീവ് ID, പക്ഷേ റിലേറ്റീവ് ആയിട്ടുള്ള പേര് കൊടുക്കുകയാണ് നല്ലത്. പിന്നീട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവണമല്ലോ. ഹീറോ ലെഫ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി ഇതിൽ എന്ത് ചെയ്യണം? ദ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ നീഡ് an 18 പിക്സൽസ്. ദ കളർ ഷുഡ് ബി ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക്. ഓക്കെ. ദെൻ ഐ നീഡ് എ മാർജിൻ top of 10 pixels. And take a look at this thing. Okay. And I need also a margin bottom. And margin bottom 10 pixels. Okay. Now you have small gap. And if you want to change the font size, you can do that. I think I am in a zoom state here. Let me reduce this to 100%. And this should be zoom 100%. And this is the actual view. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് ഡിസൈനിൽ വന്നത്. ഇനി നമുക്ക് ഈ ബട്ടൺസ് എന്ത് ചെയ്യണം? ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം. 2 ബട്ടൺ ഉണ്ട്. ജോയിൻ നൗ ബട്ടൺ ഉണ്ട്, റിക്വസ്റ്റ് എ കോൾ ബാക്ക് ബട്ടൺ ഉണ്ട്. സോ കം ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? യു ക്യാൻ കോൾ ദ ക്ലാസ്സസ്. ആദ്യം ഞാൻ CTA ക്ലാസ്സിനെ കോൾ ചെയ്തു. CTA-BTN ബട്ടൺ. ഓക്കെ. ആൻഡ് ദ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ദെൻ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ആണ്. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ. നൗ ഇവിടെ വന്നാൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓൾറെഡി അത് അങ്ങനെ എ ടാഗിനുള്ളിലായതുകൊണ്ട് ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് ദിസ്. എ ടാഗ് ഇൻലൈൻ ടാഗ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഇനി നമുക്ക് വേണ്ടത് ഓരോന്നിനും എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബട്ടൺ എന്നുള്ള ഒരു കോമൺ ക്ലാസ് ഉണ്ട്, ബട്ടൺ. Okay, button. I'm going to have a padding for that button. Padding. I need a 16 pixels top and 24 pixels left right. Okay. Then let me have a background color.
and that should be നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു ലൈക്ക് ദിസ്. ഓക്കെ, രണ്ടും ബട്ടൺ ക്ലാസ് ആണ്. ദെൻ ഇനി വേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലക്സിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. യു ക്യാൻ ഹാവ് ഗ്യാപ്പ് 2 pixels ഗ്യാപ്പ്. ഇറ്റ്സ് 20 ആൻഡ് 2 pixel ഗ്യാപ്പ്. നോ ഇവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ആൻഡ് യു ക്യാൻ ഇൻക്രീസ് ദറ്റ് ഗ്യാപ്പ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് എ 5 pixel. അപ്പോൾ രണ്ട് ബട്ടൺസ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ബോർഡർ റേഡിയസ് വേണം. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് ഓക്കെ, ഐ നീഡ് എ 14 pixels റേഡിയസ്. Okay, and that's a bit higher, so let me have a 10 pixel radius. Okay, then ബട്ടൻ്റെ ഉള്ളിൽ വരുന്ന ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് റൈറ്റ് നൗ അതൊരു ബ്ലാക്ക് ആയിരിക്കും. ഇപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, യു ക്യാൻ ഹാവ് ദ കളർ. നമുക്കുള്ള മെർക്കുറി എന്നുള്ള കളർ എടുത്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് എ കോൾ ബാക്ക് എന്നുള്ള ബട്ടൺ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളെ ബട്ടൺ. ഇത് ബട്ടൺ ടാഗാണ് ഉപയോഗിച്ചെങ്കിൽ നമ്മൾ അതിൻ്റെ I'll show you this with a button tag. I can have something like this. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബട്ടൺ എന്നുള്ള എലമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊരു ബട്ടൺ കൂടി അവിടെ വന്നു. ആൻഡ് ഐ ക്യാൻ ഹാവ് എ ക്ലാസ് ഹിയർ. ഞാൻ ഈ ക്ലാസ്സിനെ ഇവിടെ പാസ് ചെയ്യണം ബട്ടൺ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു ഹാവ് വൺ മോർ തിങ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിലൊരു ഔട്ട്ലൈൻ ഒക്കെ വന്നിട്ടുണ്ടാവും നോർമലി ബട്ടൺ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഔട്ട്ലൈൻ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഔട്ട്ലൈൻ 0, ബോർഡർ എനിക്ക് വേണ്ട, ബോർഡർ നൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ബട്ടൺ എന്നുള്ള ടാഗാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിതിൻ്റെ ബോർഡർ ഔട്ട്ലൈൻ ഒക്കെ നണ്ണാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബട്ടൻ്റെ ഒരു വിഡ്ത്ത് ഒക്കെ വന്നത് കണ്ടില്ലേ, അതിലെ കണ്ടന്റിന് എത്ര വിഡ്ത്ത് വേണോ അതായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഈക്വൽ സൈസുള്ള ബട്ടൺസ് അല്ലെങ്കിൽ കണ്ടന്റ് ചെറുതാവുമ്പോൾ ബട്ടൺ ചെറുതായി പോകും. അപ്പോൾ അത് വലുതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ മിൻ വിഡ്ത്ത് പ്രോപ്പർട്ടി. മിൻ വിഡ്ത്ത് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഞാനിതിൽ ഒരു 250 pixels കൊടുത്തു. അപ്പോൾ നമുക്കൊരു വലിയ ബട്ടൺ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതേപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നീഡ് ദിസ് തിങ് ഹിയർ റൈറ്റ് നൗ, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ ഐ എം ഗോയിങ് ടു ഡിലീറ്റ് ദിസ് തിങ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഈ മിൻ വിഡ്ത്ത് പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ അത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ടെക്സ്റ്റ് നടുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി ഉണ്ട്. അത് സെൻറ്റർ എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, ദെൻ കം ഹിയർ. നൗ യു ഹാവ് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഇനി ഈ രണ്ട് ബട്ടണും രണ്ട് ലുക്ക് ആൻഡ് ഫീലിനാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് വേറെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ബട്ടൺ ഹൈഫൺ പ്രൈമറി എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് ആണ്, അതുകൊണ്ട് ഇവിടെ ഡോട്ട് ഇടണം. ഈ ബട്ടൺ പ്രൈമറിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്താണെന്ന് നോക്കുക. ദാറ്റ് ഷുഡ് ബി ഇൻ റെഡ് കളർ. നമ്മൾ പ്രൈമറി കളറിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വാർ ഹൈഫൺ പ്രൈമറി എന്ന് കൊടുത്തു. അപ്പോൾ ഈ ബട്ടൺ എന്തായിട്ടുണ്ടാവും, ഈ കളറിൽ വന്നിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് ബട്ടൺ എന്ന് പറയുന്നത്, സെക്കൻഡറി ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. അതിന് എന്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ ഒരു ഔട്ട്ലൈൻ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഡോട്ട് ബട്ടൺ ഹൈഫൺ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് വേറൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, വേറൊരു ക്ലാസ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്, copy this thing and paste it here. Okay, and the color should be, I need the color should be black. Okay, and I need a border and 1 pixels. Okay, let me have a solid black. Okay, now ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. and you have to have this color should be മെർക്കുറി. നമ്മുടെ വൈറ്റ് കളർ എടുത്തു. ഓക്കെ, നൗ യു ഹാവ് എ ബട്ടൺ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് പ്യോർ വൈറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇത് ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് ഇവിടെ വൈറ്റ് കൊടുക്കാം. #FFF, ദാറ്റ് ഈസ് വൈറ്റ്, ദാറ്റ് ഈസ് പ്യോർ വൈറ്റ്. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ബിക്കോസ് ഇതൊരു എ ടാഗ് ആണ്. വൈ ദർ ഇസ് നോ അണ്ടർലൈൻ, ബിക്കോസ് നമ്മൾ ഏറ്റവും മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എ ടാഗ് ആണല്ലോ, അതിന് എന്തുകൊണ്ടാണ് അണ്ടർലൈൻ വന്നില്ല, ബിക്കോസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒക്കെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എന്ത് വരാഞ്ഞത്, അത് വരാഞ്ഞത്. ഓക്കെ,
ആൻഡ് കേഴ്സർ പോയിന്റർ ഒക്കെ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക്, കേഴ്സർ പോയിന്റർ. ആൻഡ് ഇഫ് യു വാണ്ട് ഇതിന്റെ പുറത്തുകൂടി മൗസ് ഹോവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എഫക്റ്റ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. സ്യൂഡോ ക്ലാസ് ഞാൻ പറഞ്ഞത് ഓർമ്മല്ലേ, അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹോവർ ചെയ്യുമ്പോൾ ഹോവറിന് എഴുതി ഹോവർ ആൻഡ് ഐ നീഡ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് എന്താവണം, ദാറ്റ് ഷുഡ് ബി ആ ഒരു സെക്കൻഡറി കളറിലേക്ക് മാറണം. വാർ ഹൈഫൺ ഹൈഫൺ നോ ഹൈഫൺ 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 സെക്കൻഡറി എന്ന് കൊടുത്തു. ആൻഡ് അങ്ങനെ മാറുമ്പോഴുള്ള പ്രശ്നം എന്ന് വെക്കുമ്പോൾ ഇവിടെ ഞാനിത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടു, ഇത് മാറി. ക്വിക്ക് ട്രാൻസിഷൻ ആണ്, ഇത് മാറി. പക്ഷെ എന്ത് വേണം, ഐ നീഡ് ദിസ് ടു ബി, ആ എഴുത്ത് എന്തായിരിക്കണം, വൈറ്റ് ആയി മാറും വേണം. അപ്പോൾ ഇവിടെ കളർ എന്നുള്ള പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി വൈറ്റ്. സോ #FFF ഹോവർ ചെയ്യുമ്പോൾ മാത്രം ഇവിടെ കണ്ടില്ലേ. ഓക്കെ, ഇനി ആ ഒരു ട്രാൻസിഷൻ ഫാസ്റ്റ് ആയിട്ടാണ് ട്രാൻസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസിഷൻ എഴുതേണ്ടത്. ട്രാൻസിഷൻ ഞാൻ എന്ത് ചെയ്തു, 300 ഓൾ ഓക്കെ, ഏജ് ഇൻ ഏസ് ഔട്ട് ചെയ്തു. 3.3 സെക്കൻഡ് ആണ്, ഓ 300 മില്ലി സെക്കൻഡ്സ് ഇവിടെ. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു, ഞാനത് കൊണ്ടുവന്നപ്പോൾ സ്ലോ ഫാസ്റ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒരു ജമ്പിങ് അല്ല, ഒരു ക്വിക്ക് ട്രാൻസിഷൻ അല്ല, സ്ലോലി അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കളറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഇതിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. അതിന് കാരണം നമ്മളൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ്. സി ലെറ്റ് മീ ടേക്ക് ദിസ് ഫ്രം ഹിയർ. ഇവിടുന്ന് എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബട്ടൺ പ്രൈമറിയിൽ ആ ട്രാൻസിഷൻ എഴുതി. ആൻഡ് ഈ ട്രാൻസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ക്ലാസ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഡിഫൈൻ ദ ട്രാൻസിഷൻ ഹിയർ. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഒന്നുകിൽ റൂട്ടിൽ ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ഹൈഫൺ ട്രാൻസിഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഷുഡ് ബി എന്തായിരിക്കണം, ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ദ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ലെറ്റ് മീ കോപ്പി ദ ട്രാൻസിഷൻ ഫ്രം ഹിയർ. ഇവിടുന്ന് ട്രാൻസിഷൻ എഴുതിയത് താഴെയാണ്. ഓക്കെ, നൗ യുവർ കോഡ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. കോപ്പി ദിസ് തിങ്. ഇത് ഞാൻ കോപ്പി ചെയ്തു, എന്നിട്ട് അത് ഇവിടെ ഈ വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ദെൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ട്രാൻസിഷൻസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ നേരത്തെ കളേഴ്സിനൊക്കെ വിളിച്ച പോലെ എന്ത് ചെയ്യുക, ആ വേരിയബിളിനെ കോൾ ചെയ്യുക, വാർ ഹൈഫൺ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ. ഓക്കെ, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തു. ഇനി ഇവിടെ ഇത് എന്താണ്, ഓക്കെ, ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ട്രാൻസിഷൻ എന്തെങ്കിലും മാറ്റണം, അത് ഒറ്റ സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ഇപ്പോൾ ഇത് 0.3 സെക്കൻഡ്സ് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, ഏസ് ഇൻ ഏസ് ഔട്ടിന് പകരം ഐ നീഡ് this to be in some other transition. You can have ace in എന്ന് കൊടുത്തു. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഓക്കെ, ഇവിടെ ട്രാൻസിഷൻ വന്നിട്ടില്ല, നമ്മൾ ട്രാൻസിഷൻ എന്താണെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബട്ടൺ പ്രൈമറി കൂടി ഹോവർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി, സെക്കൻഡറിക്ക് പകരം ലെറ്റ് മീ മേക്ക് ദിസ് പ്രൈമറി. Okay, hover. Color should be, I need the background color should be white, or you can have that mercury. Okay, then the color white ആയി കഴിഞ്ഞാൽ color black ആയി പോയി. Okay, then come here. Now you can see the color change ചെയ്തു. പക്ഷെ അവിടെ ആ എഫക്റ്റ് അത്ര ഭംഗിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ വന്നിട്ട് and this should be ഇവിടെ അല്ലേ പ്രൈമറി, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ ബോർഡർ 1 pixel solid black. ഓക്കെ, ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ബട്ട് ഐ ഡോണ്ട് നീഡ് ദാറ്റ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ്, ഐ ഡോണ്ട് നീഡ് ദിസ് തിങ്. സോ ലെറ്റ് മീ റിമൂവ് ദാറ്റ്. ഓക്കെ, നൗ യു ഹാവ് 2 buttons ലൈക്ക് ദിസ്. ഇതാണ് നമ്മളുടെ എന്ത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇത് തിക്കായിട്ട് ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ഹൈറ്റ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ബട്ടൺ ക്ലാസ്സിന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, ഏത് ബട്ടൺ ക്ലാസ് വന്നാലും ഒരു മാർജിൻ ടോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, 10 pixels, or you can have a 14 pixels margin top. Okay, now you have 14 pixels, and if you want more gap between these two things, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഗ്യാപ്പ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇവിടെ ലെറ്റ് മീ ഹാവ് ദിസ് തിങ് 10 pixels. ഓക്കെ, നൗ യു ഹാവ് 10 pixels മാർജിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ റൈറ്റ് സൈഡാണ്,
റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഹീറോ റൈറ്റ് ആണ്. ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ദിസ് ഷുഡ് ബി ഹീറോ റൈറ്റ് സ്റ്റാർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർലി കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വലിയ ഫയലായിരിക്കും, അതിനകത്ത് നമുക്ക് എവിടെയാണ് റീഡബിലിറ്റി കുറയും. അപ്പോൾ കറക്റ്റ് കമൻറ്റ് ചെയ്ത് എഴുതണം. ഹീറോ റൈറ്റ് എന്ന് കൊടുത്തു. ഹീറോ റൈറ്റിൽ ദാറ്റ് ഷുഡ് ബി ഹീറോ റൈറ്റ്. ഇതിൽ സത്യത്തിൽ എന്തായിരിക്കും ഉള്ളത്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറിനകത്ത് I'm going to have a red color. Then come here, and this is a hero right. I need this image to be in the center of this thing. ഇതിൻ്റെ സെൻറ്ററിലെ ഇമേജ് വരണം. അപ്പോൾ ഞാനിവിടെ ഹീറോ റൈറ്റിൽ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ആക്ച്വലി ഇസ് ഫ്ലക്സ്, ദെൻ അലൈൻ ഐറ്റംസ്, ലെറ്റ് മീ മേക്ക് ദി സെൻറ്റർ. ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കോളം, ഫ്ലക്സ് ഡയറക്ഷൻ ഇസ് കോളം. ഓക്കെ, കോളം. ദെൻ കം ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, അതായത് നേരെ വേർട്ടിക്കലി സെൻറ്ററിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് കൂടി കൊടുക്കാം. ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. അപ്പോൾ ഇവിടെ എന്ത് വരും, ദിസ് ഇസ് ഇൻ ദ സെൻറ്റർ. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ഞാൻ കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൗ ദിസ് ഇസ് ഇൻ സെൻറ്റർ. ഓക്കെ, ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഡിസൈൻ നോക്കുക. ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഡിസൈനിൽ മോർ ഗ്യാപ്പൊക്കെ ഉണ്ട്. അത് ഞാൻ തന്നെയാണല്ലോ ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഡിസൈനർ. അപ്പോൾ അതുകൊണ്ട് ബട്ട് ദിസ് ലുക്സ് ഗുഡ്. ഒന്നുകൂടി പാക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. മറ്റത് എല്ലാം കൂടി ഒരുപാട് അൺവാണ്ടഡ് വൈറ്റ് സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് താഴെയുള്ളത് ഇതേപോലത്തെ സെക്ഷൻസ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈ വി സ്റ്റാൻഡ് ഔട്ട് എന്നുള്ളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി ഇത് ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡിസൈനാണ്. ലെറ്റ് മി ക്ലോസ് ദാറ്റ് ആൻഡ് ടേക്ക് ദ എക്സാക്ട് വൺ. ഓക്കെ, ഇതെടുക്കാം. ഓക്കെ, ഇതിൽ വൈ വി സ്റ്റാൻഡ് ഔട്ട് എന്നുള്ള ഏരിയ ഉണ്ട്. ഇത് ലെഫ്റ്റിലൊക്കെയാണ്, നമുക്കിത് സെൻറ്ററിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കിയാൽ കാണാം, ഇതൊരു ഒന്നിച്ച് വരുന്നൊരു കാര്യമാണ്. ഈ ഒരു ഏരിയ വൈ വി സ്റ്റാൻഡ് ഔട്ട്, ദെൻ അതിൻ്റെ കാര്യം താഴെ ബാക്കി. ദിസ് ഇസ് അനദർ സെക്ഷൻ. ഈ കോഴ്സസിനെ കുറിച്ച് പറയുന്ന വേറൊരു സെക്ഷനാണ്. ആൻഡ് റിയൽ സ്റ്റോറീസ് ഫ്രം അവർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന വേറൊരു സെക്ഷനാണ്. ആൻഡ് ഇത് ഒറ്റ സെക്ഷൻ. ദെൻ അതിൻ്റെ താഴെ വേറൊരു കോൾ ടു ആക്ഷൻ, അതായത് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന അത്. ദെൻ ഒരു കോൾ ടു ആക്ഷൻ. ഇതാണ് നമ്മളുടെ ഡിസൈനിൽ ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ് തിങ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് തൊട്ട് താഴെയുള്ള സെക്ഷനാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ ഞാൻ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിന് നിങ്ങൾക്ക് ഒന്നുകൂടി സ്റ്റൈലും ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ അതെവിടേക്കും വരുന്നത്, ഹീറോ റൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന IMG ആണ്. അപ്പോൾ ഡോട്ട് ഹീറോ റൈറ്റ് കോൾ ചെയ്തു, ഹീറോ റൈറ്റ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന IMG ടാഗാണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ പ്രൊവൈഡ് എ ബോർഡർ റേഡിയസ് ഓഫ് 20 പിക്സൽ റേഡിയസ് കൊടുത്തു. ഓക്കെ, ദെൻ കം ആൻഡ് വിഷ്വലൈസ് ദിസ് തിങ്. അപ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും, ഇമേജിൻ്റെ ഷാർപ്പ് എഡ്ജൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേർവ് ചെയ്തിട്ടുണ്ടാവും. അതിന് ഇതൊരു പെർഫെക്റ്റ് സർക്കിളാണ് വരണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊരു പെർഫെക്റ്റ് സർക്കിളായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, യു ക്യാൻ ക്ലിപ്പ് ദിസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളിപ്പോൾ ബോർഡർ റേഡിയസ് കൊടുത്തത്, യു ക്യാൻ പ്രൊവൈഡ് ദിസ് ഇൻ ടു 50%. ലെറ്റ്സ് ട്രൈ ടു ഡു ദാറ്റ് 50%. Okay, now we can see that is a perfect circle. Okay, and let's go with this previous one. I don't need this perfect circle. Let's have a 10 pixel border radius. Okay, and now let's try to do the next section. അടുത്ത സെക്ഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ഡിസൈൻ ഒന്ന് എടുക്കാം. ഡിസൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഈ ഒരു സെക്ഷനാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. ലൈക്ക് ദിസ്, why we stand out, then a p tag, then after this you have another div with different articles. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ come to your HTML. After this thing we can create another section. Okay, with a class name. This is a class. Okay, and this thing is standout hyphen section or section standout എന്ന് കൊടുക്കുക. നമ്മൾ ഹീറോ സെക്ഷൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് സെക്ഷൻ സ്റ്റാൻഡൗട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. എന്തൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം ഒരു H1 ടാഗ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, why we stand out എന്ന് എഴുതിയിട്ടുണ്ട്.
Okay, then after that I have a p tag. Let me have a dummy text lorem. I need some more words, so I'm going to give a 45. Okay, 45. Now you have more words here. Come here. നമ്മൾ ഔട്ട്പുട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും വൈ വി സ്റ്റാൻഡ് ഔട്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ താഴെ നമുക്ക് എന്ത് വേണം? അതിൻ്റെ താഴെ വി ആക്ച്വലി ഹാവ് സം കാർഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാർഡുകൾ വേണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് ലൈക്ക് ദിസ് സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് കാർഡ്സ്. അപ്പോൾ നമുക്ക് ഒരു റോയില് എത്ര കാർഡ്സ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി വി നീഡ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്നുള്ള സെമാൻറ്റിക് ടാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾ. ഓക്കെ, ഒരു ആർട്ടിക്കിൾ. ദെൻ നമുക്കൊരു റോയിൽ ഐ നീഡ് 4 articles in a row. Control C and Control V. Okay, let's first check what are the contents of this articles. ഇതാണ് ആർട്ടിക്കിൾ. ഒരു ഐക്കൺ, എ ടെക്സ്റ്റ് ഐക്കൺ, എ പി, ഒരു H3, then എ പി ടാഗ്. ഇതാണ് നമ്മളെ ഒരു കാർഡിനകത്തുള്ളത്. സോ നമ്മളിവിടെ വന്നിട്ട് ലെറ്റ്സ് ആഡ് an icon. You know how to pick an icon. Go to your box icon. Like I'm going to go into box icons. ഓൾറെഡി നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട് ബോക്സ് ഐക്കണിൻ്റെ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ആർ ഗോയിങ് ടു പിക്ക് ദറ്റ് ഐക്കൺസ്. ഓക്കെ, ആൻഡ് ഐ നീഡ് എ ക്ലോക്ക്, സംതിങ് ക്ലോക്ക്. Okay, and you don't have that icon. Let's try with time. Okay, and I'm going to pick this icon. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫോണ്ട് ആയിട്ട് എന്ത് ചെയ്യാം? അതിനെ പിക്ക് ചെയ്തു. Then you can add that here. Then after that I need an H3. Okay, and inside that H3 you can have something like 100% placement in the 100% placement support. Okay, then after that you need a p tag and with a small description of that content. So ഞാൻ ഇവിടെ lorem. Okay, default ആയിട്ട് ഞാൻ കൊടുത്തു. Now come to your UI. നമ്മുടെ ഡിസൈനിൽ വന്നാൽ നമുക്ക് എന്ത് കാണാം? You can see something like this. This is a card. Okay, I need more cards like this. Let me copy this thing. ഇത് ഞാൻ കോപ്പി ചെയ്തു. Then ഇവിടെ പേസ്റ്റ് ചെയ്തു. And I'm going to paste this here. Okay, and I need one more. 4 cards വേണം. Okay, so എല്ലാം ഞാൻ ഒരേ ഐക്കണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And let's try to get all other icons. First one is this thing. Then another one is some other icon, and actually I don't know exactly what is the name of that icon. So I'm going with this thing, and you can replace that with the corresponding icons. Okay, now come here. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം 4 cards ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആക്ച്വലി വേണ്ടത് എങ്ങനെയായിരിക്കും? ഇത് 4 കാർഡായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹൊറിസോണ്ടലി കാണിക്കണം. ഇത് താഴോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഡു ദാറ്റ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സ്റ്റാൻഡ് ഔട്ട് സെക്ഷനെ സ്റ്റൈൽ ചെയ്യണം. ഇതാണ് നമ്മുടെ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട് എന്നുള്ളത്. കോപ്പി ദിസ് തിങ്, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു റൈറ്റ് എ കമന്റ് ഹിയർ. ദിസ് ഷുഡ് ബി സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ, / then dot that section. ഓക്കെ, ഈ സെക്ഷന് നമ്മൾ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഡിസ്പ്ലേ ദിസ് തിങ് ഈസ് ഫ്ലക്സ്. ഓക്കെ, ദെൻ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. And justify content എന്ന് പറയുന്നത് that is also center. Then come here. Now you have something like this. Okay, and I need a column direction. Flux direction എന്ന് പറയുന്നത് actually column. Okay, then come here. Now this is how it looks. I need this text to be a larger one. Actually I changed the design. ഇവിടെ നമ്മൾ സൈഡിലാണ്. ഇവിടെ സം ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേറെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനെ അഗെയിൻ ഒരു ഡിബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്ലക്സ് ഈക്കുക വേണ്ടി വരും. ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ സെൻറ്റർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന H1 എന്നതിനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഡോട്ട് ദാറ്റ് സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട്, അതിൻ്റെ അണ്ടറിൽ വരുന്ന H1. ഓക്കെ, ആൻഡ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിവിടെ H1 വേറെയും ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇതാണ്. ഹീറോ ലെഫ്റ്റിൻ്റെ അണ്ടറിൽ വന്ന ഇതേപോലെ തന്നെ ഇരിക്കണം ആക്ച്വലി എല്ലാവരും. അപ്പോൾ സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
ഇതിനെ നമുക്കൊരു ഹെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും സ്റ്റൈലിൽ വേണമെങ്കിൽ കോമൺ ആയിട്ട് എഴുതാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഡിക്ലെയർ സംതിങ് കോൾഡ് ആപ്പ് ഹെഡിങ്. ഇതിനകത്തുള്ള ഹെഡിങ് ക്ലാസ് ആണ്. ഓക്കെ, ദെൻ കം ഹിയർ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് എടുത്തിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ H1 ഉണ്ട്, അതിനെ ഞാൻ എന്ത് ചെയ്യും, ദാറ്റ് ആപ്പ് ഹെഡിങ് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, ആപ്പ് ഹെഡിങ് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എവിടെ എന്ത് വരും, നോ യു ക്യാൻ സി അത് വലുതായി, അതിൻ്റെ ഇടയ്ക്ക് സ്മോൾ സ്പേസ് വന്നു. ഇതേപോലെ നിങ്ങൾക്ക് പി ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കോമൺ ആയിട്ട് എഴുതാം. ഇനി വേണ്ടത്, അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു സ്റ്റൈൽ ദിസ് H1. ഇനി സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന പി ടാഗ്. ഓക്കെ, ഈ പി ടാഗ് നോർമലി ഇവിടെ നമ്മളൊരു പി ടാഗ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് പി ടാഗ് എന്ന് പറയുന്നത്, ലെറ്റ്സ് കം ഹിയർ, ദിസ് ആൻ H3 ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതേ സ്റ്റൈലിലായിരിക്കും നമ്മളുടെ എല്ലാ കണ്ടന്റ്സും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് യു ക്യാൻ ഡിഫൈൻ എ ക്ലാസ് കോൾഡ് പാരഗ്രാഫ്. നമ്മുടെ ആപ്പിലെ പാരഗ്രാഫ്, ആപ്പ് ഇൻ ദ സെൻസ് നമ്മൾ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ആപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആപ്പിലെ പാരഗ്രാഫ്സ് എന്ന് പറയുന്നത്, സോ ഐ എം ഗോയിങ് ടു ഹാവ് ആപ്പ് പാര എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. ഓക്കെ, ഡോട്ട് ആപ്പ് പാര. ദെൻ ഈ ഒരു സെയിം സ്റ്റൈലിലാണ് വേണ്ടത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ആൻഡ് യു ക്യാൻ ഹാവ് ദാറ്റ് ക്ലാസ് ഹിയർ, ക്ലാസ് ആപ്പ് ഹൈഫൺ പാര എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് മാറിയിട്ടുണ്ടാവും. ആക്ച്വലി ഇത് മാറി, ഇവിടെ സ്പേസിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഈ കാർഡിനെ എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. കാർഡിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി കം ഡൗൺ, താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, ഓക്കെ, സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന ഡോട്ട് സ്റ്റാൻഡ് ഔട്ട് ഹൈഫൺ കാർഡ്സ്, ഈ ഒരു ഡിവിനെ എന്ത് ചെയ്യണം, വി നീഡ് ടു മേക്ക് ഇറ്റ് ഫ്ലക്സ് ഓർ യു ക്യാൻ മേക്ക് ഇറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ് ഗ്രിഡ്. ഓക്കെ, ദെൻ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത്, ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് ഐ നീഡ് 4 കോളംസ്, റിപ്പീറ്റ് 4 കോളംസ് വേണം. ദെൻ ഓരോന്നും ഈക്വൽ ഫ്രാക്ഷൻ എടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ ഗ്രിഡ് ഗ്യാപ്പ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് ഈസ് എ വാസ്റ്റ് ടോപ്പിക്. ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഗ്രിഡ് ഒരു ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രിഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഐ നീഡ് എ 10 പിക്സൽ ഗ്യാപ്പ്. ദെൻ കം ഹിയർ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണുന്നത് 4 കോളംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടാവും. ആൻഡ് ഐ നീഡ് ടു സ്റ്റൈൽ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ ഗ്രിഡ് ഡോട്ട് സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ, അതാണ് ഒരു കാർഡ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിളിനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഒരു ഐ ടാഗ് ഉണ്ട്, H3 ഉണ്ട്, P ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് യു ക്യാൻ ഹാവ് എ പാഡിങ് ഫോർ ദിസ് ആർട്ടിക്കിളിൽ ഞാനൊരു പാഡിങ് കൊടുക്കുകയാണ്. ഐ നീഡ് എ 20 പിക്സൽസ് പാഡിങ് അറൗണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു 20 പിക്സൽ പാഡിങ് കിട്ടും. ലെറ്റ് മീ വിഷ്വലൈസ് വിത്ത് എ കളർ. ഐ എം ഗോയിങ് ടു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ദാറ്റ് ഷുഡ് ബി ഗ്രേ കളർ. ഞാൻ കൊടുത്തു ഗ്രേ. ഓക്കെ, നൗ യു ഹാവ് കാർഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഈ ഐക്കൺ ഒന്ന് സെൻറ്ററിലേക്ക് വരണം വിത്ത് എ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്ന് നമ്മൾ ഹെഡറിൻ്റെ ഉള്ളിൽ ഒരു ഐ ടാഗ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കോൾ ബട്ടൺ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ടാഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ സ്റ്റൈലിലാണ് അത് വരേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഐ ടാഗിനെ നിങ്ങൾക്ക് ഒന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വരുന്നത്. ഞാൻ ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എടുത്തിട്ട് യു ക്യാൻ മേക്ക് ദിസ് എ കോമൺ തിങ്. ഇവിടെ വന്നിട്ട് നമ്മളുടെ ഐ ടാഗ് ഐ എന്ന് എഴുതി. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾ ദ ഐ ടാഗ്സ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മളുടെ ഐ ടാഗ് ഇതേപോലെ ഉണ്ടാവുക നമ്മൾ ചെയ്തത്. പക്ഷെ എനിക്ക് സെൻറ്ററിൽ വരണം. ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് നമുക്ക് എന്ത് വരേണ്ടത്, ഈ ഒരു ഐ ടാഗ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എങ്ങനെയായിരുന്നു, ഇവിടെ വന്നിട്ട് നമ്മളുടെ ഐ ടാഗിനെ എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡയറക്ഷൻ ഫ്ലക്സ് കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, നമ്മളിവിടെ സെൻറ്ററിൽ വന്നില്ല. വൈ ഇറ്റ് ഈസ് നോട്ട് ഇൻ സെൻറ്റർ? ആൻഡ് ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ കിടക്കുന്ന ഐ ടാഗ്. ഓക്കെ, കം ഡൗൺ. ആർട്ടിക്കിൾ ഇതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന ഐ എന്നുള്ള ടാഗിനെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കോമൺ ആയിട്ട് സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടില്ല, നമ്മളിവിടെ സെൻറ്ററിലേക്ക് ഇത് വന്നിട്ടില്ല ഇവിടെ. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഓക്കെ, ഞാനത് ഒന്നുകൂടി റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോ ഒരു ഇഷ്യൂ, നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ പേർപ്പസ് നടക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി അത് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഷാഡോ ചാറ്റ് GPT എടുത്താണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഇവിടെ നമുക്കിത് സെൻറ്ററിൽ വരണം. അപ്പോൾ നമ്മളുടെ ഈ ആർട്ടിക്കിൾ, ആ സെക്ഷൻ ഏതാണെന്ന് നോക്കുക. ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ, ദിസ് ഇസ് എ ക്ലാസ്. ഓക്കെ, യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ഹിയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത്, യു ക്യാൻ ഹാവ് ടെക്സ്റ്റ് അലൈൻ ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. ഇവിടെ എന്ത് ചെയ്യും, സെൻറ്ററിൽ വന്നു. ഇവിടെ അലൈൻ ഐറ്റം സെൻറ്റർ ആണ്. ആർട്ടിക്കിൾ അണ്ടറുള്ള ഐ ടാഗ് എന്ത് ചെയ്തിട്ടില്ല, സെൻറ്ററിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, സോ സ്റ്റാൻഡ് ഔട്ടിൻ്റെ അണ്ടറിലുള്ള ഐ ടാഗ് എന്ന് പറയുന്നത് ഐ, ദാറ്റ് ഷുഡ് നോ, സ്റ്റാൻഡ് ഔട്ടിൻ്റെ അണ്ടറിലുള്ള ആർട്ടിക്കിൾ ടാഗ് ഡിസ്പ്ലേ, ദാറ്റ് ഷുഡ് ബി ഫ്ലക്സ് അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ദെൻ കം ഹിയർ. നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് അതിന് പ്രശ്നം മനസ്സിലായില്ലേ, ഫ്ലക്സ് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, ഫ്ലക്സ് ഡയറക്ഷൻ കോളം. നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ യു ഹാവ് ഓൾ ദ ടാഗ്സ് ഇൻ സെൻറ്റർ. ഇത് എല്ലാം സെൻറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റൈൽ ചെയ്യണം. ആൻഡ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രേ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട്, നമ്മൾ ഡിസൈനിൽ ആ ഗ്രേ എന്ന് പറയുന്ന കളറില്ല, നമുക്ക് എന്ത് ചെയ്യാം, ആ ഗ്രേ കളർ ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, ഐ ഡോണ്ട് നീഡ് ദിസ് സ്റ്റൈൽ, ഇതെനിക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ കിട്ടും. ഓക്കെ, ആൻഡ് ഐ നീഡ് എ സ്മോൾ ഷാഡോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ആർട്ടിക്കിളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ബോർഡർ, സ്മോൾ ബോർഡർ കൊടുത്തു, 1 pixel, and that should be solid hash 555. Okay, then you have a box here, അതിന് ചുറ്റും ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. and you can provide a height for this section. ഈ സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈറ്റ് കൊടുക്കാം. ഇതാണ് ആ സെക്ഷൻ. ഐ നീഡ് എ വേർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് you can write something like this. Visibility അല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് വ്യൂ പോർട്ട് ഹൈറ്റ്. See, I need a 50 VH height. Okay, then come here. അപ്പോൾ നമുക്കൊരു 50 VH height അതിന് വന്നിട്ടുണ്ടായിരിക്കും. 50 is not enough, so let me have a 70 VH height. Okay, now you have a 70 VH height. ഇനി ആർട്ടിക്കിൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ കണ്ടന്റ് വരുമ്പോൾ അതൊന്ന് വലുതാവണം. അപ്പോൾ നമ്മളെ ആർട്ടിക്കിളിന് നമുക്കൊരു മിൻ ഹൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. മിൻ ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഐ നീഡ് എ 5 റം എന്ന് കൊടുത്തു. എത്രയും വരും നോക്കുക, ചെറുതാണ്. ഐ നീഡ് 8 റം. ഓക്കെ, ദെൻ ദിസ് ഷുഡ് ബി മാക്സ് ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം ഹൈറ്റും ഉണ്ട്, മാക്സ് ഹൈറ്റും ഉണ്ട്, ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. അത്ര റം എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നീഡ് ദിസ് റം, ഐ ജസ്റ്റ് നീഡ് 10 VH എന്ന് കൊടുത്തു. ഇവിടെ എന്ത് വരും, ഇത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഹാവ് എ ഫിക്സഡ് വാല്യൂ 250 പിക്സൽ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു. ആൻഡ് ഐ നീഡ് എ 300 പിക്സൽസ്. ഓക്കെ, and this should be 320 pixels. ഓക്കെ, ഞാനൊരു മാക്സ് ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ, ഇവിടെ ആർട്ടിക്കിളിന് നിങ്ങൾക്ക് ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ആൻഡ് ലെറ്റ് മീ കട്ട് ദിസ് ഔട്ട്. ഇതിനെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്തു.
ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദിസ് ക്ലാസ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ പാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എനിക്കൊരു 30 പിക്സൽ വേണം. ലെഫ്റ്റും റൈറ്റും എനിക്ക് എന്ത് മതി, 20 പിക്സൽ മതി. അപ്പം ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ കാർഡ് ഒന്നുകൂടി എന്തായിട്ടുണ്ടാവും, ഒന്നുകൂടി വലുതായി നോക്കുക. ഓക്കെ, ലെറ്റ്സ് ഹാവ് സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ്. സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ് ഇതാണ്. അതിന് അണ്ടറിൽ വരുന്ന ആർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യുന്നത്. ആർട്ടിക്കിളിൽ ദിസ് ഷുഡ് ബി ടോപ്പ് ബോട്ടം 50 പിക്സൽസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിൽ 50 കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് 20 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്മോൾ ഷാഡോ, ഇവിടെ എനിക്ക് എന്ത് വേണം, ഒരു ചെറിയ ഷാഡോ വരണം ഈ കാർഡ് കഴിഞ്ഞിട്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ കഴിഞ്ഞിട്ട് എനിക്കൊരു ഷാഡോ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, you can have a shadow here like this, not this thing. You can call box shadow എന്നാണ് പറയുന്നത്. ബോക്സ് ഷാഡോയിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും വെർട്ടിക്കൽ ഓഫ്സെറ്റും ബ്ലർ റേഡിയസും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ലെറ്റ് മീ കോപ്പി സംതിങ് ഫ്രം ഹിയർ ആൻഡ് ഐ ജസ്റ്റ് കോപ്പീഡ് സംതിങ് ഫ്രം ഹിയർ ചാറ്റ് GPT. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഈ ബോക്സ് ഷാഡോ പേസ്റ്റ് ചെയ്തു ആൻഡ് കം ഹിയർ ആൻഡ് ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ഔട്ട്പുട്ട്. നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരിക്കും, ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്, കാണുന്നില്ല. ഷാഡോ ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട് ആൻഡ് നമുക്കതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഷാഡോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ലെറ്റ് മീ ഹാവ് എ റെഡ് കളർ ഹിയർ. ഒന്നില്ല, നോക്കാം. RGB 10 pixel and it should be 20 pixel blur radius. ഓക്കെ, ചെറിയൊരു റെഡ് കളർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വിഷ്വലി ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, അത്രയും ഷാർപ്പ് എഡ്ജസ് വേണ്ട. ഐ നീഡ് എ 10 പിക്സൽ റേഡിയസ് വേണം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ കോൾ ദ ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് 10 പിക്സൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്യും. ആൻഡ് ഐ നീഡ് എ മാർജിൻ ഓൺ ടോപ്പ്. ഇതിൻ്റെ മുകളിലൊരു മാർജിൻ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ മാർജിൻ ടോപ്പ് എടുത്തു. മാർജിൻ ടോപ്പ് എന്ന് വിളിക്കുന്നത് ഐ നീഡ് 20 പിക്സൽസ് മാർജിൻ ടോപ്പ്. ആൻഡ് ഐ നീഡ് മാർജിൻ ബോട്ടം ഓൾസോ. മാർജിൻ ബോട്ടം എന്ന് പറയുന്നത് 20 പിക്സൽസ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, മാർജിൻ ഇവിടെ ഗ്യാപ്പ് വന്നു. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇത് നമുക്ക് ഈ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ട് വേണ്ട, ഐ മീൻ ഇവിടെ ഇങ്ങനെ മുട്ടിയിട്ടല്ല, നടുക്ക് എഴുതി കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്താണത്, അതെന്താന്ന് നോക്കുക, പാരഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഇതിന് മാത്രമാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന ഏതിനെ ടാർഗറ്റ് ചെയ്യണം, P ടാഗിനെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പാഡിങ് അപ്ലൈ ചെയ്തു. എനിക്ക് ഒരു 50 പിക്സൽസ് പാഡിങ് ഇവിടെ വരണം. സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിൻ്റെ അണ്ടറിൽ, സ്റ്റാൻഡ് ഔട്ട് കാർഡ് ആണോ അല്ല, എവിടെയുള്ളത്, നമ്മുടെ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന P ആണ്. സെക്ഷൻ സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട്, ഇതാണ് ക്ലാസ്സിൻ്റെ പേര്, സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട്. അതിൻ്റെ അണ്ടറിൽ വരുന്ന P ടാഗ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് 50 പിക്സൽസ് ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് 20 പിക്സൽ ലെഫ്റ്റ് റൈറ്റും ഒരു 50 പിക്സൽ ലെഫ്റ്റ് റൈറ്റ് 50 പിക്സലും 20 പിക്സൽ ഇങ്ങനെ വരണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്തു, ആൻഡ് ഐ തിങ്ക് വൈറ്റ് ഈസ് ഓക്കെ. ഈ P ടാഗും കൂടി ഇത് എക്സ്പാൻഡ് ആയതുകൊണ്ടാണ് അത് കയറിപ്പോയത്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു മിൻ ഹൈറ്റോ എന്തൊക്കെയോ കൊടുത്തു വെച്ചിട്ടില്ലേ, 250 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഈ ഹൈറ്റ് ഞാൻ റിമൂവ് ചെയ്ത് വിടുന്നു. ഓക്കെ, നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ബിക്കോസ് അത് ഫിക്സഡ് ആയിട്ടുള്ള ഹൈറ്റിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ലെഫ്റ്റിൽ നിന്ന് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ ജസ്റ്റ് അവിടെ മുട്ടിയിട്ടില്ല. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ കാർഡ്. ആക്ച്വലി ഈ കാർഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാർഡും അതേ ബിഹേവിയറിൽ വരാനുള്ള കാരണം എന്തായിരിക്കും, നമ്മളവിടെ കൊടുത്തത് കറക്റ്റ് P ടാഗ് എന്ന് കൊടുത്തു. അതിൻ്റെ അണ്ടറിൽ വരുന്ന P ടാഗ് എന്ന് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് പക്ഷേ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ P ടാഗിനെ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ടാർഗറ്റ് ചെയ്താൽ മതി. ഇതിനെ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിബ്ലിംഗ് സെലക്ടർ വേണ്ടത്. അതായത് സിബ്ലിംഗ് സെലക്ടർ എന്ന് പറയുന്നത് ഈ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട് എന്നുള്ള ക്ലാസ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്ന ക്ലാസ്. ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ലെറ്റ് മീ മേക്ക് ദിസ് മോർ വിസിബിൾ. ഓക്കെ, നമ്മൾ ഇതാണ് എഴുതിയത്. സെക്ഷൻ സ്റ്റാൻഡ് ഔട്ടിൻ്റെ അണ്ടറിൽ വരുന്ന പി ടാഗ് ഈ സിബ്ലിംഗ് ഈ രീതിയിൽ എടുക്കാൻ പറ്റുമോ? ഓക്കെ, ലെറ്റ്സ് കം ഹിയർ. You can refer this W3 school for the basic styling, HTML അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ സിബ്ലിംഗ് സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ പഴയ പോലെ ആയി. ഇയാളെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് മാത്രമേ അവിടെ ഡയറക്റ്റായിട്ട് വന്ന് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മളെ ഷാഡോ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഷാഡോ അവിടെ നമ്മൾ കൊടുത്തത് ലെറ്റ് മീ give one shadow here. Okay, ഈ ബോക്സ് ഷാഡോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ്, വെർട്ടിക്കൽ ഓഫ്സെറ്റ്, then I think this is blur radius, then spread radius. These are the things. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 10 പിക്സൽ ഇത്രയും വാല്യൂ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഒരു ഷാഡോ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ താഴെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷാഡോ, ഒരു റെഡ് കളർ ഷാഡോ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സത്യത്തിൽ നമുക്ക് വേണ്ടത് നമുക്കിതാണ്. ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. നമുക്കിതിനെ ഒന്നുകൂടി കസ്റ്റമൈസ് ചെയ്യാം. ഐ നീഡ് 5 പിക്സൽസ് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 പിക്സൽസ് ഉണ്ടായിരിക്കും. Then I don't need this to be 10, this is 10 and this is 0. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ചെറിയൊരു ഷാഡോ ഇവിടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്, അത് മതി നമുക്ക്. അപ്പോൾ ഷാഡോ ഓർത്തിരിക്കുക, ബോക്സ് ഷാഡോ എന്ന് പറയുന്നത് അതിന് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് കൊടുക്കണം, വെർട്ടിക്കൽ ഓഫ്സെറ്റ് കൊടുക്കണം. ദെൻ എന്ത് ചെയ്യണം, നമ്മളതിന് ഏത് കളറാണ് വേണ്ടതെന്ന് കൊടുക്കണം. ആക്ച്വലി വി ഡോണ്ട് നീഡ് ദിസ് കളർ ഹിയർ. നമുക്കിപ്പോൾ വേണ്ടത് ഏത് കളറായിരിക്കും, ഇവിടെ വേണ്ടത് നമ്മളുടെ യു ക്യാൻ പ്രൊവൈഡ് എ കളർ ഹിയർ. ഇപ്പം നമ്മൾ കളർ മാറിയുണ്ടല്ലോ, ഷാഡോ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വേണ്ട, ഒരു ഭംഗിയില്ല കാണാൻ വേണ്ടി നമുക്ക് എന്ത് മതി, ഐ നീഡ് 2 പിക്സൽ, ദെൻ ജസ്റ്റ് നമുക്കൊരു 5 പിക്സൽ മതി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ ഷാഡോ ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കും. And the spread radius എന്ന് പറയുന്നത് spread radius that should be 1 pixels. Okay, and I need 0 pixel. Right now it is 0 and this should be 2. Come here. ഇവിടെ വന്നാൽ നമുക്ക് ചെറിയൊരു ഷാഡോ ഇതിൻ്റെ താഴത്തുണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്, നമുക്കത് മതി, ചെറിയൊരു ഷാഡോ മതി. നിങ്ങൾക്ക് ഇതിനെ ഭംഗിയാക്കാം. ആ ഷാഡോ എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ഭംഗിയാക്കാം. ഇത് നമുക്ക് ഈ കാർഡ്സിൻ്റെ ഉള്ളിൽ വരണം. ഇതിനുള്ളിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ കാർഡുകൾ ഓരോന്നും സ്റ്റൈൽ ചെയ്യണം ഇതിനുള്ളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റൈൽ ചെയ്യണം, ഇവിടെ ഗ്യാപ്പ് കൊടുക്കണം, അങ്ങനത്തെ കാര്യം കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ഐ ടാഗ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർജിൻ ബോട്ടം എന്ന് പറയുന്നത് ഗിവ് എ 10 പിക്സൽ മാർജിൻ ബോട്ടം. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ടോ, യു ഹാവ് എ ഗ്യാപ്പ് ആൻഡ് ഐ നീഡ് ദിസ് ടു ബി. ഈ H3 നമുക്ക് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ H3 സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി H3 സ്റ്റൈൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതേ കോമൺ സ്റ്റൈലാണ്. നമുക്ക് ത്രൂ ഔട്ട് ദ ആപ്പ് എല്ലാ H3 നമുക്ക് ഒരേപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഓൾറെഡി നമുക്ക് എന്തുണ്ട്, യു ഹാവ് എൻ H3 ഹിയർ. അപ്പോൾ നമുക്ക് ഇതേ സ്റ്റൈലാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ H3യെ നിങ്ങൾക്കൊരു കോമൺ സ്റ്റൈലാക്കി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എഴുതാം യു ഹാവ് H3. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെ H3 ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ആ സ്റ്റൈലിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈലല്ല വേണ്ടതെങ്കിൽ നമുക്ക് സത്യത്തിൽ H3 ഇതാണ് നമ്മൾ H3 എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റൈലിലാണ് സത്യത്തിൽ നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് ഇത് വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് നമ്മൾ എഴുതിയെന്ന് നോക്കുക. H3യെ കോൾ ചെയ്തു, ഫോണ്ട് സൈസ് 1 rem കൊടുത്തു, ഫോണ്ട് വെയിറ്റ് കൊടുത്തു,
ഇതാണ് നമ്മൾ H3. ഓക്കെ, ദെൻ 10 പിക്സൽസ് മാർജിൻ ലെഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാർജിൻ ലെഫ്റ്റ് 10 പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നീഡ് ദിസ് മാർജിൻ ലെഫ്റ്റ്. ഇവിടെ നമുക്ക് മാർജിൻ ലെഫ്റ്റ് വേണ്ട. ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് ടേക്ക്, ഓക്കെ, ഇതുപോലെ അലൈൻമെൻറ്റിൽ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ H3 എന്ത് ചെയ്തിട്ടില്ല, സ്റ്റൈൽ ചെയ്തിട്ടില്ല. വൈ? ഇവിടെ വന്നപ്പോൾ ആ ഒരു സ്റ്റൈലിങ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഇവിടെ വന്നിട്ട് എവിടെ നോക്കുക, അതായത് നമ്മൾ കോൾ ചെയ്തത് നമുക്കിനി എഴുതാനുള്ളത് എവിടെയാണ്? പി ടാഗ് നമ്മൾ എഴുതി. ഇതേപോലെ എന്ത് ചെയ്യണം, സെക്ഷൻ കാർഡ്സിൻ്റെ സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന H3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സ്റ്റാൻഡ് ഔട്ട് കാർഡിന് അണ്ടറിൽ വരുന്ന H3 എന്ന് കൊടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്, ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 700 കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് നോക്കാം. നൗ ഇറ്റ് ഈസ് എക്സാക്ട്ലി നമുക്ക് വേണ്ട പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർജിൻ കൊടുക്കണം. ഇത് താഴെ ഒരു ഗ്യാപ്പ് വേണം. സോ ഐ നീഡ് മാർജിൻ ബോട്ടം. മാർജിൻ ബോട്ടം എന്ന് പറയുന്നത് ഒരു 10 പിക്സൽ ഗ്യാപ്പ് വേണം. ദെൻ ഇവിടെ, ഓക്കെ, ആൻഡ് ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇത് നമ്മളെ കോമൺ സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ നോക്കുക, ഇവിടെ വന്നിട്ട് നോക്കുക, ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വിത്ത് സ്റ്റൈലിങ്ങോട് കൂടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ചെയ്ത് എടുത്തിരുന്നത്. ആൻഡ് ഈ ഒരു ബോർഡർ അവിടുന്ന് റിമൂവ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് വേണ്ടത് നമ്മളുടെ ബോർഡർ, ദിസ് തിങ്, ഈ ബോർഡർ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് റിമൂവ് ചെയ്യാൻ വേണ്ടി. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരിക്കില്ല, ബോർഡർ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവിടെ ഒരു ഷാഡോ ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നീഡ് ദാറ്റ് ഷാഡോ ഓൾസോ. ഷാഡോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഷാഡോ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. നമ്മളുടെ എക്സാക്ട്ലി നമ്മുടെ ഡിസൈനിൽ ഇങ്ങനെയായിരുന്നു കടന്നിരുന്നത്. അതേപോലെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഈ ഒരു കോൺട്രാസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ അൺകമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ മെർക്കുറി അങ്ങനത്തെ ഒരു കളർ ഉണ്ട്, __ ദിസ് മെർക്കുറി എന്നൊരു കളർ ഉണ്ടായിരിക്കും. ഞാൻ ആ കളറിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് കളർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ബിൽഡ് കാർഡ്സ്. ആൻഡ് ഈ കാർഡിൻ്റെ പുറത്തുകൂടി ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഷാഡോ വരണം, അങ്ങനത്തെ കാര്യമൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അതായത് ഓൾറെഡി നമ്മൾ ബോക്സ് ഷാഡോ എഴുതി വെച്ചിട്ടുണ്ട്, Ctrl+X. ആൻഡ് യു ക്യാൻ ഹാവ് ദറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസിഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, _ ദിസ് തിങ് ട്രാൻസിഷൻ. എപ്പോഴായിരിക്കും ട്രാൻസിഷൻ നടക്കേണ്ടത്? ഈ സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിൻ്റെ അണ്ടറിലുള്ള ആർട്ടിക്കിളിൽ കൂടി ഹോവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബോക്സ് ഷാഡോ വരണം. ഓക്കെ, അൺകമൻറ്റ് ദിസ് തിങ്, കം ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇതും അൺകമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഹോവർ ചെയ്യുമ്പോൾ യു ക്യാൻ സീ എ ബോക്സ് ഷാഡോ. ഇവിടെ കണ്ടില്ലേ, ഒരു ഷാഡോ വരുന്നുണ്ട്. ജസ്റ്റ് അതിൽ നമ്മൾ തൊട്ടു എന്നറിയിക്കാൻ വേണ്ടി അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എത്രത്തോളം ഈസ്തെറ്റിക് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, ഈ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു വാണ്ട് മോർ സ്പേസ് ഹിയർ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷൻ സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ്, ഇവിടെ നമ്മൾ കൊടുത്തത് എന്താണ് കൊടുത്തത് നോക്കുക. സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ് ഉണ്ട്, ആർട്ടിക്കിൾ 50 പിക്സലാണ്. അതിനിടെ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഗിവ് ദിസ് 2%. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക നോക്കാം. ഓക്കെ, 2%. ലെറ്റ് മീ ഗിവ് ദിസ് എ മോർ ബിഗർ വാല്യൂ. ദാറ്റ് ഷുഡ് ബി 7%. It's not working. Okay, come here. ഇവിടെ വന്നിട്ട് ഒരു 70 പിക്സൽസ് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും, ഞാൻ ഇവിടുത്തെ കൊടുക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്ഥലം 50 പിക്സൽ ഇവിടെ അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ആ പി ടാഗിനാണ് വേണ്ടത്. ഓക്കെ, ഇതാണ്. ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ബി 7%.
ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നിന്ന് ഒന്നുകൂടി നടുവിലേക്ക് കൺഫൈൻ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഹോം പേജ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈനിൽ കണ്ട പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ട്. കാർഡ് ബിൽഡ് ചെയ്തു. ആൻഡ് ഈ ഒരു കാർഡ് ഇവിടെ കണ്ടോ, ആ ഒരു ഗ്രേ കളർ, ഇവിടെ നമ്മൾ ആ ഐക്കൺസ് ഈ ഒരു ഗ്രേ കളർ കൊടുത്തപ്പോൾ ആ ഐക്കണൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സർക്കിളൊക്കെ അതിൻ്റെ വിസിബിലിറ്റി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് വേറെ കളേഴ്സ് ഉണ്ടോ നോക്കാം. ഹൈഫൺ this should be light and let me have this color. ഓക്കെ, ഞാൻ ഒന്നുകൂടി ലൈറ്റ് ആക്കിയപ്പോൾ നമുക്ക് ഐക്കൺസ് ഒക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ താഴെ എന്താണെന്ന് നോക്കുക. ഇതിന്റെ താഴെ നമുക്കുള്ളത് ഈ ഒരു സെക്ഷനാണ്, റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ. ദെൻ യു ഹാവ് എ ബട്ടൺ. ദിസ് ഇസ് വെരി സിമ്പിൾ. ഇത് എൻറ്റയർ തിങ് ഈ ഒരു സെക്ഷനാണ്. അത് ഇനി ടാബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട്, അതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ടാബ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ എന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മളൊരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ എവറി സെക്ഷൻ നമുക്കൊരു മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് നമ്മൾ സെക്ഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ. ആൻഡ് ഐ നീഡ് യു ക്യാൻ ഡിഫൈൻ എ മാർജിൻ ബോട്ടം. മാർജിൻ ബോട്ടം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി 20 പിക്സൽസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ സെക്ഷനും കഴിഞ്ഞിട്ട് എന്ത് വരും, ഒരു 20 പിക്സൽ മാർജിൻ ബോട്ടം നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ താഴെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ, ഇത് മൊത്തത്തിലൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയ ആണ്. അത് 1, 2 ഒരു ടെക്സ്റ്റ്, അതിന് താഴെ വേറൊരു ചെറിയ പി ടാഗ്, ഒരു ബട്ടൺ. ഇതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ നമ്മുടെ ഡിസൈനിൽ വന്നിട്ട് ആഫ്റ്റർ ദിസ് സെക്ഷൻ, ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സെക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്, ക്ലാസ് ഈസ് ആക്ച്വലി സെക്ഷൻ എന്ന് കൊടുത്തിട്ട് ഞാൻ ഇത് ഫ്ലൈ എന്ന് കൊടുത്തു. റെഡി ടു ഫ്ലൈ എന്നാണ് നമ്മുടെ കണ്ടന്റിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് ആൻ h1 ഹിയർ. h1 you can have a class app heading. Okay, then ഇവിടെ വന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ എന്നാണ്. റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ എന്ന് എഴുതി. നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ നോക്കാം. ഇവിടെ വന്നിട്ട് നോക്കിയാൽ കാണാം, റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. വിത്ത് ദാറ്റ് ആ സ്റ്റൈലിങ്ങോട് കൂടിയാണ് വന്നത്. ഇനി അതിൻ്റെ താഴെ എന്തുണ്ട്, അതിൻ്റെ താഴെ നമുക്ക് ആര് വേണം, ഇതിൻ്റെ താഴെ ഒരു പി ടാഗ് ഉണ്ട്, സ്മോൾ പി ടാഗ് പി. ദെൻ യു ക്യാൻ ഹാവ് എ ലോറം ഓഫ് 10 വേർഡ്സ്. ഓക്കെ, ആൻഡ് ഈ പി ടാഗ് നമ്മളുടെ ആപ്പിലെ പാരഗ്രാഫിൽ പെടുത്താം. അപ്പോൾ നമ്മൾ ആപ്പ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു, ദാറ്റ് ക്ലാസ് പാര. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ആഡ് ദ ക്ലാസ് ആട്രിബ്യൂട്ട്, ക്ലാസ് ആപ്പ് ഹൈഫൺ പാരഗ്രാഫ്. ഓക്കെ, ഇനി എന്താ ഉള്ളത് നോക്കുക. ഇതിൻ്റെ താഴെ നമുക്കുള്ളത് നമ്മുടെ ഡിസൈനിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബട്ടണാണ്. നമുക്ക് ഓൾറെഡി എന്തുണ്ട്, യു ക്യാൻ ഹാവ് എൻ എ ടാഗ് ഹിയർ, എ, ആൻഡ് ദ ക്ലാസ് ഈസ് ആക്ച്വലി ക്ലാസ് ഈസ് ബട്ടൺ ക്ലാസ് വേണം. ദെൻ ബട്ടൺ റെഡ് കളറിലുള്ള ബട്ടണാണ്. അപ്പോൾ നമുക്ക് ബട്ടൺ പ്രൈമറിയും വേണം. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ അതിൻ്റെ നടുക്ക് എന്തുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ദാറ്റ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി 25% ഡിസ്കൗണ്ട് എന്നാണ്. ഓക്കെ, ഗെറ്റ് യുവർ, ഞാൻ ഇങ്ങനെ ആക്കി മാറ്റിയതിന്, ഗെറ്റ് നോ യുവർ ഓഫേഴ്സ് ഫോർ യു എന്നാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ കാണാം, ഓഫേഴ്സ് ഫോർ എന്നുള്ളത്. ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം, സെൻറ്ററിലേക്ക് വരണം, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, കം ടു യുവർ ഡിസൈൻ, സ്റ്റൈലിൽ വന്നിട്ട് എന്ത് ചെയ്യുക, /star റെഡി ടു ഫ്ലൈ സെക്ഷൻ // ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിനെ കോൾ ചെയ്യണം, ഡോട്ട് സെക്ഷൻ -fly എന്നുള്ള ക്ലാസ്സിന്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് എ ഫ്ലക്സ് ഹിയർ. ദെൻ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. ഓക്കെ, ആൻഡ് ദ കോളം ഡയറക്ഷൻ ഓർ ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐ നീഡ് കോളം, ബിക്കോസ് നമുക്ക് താഴോട്ട് തന്നെയാണ് വേണ്ടത്, പക്ഷേ അത് നടുക്കേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് മോർ
You can have more gap here. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? You need to build a tab. Okay, that is the next thing we are going to build. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇപ്പോൾ റൈറ്റ് നൗ നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ് നമ്മുടെ 100% സൂമിലുള്ളത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ നോർമലി കാണുന്നത്. ആൻഡ് മൗസ് നമ്മൾ ഇതിന്റെ പുറത്തുകൂടി ഓവർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്മോൾ എഫക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഓഫേഴ്സ് ഫോർ യു എന്ന് എഴുതിയിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഹോവർ വരാത്തത്? നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ ഹോവർ ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യാനാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഇനി ഇതിന്റെ താഴെ നമുക്കൊരു ടാബ്, ഇവിടെ നമ്മൾ ഡിസൈനിൽ നോക്കിയാൽ കാണാം, ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് ആൻഡ് ഫുൾ സ്റ്റാക്ക് എന്നുള്ള ടാബ് ഉണ്ട്. അപ്പോൾ ഈ ടാബ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ ടാബ് എങ്ങനെ ബിൽഡ് ചെയ്യും? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് കറന്റ് ഈ ടാബിന്റെ അണ്ടറിലാണ് കാണേണ്ടത്. ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്താൽ കാണേണ്ടത് അതിന്റെ അണ്ടറിലാണ് കാണേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെ ടാബാണ്. നമ്മൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാബ് സിസ്റ്റം കാണാം. ഇവിടെ ഫ്രണ്ട് എൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വേണം, ഫുൾ സ്റ്റാക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ അണ്ടറിലുള്ള കോഴ്സസ് ഇവിടെ വരണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ടാബ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡു ദ ഡിസൈൻ. ദെൻ ലേറ്റർ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ടാബ് വർക്കിംഗ് കണ്ടീഷനിലാക്കും. ഓക്കെ, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡ് ഉണ്ട്, ദെൻ ഫുൾ സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ് ലൈക്ക് ദാറ്റ്. അത് കിടക്കുന്നത് ഈ സെക്ഷൻ്റെ ഉള്ളിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഐ എം ഗോയിങ് ടു ഗിവ് എ ക്ലാസ് ദാറ്റ് ഈസ് യു ക്യാൻ ഹാവ് ടാബ്സ് എന്നൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, ഇൻസൈഡ് ദ ടാബ് ഐ എം ഗോയിങ് ടു ഹാവ് എ ബട്ടൺ. യു ക്യാൻ ഹാവ് എ ബട്ടൺ. നമ്മളിതൊരു ബട്ടൺ ഉപയോഗിച്ചില്ല. ലെറ്റ്സ് യൂസ് ദാറ്റ് ബട്ടൺ ആൻഡ് ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ക്ലാസ് ദാറ്റ് ഈസ് ടാബ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ലിങ്ക്. ആൻഡ് ഇതിനകത്ത് നമുക്ക് എന്ത് വേണം, എന്താണോ ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്കിവിടെ ഡിസൈനിലുള്ളത് കോഴ്സിൻ്റെ കാര്യമുള്ളത് ദാറ്റ് ഈസ് ഫ്രണ്ട് എൻഡ് എന്നാണുള്ളത്. സോ യു ക്യാൻ ഹാവ് ദാറ്റ് വാല്യൂ ഹിയർ, ഫ്രണ്ട് എൻഡ്. ഓക്കെ, ദെൻ കം ഡൗൺ. അതിൻ്റെ താഴെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം, ഒരു ബട്ടൺ കൂടി വേണം. അവിടെ ഞാൻ എന്ത് ചെയ്തു, അത് റിപ്ലിക്കേറ്റ് ചെയ്തു. ടാബ് ലിങ്ക്സ് തന്നെയാണ്. ദിസ് ഷുഡ് ബി ഫുൾ സ്റ്റാക്ക് ആൻഡ് ഫുൾ സ്റ്റാക്ക്. ഓക്കെ, സോ നമ്മുടെ ഡിസൈനിൽ നമുക്ക് വന്നാൽ യു ക്യാൻ സീ ടു തിങ്സ് ഹിയർ, ഫ്രണ്ട് എൻഡ് ആൻഡ് ഫുൾ സ്റ്റാക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാബ്. ഇനി നമുക്ക് വേണ്ടത് ഈ ടാബിന് അനുസരിച്ച് നമുക്ക് എന്ത് വേണം, അതിൻ്റെ താഴെ കണ്ടന്റ്സ് വേണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു, ഡിവ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഗിവ് എ ക്ലാസ് ദാറ്റ് ഈസ് ടാബ് കണ്ടന്റ്, ടാബ് ഹൈഫൺ കണ്ടന്റ് എന്ന് കൊടുത്തു. ദെൻ അതിൽ നമുക്ക് ഈ ടാബിൻ്റെ കണ്ടന്റ്സ് എന്താണോ വേണ്ടത് ആ കണ്ടന്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. സിമ്പിളി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് കോഴ്സ് ഹൈഫൺ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്താണ് നമുക്ക് എന്ത് വേണ്ടത്, യു നീഡ് എ ടൈറ്റിൽ. സോ ഐ എം ഗോയിങ് ടു യൂസ് ആൻ H3 ഹിയർ. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലട്ടർ. ദെൻ ഐ ക്യാൻ ഹാവ് എ P ടാഗ്, P, ആൻഡ് യു ക്യാൻ ഹാവ് എ P ഹിയർ. സോ ഒരു ഡമ്മി ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇതാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ ഇനീഷ്യലി നമുക്ക് ബാക്കി സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാർഡ് അതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടന്റ്സ് ആഡ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കാർഡ്, അതായത് ടാബ് കണ്ടന്റിൻ്റെ അകത്തുള്ള ഫസ്റ്റ് കാർഡ്. ആൻഡ് ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഫസ്റ്റ് നമുക്ക് ഒരു കോഴ്സ് കാർഡ് ഉണ്ട്. ഇതേപോലത്തെ മേ ബി മൾട്ടിപ്പിൾ കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി ആഡ് ചെയ്തു. ആൻഡ് ഐ നീഡ് ടു റെപ്ലിക്കേറ്റ് ദിസ് തിങ്. ഈ ടാബ് കണ്ടന്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി റെപ്ലിക്കേറ്റ് ചെയ്തു. ബിക്കോസ് നമുക്ക് 2 ടാബാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്പെസിഫിക് ടാബുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഗിവ് എൻ ID ദാറ്റ് ഈസ് ദിസ് ഈസ് ഫോർ ടാബ് 1 ഓർ ഓക്കെ ടാബ് 1 തന്നെ കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ഫോർ ഗിവ് എൻ ID ആൻഡ് ദിസ് ഈസ് ടാബ് 2. ഓക്കെ, നമുക്ക് വിഷ്വലി ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളുള്ള ഇതായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടാബ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, കണ്ടന്റ് എല്ലാം താഴെ വന്നിട്ടുണ്ട്. നമ്മൾ ലേറ്റർ അതിനെ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ബേസിക് സിസ്റ്റം. ഇനി നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ടാബ് സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ടാബ് സ്റ്റൈലിംഗ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡിസൈനിൽ നമുക്ക് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം നമ്മളുടെ ടാബ്സ്, ഈ ടാബ്സ് ക്ലാസ്സിനെ കോൾ ചെയ്തു ടാബ്സ്. ഓക്കെ, ടാബ്സ് ഫസ്റ്റ് ഞാൻ എൻ്റെ ഓവർഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഹിഡൺ ആക്കുന്നുണ്ട്, ഓഫോ ഹിഡൺ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഓവർഫ്ലോ എന്നുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഈ ടാബ് ലേറ്റർ നമുക്ക് സ്റ്റൈൽ ചെയ്യാം, ഓവർഫ്ലോ ഹിഡൺ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടാബ് ലിങ്ക്സിനെ കോൾ ചെയ്യണം. നമ്മൾ അതിൻ്റെ അകത്തുള്ള
ടാബ് ലിങ്ക്സ് ക്ലാസ്സിനെ കോൾ ചെയ്തു. ഓക്കെ, ഇതിന് ഐ ഡോണ്ട് നീഡ് എനി ബോർഡർ, ദാറ്റ് ഈസ് ആക്ച്വലി എ ബട്ടൺ. സോ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നൺ എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റൈൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടിന്റെയും എന്ത് വന്നു, ബോർഡർ അവിടെ പോയി. ദെൻ ഐ ഡോണ്ട് നീഡ് എനി ഔട്ട്ലൈൻ ഹിയർ, സോ യു ക്യാൻ ഗീവ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേണ്ടത് അതിൽ കേഴ്സർ നമുക്ക് പോയിന്റർ ആക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഐ നീഡ് എ പാഡിങ് ഹിയർ, പാഡിങ്. സോ പാഡിങ് എന്ന് പറയുന്നത് എനിക്ക് ലെഫ്റ്റ് ടോപ്പ് ഒരു 16 പിക്സൽസ് പാഡിങ് വേണം, ലെഫ്റ്റ് എനിക്കൊരു 24 പിക്സൽസ് പാഡിങ് വേണം. ഓക്കെ, നോ കം ഹിയർ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം ഒന്നുകൂടി ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ എനിക്ക് ഐ ഡോണ്ട് നീഡ് എനി ബാക്ക്ഗ്രൗണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് സോ ഐ നീഡ് 16 പിക്സൽസ് മതി, ബേസ് ഫോണ്ട് സൈസിൽ പോയാൽ മതി. ഇനി എനിക്ക് യു ക്യാൻ ഗീവ് എ മാർജിൻ. മാർജിൻ എന്ന് പറയുന്നത് മാർജിൻ ദാറ്റ് ഈസ് ടോപ്പ് ബോട്ടം 0 ആണ്. ദെൻ 5 പിക്സൽസ് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ഇൻ ബിറ്റ്വീൻ മാർജിൻ വേണം. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഒന്നുണ്ടായിരിക്കും. ഓക്കെ, സോ യു ഹാവ് എ മാർജിൻ. ആൻഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇത് മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ സെക്ഷൻ നമ്മൾ ഡോട്ട് സെക്ഷൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് വരണം, ഈ സെക്ഷനകത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാബ് ലിങ്ക്സിന് ഒരു 20 പിക്സൽ മാർജിൻ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഒരു ഗ്യാപ്പ് വന്നു ഇവർ തമ്മിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ഇനി ഞാനൊരു ചെറിയൊരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് അവിടെ വന്നിട്ടുണ്ടാക്കും. സോ ബിക്കോസ് ദാറ്റ് ഈസ് എ ബട്ടൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കുകയാണ്. ഐ ഡോണ്ട് നീഡ് എനി ബാക്ക്ഗ്രൗണ്ട് കളർ. സോ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഈ ടാബിന് എനിക്ക് എന്ത് വേണം, കറൻ്റ്ലി ഇതാണ് ആക്റ്റീവായി നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഐ നീഡ് സംതിങ് കോൾഡ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബോർഡർ ബോട്ടം കൊടുക്കുകയാണ്. ബോർഡർ ബോട്ടം ദാറ്റ് ഷുഡ് ബി ഒരു 2 പിക്സൽസ്. ഓക്കെ, then that should be solid and you can have var hyphen നമ്മൾ സെക്കൻഡറി കൊടുത്തു നോക്കാം. ഓക്കെ, നോ കം ഹിയർ. ഇപ്പോൾ നമുക്ക് രണ്ടിനും എന്തുണ്ട്, രണ്ട് വര ഇവിടെ വന്നിട്ടുണ്ട്, ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട്. യു ക്യാൻ ഇൻക്രീസ് ദ തിക്നെസ് ബൈ ഐ നീഡ് എ 5 പിക്സൽസ്, നമുക്കിത് കാണാൻ വേണ്ടി. ഓക്കെ, ഇതേപോലെ ഇത്രയും വലുത് വേണ്ട സത്യത്തിൽ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുത് മതി. ഐ നീഡ് എ 3 പിക്സൽസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ ഏതാണ് കറൻ്റ്ലി ആക്റ്റീവ് എന്ന് അറിയാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ക്ലാസ് എഴുതുകയാണ്, ടാബ് ലിങ്ക്സ് ഡോട്ട് ടാബ് ലിങ്ക്സ് ഡോട്ട് ആക്റ്റീവ് എന്ന് വിളിച്ചു. ഓക്കെ, അതായത് ടാബ് ലിങ്ക്സിൻ്റെ അടിയിലുള്ള ആക്റ്റീവ് ക്ലാസ്സിനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ആക്റ്റീവ് ആയതിൻ്റെ ബോർഡർ കളർ എന്ന് പറയുന്നതാണ് ബോട്ടം, അല്ലെങ്കിൽ ഇതാണ് ബോർഡർ കളർ എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ കളർ മതി. ഈ കളർ ആക്റ്റീവിന് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ കളർ കൊടുക്കണം. അല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ ട്രാൻസ്പാരൻറ്റ് കളർ. ഇത് ചേഞ്ച് ചെയ്തു. ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം രണ്ടിലും ഇപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിന് കാരണം ഏതാണ് കറൻ്റ്ലി ആക്റ്റീവായിട്ട് കാണിക്കേണ്ടത് നമ്മൾ ക്ലാസ് പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പാസ് ആൻ ആക്റ്റീവ് ക്ലാസ് ഹിയർ. ആക്റ്റീവ് പാസ് ചെയ്ത് യു ക്യാൻ സി കറൻ്റ്ലി എന്താണ്, ഇതാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ബോർഡർ ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. അതനുസരിച്ച് കണ്ടൻസ് ഇവിടെ കാണണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നമുക്കൊന്ന് വലുതാക്കണം. അതായത് നമ്മളുടെ ഡിസൈനിൽ നമുക്കിവിടെ വലിയ ബോർഡേഴ്സും വലിയ ലൈൻസൊക്കെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതിന് ഈ ബട്ടണ് കുറച്ച് വലുതാക്കാം. പിന്നീട് നമുക്ക് വലുതാക്കാം അതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഈ ടാബ്സ് എന്നുള്ള ഈ പാരന്റ് ക്ലാസ്, നമ്മുടെ ടാബ്സ് എന്നുള്ള ക്ലാസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ എഴുതിയത്, ഇതിന് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ടു ഗിവ് 100% എന്ന് കൊടുത്തു. നോ, ഇത് ലെഫ്റ്റിലേക്ക് വന്നു. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ ഡിസ്പ്ലേ പ്രോപ്പർട്ടി. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ ഫ്ലക്സ്. ഓക്കെ, അലൈൻ ഐറ്റംസ് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. ഓക്കെ, ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാം, ഓക്കെ, ഇങ്ങനെ കാണാം. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും, അതായത് ഈ ടാബ് ലിങ്കിൻ്റെ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോ ലെറ്റ് മീ ഇൻക്രീസ് ദിസ് പാഡിങ് എന്ന് പറയുന്നത് ഒരു 50 പിക്സൽസ് പാഡിങ് ഞാൻ കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി വിഡ്ത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ ഡിസൈനിൽ ഒന്നുകൂടി നമുക്ക് ഡിസൈൻ എടുക്കാം. ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ
ഓക്കെ, കളേഴ്സൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ സെലക്ട് ചെയ്യാത്തതിന് എന്തുണ്ട്, ഒരു ചെറിയ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാത്ത ആൾക്ക് ചെറിയൊരു ബോർഡർ വരണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ബോർഡർ വരണമെങ്കിൽ യു ക്യാൻ ഗീവ് എ ഗ്രേ കളർ ഹിയർ, ഗ്രേ. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ ഡിസൈനിൽ ഇത് മുട്ടിയിട്ടില്ല, ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ല. അതിന് കാരണം എന്തായിരിക്കും? ആ ഗ്യാപ്പിന് കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, മാർജിൻ 20 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നീഡ് എനി റൈറ്റ് സൈഡ് മാർജിൻ ഹിയർ. സോ ഇപ്പം എന്ത് വന്നിട്ടുണ്ടാവും, ഇത് ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ തിക്നെസ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് എന്താണ്, ഇനി നമുക്ക് ഈ കാർഡ് ഒന്ന് ഡിസൈൻ ചെയ്യണം. കാർഡ്, അപ്പോൾ ഇപ്പം നമ്മൾ ആക്റ്റീവിലെത്തി. ഇനി ടാപ്പ് കണ്ടന്റ് ഏരിയ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ടാപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടാപ്പ് കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനത് കോപ്പി ചെയ്തു. ലെറ്റ് മീ മിനിമൈസ് ദിസ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഡോട്ട് ടാപ്പ് കണ്ടന്റ്. ഓക്കെ, ഇതിനകത്ത് എന്ത് എഴുതണം, റൈറ്റ് നൗ അതിൻ്റെ ഡിസ്പ്ലേ ഞാൻ എന്ത് ചെയ്യാണ്, നൺ എന്നാക്കി. ഓക്കെ, ദെൻ ഇതിനകത്ത് വന്നിട്ട് ഞാനൊരു പാഡിങ് കൊടുത്തു. പാഡിങ് എന്ന് പറയുന്നത് 20 പിക്സൽസ് ആക്കി. ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ദർ ഈസ് നോ നത്തിങ് ഹിയർ, ഒന്നും ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കില്ല. അതിന് കാരണം എന്തായിരിക്കും, ടാപ്പ് കണ്ടന്റ് എന്ത് ചെയ്തിട്ടില്ല. കറൻ്റ്ലി ഒരു ടാപ്പ് കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് വ്യൂ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഇൻലൈൻ സ്റ്റൈൽ വേണമെങ്കിൽ എഴുതാം. ഇനീഷ്യലി ഈ പേജ് ലോഡ് ആകുമ്പോൾ ഏത് ടാപ്പ് കണ്ടന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ടാപ്പ് കണ്ടന്റ് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഐ എം ഗോയിങ് ടു റൈറ്റ് സംതിങ് ലൈക്ക് സ്റ്റൈൽ. ഓക്കെ, ഇവിടെ സ്റ്റൈൽ എഴുതുകയാണ്. എന്നിട്ട് ഡിസ്പ്ലേ എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്തു, ബ്ലോക്ക് ആക്കി. അപ്പോൾ ഇവിടെ ആ ബ്ലോക്ക് പ്രോപ്പർട്ടി ഉള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കണ്ടോ, ഒരു ടാബേ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് പോയിട്ട് മറ്റാൾ വരണം. മറ്റേ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നണ്ണാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ഉദ്ദേശം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഐഡിയ ഇസ് ക്ലിയർ. ഇനി നമുക്ക് വേണ്ടത് ഓരോ കാർഡിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അവിടെ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കുക എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് നോക്കുക. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. സോ വി നീഡ് ടു ഡിസൈൻ ദിസ് തിങ്. സോ കോഴ്സിന്റെ പേരുണ്ട്, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ കോസ്റ്റ് ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്, ദർ ഇസ് എ ബട്ടൺ ആൻഡ് വാട്ട് ആർ ദ കണ്ടന്റ്സ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള കോഴ്സ് മെറ്റീരിയലിന്റെ ഒരു ചെറിയ കോഴ്സിൽ കവർ ചെയ്യുന്ന കണ്ടന്റ്സിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ വി നീഡ് ടു ക്രിയേറ്റ് എ കാർഡ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ കാർഡ് ഒന്ന് ഡിസൈൻ ചെയ്യാം. കാർഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഡമ്മിയായിട്ട് കുറച്ച് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് റീഡിസൈൻ ദിസ്. കോഴ്സ് കാർഡാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് കാർഡ്. ഇവിടുന്ന് ടാപ്പ് കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീഡിസൈൻ ചെയ്യാൻ പോകണം. ഐ ഡോണ്ട് നീഡ് ദിസ് ഓൾസോ. ഇതാണ് നമ്മളുടെ കോഴ്സ് കാർഡ് എന്ന് പറയുന്നത്. അത് ടാപ്പ് കണ്ടന്റിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ടാപ്പ് കണ്ടന്റിന്റെ ഉള്ളിലുള്ള കോഴ്സ് കാർഡ്. അപ്പോൾ നമ്മളതിന് കോഴ്സ് കാർഡ് എന്ന് തന്നെയാണ് പേര് കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ കോഴ്സിന്റെ ടൈറ്റിൽ കൊടുത്തു. ദെൻ യു ഹാവ് എ പി ടാഗ്. ദെൻ ഐ നീഡ് അഗെയിൻ 1 പി ടാഗ് കൂടി വേണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, $250 എന്ന് കൊടുത്തു. And after that I need a button, so I can have an a tag here, a tag. And ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ക്ലാസ് എഴുതുകയാണ്. ബട്ടൺ ക്ലാസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ബട്ടൺ പ്രൈമറിയും കൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആൻഡ് ഇതിനകത്ത് ഐ നീഡ് സംതിങ് ലൈക്ക് ജോയിൻ നൗ എന്ന് വേണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി നീഡ് എ UL. കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. UL-നകത്ത് ഐ നീഡ് LIക്ക് എന്ത് വേണം, ഐ നീഡ് എ ക്ലാസ് ഐ ടാഗ് എഴുതി. ഐ ടാഗ് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഹാവിങ് ദ ബോക്സ് ഐക്കൺ ക്ലാസ് ഉണ്ട്. ക്ലാസ് ആഡ് ചെയ്യുക. ക്ലാസ് ദാറ്റ് ഈസ് ബോക്സ് ഐക്കൺ. ദെൻ BX-check. ഞാൻ അത് കോപ്പി ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തോളൂ. ദെൻ ഐ ടാഗ് ക്ലോസ് ചെയ്തു. ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എനിക്ക് HTML വേണം. നിങ്ങൾക്ക് ഇതേപോലെ എല്ലാം ഞാൻ HTML എഴുതുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറേ കണ്ടന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിലെ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, കുറച്ചേറെ കണ്ടന്റ്സിനകത്ത് ആഡ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു കോഴ്സ് കാർഡ്. ലെറ്റ്സ് സ്റ്റൈൽ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്നിട്ട് അതിനെ സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു വിഷ്വൽ അപ്പിയറൻസ് എന്താണെന്ന് നോക്കുക. ഇതേപോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം, നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ആദ്യം വന്നിട്ട് നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യണം, ഈ കോഴ്സ് കാർഡിനെ ടാർഗറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർ കോഴ്സ് കാർഡ് എന്ന് എഴുതി, /. ഓക്കെ, ഇനി ഡോട്ട് ദാറ്റ് കോഴ്സ് കാർഡ്. ഓക്കെ,
കോഴ്സ് കാർഡിൽ എന്തൊക്കെ സ്റ്റൈൽ വരുത്താം എന്ന് നമ്മുടെ ഡിസൈനിൽ ഓൾറെഡി നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഹാവ് ഫസ്റ്റ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ദാറ്റ് ഷുഡ് ബി സം കളർ, ഏതെങ്കിലും ഒരു കളർ. ഞാൻ ഇതിനകത്തുനിന്ന് $F9 എന്നൊരു കളർ ബുക്ക് ചെയ്തു. Let's check what is the color. Okay, there is no color. Why? Course iPhone card. ഇതാണ് നമ്മളുടെ കോഴ്സ് കാർഡ് ടൈപ്പ്. Okay, that is actually a white F9 എന്ന് പറയുന്നത്. Then ഇനി നമുക്ക് എന്ത് വേണം? I need a border. Border എന്ന് പറയുന്നത് 1 pixels. Let's have a solid hash some color DDD എന്ന് വേണം. And it's hash, not just in hash DDD. So അപ്പോൾ നമുക്കൊരു ബോർഡർ, ചെറിയൊരു ബോർഡർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഒരു കാർഡ്. ദെൻ ഇനി നമുക്ക് എന്ത് വേണം? വി നീഡ് സം പാഡിങ്. ബോർഡർ റേഡിയസ് വേണം, പാഡിങ് വേണം. ലെറ്റ്സ് ഫസ്റ്റ് ഡിഫൈൻ എ പാഡിങ് ഒരു 20 പിക്സൽസ് പാഡിങ് കൊടുത്തു എറൗണ്ട് 4 സൈഡും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനകത്തൂടി ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതൊന്ന് ഇങ്ങനെ ചെറുതായി വന്നിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു സൈഡ് ഇന്ന് നീങ്ങി വന്നിട്ടുണ്ടാവും. ഇനി മാർജിൻ ബോട്ടം, ഇതിന് അണ്ടറിൽ വരുന്നൊരു കണ്ടന്റ് വരുമ്പോൾ എനിക്ക് എന്ത് വേണം? അവിടെ ഒരു മാർജിൻ ബോട്ടം വേണം. സോ ഞാൻ 20 പിക്സൽ കൊടുത്തു. ഓക്കെ, ബോർഡർ റേഡിയസ് നമുക്ക് ആഡ് ചെയ്യാം. ബോർഡർ റേഡിയസ് നമ്മൾ 10 പിക്സൽസ് ആണ് ഓൾമോസ്റ്റ് എല്ലാത്തിനും കൊടുത്തത്. അപ്പോൾ 10 പിക്സൽസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് കോഴ്സ് കാർഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു H3 ഉണ്ട്. ഓക്കെ, ആ H3യെ സ്റ്റൈൽ ചെയ്യണം. H3 ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ട് സൈസ് കൊടുക്കാം. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ നീഡ് ദിസ് ടു ബി 24 പിക്സൽസ്. ദെൻ മാർജിൻ ടോപ്പ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് നീഡ് എനി മാർജിൻ ഹിയർ. ലെറ്റ്സ് കം. ഓക്കെ, ലൈക്ക് ദിസ്. ഇനി അതിൻ്റെ താഴെ ഇനി അതിനകത്ത് നമ്മളിപ്പോൾ എന്ത് വന്നു? H3 സ്റ്റൈൽ ചെയ്തു. ഇതിനകത്ത് P ടാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് കാർഡിൻ്റെ അണ്ടറിൽ വരുന്ന, ചുമ്മാ P എന്ന് എഴുതി സ്റ്റൈൽ ചെയ്യരുത്, എല്ലാ P ടാഗും സ്റ്റൈലായി പോകും. കോഴ്സ് കാർഡിൻ്റെ അണ്ടറിൽ വരുന്ന P ടാഗിനെ എന്ത് ചെയ്യണം? സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് I need a margin bottom that is 10 pixels. 10 pixels എന്ത് ചെയ്യണം? മാർജിൻ ബോട്ടം വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നോക്കുക എന്താ സംഭവിച്ചെന്നുള്ളത്. ഓക്കെ, ചെറിയൊരു മാർജിൻ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? I can have a class here that should be price എന്നൊരു ക്ലാസ് എഴുതി. സോ കോഴ്സ് കാർഡിൻ്റെ അണ്ടറിലുള്ള ഡോട്ട് പ്രൈസ് ക്ലാസ്സിനെ കോൾ ചെയ്തു. ഇവിടെ എനിക്ക് എന്ത് വേണം? പ്രൈസ് ക്ലാസ്സിൽ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക? എനിക്ക് പ്രൈസിനെ സ്റ്റൈൽ ചെയ്യാൻ പ്രൈസ് ഒരു ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്, ആക്ച്വലി ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ നീഡ് 32 പിക്സൽസ് വേണം. ആൻഡ് ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ഐ നീഡ് 500. ഓക്കെ, ലെറ്റ്സ് കം ഹിയർ. വാട്ട് ഈസ് ദ സ്റ്റൈൽ? ഓക്കെ, ദാറ്റ് ഇസ് എ ബിഗർ വൺ. ദെൻ ഐ നീഡ് എ മാർജിൻ ബോട്ടം. ഇതിൻ്റെ താഴെ എനിക്ക് എന്ത് വേണം? മാർജിൻ ബോട്ടം ഒരു 10 പിക്സൽസ് മാർജിൻ ബോട്ടം വേണം. ഇനി നമുക്കുള്ളത് അതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്? ഒബ്വിയസ്ലി നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ആ ബട്ടൺ അവിടെ കിടക്കുന്നുണ്ട്. ആ ബട്ടൺ ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ബട്ടൺ, ഇതാണ് നമ്മളെ ബട്ടൺ. ഇനി നമുക്ക് UL ആണുള്ളത്. ആ UL എന്ത് ചെയ്യണം? സ്റ്റൈൽ ചെയ്യണം. ബട്ടൻ്റെ പുറത്തൂടെ ഹോവറൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഡോട്ട് കോഴ്സ് കാർഡിൻ്റെ അണ്ടറിൽ കിടക്കുന്ന UL. ഓക്കെ, UL നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സത്യത്തിൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ബുള്ളറ്റ്സ് ഒന്നും വന്നിട്ടില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി അത് റിമൂവ് ചെയ്താണ്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഹാവ് എ പാഡിങ് 0. ഓക്കെ, പാഡിങ് 0 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും? വിഷ്വലി നിങ്ങൾക്ക് മാറ്റമൊന്നും വരുന്നില്ല, പക്ഷെ അതിനകത്ത് നമ്മൾ പാഡിങ് എന്ത് ചെയ്തിട്ടില്ല? പാഡിങ് റിമൂവ് ചെയ്തു. ഇനി വേണ്ടത് ഇതിൻ്റെ അണ്ടറിലുള്ള ഡോട്ട് കോഴ്സ് കാർഡിൻ്റെ അണ്ടറിലുള്ള LIസിനാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. കോഴ്സ് കാർഡിനുള്ള UL അണ്ടറിൽ വരുന്ന LI. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും അടിയിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 10 പിക്സൽസ് മാർജിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും അണ്ടറിൽ എന്ത് വരും? ഒന്നുകൂടി ഗ്യാപ്പ് വരും. ഓക്കെ, ഇനി നമുക്ക് ആ ലിസ്റ്റ് ULന് നമുക്കൊരു മാർജിൻ ടോപ്പ് കൊടുക്കാം. മാർജിൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 പിക്സൽസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള ആ ഒരു മുട്ടൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒഴിവായിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ നമ്മളെ പ്രൈസ് കഴിഞ്ഞിട്ട് പ്രൈസിന് മാർജിൻ ബോട്ടം കൊടുത്ത് നമ്മൾ 10 പിക്സൽ കൊടുത്തുള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി വലുതാക്കാം. ഓക്കെ, 20 പിക്സൽ കൊടുത്തു. അതേപോലെ ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാം? 10 പിക്സൽ എന്നുള്ളത് യു ക്യാൻ ഹാവ് 20 പിക്സൽസ്. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവും? എല്ലാത്തിനും ഇടയ്ക്ക് ഒരു 20 പിക്സൽ ഗ്യാപ്പ് വന്നു. ആൻഡ് UL കഴിഞ്ഞിട്ട് മാർജിൻ ടോപ്പ്. ഓക്കെ, ലെറ്റ് ഷുഡ് ബി 30 പിക്സൽ. ഒന്നുകൂടി കൂടുതൽ ഗ്യാപ്പ് വരാൻ വേണ്ടി. ഓക്കെ, ഇനി
ഇനി നമുക്ക് വേണ്ടത് ഈ ഐ ടാഗ് ഉണ്ട്. ആ ഐ ടാഗിനെ സ്റ്റൈൽ ചെയ്യണം. ഇത് ആക്ച്വലി ചെക്ക് മാർക്ക് ഒരു ഐ ടാഗ് ആണ്. അപ്പോൾ നമുക്ക് ആ ഐ ടാഗിനെ എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. അതെങ്ങനെ സ്റ്റൈൽ ചെയ്യുക? ഡോട്ട് കാർഡിന്റെ കോഴ്സ് കാർഡിന്റെ അണ്ടറിൽ വരുന്ന UL, അതിന്റെ അണ്ടറിൽ വരുന്ന LI, അതിനകത്ത് വരുന്ന ഐ ടാഗ്, ഇതാണ് നമ്മൾ ഐ ടാഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഐ ടാഗ്സ് ഉണ്ട്. ആ കോമൺ സ്റ്റൈൽ അല്ല ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് മാർജിൻ എന്ന് പറയുന്നത്, മാർജിൻ റൈറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഐ നീഡ് 10 പിക്സൽ മാർജിൻ റൈറ്റ്. ദെൻ ഒരു കളർ കൊടുക്കണം. കളർ ദാറ്റ് ഷുഡ് ബി, നമ്മൾ പ്രൈമറി കളർ കൊടുക്കാം. വാർ __ പ്രൈമറി, നോട്ട് മെർക്കുറി, ദിസ് ഇസ് പ്രൈമറി. ഓക്കെ, ദെൻ ഇവിടെ വന്നാൽ നമ്മൾ ചെക്ക് മാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു പ്രൈമറി കളറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ടാപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് നോക്കുക. ടാപ്പ് കണ്ടന്റ്, നമ്മൾ ടാപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് കോഴ്സ് കാർഡ് ഉണ്ട്. ടാപ്പ് കണ്ടന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ നണ്ണാണ് കൊടുത്തേക്കുന്നത് കറൻ്റ്ലി ടാപ്പ് കണ്ടന്റ്. സത്യത്തിൽ നമുക്ക് എന്തുണ്ട്, ഇതിനകത്ത് കുറേ ടാബ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അതായത് ഈ ടാപ്പ് കണ്ടന്റിനകത്ത് ഒരെണ്ണം ഇതാണ്. ഓക്കെ, ഇതേപോലെ എന്തുണ്ട്, യു ക്യാൻ ഹാവ് വൺ മോർ കാർഡ് ഹിയർ. അടുത്തൊരു കാർഡ് വന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി എന്തായിരിക്കും, നമുക്ക് വേണ്ടത് ഇവിടെ യു ക്യാൻ ഹാവ്, നമ്മളിവിടെ ഡയറക്റ്റ് എഴുതി വെച്ചേക്കാണ് ഡിസ്പ്ലേ, ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഓൾറെഡി നിങ്ങൾക്ക് എന്തുണ്ട്, ടാപ്പ് കണ്ടന്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്നുകൂടി നമുക്ക് സത്യത്തിൽ ഒരു ടാപ്പ് കണ്ടന്റ് ഉള്ളിൽ 4 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാപ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ കാർഡ്സ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നത് ഒരു കോഴ്സ് കാർഡ് ഉണ്ടായിരുന്നു. അത് ടാപ്പ് കണ്ടന്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഞാനത് ഈ സ്റ്റൈൽ റിമൂവ് ചെയ്തു. സ്റ്റൈൽ അവിടെ ഒന്നോട്ടെ. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ കോഴ്സസ് എല്ലാം കിടക്കുന്നത് വേറൊരു കണ്ടെയ്നറിലാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഹാവ് എ കോഴ്സ് -container എന്ന് പറഞ്ഞാൽ ആളെ ഡിഫൈൻ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് കണ്ടെയ്നറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലക്സ് ചെയ്യിച്ചൂടെ. മറ്റേത് നമ്മൾ ഫ്ലക്സ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും മുകളിലാണ് എഴുതേണ്ടത്, കോഴ്സ് -container ആൻഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബ്ലോക്ക്, ഇറ്റ്സ് ആക്ച്വലി ഫ്ലക്സ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് അലൈൻ ഐറ്റംസും അങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് കോഴ്സ് കണ്ടെയ്നർ അല്ലെങ്കിൽ കാർഡ് കണ്ടെയ്നർ ആണ്. അതിനകത്ത് എന്ത് ചെയ്യണം, ഫ്ലക്സ് എന്ന് പറയുന്നത്, യു ഹാവ് സംതിങ് കോൾഡ് ഫ്ലക്സ് റാപ്പ്, ദിസ് തിങ് ഫ്ലക്സ് റാപ്പ്. ദെൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഐ നീഡ് എ 20 പിക്സൽ ഗ്യാപ്പ്. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ് ഈസ് ആക്ച്വലി സെൻറ്റർ. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് കണ്ടെയ്നറിനെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുന്നത്, അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ കോഴ്സ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഈ കോഴ്സ് കാർഡ് എല്ലാം കോഴ്സ് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു പാരന്റ് ക്ലാസിൻ്റെ ഉള്ളിൽ വന്നു. ഇനി എന്ത് ചെയ്യണം, അതിന് ഞാൻ ഫ്ലക്സ് എഴുതി, ഫ്ലക്സ് റാപ്പ് എഴുതി, ഇതിനൊരു ഗ്യാപ്പ് കൊടുത്തു. ഐ നീഡ് 10 പിക്സൽ. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഇവിടെ ഒരു ഐറ്റം കാണാം ഇതേപോലെ. അപ്പോൾ ഇവിടെ നമ്മളുടെ കോഴ്സ് കണ്ടെയ്നർ എടുക്കുക. കോഴ്സ് കണ്ടെയ്നർ, ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റം ഉണ്ട്, സെക്കൻഡ് ഐറ്റം, ഇതാണ് നമ്മളുടെ കോഴ്സ് കണ്ടെയ്നർ. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കോഴ്സ് കാർഡ്, രണ്ടാമത്തെ കോഴ്സ് കാർഡ്, ദെൻ കോഴ്സ് കണ്ടെയ്നർ. ഡിസ്പ്ലേ ഫ്ലക്സ് ആണ്. ആൻഡ് ദിസ് ഷുഡ് ബി അലൈൻ ഐറ്റം സെൻറ്റർ. ഓക്കെ, ലെറ്റ് മീ visualize that. Align item center. Now you have 2 cards here. Flux wrap ചെയ്യണ്ട. Then justify content എന്ന് പറയുന്നത് and I need sender. ആക്ച്വലി നമ്മളതൊന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 കാർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇതേപോലെ. ഓക്കെ, ഐ നീഡ് മോർ പാഡിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസൈൻ ഒന്ന് നോക്കുക. നമുക്ക് ലെഫ്റ്റ് അലൈൻഡ് ആണ്. ആൻഡ് നമുക്ക് എന്തുണ്ട്, പാഡിങ് കുറച്ച് എയർ ഉണ്ട്. ആ പാഡിങ് വരുന്നത് എവിടെ നിന്നാണ്, ഈ കോഴ്സ് കാർഡിൻ്റെ പാഡിങ് ആണ്. കോഴ്സ് കാർഡ്, അതിന് നമ്മൾ പാഡിങ് എന്ന് പറയുന്നത് 20 പിക്സലാണ് കൊടുത്തത്. എനിക്ക് ടോപ്പ് ഒരു 30 പിക്സൽസും ലെഫ്റ്റ് റൈറ്റ് ഒരു 28 പിക്സലുമാണ്.
ഓക്കെ, ടോപ്പ് ബോട്ടം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇറ്റ്സ് നോട്ട് വർക്കിംഗ് വൈ ആൻഡ് പാഡിങ് കോഴ്സ് കാർഡ്. ഓക്കെ, ലെറ്റ്സ് കം ഹിയർ. ഓക്കെ, ഇവിടെ ഇനി ഈ കോഴ്സ് കാർഡ് ഓക്കെ വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇതിനെ ഒന്നുകൂടി നമുക്ക് കോഴ്സ് കാർഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ മാക്സ് വിഡ്ത്ത് ഒരു 250 പിക്സൽസ് നമുക്ക് കൊടുത്തു നോക്കാം എന്തായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോഴ്സ് കാർഡ് ഇതല്ല, മാക്സ് വിഡ്ത്ത്. This is not min width, I need a max width. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ വരും. ഓക്കെ, ഇതാണ് നമുക്ക് ആക്ച്വലി നമ്മളുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഒരു കോഴ്സ് കാർഡ് ഇങ്ങനെ വന്നു. സപ്പോസ് ഐ ഹാവ് 3 കോഴ്സസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി ഇവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 3 കാർഡ് ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് 3 കാർഡ് ഇവിടെ ഉണ്ടായിരിക്കും, 3 കാർഡ്സ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ഫസ്റ്റ് ടാബ്. ഇനി നമ്മൾ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത ടാബ് എന്ത് ചെയ്യണം, ഓപ്പൺ ആയിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം, കണ്ടൻസ് വേണം. അപ്പോൾ നമ്മൾ ഡിസൈനിൽ നമ്മൾ ചെയ്തത് ഇതേപോലെയാണ് ചെയ്തത് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാന്നുണ്ടെങ്കിലോ, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലെ കണ്ടൻസ് നമുക്ക് ചെറുതാക്കി ഇടാൻ പറ്റില്ല. ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ് ഇരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഇതിനകത്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച് ഐറ്റംസ് ഇൻ ദ LI, കുറച്ച് ഐറ്റംസ് മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ആക്ച്വലി ഇത് DBയിൽ നിന്നും എടുത്തു വരുന്ന ഡാറ്റ ആയിരിക്കും. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് എൻഡ് മാത്രമാണല്ലോ ചെയ്യുന്നത്, ഡാറ്റാബേസ് ബാക്ക് എൻഡ് ഇല്ലല്ലോ. ഓക്കെ, ഇതേപോലെ ഉണ്ടായിരിക്കും. ഐ എം ഗോയിങ് ടു റെഡ്യൂസ് ദിസ് തിങ്. കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. ലൈക്ക് ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു P ടാഗ് എടുത്തിട്ട് ബാക്കി എല്ലാത്തിലും ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് പേസ്റ്റ് ദാറ്റ് P and I don't need this P. ഓക്കെ, ഇത്തരം കേസിൽ നമുക്ക് ഉണ്ടോ ഇതേപോലെ വരും. അപ്പോൾ നമ്മളെ കോഴ്സ് കാർഡ് ഒന്നുകൂടി എന്തായിരിക്കും, വൃത്തിക്ക് വന്നു. ഇതേപോലെ എന്ത് ചെയ്യണം, അടുത്തതിനുള്ളിലും എന്തുണ്ടായിരിക്കും, ഇതിപ്പോൾ ഒരു കോഴ്സ് കാർഡാണിത്. എവിടെ കോഴ്സ് കണ്ടെയ്നർ, ഒരു ടാബിൻ്റെ ഉള്ളിൽ ഒരു കോഴ്സ് കണ്ടെയ്നറാണ് വന്നത് ഇത്. ഓക്കെ, ഇത് എവിടെ വരണം, ഇത് നമ്മളുടെ ഒരു ടാബാണല്ലോ, ടാബ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എന്ത് ഒരു ടാബ്. ഇതേപോലെ എന്ത് വരും, ഒരു ടാബും കൂടി വരും അപ്പുറത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണോ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ടാബ്, ആ ടാബിലേക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്വിച്ച് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ചെയ്യാം അത്. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ടാബ്സ് ഇപ്പം നമ്മളിവിടെ എന്തുകൊണ്ടായിരിക്കും ഈ ടാബ്, ഞാനിത് രണ്ടാമത്തെ ടാബ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കോഴ്സിൻ്റെ പേര് ഇത് ഷുഡ് ബി ഫുൾ സ്റ്റാക്ക് എന്നാക്കി മാറ്റി. ഓക്കെ, ഇത് ഏതായിരിക്കും മാറിയത്, കോഴ്സ് കണ്ടെയ്നർ. ഓക്കെ, ഇത് മാറ്റാം. ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഷുഡ് ബി മേൺ സ്റ്റാക്ക് എന്നാക്കി, മേൺ സ്റ്റാക്ക്. ഓക്കെ, നമുക്ക് പക്ഷേ ഇപ്പം നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതായിരിക്കും, ഈ ആക്റ്റീവ് ക്ലാസ് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ കാണുന്നത് ഏതായിരിക്കും, ഇതായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, സംഭവം നമ്മൾ ഈ ആക്റ്റീവ് ക്ലാസ് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യിക്കും. അതേപോലെ എന്ത് ചെയ്യണം, ഇതിനെ എന്താക്കി മാറ്റും, ഇത് നണ്ണാക്കി മാറ്റും. ഡിസ്പ്ലേ എന്ന് പറയുന്നത് കാണണ്ട, പക്ഷെ ഇത് കണ്ടാൽ മതി. നൗ കം ഹിയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഡിസ്പ്ലേ നണ്ണാണ് ടാബ് കണ്ടന്റിൻ്റെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടാബ് കണ്ടന്റ്. ടാബ് കണ്ടന്റ് ആക്റ്റീവ് ആണ്, ഡിസ്പ്ലേ ബ്ലോക്ക് ആണ്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ നണ്ണാക്കി ഇവിടെ വന്നാൽ എന്തായാലും കാണുന്നില്ല. ഓക്കെ, നൗ യു ആർ വിഷ്വലൈസിങ് ദിസ് മേൺ സ്റ്റാക്ക്. ഈ ടാബ് ലിങ്ക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ആക്റ്റീവ് ചെയ്തേക്കുന്നത്. ഈ ആക്റ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഐ തിങ്ക് ഈ ആക്റ്റീവ് എടുത്തിട്ട് ഇവിടെ അല്ല ഇടേണ്ടത്, ഈ ആക്റ്റീവ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇടണം ജാവാസ്ക്രിപ്റ്റ് വഴി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ് ഇവിടെയൊക്കെയാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണാം, ഇങ്ങോട്ട് മാറി, അതനുസരിച്ചുള്ള കണ്ടന്റാണ് മാറുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് നമ്മൾ മാനുവലി ചെയ്തതാണ്, നമ്മളിത് എന്ത് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറി വരേണ്ടത്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. ഇവിടെ കണ്ടോ, ഇതിനകത്ത് ഇവിടെ കണ്ടില്ലേ ഒരു ഇത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഇഷ്യൂസ് നമ്മൾ നോർമലി സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒക്കർ ചെയ്യും. അപ്പോൾ പല കണ്ടന്റും പല രീതിയിലായിരിക്കും. ഇവിടെ ഫുൾ സ്റ്റാക്ക് കോഴ്സ് എന്നൊക്കെ വലിയ വാക്കായതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇവിടെ കൊള്ളാത്തതുകൊണ്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് സ്റ്റൈൽ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ മാക്സ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
യു ക്യാൻ ഹാവ് എ മിനിമം ഹൈറ്റ് ഓർ മാക്സ് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ സെറ്റ് ചെയ്ത് നോക്കാം. മാക്സ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 350 പിക്സൽസ് ഞാൻ മാക്സ് ഹൈറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. പക്ഷെ ഇവിടെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത സ്ഥലം നോക്കണം. ദിസ് ഷുഡ് ബി സ്പെല്ലിങ് തെറ്റുണ്ട്. മാക്സ് ഹൈറ്റ്. ഓക്കെ, കം ഹിയർ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ 350 എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊള്ളുന്നില്ല. ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഹൈറ്റ് വേണം. സെറ്റ് ചെയ്ത് ഓട്ടോ ആണ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 550 500 പിക്സൽസ് കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാ കാർഡും എന്തായിരിക്കും ഒരേപോലെ വരും. പക്ഷെ ഈ അലൈൻമെന്റിലൊക്കെ എന്തുണ്ടായിരിക്കും, ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ ഈ കാർഡുകൾ ഡിസ്പ്ലേ ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ കാർഡിന്റെ ഹൈറ്റ് അല്ലത് എന്തായിരിക്കും, ഒരേപോലെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓവർഫ്ലോ ചെയ്യാം, ഓവർഫ്ലോ ഹിഡൻ ചെയ്യാം. ഇതിൽ കൊള്ളാത്ത എന്തെങ്കിലും വന്നാൽ അത് കട്ട് ചെയ്ത് പോകണം. അപ്പൊ ഞാനിവിടെ സപ്പോസ് നമ്മളുടെ ലാസ്റ്റ് കാർഡിലല്ലേ ഇതുള്ളത്, ഇവിടെ ഒന്ന് നോക്കുക. ഇതിനകത്ത് ഈ കാർഡിനകത്ത് നമ്മൾ കുറച്ച് ഐറ്റം കൂടി ആഡ് ചെയ്യാണ്. അതായത് ഫുൾ സ്റ്റാക്ക് കോഴ്സ് ഉള്ള ക്ലാസ്സിനകത്ത് നമ്മൾ കുറച്ച് ഐറ്റം കൂടി എന്ത് ചെയ്യാണ്, കുറച്ച് LIസും കൂടി ആഡ് ചെയ്ത് നോക്കാം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ലൈൻസ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ആൾട്ട് ഡൗൺ ആരോ. അപ്പോൾ ആ ലൈൻ റിപ്പീറ്റ് ചെയ്യും. കം ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ആ എക്സ്ട്രാ ഐറ്റംസ് ഇവിടെ വരുന്നില്ല. നമ്മൾ കാർഡിനെ അത് ബാധിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓവർഫ്ലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിഡൻ ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത് കാണുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ കാർഡിന്റെ പാഡിങ് എന്ന് പറയുന്നത് ഇവിടെ എഫക്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. ബിക്കോസ് അവിടെ ഓവർഫ്ലോ കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് ടാബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ടാബിനെ നമുക്കൊന്ന് വർക്ക് ചെയ്യിക്കണം. ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ചെയ്തിടത്തോളം ഓക്കെയാണ്. നമ്മളുടെ ഡിസൈൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടില്ല. ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് മാറണം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ചെറിയ ഡീറ്റെയിലിംഗ്, അതായത് ഫ്രം സ്ക്രാച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക്. ഓക്കെ, ആൻഡ് വീഡിയോ സാധാരണ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം ചുമ്മാ ചെയ്ത് കാണിച്ചു പോകുന്നതല്ല, ഞാൻ നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഫ്രഷേഴ്സിന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനകത്തൊരു ബാനറോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം, സ്ലൈഡിങ് ബാനറൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, നമ്മളുടെ ഡിസൈനിൽ നമുക്ക് അടുത്ത സെക്ഷൻ എന്താ നോക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, റിയൽ സ്റ്റോറീസ് ഫ്രം അവർ സ്റ്റുഡൻസിലാണ്. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി ലൈക്ക് ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാർഡിന് പക്ഷെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഇതൊരു ടെസ്റ്റിമോണിയൽ പോലത്തെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് കാർഡ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഈ സെക്ഷൻ ഒക്കെ എന്തായിരിക്കും, എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ്. അപ്പൊ നമ്മളെ ഡിസൈനിൽ വരിക. ഡിസൈനിൽ വന്നിട്ട് നോക്കണം, നമ്മളിപ്പോൾ എവിടെ എത്തി, ഈ സെക്ഷന്റെ പുറത്താണ്. ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ സെക്ഷൻ ഹിയർ. ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഗിവ് എ ക്ലാസ് ഫോർ ദാറ്റ് സെക്ഷൻ. ഇതിനാണ് എന്ത് ചെയ്തു, ടെസ്റ്റിമോണിയൽ ഓർ സെക്ഷൻ എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഞാൻ സെക്ഷൻ -ടെസ്റ്റിമോണിയൽ ഉപയോഗിച്ചു. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ട്, ആൻഡ് യു ക്യാൻ കോപ്പി സം കണ്ടന്റ് ഫ്രം ഹിയർ. നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഈ കണ്ടന്റ് ഉണ്ടല്ലോ ഇവിടെ, ഈ 2 കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്യാണ്. ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ടാണ്. ഇവിടെ കോപ്പി ചെയ്യാം, നമുക്ക് സമയം സേവ് ചെയ്യാം, ഒരുപാട് വീഡിയോ ലെങ്തി ആവണ്ട. ഓക്കെ, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഡിസൈനിൽ വന്നാൽ നമുക്ക് എന്ത് കാണാം, ഇതിന്റെ താഴെ വൈ വി സ്റ്റാൻഡ് ഔട്ട് എന്ന് കാണാം. വി നീഡ് ടു ചേഞ്ച് ദിസ് തിങ്. ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്താ നമുക്ക് ചേഞ്ച് ചെയ്യണം നോക്കുക, റിയൽ സ്റ്റോറീസ് ഫ്രം അവർ സ്റ്റുഡൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. സോ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ റിയൽ അങ്ങനത്തെ ആക്ച്വൽ ടെക്സ്റ്റ് ഒന്നും എഴുതാറില്ല, ഡമ്മി ടെക്സ്റ്റ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഓൾറെഡി നമുക്കൊരു ഡിസൈനിലുണ്ട്, ഞാനത് ഫോളോ ചെയ്യുന്നുള്ളൂ. റിയൽ സ്റ്റോറീസ് ഫ്രം അവർ സ്റ്റുഡൻസ്. ഓക്കെ, ആൻഡ് ദിസ് is capital. I need this to be in small letter. ഓക്കെ, റിയൽ സ്റ്റോറീസ് ഫ്രം അവർ സ്റ്റുഡൻസ്. അതിന്റെ താഴെയുള്ള കണ്ടന്റ് അതന്നെ മതി. അത്രയും വലിയ കണ്ടന്റ് എനിക്ക് വേണ്ട, ഒന്ന് നമുക്ക് ചെറുതാക്കാം, കാരണം അത് വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത്രയും ബിഗ് പാരഗ്രാഫ് വേണ്ട. ലെറ്റ് മീ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദിസ് തിങ്. ഓക്കെ, ഇവിടെ സൈസ് റെഡ്യൂസ് ചെയ്തു. ആൻഡ് കം ഹിയർ. ഇവിടെ വന്നിട്ട് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസൈൻ. നൗ ദിസ് ഇസ് വാട്ട് വി നീഡ്. ആൻഡ് ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സെന്റർ ലൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്ററിലേക്ക് വരണം. അപ്പൊ നമ്മുടെ സെക്ഷൻ ഏതാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, /* സെക്ഷൻ ടെസ്റ്റിമോണിയൽ എന്ന് എഴുതി /. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, call that class section and don't forget that dot
Okay, it's a class section hyphen testimonial, and remember that should be exactly like this. അതായത് സ്പെല്ലിംഗ് എക്സാക്ട്ലി എന്തായിരിക്കണം ഇവിടെ കൊടുത്ത് അതേപോലെ ആയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യു ക്യാൻ കോപ്പി ദിസ് തിങ്. സ്പെല്ലിംഗ് തെറ്റിയ പ്രശ്നമല്ല, പക്ഷെ രണ്ടും ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ സ്പെല്ലിംഗ് എന്തെങ്കിലും ടെസ്റ്റിമോണിയലിന്റെ സ്പെല്ലിംഗ് മോണയിൽ നിന്നാണ് എഴുതിയത്, മോണിയൽ ടെസ്റ്റിമോണിയൽ. ഇത് എക്സാക്ട്ലി സ്പെല്ലിംഗ് എന്തായാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇതന്നെ ആയിരിക്കണം എന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്നാലേ അത് ടാർഗറ്റ് ചെയ്യുള്ളൂ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലക്സ് ആണ്, അലൈൻ ഐറ്റം സെന്റർ ആണ്, ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് സെന്റർ ആണ്. ഓക്കെ, ഐ നീഡ് എ മാർജിൻ ടോപ്പ്. മാർജിൻ ടോപ്പ് എന്ന് പറയുന്നത് ഒരു 20 പിക്സൽ മാർജിൻ ടോപ്പ് വേണം. ദെൻ കം യു നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, കോളം മതി. ഫ്ലക്സ് ഡയറക്ഷൻ ദാറ്റ് ഷുഡ് ബി കോളം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ വേ ഓഫ് ബിൽഡിംഗ് തിങ്സ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം, പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ നൗ യു ഹാവ് റിയൽ സ്റ്റോറീസ് ഓഫ് സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്, ഇതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇനി നമുക്ക് വേണ്ടത് അതിന്റെ അണ്ടറിലുള്ള ഇത് ഓൾറെഡി സ്റ്റൈൽഡ് ആണ്. ഇനി നമുക്ക് ഇവിടെ വന്ന് നോക്കുക നമ്മുടെ ഡിസൈനിൽ എന്താണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കുറേ കാർഡ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യണം ആൻഡ് ടേക്ക് എൻ ഇൻഡിവിജ്വൽ കാർഡ്. ഒരു ഇൻഡിവിജ്വൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഇമേജ്, ദെൻ അതിന്റെ താഴെ എന്തുണ്ട്, മേ ബി ഈ ആള് വർക്ക് ചെയ്യുന്ന കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഞാൻ തന്നെയാണ്. ഇയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. ഇവിടെ ഒരു പിക്ചർ വരണം. ദെൻ നമുക്ക് എന്ത് വേണം, യു നീഡ് സം മെസ്സേജ് ഫ്രം ദാറ്റ് പേഴ്സൺ, ദെൻ അയാളുടെ പേര്, അങ്ങനത്തെ കാര്യം. ഇതാണ് ഈ കാർഡിൽ വേണ്ടത്. ആൻഡ് യു ഹാവ് സം പാഡിങ് ഹിയർ. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ക്ലാസ് ഉണ്ടാക്കി. ക്ലാസിന്റെ പേര് ടെസ്റ്റിമോണിയൽ ഹൈഫൺ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് എന്ത്, ആ കാർഡ്സ് കിടക്കുന്നത്. പലതുണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആ കാർഡ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ testimonial hyphen card. Okay, this is the first card. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇതിലുള്ളത് നോക്കുക. ഈ കാർഡിനകത്ത് നമുക്ക് ആക്ച്വലി ഉള്ളത് എന്തായിരിക്കും, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ന്യൂ ഡോണ്ട് സേവ് ആൻഡ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, ആൻഡ് യു ഹാവ് എ ലോഗോ ഹിയർ, സം ലോഗോ, ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് യു ക്യാൻ റിമൂവ് ദാറ്റ്. ഇവിടെ വന്നിട്ട് എന്തുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ദർ ഇസ് എൻ ഇമേജ് ഓഫ് ദാറ്റ് പേഴ്സൺ, ദെൻ ആക്ച്വൽ മെസ്സേജ് ഫ്രം ദാറ്റ് പേഴ്സൺ, ദെൻ ഇയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ഡെസിഗ്നേഷനും പേരും ഡെസിഗ്നേഷനും താഴെയുണ്ട്. ഇതാണ് നമ്മളെ കാർഡ്. ഓക്കെ, അപ്പൊ ഈ കാർഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഉള്ളത് എന്തായിരിക്കും, ഐ നീഡ് ഡിഫിന്റെ പേര്. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, കാർഡ് ഐഫൺ ടൈറ്റിൽ എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടെയ്നർ എന്ന് കൊടുത്തു. ടൈറ്റിൽ കണ്ടെയ്നർ ആണ്. ടൈറ്റിൽ കണ്ടെയ്നറിൽ എന്തുണ്ട്, യു ഹാവ് എൻ IMG ഹിയർ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലോഗോ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഉള്ള ഫ്ലട്ടർഫ്ലൈ ലോഗോ എടുക്കുന്നുണ്ട്, IMG logo.svg. ഓക്കെ, കമ്പനി ഐഫൺ ലോഗോ. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ എനിക്ക് എന്തുണ്ട്, ഇതിൻ്റെ താഴെ നമ്മൾ ഡിസൈൻ നോക്കുക. താഴെ നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരിക്കും, ജസ്റ്റ് ദാറ്റ് നെയിം ഓഫ് ദാറ്റ് കമ്പനി, ആ കമ്പനിയുടെ പേരുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു P ടാഗ് എഴുതുകയാണ്. P ടാഗിനകത്ത് ഞാൻ ജസ്റ്റ് ലോറം 5 ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഐ ജസ്റ്റ് നീഡ്, ഇത്രയും വലിയ പേര് വേണ്ട, ഇത്രയും മതി. ഓക്കെ, ഇറ്റ്സ് എ കമ്പനി നെയിം. ദെൻ ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഡിപ്പിനകത്ത് ഫ്ലക്സ് ചെയ്യിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഡിപ്പിനകത്ത് ഇതെഴുതി, ഇതാണ് ഫസ്റ്റ് ഡിവ്. ദെൻ അതിനകത്ത് എന്തുണ്ട്, അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് IMG ഉണ്ട്, IMG ./ ഓക്കെ, നമുക്കൊരു ഹീറോ IMG ഇതിനകത്തുണ്ട്. അതും കൂടി ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ആഡ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, പ്രൊഫൈൽ IMG എന്നൊരു പേരും കൊടുത്തു. ഓക്കെ, നൗ കം ഹിയർ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് നമുക്ക് കിട്ടിയ ആ കാർഡിന്റെ ഒരു റൈറ്റ് നൗ. ഈ കാർഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ നമുക്കൊന്ന് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആ ലുക്ക് ആൻഡ് ഫീലിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മളെ കാർഡിൽ ഇനിയും ഏരിയാസ് ഉണ്ട്. നമ്മൾ പെയിന്റിൽ നമ്മൾ വരച്ച ചിത്രത്തിൽ ആക്ച്വൽ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് വരേണ്ടത് എവിടെയാണ്, ഈ ടെസ്റ്റിമോണിയൽ കാർഡിനകത്ത് കാർഡ് കണ്ടെയ്നർ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, വി ഹാവ് സംതിങ് ലൈക്ക് എ P ടാഗിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡമ്മി ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം എ കേൾ കോഡ്സ് ആൻഡ് ഐ ക്യാൻ ഹാവ്
അനദർ തിങ് ഹിയർ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് എന്ത് വേണം, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട്, ഒരു H3 ഉണ്ടെന്ന് വിചാരിക്കുക, H3. അപ്പോൾ ഞാനൊരു കമ്പനി കൊടുത്തു, റാൽഫിഷ് എന്ന് കൊടുത്തു, റാൽഫിഷ് ടെക്നോളജീസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ താഴെ ആൻഡ് മൈ ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ നമ്മൾ പേരല്ലേ വേണ്ടത്, ഇവിടെ നമുക്ക് പേരായിരിക്കും വേണ്ടിയിട്ട്. ലെറ്റ് മീ ഗീവ് എ നെയിം ആൻഡ് ജോൺ ഡോ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ താഴെ എന്തുണ്ട്, ഒരു പി ടാഗ് ആൻഡ് ദ ഡെസിഗ്നേഷൻ, ഇറ്റ്സ് ഡിസൈൻ. നോ കം ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മളെ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വന്നു. ആൻഡ് വി നീഡ് ടു ഗിവ് എ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് എ കാർഡ് ഹിയർ. ഇതിനെന്ത് ചെയ്യണം, അതിൻ്റെ കാർഡിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കും വരേണ്ടി വരിക, ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം ഇതിനെ. ഓക്കെ, ഇതിനകത്ത് ഇവിടെയുള്ള ഈ ക്ലാസ്സിനെ കോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ക്ലാസ്സിനെ കോൾ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ എന്തായിരിക്കും, ഐ എം ഗുഡ് യൂസ് ഫ്ലക്സ്. ഓക്കെ, അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് റൈറ്റ് നൗ ഇറ്റ് ഈസ് സെൻറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും വരിക നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നു, പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാനില്ല. ഓക്കെ, ദെൻ എപ്പോഴായിരിക്കും മാറ്റം ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും, സത്യത്തിൽ ഇതിനകത്ത് ഒരു കാർഡേ ഉള്ളൂ. ഇതേപോലത്തെ കുറേ പേരുണ്ടല്ലോ, ഇയാളെ പോലെ ഒരാളും കൂടി ഇവിടെ വന്നാൽ റൈറ്റ് സൈഡിൽ എന്ത് വരണം, വേറെ ഒരെണ്ണം കൂടി വരണം. ഇപ്പൊ നമ്മൾ കാർഡ് 2 എണ്ണം വന്നു. ഓക്കെ, ഇനി ഈ കാർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റൈൽ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഓൾറെഡി ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്, ടൈൽ കണ്ടെയ്നർ എന്നുള്ള ക്ലാസ് ഉണ്ട്, ഇത്. ഓക്കെ, ലെറ്റ് മീ ഗിവ് എ പാഡിങ് എന്ന് പറയുന്നത് 20 പിക്സൽ പാഡിങ് കൊടുത്തു. ഓക്കെ, ഇത് താഴെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ആര് വേണം, ഈ കാർഡ് കണ്ടെയ്നർ, ആ ഇമേജും ഇതാണ് നമ്മളുടെ എന്ത്, ഇതിന്റെ ഡിസ്പ്ലേ എന്താണ്, ഡിസ്പ്ലേ ഷുഡ് ബി ഇൻലൈൻ. ഓക്കെ, ലെറ്റ് മീ ഹാവ് എ ഫ്ലക്സ് ഹിയർ. നോ കം ഹിയർ. ഇപ്പോൾ ഇമേജും ഈ എഴുത്തും കൂടി ഒരു ലൈനിലേക്ക് കയറി. പക്ഷെ നമ്മൾ ഇമേജ് ചെറുതാണ് വേണ്ടത്. ആൻഡ് അലൈൻ ഐറ്റംസ് ഞാൻ എന്ത് ചെയ്തു, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് സെമി കോളൻ ഹിയർ. ഓക്കെ, ദെൻ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നതും സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഓർ ജസ്റ്റിഫൈ കണ്ടന്റ് വി നീഡ് 2 സൈഡ്, നമുക്ക് സ്പേസ് ബിറ്റ്വീൻ മതി, സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ആരായിരിക്കും വേണ്ടിയിട്ട്, നമുക്ക് നമ്മളെ ഇതൊന്നും നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, സ്പേസ് ബിറ്റ്വീനും അലൈൻ ഐറ്റംസിനും കൊടുത്തപ്പോൾ. പക്ഷെ നമുക്ക് ഇമേജ് സ്മോളർ മതി. അപ്പോൾ നമുക്ക് ഡോട്ട് കാർഡ് ടൈൽ കണ്ടെയ്നറിന് അണ്ടറിൽ വരുന്ന IMG എന്ന് പറയുന്നത്, ലെറ്റ് മീ ഗിവ് എ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗിവ് എ ഹൈറ്റ് ഓഫ് 100 പിക്സൽസ്. വിഡ്ത്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഞാൻ കുറച്ചതാണ്, ഹൈറ്റ് 100 ഇത് കൊടുത്തു. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ബോർഡർ റേഡിയസ് ഓഫ് 50% എന്ന് കൊടുത്തു. നമുക്ക് എന്താ വരും നോക്കാം. നൗ യു ഹാവ് എ സ്മോളർ വൺ, ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച് ഹൈറ്റ്, എനിക്ക് എന്ത് മതി, ഒരു 60 ഒക്കെ മതി. ഓർ 50 കൊടുത്തു നോക്കാം, 50. അപ്പോൾ ഇമേജ് എന്തായിട്ടുണ്ടാവും, സ്മോളർ ആയിട്ടുണ്ടാവും. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ അറ്റത്തേക്ക് പോയി. ഇവിടെ ഇപ്പം എല്ലാം സംഭവിച്ചതിൽ ഇതും സ്മോളറായി IMG. അപ്പോൾ നമുക്ക് ഇവിടെ സത്യത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ടും ഇമേജ് ആണല്ലോ, രണ്ടും ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇമേജിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഇവിടെ ഇതിനെ ടാർഗറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ക്ലാസ് കൊടുക്കുക, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ അണ്ടർസ്കോർ IMG എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് വേണ്ടത് ആരെ ടാർഗറ്റ് ചെയ്താൽ മതി, ദിസ് ഷുഡ് ബി IMG അല്ല, ദിസ് ഷുഡ് ബി ഡോട്ട് പ്രൊഫൈൽ അണ്ടർസ്കോർ -IMG. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ടാർഗറ്റായി. അതിന് കാരണം നമ്മളിത് മാറ്റിയത് ഇവിടെയാണ്, ക്ലാസ് കൊടുത്തത്. മറ്റേതാ ക്ലാസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് മാറാഞ്ഞത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് മുകളിലൊരു കാർഡില്ലേ, ഈ കാർഡിൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആ ക്ലാസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ ഫ്ലട്ടർഫ്ലൈ വന്നു, ഇമേജ് വന്നു. എവിടെ ഞാൻ ആഡ് ചെയ്തത്, കമ്പനി ലോഗോയിലാണ് ആഡ് ചെയ്തത്. അവിടെ എല്ലാം ആഡ് ചെയ്യേണ്ടത് പ്രൊഫൈലിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ സ്ഥലം മാറരുത്. നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകൂടി ഇതിനെ ഭംഗിയാക്കണം, സ്റ്റൈൽ ചെയ്യണം. അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് അതിന് ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മളുടെ ഈ കാർഡിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 20 പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. ഐ നീഡ് എ ഗ്യാപ്പ് ഹിയർ. ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെറ്റ് മീ ഹാവ് എ 20 പിക്സൽസ്. ഇതിനിടയ്ക്ക് എന്ത് വരണം, ഗ്യാപ്പ് വേണം. നിങ്ങൾക്ക് ഗ്രിഡ് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്രിഡ് നമ്മൾ മുകളിലൊക്കെ ഗ്രിഡാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചത്.
അതേപോലെ ഗ്രിഡ് ഉപയോഗിക്കാം. ഒരു 20 പിക്സൽ ഗ്യാപ്പ് വന്നു. ആൻഡ് ഈ കാർഡിന് നമ്മൾ ഇതിനകത്ത് ഇതാണ് നമ്മളുടെ എന്ത് ഡിസൈനിൽ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്നത് സെക്ഷൻ. ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ ഇതാണ് നമ്മളെ കാർഡ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് യു ക്യാൻ ഹാവ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാക്സ് വിഡ്ത്ത് നമുക്ക് കൊടുക്കാം. മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് എന്ത് മതി? 250 പിക്സൽസ് മതി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി എ സ്മോളർ കാർഡ്. പക്ഷെ നമ്മളെ കണ്ടന്റ് വലുതായതുകൊണ്ട് ദിസ് ഷുഡ് ബി എ 450. ഒന്നുകൂടി വിഡ്ത്ത് കൂട്ടിയിട്ട് നിങ്ങൾ വീതി കൂട്ടാം. ഓക്കെ, 450 ആൻഡ് ദിസ് ഷുഡ് ബി 550 ആൻഡ് കം ഹിയർ. നമുക്ക് ഒന്നുകൂടി വിഡ്ത്തിലുള്ള ഒരു കാർഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഇതിന് ഇത്രയും സൈസ് ഒന്നും വേണ്ട. ആൻഡ് ലെറ്റ് മി ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ദാറ്റ് ഷുഡ് ബി സംതിങ് സം കളർ ലൈക്ക് ദിസ്. ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു ബ്ലൂ കളർ തോന്നും, പക്ഷെ നമുക്ക് ഗ്യാപ്പ് വന്നിട്ടില്ല. ഗ്യാപ്പ് വരാത്തതിന് കാരണം എന്തുകൊണ്ടായിരിക്കും ഗ്യാപ്പ് വരാത്തത്? ഡിസ്പ്ലേ ഫ്ലക്സ് ആണ്. ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ, അവിടെയും ഗ്യാപ്പ് വന്നില്ല. വൈ? ഓക്കെ, ടെസ്റ്റിമോണിയൽ കണ്ടെയ്നറിൻ്റെ ഇടയ്ക്ക് ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ ഇതിനകത്ത് പാഡിങ് കൊടുത്തു, ഗ്യാപ്പ് പ്രോപ്പർട്ടി, or I think you can have flux. Gap. ഓക്കെ, ഞാൻ കളർ കൊടുത്ത സ്ഥലം മാറിയിട്ട് അതുകൊണ്ടായിരിക്കും. കണ്ടെയ്നർ ടെസ്റ്റിമോണിയൽ കണ്ടെയ്നറിനാണ് കളർ കൊടുത്തത്. നമുക്ക് ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ അല്ല, ഈ ടെസ്റ്റിമോണിയൽ കാർഡുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കളർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ടെസ്റ്റ് ഡോട്ട് കാർഡ് ടൈൽ കണ്ടെയ്നർ ഉണ്ട്. ടൈറ്റിൽ കണ്ടെയ്നർ എഴുതുമ്പോൾ പേര് കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ കൊടുക്കണം. നമുക്ക് കാർഡ് ടൈറ്റിൽ കണ്ടെയ്നർ ഉണ്ട്. ടൈൽ എന്നാണ് എഴുതിക്കുന്നില്ല, നമ്മൾ ടൈറ്റിൽ എന്നാണ് ആക്ച്വലി. ഞാൻ സ്പെല്ലിങ് തെറ്റി എഴുതിയാണ്. ഇതാണ് നമ്മൾ ആക്ച്വൽ കാർഡ്. അപ്പോൾ നമ്മൾ അതിനാണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റൈൽ കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്യാപ്പ് കൊടുക്കേണ്ടത്. ഗ്യാപ്പ് 10 പിക്സൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? യു ഹാവ് എ ഗ്യാപ്പ്. ഇനി നമ്മൾ അവിടെയല്ല. ഓക്കെ, കാർഡ് ഏതാ നോക്കുക. കാർഡ് എന്ന് പറയുന്നത് ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ എന്ന് പറയുന്നതിനകത്ത് ടെസ്റ്റിമോണിയൽ കാർഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ ഉണ്ട്. സോ യു ക്യാൻ കോൾ ടെസ്റ്റിമോണിയൽ -card. Paste this thing here. ഗ്യാപ്പ് നമുക്ക് ഇവിടെ വേണ്ട. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ടെസ്റ്റിമോണിയൽ കണ്ടെയ്നറിനുള്ളിൽ ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ ഗീവ് എ ഗ്യാപ്പ് 10 പിക്സൽസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പ് വന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിഡ്ത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ആളാണ്. ഇത് ടെസ്റ്റിമോണിയൽ കാർഡ്, ഇതാണ് നമ്മളുടെ ആള്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഗീവ് എ പാഡിങ് ദാറ്റ് ഷുഡ് ബി 20 പിക്സൽസ്. ഓക്കെ, ദെൻ ഇതിനു മുമ്പേ നമ്മൾ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് ഈ പാഡിങ് എന്ന് പറയുന്നത് ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ. ഓക്കെ, ആൻഡ് ഐ നീഡ് എ മാക്സ് വിഡ്ത്ത്. കം ഹിയർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു കാർഡ് വന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഇവിടെ ഈ ടൈറ്റിൽ കണ്ടെയ്നർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടൈറ്റിൽ വരുന്നത് ഇത് കാർഡ് ഈ സാധനം. കാർഡ് ടൈൽ കണ്ടെയ്നർ അല്ല, ദിസ് ഇസ് ആക്ച്വലി TITL ടൈറ്റിലാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇവിടെ മാറ്റണം. കാർഡ് ആൻഡ് ദിസ് ഷുഡ് ബി ടൈറ്റിൽ കണ്ടെയ്നർ ആൻഡ് ഫ്ലക്സ് അലൈൻ ഐറ്റം സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ആണ്. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ടെസ്റ്റിമോണിയൽ കണ്ടെയ്നർ എന്ന് പറയുന്നത് അലൈൻ ഐറ്റം സെൻറ്റർ ആണ്, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ ആണ്. ഓക്കെ, ഐ തിങ്ക് രണ്ടാമത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് മാറ്റിയിട്ടില്ല. ടൈറ്റിൽ കണ്ടെയ്നർ ആൻഡ് കം ഹിയർ TITLE. ഓക്കെ, ഒന്നുകൂടി ടാർഗറ്റ് ചെയ്യണ്ടായിരിക്കും. അതിൻ്റെ അണ്ടറിൽ വരുന്ന IMG എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ വന്നു. പക്ഷേ ഈ ഇമേജ് കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരണം. ഇവിടെ ഒരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരണം, ഈ ടൈൽ കണ്ടെയ്നർ കഴിഞ്ഞിട്ട് I need a margin bottom of 20 pixels. ഇവിടെ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനെ സ്റ്റൈൽ ചെയ്യണം, ഈ ഒരു എഴുത്തിന്. അപ്പം അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്യൂഡോ ക്ലാസ് ഒക്കെ ഉപയോഗിക്കാം. അതായത് ഇപ്പം ഇതിനകത്തുള്ള ഈ ടൈൽ കണ്ടെയ്നറിൻ്റെ അണ്ടറിൽ വരുന്ന ഡിവ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന P എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിനാണ്, ഇതല്ല, ഇത്. അതായത് നമുക്ക് വേണ്ടത് ടെസ്റ്റിമോണിയൽ കാർഡിൻ്റെ അണ്ടറിൽ വരുന്ന P എലമെൻറ്റ്. ദാറ്റ് മീൻസ് യു ക്യാൻ ഹാവ് എ ക്ലാസ് ഹിയർ, ടെസ്റ്റിമോണിയൽ -മെസ്സേജ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഈ ക്ലാസ് അതെവിടെ കിടക്കുന്ന ടെസ്റ്റിമോണിയൽ കാർഡിൻ്റെ അണ്ടറിൽ ഡോട്ട് ടെസ്റ്റിമോണിയൽ -കാർഡ്, അതിന് അണ്ടറിൽ കിടക്കുന്ന ഡോട്ട് ടെസ്റ്റിമോണിയൽ -മെസ്സേജ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ്സസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റർ ഞാൻ എന്ത് ചെയ്യാണ്, ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഗിവ് 45 pixels. ഓക്കെ, ദെൻ ഇതേ കോമ്പിനേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി എടുത്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കണ്ടു, ഇങ്ങനെ വന്നു ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ആക്ച്വലി നമുക്ക് വേണ്ടത് ആ ലെറ്റർ അല്ലല്ലോ, ഫസ്റ്റ് ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സാധനം ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പാൻ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ മെസ്സേജ്, ടെസ്റ്റ് മെസ്സേജിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു യൂസ് എ സ്പാൻ ടാഗ്. സ്പാൻ, no, this is span. അത് നമുക്ക് ആ ഒരു കൊട്ടേഷൻ മാർക്ക് ഒന്ന് ബിഗ്ഗർ ആയിട്ട് വരണം. വേറെ മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് ആഡ് ചെയ്തു. ഇതേ സാധനം നമുക്ക് എവിടെയുണ്ട്, ലാസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ആഡ് ദാറ്റ് ഹിയർ ഓൾസോ. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദിസ് അഗെയിൻ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഈ കോമ്പിനേഷൻ മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സ്പാൻ ടാഗിനെ ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫോണ്ട് സൈസ് എന്ത് ചെയ്തു, കൊടുത്തു. ദാറ്റ് ഷുഡ് ബി 45 pixel. കളർ ഷുഡ് ബി നമുക്ക് വേണ്ട കളർ നമ്മൾ ഈ കളർ ആയിക്കോട്ടെ. നൗ യു ക്യാൻ സീ ദാറ്റ് ഈസ് എ ബിഗർ വൺ. ഓക്കെ, ഇതേപോലെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇതേപോലെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ സത്യത്തിൽ നമുക്ക് ഇതല്ലാണ്ട് ഒരു രീതിയിലായിരിക്കും ഇത് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആസിറ്റീസ് അതേപോലെ വിടാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനകത്ത് കോഡ്സ് അവിടെ നിന്നോട്ടെ, ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇഫ് എനിബഡി നോസ് ഹൗ ടു മേക്ക് ദിസ് ലൈക്ക്, ഇതേപോലെ ആക്കണം. ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ആ കോഡ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാനത് അതേപോലെ ലീവ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതവിടെ ലീവ് ചെയ്തിട്ടുണ്ട്. ഇഫ് എനിബഡി നോസ് വാട്ട് ഈസ് എ ട്രിക്ക് യു ക്യാൻ കമൻറ്റ് ഇറ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം,
നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സാക്ട്ലി ഇതേപോലെ ഉണ്ടായിരിക്കും. ഐ നീഡ് ബോർഡർ റേഡിയസ്. നമ്മൾ കൊടുത്ത 10 പിക്സൽ റേഡിയസ് ആർക്ക് വേണം? ആ ബ്ലൂ കണ്ടെയ്നറിന് വേണം. ഓക്കെ, ഇയാൾക്ക് ഈ കാർഡിന് നമുക്ക് എന്ത് വേണം? ബോർഡർ റേഡിയസ് വേണം. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് give a 10 pixel radius. Okay, now you have border radius. And why it is like this? അതായത് ഇവിടെ ഇത് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക എന്ന് നോക്കാം. ഇവിടെ ദിസ് ഈസ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ വന്ന, എവിടെ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക? ഇതൊരു IMG ടാഗാണ്. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ കട്ട് ദിസ് ഔട്ട്. എന്നിട്ട് ഞാനൊരു ടിപ്പിൻ്റെ ഉള്ളിൽ എഴുതി, ടിപ്പ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. ആൻഡ് ഇതിനെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ക്ലാസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക? ബിഗ്ഗർ ഇമേജ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ സ്റ്റൈൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ക്ലാസ് പ്രൊഫൈൽ IMG ഡോട്ട് ക്ലാസ് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തത്? താഴെയല്ലേ, ഇവിടെ ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന IMG ടാഗ്. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് IMG. ഓക്കെ, ഇനി എനിക്ക് ഇതിവിടെ വേണ്ട. IMG ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഓക്കെ, പ്രൊഫൈൽ കാർഡ് ടൈലിൻ്റെ അണ്ടറിൽ വന്ന് പ്രൊഫൈൽ IMG അതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന IMG ടാഗ് എന്നാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? യു ക്യാൻ ഗിവ് എ ഹൈറ്റ് എന്ന് പറയുന്നത് 50 പിക്സൽസ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 50 പിക്സൽസ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് എ സ്ക്വയർ ഇമേജ്. Okay, and cut this from here. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിട്ട് കൊണ്ടിട്ടു. ഓക്കെ, അപ്പോഴും ഇത് ഒന്ന് കയറി ഇറങ്ങിക്കാണ് കിടക്കുന്നത്. പ്രൊഫൈൽ IMG അതിനകത്ത് എന്ത് ചെയ്തു? അതിനകത്തേക്ക് ഈ ബോർഡർ റേഡിയസ് ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇല്ലെങ്കിൽ പക്ക ഒരു സ്ക്വയർ ഇമേജ് ഇവിടെ വരും. ഓക്കെ, ഇവിടെ കുറച്ച് കയറിയിട്ടുണ്ട്, ഇമേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് that should be auto. Okay, then IMG. Object fit. Let's try to cover this thing. Okay, border radius എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു, അല്ലെങ്കിൽ റെബേക്ക പർപ്പിൾ കൊടുത്തു. യു കാൺ സീ ദാറ്റ് കളർ ബിക്കോസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ ഒന്ന് ബോർഡർ റേഡിയസ് അടിച്ചു നോക്കാം. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് 50% കൊടുത്തു. Not working, so cut this from here and I'm going to have this here. Okay, ഇപ്പോൾ നമുക്കിതൊരു സർക്കിളായിട്ട് വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കളർ കാണുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഹൊറിസോണ്ടലി എന്ത് ചെയ്തിട്ടില്ല, അലൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടൈറ്റിൽ കണ്ടെയ്നറിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്, റെഡ്. നമുക്കൊന്ന് കാണാൻ വേണ്ടിയാണ് വിഷ്വലി. ഓക്കെ, ആക്ച്വലി അത് അലൈൻഡ് ആണ് അവിടെ. ഇതിന് താഴെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ അല്ലേ, ഇതും കൂടി ചേർന്നതാണ് ആ ബോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എഴുത്ത് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. കാരണം നമുക്ക് ആ എഴുത്ത് അവിടെ വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് യു ക്യാൻ ആൾട്ടർ ദാറ്റ് P ടാഗ്. ഇതാണ് ആ P ടാഗ്. ഐ ഡോണ്ട് നീഡ് ദിസ് ഹിയർ. അത് അവിടെ നമ്മൾ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വന്നു. നൗ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി അലൈൻഡ്. മറ്റേതും അലൈൻഡ് ആയിരുന്നു, പക്ഷെ നമുക്കത് അലൈൻ അല്ലാത്ത പോലെ എന്ത് ചെയ്യും, ഫീൽ ചെയ്യുന്നതാണ്. സോ കം ഹിയർ ആൻഡ് ഐ ഡോണ്ട് നീഡ് ദ റെഡ് ഹിയർ ആൻഡ് ഐ ഡോണ്ട് നീഡ് ദ റെബേക്ക പർപ്പിൾ ഹിയർ. ഓക്കെ, നൗ
ദിസ് ഈസ് അലൈൻഡ്. ആൻഡ് ഇനി ഇതേ കാർഡാണ് ഇപ്പുറത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു കാർഡിനെ സ്റ്റൈൽ ചെയ്യാൻ മതി. ഇനി നമുക്ക് എന്ത് വേണം, അതിൻ്റെ താഴെ ആളുടെ പേര് അങ്ങനത്തെ കാര്യം വേണം. നമ്മളുടെ താഴെ കിടക്കുന്ന ഈ ഒരു ഏരിയ ഇത് നമ്മൾ ചെയ്തു. ഈ ഒരു ഏരിയ ഇതിനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ക്ലാസ് ആഡ് ചെയ്യാമല്ലോ. ആപ്പ് പാര ക്ലാസ്സിനെ ആഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കാർഡ് ഇതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന H3, ഇവിടെ ഇതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന H3 ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് I need 16 pixels. Then font weight 500 ആണ്, 800 കൊടുത്തു. Then the color എന്ന് പറയുന്നത് I need not black, പക്ഷെ എനിക്ക് എന്ത് വേണം, #333. ഓക്കെ, അപ്പോൾ നമുക്കൊരു കളറ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കൊടുത്തു, ഡെസിഗ്നേഷൻ വന്നു. I think the color should be white, that is better. ഓക്കെ, കളർ എന്ന് പറയുന്നത് വൈറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ കളർ നോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. വൈ? കാർഡ് ടൈൽ കണ്ടെയ്നറിൻ്റെ അണ്ടറിൽ, കാർഡ് ടൈൽ കണ്ടെയ്നർ അണ്ടറിൽ അല്ല അത് കിടക്കുന്നത്. അത് കിടക്കുന്നത് എവിടെയാണ്? ടെസ്റ്റിമോണിയൽ കാർഡിൻ്റെ അണ്ടറിലാണ്. ഇത് ക്ലാസ് മാറിയതാണ്. ഓക്കെ, നൗ യു ഹാവ് ജോൺ ഡോ ഹിയർ. ഇനി നമുക്ക് എന്ത് വേണം, ഡെസിഗ്നേഷൻ. അതിന് മുകളിലൊക്കെ എന്ത് വേണം, യു നീഡ് എ മാർജിൻ ടോപ്പ് ഒരു 20 pixels വേണം. അപ്പോൾ ഇവിടെ എന്ത് വരും, മാർജിൻ ടോപ്പ് വന്നു. ദെൻ താഴെ ഡെസിഗ്നേഷൻ കളറ് യു ക്യാൻ ഹാവ് സം അതർ കളർ. പി ടാഗ് ഡെസിഗ്നേഷൻ എഴുതിയേക്കുന്നത് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പി ആണ്. അപ്പോൾ ഞാൻ ഇതേ സാധനം കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പി ടാഗ് ഓപ്പൺ ചെയ്തു. കളർ ഷുഡ് ബി ഫുള്ളി വൈറ്റ് ആവണ്ട. എനിക്ക് എന്ത് ചെയ്താൽ മതി, കളർ ഷുഡ് ബി റെഡ് എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ കളർ എന്ത് ചെയ്യാം, വേറൊരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെമിക്കോളൺ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ കളറുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റി, നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ പി ടാഗും ആ കളറിലേക്ക് മാറി. സോ റിമെമ്പർ, നമുക്ക് വേണ്ടത് എന്താണ്, ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് സ്പെസിഫിക്കലി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ക്ലാസ് പാര ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെപ്പറേറ്റ് കളർ സ്റ്റൈല് വേണ്ട, ഇങ്ങനെ തന്നെ മതി. ഓക്കെ, ആൻഡ് ഇതേപോലത്തെ കാർഡാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പുറത്തും ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലത്തെ ഏതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇതാണോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഒന്നുകൂടി പേസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ വരിക നോക്കാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഇവിടെ 2 കാർഡ് വന്നു. ആ നടുക്കുള്ള ആൾ നമുക്ക് എന്ത് വേണ്ട, ഈ നടുക്കുള്ള ആളാണ് നമ്മളുടെ എന്ത്, ഇതിനകത്ത് സ്റ്റൈൽ ചെയ്യാത്ത ആൾ. സോ റിമൂവ് ദാറ്റ് കാർഡ്. നമുക്ക് ഇവിടെ ഈക്വലി ഒരേപോലത്തെ 2 കാർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇവിടെ മാക്സ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിഡ്ത്തിലൊക്കെ വന്നേക്കുന്നത്. ആൻഡ് കാർഡ് എടുക്കുക. കാർഡിനകത്ത് ദിസ് തിങ് ഐ നീഡ് 450. ഓക്കെ, ഒന്ന് ചെറുതാക്കി. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് 400. ഓക്കെ, ചെറിയ കാർഡ്സ് മതി. ഇതേപോലത്തെ കുറച്ച് കാർഡ് കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്തിടാം. 1 ആൻഡ് യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ് 3 കാർഡ്സ്. നമുക്ക് 3 കാർഡ്സ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സെക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മൾ ആ ഡിസൈനിൽ കണ്ട പോലെ തന്നെയാണ്. ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായത് ഒരു ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാം. സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി എന്ത് ചെയ്താണ്, ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയാണ്. ആക്ച്വലി നമ്മൾ ഡിസൈൻ തരുമ്പോൾ അങ്ങനെ എളുപ്പപ്പണി ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഇത് എക്സാക്ട് ഡിസൈൻ റെപ്ലിക്കേറ്റ് ചെയ്യാനല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ കൺസെപ്റ്റുകൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ഡിസൈൻസും പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നൈസ് ലുക്ക് ആൻഡ് ഫീൽ, അതായത് വലിയ ആഡംബരങ്ങളൊന്നുമില്ല, എന്നാൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡിസൈൻ എടുക്കുക. ഡിസൈൻ വന്നിട്ട് ഇതാണ് നമ്മൾ ചെയ്തത്. ആൻഡ് വി ഹാവ് സം അതർ തിങ് ഹിയർ. ആൻഡ് ഇതെല്ലാം സെയിം കണ്ടന്റ് ആണ്. സെയിം റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഫ്ലട്ടർഫ്ലൈ, ചൂസ് എ ബെസ്റ്റ് കോഴ്സസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് തിങ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഇസ് കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ ഏരിയ ആണ്.
വി ആർ ഹിയർ ടു മേക്ക് യുവർ കരിയർ ഓസം എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ ടു ആക്ഷൻ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൾ ടു ആക്ഷൻ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബട്ടൺ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു CTA ക്രിയേറ്റ് ചെയ്യണം, കോൾ ടു ആക്ഷൻ ഏരിയ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഓപ്പൺ അനദർ സെക്ഷൻ ഹിയർ, സെക്ഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി, ഇതൊക്കെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ വെച്ച് ചെയ്യാം കേട്ടോ, സെമാൻറ്റിക് ടാഗ് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എല്ലാതും കാണിക്കാൻ വേണ്ടി നമ്മൾ ആർട്ടിക്കിൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഡിവ് വെച്ച് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ക്ലാസ്. ബട്ട് പ്രിഫറബിളി ആർട്ടിക്കിൾ ആണ് ബെറ്റർ. ദെൻ ക്ലാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇവിടുത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, യു ക്യാൻ ഹാവ് സീറ്റ് സെക്ഷൻ -CTA എന്ന് കൊടുത്തു, കോൾ ടു ആക്ഷൻ. ദെൻ ഇതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഇതിൻ്റെ അണ്ടറിൽ എനിക്കുള്ളത് എന്തായിരിക്കും ഉള്ളത്, ഇവിടെ ഒന്ന് നോക്കി. ഇവിടെ നമുക്കുള്ളത് നമ്മൾ ഡിസൈനിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തായിരിക്കും, ഒരു ബോക്സ്, അതിനകത്തൊരു ടെക്സ്റ്റ്, ഒരു ബട്ടൺ, വെരി സിമ്പിൾ. ആ ബട്ടൺ പക്ഷേ ബട്ടൺ എന്തുണ്ട്, ബട്ടൺ കസ്റ്റമൈസ്ഡ് ആണ്, അതിനകത്തൊരു വാട്സപ്പിൻ്റെ ഐക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരു H1 ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്, ആപ്പ് ഹെഡിങ് ആഡ് ചെയ്തു. ഓക്കെ, ആപ്പ് ഹെഡിങ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വി ആർ ഹിയർ ടു മേക്ക് യുവർ കരിയർ ഓസം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, വി ആർ ഹിയർ ടു മേക്ക് യുവർ കരിയർ ഓസം. ഓസം സ്പെല്ലിംഗ്, sometimes I forgot awesome spelling, AWE awesome. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി വി ആർ ഹിയർ ടു മേക്ക് യുവർ കരിയർ ഓസം എന്ന് കാണാം. ഇനി ഇതിൻ്റെ താഴെ എന്തുണ്ടായിരിക്കും, ഇതിൻ്റെ താഴെ നമ്മുടെ ഡിസൈനിൽ എന്തുണ്ട്, വി ഹാവ് എ ബട്ടൺ ആൻഡ് ഐ നീഡ് ദിസ് ടു ബി ഇൻ 2 ലൈൻ. 2 ലൈനിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തായിരിക്കും ഇവിടെ 2 ലൈനിലുള്ളത് നോക്കി, 2 ലൈനിലുള്ളത് കരിയർ ഓസം എന്നുള്ളത് 2 ലൈനിലാണ്. അപ്പോൾ യു ക്യാൻ ഹാവ് എ ബി ആർ ഹിയർ. Okay, now it is in 2 line. Okay, and we will do some other tweaks here. ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, I'm going to have an A tag here. ഒരു A tag വേണം. ആ A tagനകത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ A tagനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളുടെ ക്ലാസ് ആഡ് ചെയ്യാൻ പോവാണ്. ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെ കൊടുത്തു, ബട്ടൺ കൊടുത്തു, ബട്ടൺ കൊടുത്തു. or you can have some other thing. എനിക്കൊരു div ആഡ് ചെയ്യാം, div തന്നെ ആയിക്കോട്ടെ, div ആഡ് ചെയ്തു. നമുക്ക് ഓൾറെഡി ബട്ടൺ ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ബട്ടൺ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ആഡ് ചെയ്തു, ബട്ടൺ -primary ആഡ് ചെയ്തു. നമുക്ക് റെഡ് ബട്ടൺ ആവേണ്ടത്, ബട്ടൺ -primary ആഡ് ചെയ്തു. ഇതിൻ്റെ നടുക്ക് എന്ത് വരണം, എനിക്ക് ഒരു ഐ ടാഗ് വേണം. ഐ ടാഗ് ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരിക്കും, നമുക്ക് വേണ്ടത് ഞാൻ ഇത് മാറ്റാം. ഈ ഒരു ഐ ടാഗ് വന്നു, അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും വന്നിട്ടുണ്ടാവും, നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, ജോയിൻ അസ് ടുഡേ എന്നുള്ളത്, ദർ ഇസ് നോ ഐക്കൺ ഹിയർ. ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് വേണ്ടത് അങ്ങനെയല്ല, എനിക്ക് വേണ്ടത് ലെറ്റ് മീ റൈറ്റ് വാട്സപ്പ് ഐക്കൺ വേണം. ഓക്കെ, പിന്നെ എന്തായിരിക്കും വേണ്ടി വരിക, എനിക്ക് വാട്സപ്പ് ഐക്കൺ വേണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വരണം, ഐ നീഡ് സംതിങ് ലൈക്ക്, ഇനിയൊരു H3 വേണം. അതിനകത്ത് എന്ത് വേണം, കോണ്ടാക്ട് എന്ന് വേണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക നോക്കാം. ഇവിടെ എന്ത് വന്നു, ഇങ്ങനെ വന്നു. ഇവിടെ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ദർ ഇസ് നോ വാട്സപ്പ് ഐക്കൺ അപ്പിയർഡ് ഹിയർ. എവിടെ നിന്നാണ് വന്നത്, FA എന്നാണ് വന്നത്. FA എന്നല്ല നമുക്ക് വേണ്ടത് ബോക്സ് ഐക്കൺ എന്നാണ്. അപ്പോൾ ഗോ ആൻഡ് ടേക്ക് ദ ബോക്സ് ഐക്കൺ ഹിയർ. ബോക്സ് ഐക്കണിൽ പോയിട്ട് നമുക്ക് വാട്സപ്പ് ഐക്കൺസ് എടുക്കാം. ഓക്കെ, എല്ലാം ബോക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BX എന്നുള്ള ക്ലാസ് എന്നായിരിക്കും. സോ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഐക്കൺ കിട്ടും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഫോണ്ട് ഗോ ബാക്ക്. ഓക്കെ, ഇവിടെ വന്നിട്ട് വാട്സപ്പ് എടുത്തു, ഫോണ്ട് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്തു. ദാറ്റ് ഈസ് ബോക്സ് BXL എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐക്കൺ വന്നിരിക്കുന്നത്. നമ്മൾ ഫോണ്ട് ഓസം പാക്കേജ് കിറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വരാത്തത്. സോ ഐ തിങ്ക് ഡോണ്ട് നീഡ് ടു ഐ ടാഗ്സ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, യു ക്യാൻ സി എ വാട്സപ്പ് ഐക്കൺ ഹിയർ. ഓക്കെ, നൗ യു നീഡ് ടു കസ്റ്റമൈസ് ദിസ് തിങ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ സെക്ഷൻ CTA എടുക്കുക, ഈ സാധനം. ഓക്കെ, ഈ ക്ലാസ്
ഈ ക്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് സെക്ഷൻ CTA ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഓക്കെ, അലൈൻ ഐറ്റംസ് ഞാൻ സെൻറ്റർ ചെയ്തു, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ചെയ്തു. ഓക്കെ, ആൻഡ് ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത് ഞാൻ സെൻറ്റർ കൊടുത്തു. അപ്പോൾ എന്ത് വരും, now you can see something like this, and I need flux direction column. Flux direction എന്ന് പറയുന്നത് കോളം. ഓക്കെ, കം ഹിയർ. അപ്പോൾ നമുക്ക് എന്ത് കാണാം, താഴെ കാണാം. ഇനി ഈ ഒരാളെ സ്റ്റൈൽ ചെയ്യണം. അത് എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, ഈ സെക്ഷൻ്റെ അണ്ടറിലുള്ള ഡോട്ട് സെക്ഷൻ CTയുടെ അണ്ടറിലുള്ള ഒരു ഡിവ് ഉണ്ട്. അതിൻ്റെ പേര് ഓക്കെ ഡിവ് തന്നെ എടുക്കാം. ഈ ഡിവ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഐ ക്യാൻ ഹാവ് ഫ്ലക്സ്. ഓക്കെ, അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്ററാണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഓക്കെ, ഇവിടെ എന്താ വരിക നോക്കാം. നൗ യു ക്യാൻ സി ആ ബട്ടൺ ഇതേപോലെ വന്നു. ഇനി വേണ്ടത് നമുക്ക് ആ ഐ ടാഗിനെ എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഡോട്ട് സെക്ഷൻ്റെ അണ്ടറിൽ CTയുടെ അണ്ടറിൽ വരുന്ന ഡിവിൻ്റെ അണ്ടറിൽ വരുന്ന ഐ ടാഗ്. ഓക്കെ, അതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ലെറ്റ് മീ ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ടു 24 pixels. Now I have a bigger icon and I need a gap. Margin right എന്ന് പറയുന്നത് 10 pixels കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും, യു ഹാവ് എ ഗ്യാപ്പ്. ഓക്കെ, ഇനി നമ്മളുടെ ഓൾ സെക്ഷൻ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ചെറിയൊരു ഷാഡോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് കളേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു എൻറ്റയർ തിങ്ങിനെയാണ് നമ്മളിപ്പോൾ സ്റ്റൈൽ ചെയ്തേക്കുന്നത്, ഈ സാധനത്തെ, ഈ സെക്ഷന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിന് ഒരു സെപ്പറേറ്റ് കളറിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്യണം, ഇതിനുള്ളിൽ കൊണ്ടിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് നിങ്ങൾക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസിൻ്റെ പേര് CTA ഡിബ് എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് യു ക്യാൻ സ്റ്റൈൽ ദാറ്റ് ക്ലാസ് ഹിയർ. ഇതൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. CTA-div. ഓക്കെ, ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കളർ. ലെറ്റ് മീ ഗീവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഓക്കെ, now come here, you can have a red color here. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് പാഡിങ് കൊടുക്കണം. പാഡിങ് എന്ന് പറയുന്നത് എനിക്ക് ടോപ്പിൽ ഒരു 30 പിക്സൽസും ടോപ്പ് ബോട്ടം, ലെഫ്റ്റ് റൈറ്റ് എനിക്കൊരു 40 പിക്സൽസും ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒന്നുകൂടി ഒന്നും വരും. ഓക്കെ, ഇതേപോലെ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്, ഈ CTA ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ CTA ഡിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, താഴെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ CTA ഡിപ്പിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊന്നുകൂടി കോപ്പി ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ഇതേപോലെ തിരിച്ചു വരും. ഓക്കെ, ആൻഡ് യു ക്യാൻ സ്പെസിഫൈ വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഐ നീഡ് 80% വിഡ്ത്ത്. നൗ യു ഹാവ് എ ബിഗർ ബാനർ ഹിയർ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ബിഗർ ബോക്സ് കിട്ടും ഇതേപോലെ. ഈ ബോക്സിൻ്റെ കളർ ഇത് കൊടുക്കരുത്, കളർ വേറെ എന്തെങ്കിലും കളർ കൊടുക്കണം. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് var -hyphen and let me have this color. Okay, and that color isn't coming. Why? I forgot to add a semicolon here. Okay, put a semicolon. Now come here. You can see something like this, and I need the color and border radius on. Border radius curve-ലാണ് നമ്മളെല്ലാം പോകുന്നത്. അപ്പോൾ border radius 10 pixel ആണ് നമ്മൾ ചെയ്തത്. 10 pixel മേലെ ഡിഫൈൻ ചെയ്യാം. 10 pixel പോയി. അപ്പോൾ നിങ്ങൾക്ക് 10 pixel വന്നു. ഇനി എനിക്ക് വേണ്ടത് ഈ കളറ്, ഈ ബ്ലാക്ക് ഓക്കെ ആണ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഡിസൈനിൽ എന്താ കളർ നോക്കുക, ഡിസൈനിൽ കളർ ബ്ലാക്ക് തന്നെയാണ്, പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് നമ്മൾ ഇതിന്റെ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ബാക്കിയെല്ലാം റെപ്പിറ്റേറ്റീവ് സെക്ഷൻസ് ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാത്തത്, പിന്നെ ക്രിയേറ്റ് ചെയ്യാത്തത്, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യമുള്ളൂ. ഇനിയുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഫൂട്ടർ ബിൽഡ് ചെയ്യണം. ഫൂട്ടർ ലാസ്റ്റ് നമ്മളുടെ ഈ പറയുന്ന ഫൂട്ടർ. അപ്പോൾ നിങ്ങൾക്കൊരു സെമാൻറ്റിക് ടാഗ് ഉണ്ട്, അതിൻ്റെ പേര് ഫൂട്ടർ എന്നാണ്. ഫൂട്ടർ എന്നുള്ള ടാഗ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമ്മളുടെ ഫൂട്ടർ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് നോക്കുക. ഒരു കോളം ഇത്, ദെൻ ഇത് വേറെ കോളം, വേറൊരു കോളം, ഓക്കെ വേറൊരു കോളം. നിങ്ങൾക്ക് ഇത് മൊത്തത്തിലൊരു ബോക്സ്. ഞാനിതൊന്ന് പെയിന്റിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഓക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ.
ഒന്നുകൂടി കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഏരിയയിൽ നമുക്ക് വേണ്ടത് ക്രോപ്പ് അല്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും? ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മളുടെ ആദ്യത്തെ കോളം. ഓക്കെ, അതിന് മുമ്പേ വേറൊരു കാര്യമുണ്ട്. ഇത് മൊത്തത്തിൽ എന്താണ് കിടക്കുന്നത്? ഒരു സെക്ഷനിലാണ് ഇങ്ങനെ ലൈക്ക് ദിസ്. ഇത് വേറെ ഒരു ഏരിയ. അപ്പൊ രണ്ട് ഐറ്റം എന്തുണ്ട് ഈ ഫൂട്ടർ ഏരിയയിലുണ്ട്. അതിന്റെ ടോപ്പിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1, 2, 3, 4, then you can have the 5. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് വിഡ്ത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ രണ്ട് കളറിലൊക്കെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഇതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ ഫൂട്ടറിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് വേണ്ടത് ആ ഫൂട്ടർ ഒന്ന് ആഡ് ചെയ്യണം. നമ്മുടെ ഡിസൈനിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഫൂട്ടർ ആക്ച്വലി ഫുൾ വിഡ്ത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മെയിൻ സെക്ഷൻ്റെ പുറത്താണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഫൂട്ടറിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. യു ഹാവ് എ സെമാൻറ്റിക് ടാഗ് കോൾഡ് ഫൂട്ടർ. Then I'm going to have an h1 inside this thing. This is footer. Okay, take a look at this thing. Okay, നമുക്ക് ഇവിടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൂട്ടർ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ ആക്ച്വലി നമ്മുടെ കോഡിൽ ഉണ്ടായിരുന്നത് നമ്മളെ മെയിൻ എന്ന് പറയുന്നതിൻ്റെ ഹൈറ്റ് നമ്മളിവിടെ കൊടുത്തിരുന്നു. ആൻഡ് ലെറ്റ് മീ ഹാവ് ദിസ് തിങ് ഈസ് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ കോഡിനകത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഹൈറ്റ് ഞാൻ 100 VH എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഫൂട്ടർ അവിടെ വിസിബിൾ ആയിരിക്കില്ല. ഫൂട്ടർ മേ ബി ഇവിടെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഒരു പൊസിഷൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഫൂട്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം? കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ വന്നിട്ട് നമ്മൾ ഫൂട്ടർ ടാഗിനെ ടാർഗറ്റ് ചെയ്തിട്ട് സ്റ്റൈൽ എഴുതുകയാണ്. ഓക്കെ, നമുക്കതിന് കുറച്ചേറെ കാര്യങ്ങൾ അതിന് ചെയ്യാനുണ്ട്. ഫൂട്ടർ എന്ന് എഴുതി. ഓക്കെ, ഫൂട്ടറിൽ സ്റ്റൈൽ എഴുതാൻ വേണ്ടി വിഡ്ത്ത് നമുക്ക് 100% വേണം. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ഐ നീഡ് എ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഹാവ് ഡിഗ്രി. ലീനിയർ ഗ്രേഡിയൻ്റ് നമുക്കറിയാമല്ലോ. ലീനിയർ ഗ്രേഡിയൻസ് രണ്ട് കളർ നമുക്ക് മിക്സ് ചെയ്യാം. ഏത് ആംഗിളിൽ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ആ ലീനിയർ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് വേണം? ഐ നീഡ് എ കളർ. ഓക്കെ, കളർ അതിൽ ടെക്സ്റ്റ് കളറാണ്. നമുക്ക് അതിൽ വരുന്ന ടെക്സ്റ്റ് നമുക്ക് വൈറ്റ് ആണ് കളർ വേണ്ടത്. ഓക്കെ, ആൻഡ് ഗിവ് എ പാഡിങ്. പാഡിങ് എനിക്കൊരു 20 pixels പാഡിങ് വേണം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ബോത്ത്. ഓക്കെ, this is actually ensure that ഈ ഫൂട്ടർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നോൺ ഫ്ലോട്ടഡ് എലമെന്റ്സിന്റെയും ഫ്ലോട്ടഡ് എലമെന്റ്സിന്റെയും എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഈ ഫൂട്ടർ ഇവിടെ വരുന്നതെന്ന് എഴുതാൻ വേണ്ടി നമ്മൾ ക്ലിയർ പ്രോപ്പർട്ടി ഉപയോഗിച്ചത്. ഇൻഡിക്കേറ്റ്സ് വിച്ച് സൈഡ് ഓഫ് എൻ എലമെന്റ്സ് ബോക്സ് മെ നോട്ട് ബി അഡ്ജസന്റ് ടു ഏർലിയർ ഫ്ലോട്ടിംഗ് ബോക്സ്. തൊട്ട് മുകളിലുണ്ടായിരുന്ന ഫ്ലോട്ടിംഗ് ബോക്സുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ക്ലിയർ എന്നുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന നമ്മൾ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഇവിടെ ഒരു എന്ത് വന്നു? നമുക്കിവിടെ ഒരു ഫൂട്ടർ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളുടെ കണ്ടന്റിന്റെ പുറത്തുകൂടി ആയിരിക്കും ഇത് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കണം? നമുക്കിതിലൊരു മാർജിൻ അങ്ങനത്തെ പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ സംതിങ് കോൾഡ് മാർജിൻ. നമ്മുടെ മെയിനിൽ വന്നിട്ട് മെയിനിന് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതാം. മെയിനിൽ വന്നിട്ട് നമുക്ക് നോക്കാം. മാർജിൻ ബോട്ടം നമ്മൾ 20 pixels കൊടുത്തിട്ടുണ്ട്. മാർജിൻ ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൂട്ടറിൻ്റെ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തു, 100% സെറ്റ് ചെയ്തു. ദെൻ പിന്നുള്ളത് പാഡിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് അലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഫൂട്ടർ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്? ഫൂട്ടർ നമ്മൾ ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് ആൻഡ് റൺ ഇറ്റ് അഗൈൻ. ഓക്കെ, ക്ലോസ് ആയിപ്പോയി. നമ്മൾ ഫൂട്ടർ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫൂട്ടർ ഇതാണ് നമ്മളുടെ റൈറ്റ് നൗ നമ്മളുടെ ഫൂട്ടർ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പിയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചത് ഒരു പഴയ വിൻഡോ ആയിരുന്നു. ഓക്കെ, ഫൂട്ടർ ഇവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം?
നമ്മൾ ഗ്രേഡിയൻ കളേഴ്സ് ഒന്നും കൊടുക്കണം. അങ്ങനത്തെ കളേഴ്സൊക്കെ കൊടുത്തിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലീനിയർ ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ ഗ്രേഡിയൻറ്റ് നമുക്കറിയാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലീനിയർ ഗ്രേഡിയൻറ്റിനെ കോൾ ചെയ്തു. എന്നിട്ട് നമുക്കൊരു ഐ നീഡ് സം വാല്യൂ ഇൻ ഡിഗ്രി 135 ഡിഗ്രി എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, 2 കളർ ആഡ് ചെയ്തു. ഓക്കെ, യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇവിടെ കളേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ 2 കളർ ആഡ് ചെയ്തേക്കും. നമുക്ക് റെഡും ദെൻ നമ്മളൊരു ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തൊരു കളർ. ഇതാണ് നമ്മളുടെ എന്ത് ആക്ച്വലി നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് മീ ഹാവ് എ ഹൈറ്റ് ഫോർ ദിസ്. ഹൈറ്റ് എന്ന് പറയുന്നത് I need this to be in 40 VH height. Okay, I now have a bigger box here. Okay, and this is what I think we need. Okay, ഒരു ബിഗർ ബോക്സ് ഇവിടെ വന്നു. ഇനി ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ഈ റെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഡാർക്കർ ആക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി ഡാർക്ക് ആക്കി, അല്ലെങ്കിൽ മറ്റേത് ഒരു പ്യുവർ റെഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിസൈനിൽ നമുക്ക് ലെറ്റ് മീ ടേക്ക് ദ ഡിസൈൻ. നമ്മൾ ഡിസൈൻ നമുക്കൊന്ന് എടുക്കാം. ആക്ച്വലി ഇതാണ് നമ്മളുടെ ഫിഗ്മ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇതാണ് നമ്മളുടെ നമ്മളുടെ ഫൂട്ടർ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇതിനെ നമ്മൾ എത്ര ഗ്രിഡായിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാണ്. മുകളിലൊരു ഡിബ്, താഴൊരു ഡിബ്, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫൂട്ടറിനെ വന്നിട്ട് 2 ഡിവായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫൂട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഗ്രിഡ്. ഓക്കെ, ആൻഡ് ഗ്രിഡ് കോളം ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്, ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത് വി നീഡ് ആക്ച്വലി നമുക്ക് വേണ്ടത് എത്ര കോളംസ് വേണം നോക്കുക. ഇവിടെ വന്ന് നോക്കുക, 1 2 3 4 5 കോളംസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ മൊത്തം ഗ്രിഡിനെ അല്ല നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വേറെയും എന്തുണ്ട്, ഒരു ഡിവ് എഴുതിയിട്ട് ആ ഡിവിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ലേഔട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഡിവ് എഴുതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് എ ക്ലാസ് ദാറ്റ് ഈസ് ഫൂട്ടർ. ടോപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു, അതൊരു ഡിവ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഡിവ് ക്ലാസ് ഫൂട്ടർ ബോട്ടം എന്ന് വേണ്ട വേറെ ഡിവ് എഴുതി. ഈ ഡിവിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഗ്രിഡായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനെ ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഗ്രിഡ്. ആൻഡ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത് ആക്ച്വലി വി നീഡ് റിപ്പീറ്റ് 5 കോളംസ് ആക്കണം. എല്ലാം ഈക്വൽ 1 FR കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ റൈറ്റ് നൗ നമ്മളുടെ ഡിവ്. ഇനി ഈ ഡിവിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഡിവിഷൻ എടുക്കുക. അതിനകത്ത് എന്തുണ്ട്, ആക്ച്വലി വി ഹാവ് അവർ ലോഗോ ദെൻ എ ടെക്സ്റ്റ്, ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിവ് വേറൊരു ഡിവ് എഴുതി. അതിനകത്ത് എന്ത് ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ലോഗോ കൊടുക്കാം. ദെൻ യു ക്യാൻ ഹാവ് എ പി ഹിയർ. ഓക്കെ, ഒരു ടെക്സ്റ്റും പാസ് ചെയ്തു. ഇത് നമുക്ക് ലോഗോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് IMG ടാഗിന് ഉപയോഗിക്കാം, ./IMG ആൻഡ് ഐ നീഡ് ദാറ്റ് logo.svg. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ലോഗോ. ദെൻ നമ്മളുടെ ഔട്ട്പുട്ടിൽ വന്നാൽ നമുക്ക് എന്ത് കാണാൻ പറ്റണം, ഔട്ട്പുട്ടിൽ ഇതല്ല നമ്മൾ ഔട്ട്പുട്ട്. ഞാൻ റണ്ടർ ചെയ്ത വിൻഡോ മാറിയതാണ്. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. പക്ഷേ ആക്ച്വലി നമുക്ക് ഇതൊരു വൈറ്റ് കളറിലാണ് ഇവിടെ. ലെറ്റ് മീ ചേഞ്ച് ദാറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു കളറൊക്കെ ഒന്ന് മാറ്റണം. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, റൈറ്റ് സൈഡിൽ വേറൊരു ഡിവ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അടുത്തൊരു ഡിവ് എഴുതി, ഇതിൻ്റെ അവിടെ ഡിവ്. ഓക്കെ, ആൻഡ് ഇവിടെ ദിസ് ഷുഡ് ബി ക്ലാസ് footer-branding ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഡിവിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി footer-courses ആണ്. or you can have footer links. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണം, വി നീഡ് എ UL. അതിൻ്റെ അണ്ടറിൽ LI. ഓക്കെ, ദെൻ എ ടാഗ്. ഇവിടെ എന്ത് വേണം, ആൻഡ് വി നീഡ് ആക്ച്വലി Flutter. And
തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്തിട്ട് സെയിം കണ്ടന്റ് ആണ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെഡിങ് വേണം. ദാറ്റ് ഷുഡ് ബി എൻ H3 കോഴ്സസ് എന്ന് കൊടുത്തു. ആൻഡ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നോ യു ഹാവ് കോഴ്സസ് ഹിയർ. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, കോഴ്സസ് വന്നിട്ടുണ്ട്. നമ്മളിതിനെ കസ്റ്റമൈസ് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റ് നൗ നമ്മൾ സ്റ്റൈലൊന്നും എഴുതിയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ പുറത്ത് അടുത്തതുള്ളത് എന്ത്, സർവീസസ് ആണ്. ആൻഡ് വാട്ട് സർവീസസ് വി ആർ ഓഫറിങ്. ഓക്കെ, സോ യു നീഡ് സെയിം ഇതേപോലെ ഞാനിത് എക്സാക്ട്ലി ഈ ഡിബ് ഒന്നുകൂടി കോപ്പി ചെയ്തു. ഈ ഒരു സെക്ഷൻ ഇത് കോപ്പി ചെയ്തിട്ട് എവിടെ പേസ്റ്റ് ചെയ്യണം, ഫൂട്ടർ ടോപ്പിൽ, ഈ ടോപ്പ് ക്ലാസിൻ്റെ ഉള്ളിൽ, ടോപ്പ് ക്ലാസ് എവിടെ ക്ലോസ് ചെയ്യുന്നത്, ഓക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടി പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, ഒന്നുകൂടി വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തേക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ വന്നത്. ഓക്കെ, then this should be footer links services ആണ്, services. So this should be services. Okay, and ഇവിടെ നമുക്ക് കുറച്ച് സർവീസ് ആഡ് ചെയ്യാം. വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, mobile app development, and some other thing. What are the other things? ഇവിടെ വന്നിട്ട് academic project support. No, type ചെയ്ത് വന്നില്ല. academic project support. Okay, and project spelling തെറ്റി, project. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഇവിടെ സർവീസസും വന്നു. ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ ഇനി എന്തൊക്കെയുള്ളത് നോക്കുക. ഇനിയുള്ളത് എന്തായിരിക്കും, കമ്പനി ഉണ്ട്, അബൌട്ട് ദ കമ്പനി ആൻഡ് ഹെൽപ്പ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സാധനം കോപ്പി ചെയ്യാം, ഫൂട്ടർ ലിങ്ക്സ്. ഓക്കെ, ആൻഡ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കണം. ഇത് ക്ലോസ് ചെയ്യുന്നത്, ഇതാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട്, ഫൂട്ടർ ലിങ്ക്സിൽ അബൌട്ട് ആണ്. ദെൻ ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് അബൌട്ട് കമ്പനി, ടൈപ്പ് കമ്പനി. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് വേണം, അബൌട്ട്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു ഹാവ് കരിയർ, കോണ്ടാക്ടേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, യു നീഡ് കരിയർ. ആൻഡ് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യുക ആൻഡ് കോണ്ടാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോക്കിയാൽ എന്ത് കാണും, എഗെയിൻ ഒരു സെക്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ ഒന്നുകൂടി ഉണ്ട്. ആൻഡ് അത് നമുക്ക് എന്ത് വേണം, ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ദിസ് തിങ്, ഇത് കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് വൺ നമുക്ക് വേണ്ടത് എന്താണ്, ആൻഡ് ഹെൽപ്പ്, FAQ ഹെൽപ്പ് മെനു ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യു നീഡ് ടു മേക്ക് ദിസ് ഫൂട്ടർ ലിങ്ക്സ്, ഇത് നോക്കണം, താഴെ ആയിരിക്കും ഫൂട്ടർ ലിങ്ക്സ് എബൌട്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത്. ആൻഡ് ദിസ് ഷുഡ് ബി ഫൂട്ടർ ലിങ്ക്സിലെ ഹെൽപ്പാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു ഹെഡിങ് വേണം, ദാറ്റ് ഈസ് ഹെൽപ്പ് എന്നുള്ള ഹെഡിങ് വേണം. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, FAQ എന്ന് കൊടുത്തു. ദെൻ യോ help and support. Okay, I need two things here. Okay, that's it. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇവിടെ അത് വൈറ്റ് കളർ അല്ലാത്തതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ഡിബിനെ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇനി അതിൻ്റെ ബോട്ടം ഡിബ് ഉണ്ട്. ബോട്ടം ഡിബിനകത്ത് ആക്ച്വലി നമ്മളെ ഡിസൈനിലുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന് ഈ പറയുന്ന ഒരു ടെക്സ്റ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ്, അതായത് ഒരു അഡ്രസ്സ് പോലെ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടെ ഈ ബോട്ടത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, യു നീഡ് സം ഒരു P ടാഗ് വേണം. അതിനുള്ളിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് വേണം. ഓക്കെ, ലെറ്റ് മീ കോപ്പി ദിസ് കണ്ടന്റ്. സോറി, ഞാൻ ഈ കണ്ടന്റ് എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്കൊരു ഐ ടാഗ് ആഡ് ചെയ്യാം. ഓക്കെ, ആ ഐ ടാഗ് നമുക്ക് ബോക്സ് ഐക്കണിൽ നിന്ന് എടുക്കാം. ഒരു ഹാർട്ട് സിമ്പിൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ബോക്സ് ഐക്കണിൽ പോയിട്ട് നമുക്കൊരു ഹാർട്ട് സിമ്പിൾ എടുക്കാം. ഓക്കെ, ഹാർട്ട്.
ആൻഡ് നമുക്ക് ഫില്ല് ചെയ്ത ഹാർട്ടാണ് വേണ്ടത്. ഒരു ഹാർട്ട് സിമ്പിൾ എടുത്തു, അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ഐ ടാഗിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക നോക്കാം. നമ്മൾ ഔട്ട്പുട്ടിൽ നൗ യു ഹാവ് എ ഹാർട്ട് സിമ്പിൾ ഹിയർ. ഇവിടെ കണ്ടോ ഒരു ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഇനി എന്ത് വേണം, ഐ നീഡ് എ പി ടാഗ് അഗെയിൻ. ആ പി ടാഗിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ആക്ച്വലി അവർ അഡ്രസ് ആയിരിക്കും അതിൽ കണ്ടന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈനിൽ ദിസ് എ ഡിസൈൻ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പി ദിസ് തിങ്, ഇത് കോപ്പി ചെയ്തിട്ട് കോഡിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, നമ്മളുടെ ഔട്ട്പുട്ടിൽ അതിൻ്റെ താഴെ ആയിരിക്കും വരിക. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ഫ്ലക്സ് ചെയ്യിക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ആക്ച്വലി എന്ത് നമ്മളുടെ ഫൂട്ടർ എന്ന് പറയുന്നത്. ഈ ഫൂട്ടറിനെ നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്യണം. അതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ആ ലോഗോ ഒന്ന് എന്ത് ചെയ്യണം, ഒരു വൈറ്റ് കളർ ഇമേജ് നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഉള്ളൊരു ഫിഗ്മയിൽ വന്നിട്ട് ഓൾറെഡി ഉള്ളതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം, SVG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് മേക്ക് ദിസ് ടു എൻ SVG. ഓക്കെ, ആൻഡ് ഞാനത് എക്സ്പോർട്ട് ചെയ്തു, ഷോ ഇൻ ഫോൾഡർ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഷോ ഇൻ ഫോൾഡർ ആൻഡ് കോപ്പി ദാസ് SVG and or you can drag and drop it. ഇതാണ് നമ്മളുടെ SVG ഉള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ IMG ഫോൾഡറിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ്സിൽ വന്നിട്ട് ജസ്റ്റ് സിംപ്ലി ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് റീനെയിം ദിസ് തിങ്, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ലോഗോ _white. ഓക്കെ, ക്ലോസ് ദിസ്. എന്നിട്ട് നമ്മൾ ഈ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ലോഗോ എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി ലോഗോ _white. ഓക്കെ, നൗ കം ഹിയർ, യു ഹാവ് ദ വൈറ്റ് ലോഗോ. ഓക്കെ, ഇതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ടോപ്പ് ഡിവിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫ്ലക്സ് ചെയ്യിച്ചിട്ടൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ഫ്ലക്സ് അല്ല, നമ്മൾ ഫ്ലക്സ് ചെയ്യിച്ചിട്ട് അതിന് കോളം ഗ്രിഡ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഗ്രിഡ് ഇതാണ്. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത് നമ്മുടെ ഡിസൈനാണ്, നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, സോ നമുക്ക് അതിനെ സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഫൂട്ടർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് ചെയ്ത് അലൈൻ ഐറ്റംസ് നമുക്ക് കൊടുക്കാം. അലൈൻ ഐറ്റംസ്, that should be center. Okay, then justify content എന്ന് പറയുന്നത് and space between. അലൈൻ ഐറ്റംസ് നമുക്ക് സ്റ്റാർട്ട് പോരെ, കാരണം സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഇതിൽ ടോപ്പിലാണ് നമുക്ക് വേണ്ടത്. ആൻഡ് സെൻറ്റർ കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, താഴത്തേക്ക് സെൻറ്ററിലേക്ക് ഇറങ്ങും. ഓക്കെ, നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഐ നീഡ് കുറച്ചുകൂടി പാഡിങ് കൊടുക്കാം, ഒരു 30 പിക്സൽ പാഡിങ് ആക്കാം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ ഒന്നുകൂടി എന്ത് ചെയ്യും, 30 പിക്സൽ പാഡിങ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്രിഡിനെ നമുക്ക് ഒന്നുകൂടി ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തത്, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു 5 കോളംസ് ആയിട്ട്. ആക്ച്വലി എനിക്ക് എന്ത് വേണം, ഒന്ന് 2 FR വേണം. ഓക്കെ, ഇനീഷ്യലി ലെഫ്റ്റ് സൈഡിലുള്ളത്. ദെൻ ഐ നീഡ് 1 FR. ഇപ്പം ആക്ച്വലി എത്ര എണ്ണമായി. ഓക്കെ, ആൻഡ് കം ഹിയർ, നമ്മൾ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടി സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇത് 2 ഫ്രാക്ഷൻസ് എടുത്തു, ബാക്കിയുള്ളതാണ് എന്ത് ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഈ ടോപ്പ് ഡിവ് കഴിഞ്ഞിട്ട് വരുന്ന താഴെ വരുന്ന ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, നമുക്ക് എന്തുണ്ട് ഇവിടെ ഡോട്ട്, നമ്മളിവിടെ 2 സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ ക്ലാസ്സിനെ എടുക്കുക. ഒന്ന് ഫൂട്ടർ ബ്രാൻഡിങ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഫൂട്ടർ ടോപ്പ് ക്ലാസ് ആണ്. ഈ ടോപ്പ് ക്ലാസ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ടോപ്പ് ക്ലാസ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ സ്റ്റൈൽ ചെയ്യാം. അതിനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം, ഡിസ്പ്ലേ ആക്ച്വലി ഫൂട്ടർ ടോപ്പ് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഐ നീഡ് ടു ഹാവ് ബോട്ടം, ഫൂട്ടർ ബോട്ടം. ഓക്കെ, ദെൻ കം ഹിയർ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ദെൻ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്.
justify content, that is actually space between, and take a look at the design. Now you have that in two side. Okay, then I need a margin top because രണ്ട് ഡിബും മുട്ടി നിൽക്കുന്നുണ്ട്. മാർജിൻ ടോപ്പ് എന്ന് പറയുന്നത് 30 പിക്സൽ മാർജിൻ ടോപ്പ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇഫ് യു വാണ്ട് മോർ മാർജിൻസ് യു കൻ ആഡ്, ആൻഡ് ദിസ് ഷുഡ് ബി 50 പിക്സൽസ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഇപ്പുറത്തിരിക്കുന്ന ഡിപ്പിലേക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ഇവിടെ ഇത് ഓക്കെ, ആൻഡ് വേർ ഇസ് അവർ പി ടാഗ്? It is a P, that is footer branding in underൽ വരുന്ന P tag. So dot footer branding, footer hyphen branding, അതിൻ്റെ underൽ വരുന്ന P tag. Okay, then the font size is actually, I need a smaller font, 14 pixels, and the color should be white. Okay, if you want you can use the variables var hyphen hyphen. I need that mercury color, and take a look at the design. Now you have a smaller thing and footer top, and you need a padding for this, or you can have, okay, I need a padding of 20 pixels. Okay, അപ്പോൾ ഇതല്ല, ഇത് ഡിസൈനാണ്. ഓക്കെ, ഞാനൊരു പാഡിങ് കൊടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പാഡിങ് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിലും പാഡിങ് ഉണ്ട് ആക്ച്വലി. പക്ഷെ നമുക്കിവിടെ ഈ പാഡിങ് വേണ്ട, കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും, നമുക്കത് വേണ്ട. ഓക്കെ, നമുക്ക് വേണ്ടി ഫിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു H3 ഉണ്ടായിരുന്നു. ആ H3 ഓട്ടോമാറ്റിക്കലി സ്റ്റൈലിൽ ചെയ്തിട്ടില്ല, ഇവിടെ H3 ഇല്ല. പിന്നെയുള്ളത് ഇമേജ് ആണ്. ഇമേജ് ആസ് ഇറ്റ് ഈസ് അതേപോലെ നിൽക്കട്ടെ. ദെൻ ഇനി നമ്മൾ അടുത്ത ഏരിയ, ഈ ഒരു ഏരിയ സ്റ്റൈൽ ചെയ്യണം. രണ്ടാമത്തെ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫൂട്ടർ ലിങ്ക്സ് ആണത്. ഫൂട്ടർ ലിങ്ക്സിൽ യു ക്യാൻ ഹാവ് എ കോമൺ സ്റ്റൈൽ ഫോർ ഫൂട്ടർ ലിങ്ക്സ്. ഫൂട്ടർ ലിങ്ക്സ് എന്നുള്ളൊരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അവിടെ. ഞാൻ ഈ ഫൂട്ടർ ലിങ്ക്സ് എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഐ നീഡ് ദ കളർ. അതിൻ്റെ ഉള്ളിൽ വരുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആവണം. ഹാഷ്, ദാറ്റ് ഷുഡ് ബി ഹാഷ് FFF. ഓക്കെ, നൗ കം ഹിയർ. ഇവിടെ വന്നാൽ നമുക്ക് ടെക്സ്റ്റ് വൈറ്റ് വന്നില്ല, കാരണം നമ്മൾ ഈ ക്ലാസ് ഇവിടെ പാസ് ചെയ്തിട്ടില്ല. സോ യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ക്ലാസ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ദാറ്റ് ക്ലാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാ ടെക്സ്റ്റും എന്താവണം, വൈറ്റ് വരണം. വൈ ഇറ്റ് ഈസ് നോട്ട് കമ്മിങ്? ഫൂട്ടർ ലിങ്ക്സ് ആൻഡ് ഫൂട്ടർ ലിങ്ക്സ്, ടിപ്പ് ക്ലാസ് ഫൂട്ടർ ലിങ്ക്സ് ഡോട്ട് ഫൂട്ടർ ലിങ്ക്സ്. ഓക്കെ, ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന H3 ഉണ്ട്, ആൻഡ് യു ഹാവ് എ UL എലമെൻറ്റ്. ഓക്കെ, H3 is already white, ആൻഡ് UL അണ്ടറിൽ വരുന്ന A tag ഉണ്ട്. A ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തേക്കുന്നത്. ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന A tag, ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ A tag. then ഇവിടെ വന്നാൽ okay, now it is white, and I need more space here. That is actually footer links in underൽ വരുന്ന A tag. footer links, no it's not A, UL ൻ്റെ underൽ വരുന്ന LI. okay, I need you can provide padding or margin bottom. I need 15 pixel margin bottom. അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. I need a margin top also, margin top 15 pixels. okay, now it's okay. Then I need a gap, so you can provide a gap property for your grid. gap is actually 15 pixels. നമുക്ക് ഓരോന്നും കഴിഞ്ഞിട്ട് എന്ത് വരും, ഗ്യാപ്പ് വന്നുണ്ടായിരിക്കും. ഓക്കെ, നൗ ഇറ്റ്സ് ലുക്സ് ഗുഡ്. നൗ ഇനി അടുത്തത് ഇതിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യണം, ഫൂട്ടർ ലിങ്ക്സ് എല്ലാ ക്ലാസ്സിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ടിപ്പിലേക്കും ഫൂട്ടർ ലിങ്ക്സ് ആഡ് ചെയ്യുക. ഓക്കെ, സർവീസസിൽ എന്ത് ചെയ്യണം, ഫൂട്ടർ ലിങ്ക്സ് ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ആക്ച്വലി നമുക്ക് ഈ എക്സ്ക്ലൂസീവ് സ്റ്റൈൽ ആവശ്യമില്ലെങ്കിൽ ഈ ഫൂട്ടർ ലിങ്ക്സ് ഐഫോൺ കോഴ്സസ് ഉള്ളതൊക്കെ ഒഴിവാക്കാം. എക്സ്ക്ലൂസീവ് സ്റ്റൈൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ വന്നാൽ നോ എവറിത്തിങ് ഈസ്
വൈറ്റ്. ഓക്കെ, പക്ഷേ ഇത് ഹെഡിങ് ആണെന്ന് ഫീൽ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന H3 എന്ന് പറയുന്ന എലമെൻറ്റ്. ഓക്കെ, ആ H3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഇൻക്രീസ് ദ ഫോണ്ട് സൈസ് ടു ബി എ ബിറ്റ് മോർ, 24 പിക്സൽസ്. സോ ഒന്നുകൂടി വലുതായിട്ടുണ്ടാവും, അത് നല്ല വൃത്തിയോടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത്രയും വേണ്ട, ഒരു 20 പിക്സൽസ് മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ആൻഡ് യു ക്യാൻ റെഡ്യൂസ് ദ സൈസ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കി എല്ലാ എലമെൻസിൻ്റെയും ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്, ലെറ്റ് മീ ഹാവ് എ 14 പിക്സൽ ആൻഡ് ദ കളർ ഷുഡ് ബി എ ബിറ്റ് മോർ ലൈറ്റർ. ഓക്കെ, നമ്മളുടെ ഹെഡിങ് ആണ് കളർ മാറിയത്. നോ ഇഷ്യൂസ്, അങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല, നേരെ തിരിച്ചായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൂട്ടർ ലിങ്ക്സിൻ്റെ അണ്ടറിൽ വരുന്ന കാസ്കേഡിങ് ഓർഡർ മാറ്റേഴ്സ്. ഇവിടെ നമ്മൾ കൊടുത്തത് ഫൂട്ടർ ലിങ്ക്സിന് അണ്ടറിൽ വരുന്ന ബാക്കി എല്ലാത്തിൻ്റെയും കളർ കൊടുത്തു, H3 കൊടുത്തു. ആൻഡ് H3യുടെ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ, ദെൻ ഫൂട്ടർ ലിങ്ക്സിന് അണ്ടറിൽ വരുന്ന ബാക്കി എലമെൻറ്റുകളാണ് LIയുടെ അണ്ടറിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ കളർ മാറിയോ നോക്കാം. No, it's still 14 pixel, but the color is still that color. So copy that color and I need that here. It's not changing because there is an A tag here. Control X. What is that A tag? Okay, this is why it's having that color. So ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു എലമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യണം. അത് ആസ് ഇറ്റ് ഈസ് അതേപോലെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് അതിനകത്ത് ഇത് ലൈറ്റർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഫൂട്ടർ ബോട്ടം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൂട്ടർ ലിങ്ക്സ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഫൂട്ടർ ലിങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഐ തിങ്ക് ദിസ് ഈസ് ബെറ്റർ. ഓക്കെ, സോ നമ്മുടെ ഡിസൈനിലുള്ളതും നമ്മൾ ചെയ്തതും ഓൾമോസ്റ്റ് എന്താണ് സിമിലർ ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ ഡിസൈൻ ആൻഡ് ദിസ് ഇസ് വാട്ട് വി ഡൺ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് റെസ്പോൺസീവ്നെസ് കൊണ്ടുവരണം. ഇതിപ്പോൾ നമ്മൾ റെസ്പോൺസീവ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രേക്ക്. നമ്മളുടെ ഈ ഡിബൂം സെക്ഷനൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസീവ് ആക്കണം. മൊബൈൽ റെസ്പോൺസീവ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് മൊബൈലിൽ വന്നപ്പോൾ ഹൈറ്റ് നമ്മൾ വ്യൂ പോർട്ടിനെ ബേസ് ചെയ്താണ് എടുത്തത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫൂട്ടറിൽ വന്നിട്ട് ലെറ്റ് മീ റിമൂവ് ദിസ് ഹൈറ്റ്. ഓക്കെ, ദാറ്റ് ഹൈറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്. ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കണം. ആൻഡ് ദിസ് ഇസ് ബെറ്റർ. ഓക്കെ, നമ്മൾ ഫിക്സഡ് ആയിട്ട് ഹൈറ്റ് കൊടുത്താൽ ആ രീതിയിൽ അത് റെസ്പോൺസീവ് ആവും. ഇപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എന്താണ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് മൊബൈലിൽ വരുമ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഇവിടെ കാണിക്കണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോഫാർ നമ്മൾ ചെയ്തത് നമ്മളുടെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഡിസൈൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടാബ് വർക്ക് ചെയ്യിക്കണം. ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാബിലുള്ള കണ്ടന്റ് ആയിരിക്കണം കാണിക്കേണ്ടത്. അതനുസരിച്ച് എന്ത് ചെയ്യണം, ഇവിടെ ഇത് ടോഗിൾ ചെയ്യുമ്പോൾ വേണം. ഇതാണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ജാവാസ്ക്രിപ്റ്റ് അതിലേക്ക് എഴുതേണ്ടി വരും. അത് ചെയ്യാണ്ട് പിന്നെ ഇതിനെ മൊബൈൽ റെസ്പോൺസീവ് ആക്കണം. ഇപ്പോൾ ഇത് മൊബൈൽ റെസ്പോൺസീവ് അല്ല. ദാറ്റ് മീൻസ് ഇത് ലാർജ് സ്ക്രീനിൽ ഓക്കെയാണ്. നമ്മൾ മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ അല്ല ചെയ്തത്, നമ്മൾ ലാർജ് സ്ക്രീൻ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ലാർജ് സ്ക്രീനിൽ വരുമ്പോൾ ഇത് ഓക്കെയാണ്. പക്ഷേ ഇതൊരു മൊബൈൽ ഡിവൈസിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡിസൈനൊക്കെ എന്തായിരിക്കും, ബ്രേക്ക് ആയി ഉണ്ടാവും. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ മെനു ഒക്കെ ബ്രേക്കായി. നമ്മളുടെ ഇമേജ് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇതിവിടെ 2 കോളമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ CSS പോയിട്ട് എങ്ങനെയാണ് മീഡിയ ക്വറി എഴുതുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട്
താഴെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേജ് ഇതിന് താഴെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ റെസ്പോൺസീവ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് കുറച്ചേറെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ എഴുതാണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ക്ലട്ടറായിട്ട് കിടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസ്പോൺസീവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത്. ഇനി നമ്മൾ സ്റ്റൈൽ ഡോട്ട് CSSനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസും എഴുതി സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് ലാർജ് സ്ക്രീനിനെ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എഴുതിയതാണ്. ഇനി നമ്മൾ അതിൽ റെസ്പോൺസീവ് ആകുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ എഴുതണം. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസീവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ തൊട്ട് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പോൺസീവ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീഡിയ ക്വറി എഴുതാൻ നോക്കാം. ഓക്കെ, സോഫാർ നമ്മൾ ചെയ്തത്, നമ്മൾ ഫ്രണ്ട് എൻഡ് നമ്മൾ ലാർജ് സ്ക്രീനിലേക്കുള്ള ഡിസൈൻ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ റെസ്പോൺസീവ് ആക്കണം. അപ്പോൾ റെസ്പോൺസീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് മീഡിയയിൽ ഈ സൈറ്റ് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലെ കണ്ടൻസ് എങ്ങനെ ലേ ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ റെസ്പോൺസീവ്നെസ്സിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രെയിം വർക്കൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട്, CSS ഫ്രെയിം വർക്കൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ തന്നെ സ്റ്റൈൽ എഴുതാൻ പോവാണ്. ഡിഫറെൻറ്റ് മീഡിയയിൽ അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് മീഡിയ ബ്രേക്ക് പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ സൈറ്റ് ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെ കോഡിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ ഈ നൗബാർ എന്ത് ചെയ്യണം, ലാർജ് സ്ക്രീനിൽ നൗബാർ വേണം. അതൊരു ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും ആ നൗബാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതേപോലെ കാണിക്കാനുള്ള സ്പേസ് ചിലപ്പോൾ ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു മെനു ഐക്കൺ വരണം. ആ മെനു ഐക്കണിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, അത് പോകണം. ദെൻ ആ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് ബാർ ഓപ്പൺ ആയി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ മെനു നമുക്ക് കാണാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ കണ്ടൻസ് ഒക്കെ അതേപോലെ എന്ത് ചെയ്യണം, ഇതിപ്പോൾ 2 കോളം ലേ ഔട്ടിലാണ് പോയേക്കുന്നത്. ഇത് 4 കോളംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കോഡിൽ വന്നിട്ട് ഞാൻ റെസ്പോൺസീവ് ഡോട്ട് CSS എന്ന് വേണ്ട ഒരു സ്റ്റൈൽ ഷീറ്റ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡെക്സിനകത്ത് ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് നമ്മളുടെ മെയിൻ index.html വന്നിട്ട് നമുക്ക് ഇവിടെ നാവ്ബാർ ഉണ്ട്. ഈ നാവ്ബാർ ഹെഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ആ നാവ്ബാറിന് പകരം എന്ത് ചെയ്യണം, ചെറിയ സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഐക്കണാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി മെനു ബട്ടൺ. ഓക്കെ, ദെൻ അതിനകത്ത് ഞാനൊരു ഐ ടാഗ് ഓപ്പൺ ചെയ്യാണ്. ഐ ടാഗ് നമുക്കറിയാം, നമുക്ക് ക്ലാസ് ആഡ് ചെയ്യാം. ക്ലാസ് ബോക്സ് ആൻഡ് bx ഹൈഫൺ യു ക്യാൻ ഹാവ് മെനു. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ക്ലാസ്. ദെൻ ഇത് വരുമ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ വന്നാൽ ഇവിടെ നമുക്കൊരു മെനു ഐക്കൺ വന്നു. ഇവിടെ ഒരു ചെറിയ ബ്രെഡ് ക്രംബ് ഐക്കൺ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ സ്റ്റിൽ നമുക്ക് ഇതെല്ലാം കൂടി പോയിട്ട് എന്ത് ചെയ്യണം, ഒരു സൈഡ് മെനുവിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ആ മെനു എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു നാവ് ക്രിയേറ്റ് ചെയ്തു. അതിനൊരു ക്ലാസ് കൊടുക്കുകയാണ്. ക്ലാസ് ദാറ്റ് ഷുഡ് ബി മൊബൈൽ ഹൈഫൺ നാവ്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിൽ UL എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. UL എന്ന് പറയുന്നത് li ആൻഡ് യു ക്യാൻ ഹാവ് ദ എ ടാഗ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, എബൌട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് എന്ത് വേണം, നമുക്ക് എബൌട്ട് വേണം, കോഴ്സസ് വേണം, ബ്ലോഗ് ആൻഡ് ന്യൂസ് വേണം, ലോഗിൻ വേണം. യു ക്യാൻ കോപ്പി ദാറ്റ് ഫ്രം യുവർ ആക്ച്വൽ നാവ്. ഇത് കോപ്പി ചെയ്താൽ മതി. ഇത് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ലൈക്ക് 2 UL വേണ്ട, ഒരു UL മതി. ഓക്കെ, ഞാൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഗെയിൻ ഒരു മെനു വന്നിട്ടുണ്ടായിരിക്കും. അതിന് കാരണം നമ്മൾ നാവിനെയൊക്കെ ഫ്ലക്സ് ആക്കി വെച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത്, നമ്മളിത് മിനിമൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് അപ്പിയർ ചെയ്യേണ്ട. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റെസ്പോൺസീവിനകത്ത് വന്നിട്ട് യു ഹാവ് ടു റൈറ്റ് സം മീഡിയ ക്വറി. മീഡിയ ക്വറി എന്ന് പറയുന്നത് ഇതാണ്, ഡിഫറെൻറ്റ് മീഡിയയിൽ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം. മീഡിയ എന്ന് പറയുന്നത് സ്ക്രീൻ ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസിൽ. ദെൻ പ്രിന്റ് മീഡിയ ഉണ്ട്, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുമ്പോൾ. ദെൻ സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മീഡിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് യു ക്യാൻ ഹാവ് ലെറ്റ് മീ ക്ലോസ് ദിസ്. മീഡിയ സ്ക്രീൻ ആണ്, മീഡിയ സ്ക്രീൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് അതിൽ ചെയ്യേണ്ടത്, ആൻഡ് you can have a condition max hyphen width എന്ന് പറയുന്നത്
I need 768 pixels. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് എന്തൊക്കെ ചേഞ്ച് ഇതിനകത്ത് വരണം? അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ നാവ് എന്ന് പറയുന്നതും ഹെഡർ എന്ന് പറയുന്നതും ഒക്കെ എന്ത് ചെയ്യണം? ഹെഡറിന് അണ്ടറിൽ വരുന്ന കോൾ ബട്ടൺ, അതായത് ഈ നോർമൽ നാവ് ബാർ, അതിൻ്റെ അണ്ടറിൽ വരുന്ന കോൾ ബട്ടൺ, ഇതൊക്കെ ഡിസപ്പിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക്, യു ക്യാൻ കോൾ ദ നാവ്, then header dot call icon button, then അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് നൺ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിതിനെ മിനിമൈസ് ചെയ്ത് ആ ഒരു പിക്സലിൻ്റെ താഴത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ഡിസപ്പിയർ. ഇറ്റ്സ് നോട്ട് ഡിസപ്പിയറിങ്. ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് ആൻഡ് റൺ ഇറ്റ് അഗെയിൻ. ഓക്കെ, ക്ലോസ് ദിസ്. ഒന്നുകൂടി സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ഇൻസ്റ്റൻസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഒന്ന് റൺ ചെയ്യാം. ഒന്നുകൂടി റൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 768 പിക്സൽസിന് താഴത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ നാവ് ബാർ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഈ നാവ് ബാർ എന്ത് ചെയ്യണം? ഡിസപ്പിയർ ചെയ്യണം. ദെൻ കോൾ ബട്ടൺ, ഈ കോൾ ബട്ടൺ ഡിസപ്പിയർ ചെയ്യണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ സ്റ്റൈൽ, ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്നത് മീഡിയ സ്ക്രീൻ മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റ് മീഡിയ സ്ക്രീൻ ആൻഡ് മാക്സ് വിഡ്ത്ത് 768 പിക്സൽസ് കൊടുത്തു. ദെൻ നാവ് ആൻഡ് യു കൻ പുട്ട് എ കോമ. ഐ ഫോർഗോട്ട് ടു ആഡ് എ കോമ. നാവ് ഡിസപ്പിയർ ചെയ്യണം, ഹെഡറിന് അണ്ടറിൽ വരുന്ന കോൾ ബട്ടൺ ഡിസപ്പിയർ ചെയ്യണം. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് തിങ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഒന്ന് മിനിമൈസ് ചെയ്യാം. Okay, it's not disappearing. Why it's not disappearing? Header nav bar disappearing. Let's try to disappear this nav bar. Okay, I don't need this comma here. We close this. No, it's not working. സം മിസ്റ്റേക്സ്, എവിടെയൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിനകത്ത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നാവ് ബാറിൻ്റെ അണ്ടറിൽ വരുന്ന index.html-നകത്ത് ഹെഡറിൻ്റെ അണ്ടറിൽ വരുന്ന നാവ്, ദെൻ അതിൻ്റെ അണ്ടറിൽ വരുന്ന കോൾ ബട്ടൺ ഡിസപ്പിയർ ചെയ്യണം. ഇതാണ് നമുക്ക് ഡിസപ്പിയർ ചെയ്യേണ്ടത്. ഇത് റെസ്പോൺസീവ്നെസ് എടുക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് അടിക്കുക, ദെൻ യു ക്യാൻ ടേക്ക് ദിസ് ഔട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇത് ഡിസപ്പിയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരണം 768 പിക്സൽസ്. ഓക്കെ, ഇതിൻ്റെ താഴെ വന്നു, അത് ഡിസപ്പിയർ ആയിട്ടില്ല. ഞാൻ അതേ കാര്യം തന്നെ എഴുതിയത്. നാവിൻ്റെ അണ്ടറിൽ ഹെഡർ ദെൻ കോൾ ബട്ടൺ ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തു. ഞാൻ ഒന്നൊരു റീസ്റ്റോപ്പ് ചെയ്ത് റൺ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം, ഈ 768 താഴെ വരുമ്പോൾ എന്തില്ല, ദർ ഇസ് നോ നാവ് ബാർ. ഇവിടെ നാവ് ബാറിൽ നമ്മൾ ഡിസപ്പിയർ ചെയ്യിച്ചു. ഇനി അങ്ങനെ ഡിസപ്പിയർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന് പകരം നമുക്ക് ആര് വരണം? നമ്മളുടെ ആ ഒരു മെനു ഒക്കെ വരണം. അപ്പോൾ നമുക്കറിയാം, അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് പകരം നമുക്ക് ഈ മെനു ബട്ടൺ ക്ലാസ് അപ്പിയർ ചെയ്യണം. മൊബൈൽ നാവ് എന്ത് ചെയ്യണം? അപ്പിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മൊബൈൽ നാവ് ഇപ്പോൾ അപ്പിയർ ചെയ്യേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്താലാണ് അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മെനു ബട്ടൺ എന്ത് ചെയ്യണം? അപ്പിയർ ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കോപ്പി ദിസ് തിങ്, ഇതിനെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ താഴെ ഡോട്ട് ദാറ്റ് മെനു ബട്ടൺ, ആക്ച്വലി മെനു -btn, ആൻഡ് അതെന്ത് ചെയ്യണം? ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ കണ്ടോ, അപ്പോൾ നമ്മളുടെ ഐക്കൺ എന്ത് ചെയ്തു? അവിടെ അപ്പിയർ ചെയ്തു. ഓക്കെ, അതിന് കുറച്ച് വിഡ്ത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി ഇതിനകത്തുള്ള ഐ ടാഗിനെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ മെനു നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ അടുത്ത സെക്ഷൻ,
അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷനാണ്. അപ്പോൾ നമ്മളിത് മൊബൈലിൽ വരുമ്പോഴേക്ക് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം ഇതുണ്ടോ, ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻഡ് ആണ്, ഇവിടെ ഇത് ലെഫ്റ്റ് സെൻട്രൽ അലൈൻഡ് ആണ്, പലതും പല അലൈൻമെന്റിലാണ്. അപ്പോൾ എല്ലാ സെക്ഷൻ്റെയും ടെക്സ്റ്റ് അലൈൻമെന്റ് എന്ത് ചെയ്യണം, നമുക്ക് ഒരു കോമൺ അലൈൻമെന്റിലേക്ക് വരണം. അപ്പോൾ ഞാനിവിടെ സെക്ഷൻ ടാഗിനെ കോൾ ചെയ്തിട്ട് ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് ബോഡി എന്ന് പറയുന്നതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ബോഡി എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് 100 വ്യൂ പോർട്ട് വിഡ്ത്ത് ആവാം. ദെൻ ഹെഡറിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഹാവ് ഹെഡർ വിഡ്ത്ത്. ഹെഡർ എന്ന് പറയുന്നത് വിഡ്ത്ത് 100 വ്യൂ പോർട്ട് വിഡ്ത്ത് ആവാം. ഓക്കെ, നോ കം ഹിയർ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി, പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ ടെക്സ്റ്റ് ലൈനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം സെൻറ്ററിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതിന് കാരണം ഈ വിഡ്ത്തിന്റെ പുറത്താണ് ഇമേജ് കിടക്കുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടില്ല, അതിപ്പോൾ 2 കോളായിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കുന്നത്. ഇനി നമ്മളുടെ ആക്ച്വൽ സ്റ്റൈൽ ഷീറ്റിൽ ഇവിടെ വന്ന് നോക്കുക, നമ്മളുടെ മെയിൻ എലമെന്റ് എന്താന്ന് നോക്കുക. മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി വിഡ്ത്ത്, ഒരു മാക്സ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ദെൻ മാർജിൻ ടോപ്പ്, മാർജിൻ ലെഫ്റ്റ് ഒക്കെ ആസ് ഇറ്റ് ഈസ് നേരത്തെ കൊടുത്ത പോലെ തന്നെ. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ആ ഹീറോ സെക്ഷൻ എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. സോ കം ഹിയർ, ഇവിടെ വന്നിട്ട് ഡോട്ട് ഹീറോ ഹൈഫൺ സെക്ഷൻ, അത് സ്റ്റൈൽ ഷീറ്റിൽ ഇവിടെ ഡോട്ട് ഹീറോ സെക്ഷൻ എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഏരിയ ആണ്. ഇതിനകത്ത് 2 C ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ഇവിടെ വരുമ്പോൾ ഹീറോ സെക്ഷൻ. ഓക്കെ, ഇത് റൈറ്റ് നൗ അതെന്താണ്, അത് ഗ്രിഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും ഡിസ്പ്ലേ ഗ്രിഡ് തന്നെ മതി. പക്ഷേ ഒരു റോയിൽ എന്ത് മതി, ഒരു ഐറ്റം വന്നാൽ മതി. അപ്പോൾ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത് നേരത്തെ അത് 2FR ഒക്കെ ആയിരുന്നു, റിപ്പീറ്റ് ഒക്കെ നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നമുക്ക് എന്ത് വേണം, 1FR മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ഇപ്പോൾ കണ്ടോ, ഈ ഇമേജ് താഴത്തേക്ക് വന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. അതായത് ഇതിന് അണ്ടറിൽ വരുന്ന ഈ ആളുടെ ടെക്സ്റ്റ് സ്റ്റൈൽ എങ്ങനെ വേണം, ഈ H1 എങ്ങനെ വേണം, അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി ഹീറോ സെക്ഷൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ എലമെന്റ്, ഹീറോ സെക്ഷൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനകത്തുള്ള എലമെന്റ്സ് എങ്ങനെ വരണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹീറോ സെക്ഷൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ദാറ്റ് ഷുഡ് ബി ഹീറോ സെക്ഷൻ ലെഫ്റ്റ്. 2 ഡോട്ട് വേണ്ട, 1 ഡോട്ട് മതി. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, യു ക്യാൻ ഹാവ് എ ഡിസ്പ്ലേ ദാറ്റ് ഷുഡ് ബി ഗ്രിഡ്. ഓക്കെ, ആൻഡ് അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ദെൻ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത് 1FR ആണ്. ഓക്കെ, അപ്പോൾ എന്താ വരിക നോക്കുക, ഇവിടെ നോ എവറിത്തിങ് ഈസ് സെൻറ്റർ. ദെൻ ഈ ബട്ടൺസ് രണ്ടും ഒരേ ലൈനിലാണ് വയ്ക്കുന്നത്. പക്ഷെ ഇത് ചെറുതാവുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ലൈനിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. അത് ആക്ച്വലി നമ്മളുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് CTA ബട്ടൺ എന്നുള്ള ഈ ഡിപ്പാണ്. അപ്പോൾ ഇതിനെ സ്റ്റൈൽ ചെയ്യണം. അവിടെ അത് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് .CTA ബട്ടണെ കോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം പ്രോപ്പർട്ടി ഇതിനെ ഞാൻ കോപ്പി ചെയ്തിട്ടു. ഇവിടെ ഡിസ്പ്ലേ ഫ്ലക്സ് ആണ്, അലൈൻ ഐറ്റം സെൻറ്റർ. ഞാൻ ഫ്ലക്സ് ആണ് ചെയ്തത്, ഗ്രിഡ് ചെയ്തിട്ടില്ല, ഫ്ലക്സ് ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാൻ ഇത് മേളിലും താഴെയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇങ്ങനെ. ഓക്കെ, നോ മൊബൈലിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വരുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു സ്റ്റൈലിലേക്ക് എന്ത് ചെയ്തു, ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി വേണ്ടത് ഈ ബട്ടണെ ഹീറോ സെക്ഷൻ്റെ അണ്ടറിൽ കിടക്കുന്ന CTA ബട്ടൺ, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓക്കെയാണ്. ഓക്കെ, ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇമേജ് ഉണ്ട്. ഈ ഇമേജിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അത് കിടക്കുന്നത് ഹീറോ റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഞാൻ കോപ്പി ചെയ്തു, ഹീറോ റൈറ്റ് IMG ഡിസ്പ്ലേ നൺ വിഡ്ത്ത് 100% എന്ന് കൊടുത്തു. ഡിസ്പ്ലേ നൺ എന്ന് കൊടുത്തപ്പോൾ ആ ഇമേജ് പോയി. നിങ്ങൾക്ക് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് കൊടുത്തു. ഓക്കെ,
നിങ്ങൾക്ക് മൊബൈലിൽ ഇമേജ് കാണണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ ഡിസ്പ്ലേ നണ്ണാക്കാം. ഓക്കെ, ഇനി വേണ്ടത് നമ്മുടെ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞ ഈ ഏരിയ. സ്റ്റാൻഡ് ഔട്ട് ഏരിയ ടെക്സ്റ്റ് അലൈൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രലിലേക്ക് വന്നിട്ടുണ്ട്, ബിക്കോസ് സെക്ഷൻ ആണ്. ദെൻ സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ്. സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ് റൈറ്റ് നോ ഈ കാർഡ് വന്നേക്കുന്നത് ഒരു റോയില് 4 എണ്ണമാണ് വന്നേക്കുന്നത്. നമുക്ക് അത്രയും വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, താഴോട്ട് വന്നാൽ മതി. ഡോട്ട് ആൻഡ് സെക്ഷൻ എന്ന്, സെക്ഷൻ സ്റ്റാൻഡ് ഔട്ടിന് അണ്ടറിൽ വരുന്ന സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ കണ്ടോ, ഒരു റോയിൽ ഒരെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്തു, ഒറ്റ കോളായിട്ട് എന്ത് ചെയ്തു, താഴോട്ട് എന്ത് ചെയ്തു, ഇത് വന്നിട്ടുണ്ടാവും. ദെൻ ഇനിയുള്ളത് നമ്മുടെ ടാബാണ്. സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിനകത്തുള്ള ആർട്ടിക്കിൾസിനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ആർട്ടിക്കിൾസിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിന്റെ കളറ് അങ്ങനത്തെ കാര്യമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൊബൈലിൽ വരുമ്പോൾ മാറ്റാം. ഞാൻ ഓൾറെഡി സ്റ്റൈൽ എഴുതിയിരുന്നു, അത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോട്ട് സ്റ്റാൻഡ് ഔട്ട് കാർഡ്സിന് അണ്ടർ വരുന്ന ആർട്ടിക്കിളിൽ പാഡിങ് അഡ്ജസ്റ്റ് ചെയ്തു, ദെൻ ടെക്സ്റ്റ് അലൈൻ അഡ്ജസ്റ്റ് ചെയ്തു, അലൈൻ ഐറ്റം സെൻറ്റർ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇതേപോലെ ഉണ്ടായി, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ജസ്റ്റ് പാഡിങ്ങിലും അതിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയതേ ഉള്ളൂ. ദെൻ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതിന് പുറത്തുകൂടി നമ്മൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു അത്. ദെൻ പിന്നെ ഉള്ളത് കോഴ്സ് കണ്ടെയ്നർ ഉണ്ട്. അതിന്റെ താഴെ അടുത്തത് ഏതാന്ന് നോക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് ഇതാണ്, ഈ മൊത്തത്തിലുള്ള ഈ കോഴ്സ് കണ്ടെയ്നർ ആണ്. അപ്പോൾ അത് ആക്ച്വലി കിടന്നിരുന്നത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗ്രിഡാക്കി. ഇതാണ് ആ കണ്ടെയ്നർ, കോഴ്സ് കണ്ടെയ്നർ ഇത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വരേണ്ടി വരിക, അത് കോഴ്സ് കണ്ടെയ്നറിനെ നമുക്ക് എന്ത് വരണം, ലൈക്ക് ഇവിടെ വന്നിട്ട് ഐ ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ദെൻ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ വന്നത്. പക്ഷേ ഇത് നമ്മളൊന്ന് മാറ്റി എഴുതും. നമുക്ക് ഇവിടെ ആക്ച്വലി ഇത് ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിലുള്ളത് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഒരു വലിയ ഭംഗി ഉണ്ടായിരിക്കണം. നമുക്ക് സ്ക്രോൾ കൊണ്ടുവരാൻ പറ്റും, നോക്കാം ഇതിനകത്ത്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കി മാറ്റി. ദെൻ ഇതൊക്കെ ആസിറ്റീസ് അതേപോലെ തന്നെ നമുക്ക് മൊബൈലിലും പോയാൽ മതി. ഇനി അതിൻ്റെ താഴെ ടെസ്റ്റിമോണിയൽ ഉണ്ട്, നമ്മൾ ടെസ്റ്റിമോണിയൽ ഏരിയയും ഇതേപോലെ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എഴുതി, വെരി സിമ്പിൾ ആണ്. അവിടെ നമ്മൾ എഴുതിയ സ്റ്റൈലിന് മൊബൈലിൽ വരുമ്പോൾ എങ്ങനെ വരണം എന്നുള്ള കാര്യം നമ്മൾ മാറ്റി എഴുതുന്നുള്ളൂ. ടെസ്റ്റിമോണിയൽ കണ്ടെയ്നറും ഇതേപോലെ എന്ത് ചെയ്യണം, ഇതേപോലെ എന്താക്കി, ഗ്രിഡാക്കി. സത്യത്തിൽ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതൊക്കെ വേണമെങ്കിൽ സ്ക്രോൾ ചെയ്യിക്കാം. ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, അങ്ങനെ സ്ക്രോൾ ചെയ്യിക്കാം. നമുക്ക് നോക്കാം ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് സ്ക്രോൾ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ ഫൂട്ടർ. റൈറ്റ് നോ നമ്മൾ ഫൂട്ടർ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെയല്ല വേണ്ടത്. ഇതൊരു സിംഗിൾ കോളത്തിൽ വരണം. അപ്പോൾ നമ്മുടെ ഫൂട്ടർ എന്ന് പറയുന്നത്, ഫൂട്ടർ ടോപ്പും ഉണ്ട്, ഫൂട്ടർ ബോട്ടം ഉണ്ട്. ഈ ഒരു ബോക്സ് ആണ് ഫൂട്ടർ ടോപ്പ്. ഈ താഴെ കാണുന്ന ഈ ബിൽറ്റ് ബൈ റാൽഫിസ് എന്നുള്ളതാണ് എന്ത്, ബോട്ടം. അപ്പോൾ നമുക്ക് ഇത് ഫൂട്ടർ ടോപ്പ് ഡിസ്പ്ലേ ഗ്രിഡാക്കി ഒരു കോളാക്കി. ഓക്കെ, ദെൻ ഫൂട്ടർ ബോട്ടം എന്ന് പറയുന്നത് എന്താക്കി, ആൻഡ് ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കി, ഫൂട്ടർ ബോട്ടം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, നോ യു ക്യാൻ സി ഇതൊന്നുകൂടി ഒന്നുകൂടി വൃത്തിയായിട്ട് വന്നിട്ടുണ്ടാവും മൊബൈലിൽ വരുമ്പോൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാഡിംഗ് ഒക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റിൽ തീരെ പാഡിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫൂട്ടർ ബോട്ടത്തിൽ വന്നിട്ട് പാഡിംഗ് എന്ന് പറയുന്നത് ഒരു 20 പിക്സൽ പാഡിംഗ് കൊടുത്തു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്നുകൂടി നീങ്ങിണ്ടായിരിക്കും. ഓക്കെ, ഇത് നീങ്ങിണ്ടാവില്ല. ഇത് നീങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ക്യാൻ ഹാവ് ദ പാഡിംഗ് ഹിയർ. ഓക്കെ, ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റിലേക്ക് നീങ്ങിണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓൾമോസ്റ്റ് എന്താണ്, മൊബൈൽ റെസ്പോൺസീവായി വന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ കണ്ടോ, ഒരു ചെറിയ സ്ക്രോൾ. കാരണം ഇവിടെ നമ്മൾ ഈ ബ്രേക്ക് പോയിന്റ്, ഇതാണ് നമ്മളെ ബ്രേക്ക് പോയിന്റ്. ഇവിടെയും ചെറിയൊരു സ്ക്രോൾ ഉണ്ട്. സംവേർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ബൗണ്ടറിക്ക് പുറത്തേക്ക് ഏതെങ്കിലും ഇമേജ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഇമേജിനെ ഒന്ന് എന്ത് ചെയ്യാം, ഇമേജിനെ ഒന്ന് കമന്റ് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഹീറോ ലൈറ്റ് ഇമേജ്, ഐ ക്യാൻ ഹാവ് ദിസ് ഇമേജ് നോൺ. ഇവിടെ വന്നാൽ ഇപ്പോഴും ചെറിയൊരു ഇമേജ് കളഞ്ഞപ്പോഴും ചെറിയൊരു സ്ക്രോൾ ഇവിടെ ഉണ്ട്. ആ സ്ക്രോൾ ഒക്കർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, സോറി, സ്ക്രോൾ ഒക്കർ ചെയ്യുന്നത്
സ്ക്രോള് വരുന്നത് ലെറ്റ്സ് ട്രൈ. ഐ തിങ്ക് ഈ കാർഡ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം സ്ക്രോള് വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കാർഡിനെയൊക്കെ എന്ത് ചെയ്യണം, കാർഡിനെയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ, സ്റ്റൈലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാനത് ഡീബഗ് ചെയ്യാൻ വേണ്ടി ആ ഒരു ചെറിയ ഹൊറിസോണ്ടൽ സ്ക്രോൾ ഉണ്ടായിരുന്നു, ആ സ്ക്രോള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മെയിൻ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, മെയിൻ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്ന അറിയാൻ വേണ്ടി. ഓക്കെ, ഞാനത് ആ സ്ക്രോൾ റിമൂവ് ചെയ്ത് എങ്ങനെയാണ്, ജസ്റ്റ് മെയിനിന് ഞാൻ എന്ത് ചെയ്തു, നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിവിടെ ഹെഡറിന് സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ നമ്മളുടെ ബോഡിക്ക് സ്റ്റൈൽ, ഹെഡറിന് സ്റ്റൈൽ, വിഡ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മെയിൻ എന്നുള്ള എലമെൻറ്റിനെ കോൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ദാറ്റ് ഷുഡ് ബി റെഡ് ഓർ റെബേക്ക പേർപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, മെയിൻ്റെ ഒരു ഔട്ട്ലൈൻ വരും. പക്ഷെ ഇവിടെ കണ്ടോ, ഈ ഹെഡർ എല്ലാം ഈ ഐക്കൺ അതിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇയാളാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മളുടെ ഈ സ്ക്രോളിന് കാരണമായിട്ടുള്ള ആള്. സത്യത്തിൽ ഇത് എന്ത് ചെയ്യണം, നമ്മളുടെ ഹെഡർ ആക്ച്വലി ബോഡിയുടെ വിഡ്ത്ത് കൊടുത്തത്, ഞാൻ ഈ ഹെഡറിൻ്റെ വിഡ്ത്ത് കൊടുത്തത് ഇവിടുന്ന് റിമൂവ് ചെയ്തു. നൗ യു ക്യാൻ സീ ദർ ഇസ് നോ സ്ക്രോൾ. ഹെഡറിൻ്റെ വിഡ്ത്ത് ഞാൻ എക്സ്ക്ലൂസീവ്ലി സെറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ ഒഴിവാക്കി. ബാക്കി ഫാസിറ്റീസ് അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് വന്നു, സ്ക്രോള് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരുന്നു. അതൊന്ന് ഇവിടെ വന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്പ്ലേ IMG എന്ന് പറയുന്നത്, ലെറ്റ് മീ മേക്ക് ദിസ് ബ്ലോക്ക് അഗൈൻ. ഓക്കെ, ദെൻ സ്റ്റാൻഡ് ഔട്ട് കാർഡ്സ് എന്ന് പറയുന്നത്, ലെറ്റ് മീ മേക്ക് ദിസ് ബ്ലോക്ക് ആൻഡ് ദിസ് ഷുഡ് ബി ഗ്രിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇതേപോലെ. ആൻഡ് നോ സ്ക്രോൾ ഹിയർ, ഹൊറിസോണ്ടലി സ്ക്രോൾ ഒന്നുമില്ല. ഓക്കെയാണ്. ആൻഡ് ഐ ക്യാൻ റിമൂവ് ദാറ്റ് മെയിൻ എന്നുള്ള സാധനം, ആ എലമെൻറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ദെൻ കം ഹിയർ. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിൽ വൈറ്റ് ആയി, നമ്മൾ ഇത് റെസ്പോൺസീവ് ആയി. ഇവിടെ കണ്ടോ, ഇത് സത്യത്തിൽ ഇവിടെ ഈ ഒരു ബ്രേക്ക് പോയിന്റ് 70. ആൻഡ് സത്യത്തിൽ നമുക്ക് എന്ത് വരണം, ഒരു 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 വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 9, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലെവല് 1024 താഴെയൊക്കെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ഇതിൽ വന്നാൽ മതി. മൊബൈൽ പോലെ തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, 1024 എന്നാക്കി ഞാൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി 1024. 1024 താഴത്തേക്ക് വന്നാൽ ഇതൊരു ടാബ്ലറ്റ് അപ്പിയറൻസിലേക്ക് എന്ത് ചെയ്യും, ഈ രീതിയിലേക്ക് വരും. ഓക്കെ, ആൻഡ് ഇതായിരിക്കും നല്ലത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി മാറ്റി എഴുതാം. അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഈ എൻ്റെ സ്റ്റൈലിനെ ഒന്നുകൂടി കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അഗെയിൻ ഒന്നുകൂടി മീഡിയ ക്വറി എഴുതി. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ 1024 എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് മിൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 766 എന്ന് കൊടുത്തു. ആൻഡ് ഇതെല്ലാം ഞാൻ 2 കോളാക്കാം, 2FR ആൻഡ് ദിസ് ഷുഡ് ബി 2FR ആൻഡ് ദിസ് ഈസ് ഓൾസോ 2FR ആൻഡ് 2FR 2 കോളം ഇതിൽ പോവാം. അപ്പോൾ നമുക്ക് സിംഗിൾ കോളം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസീവ്നെസ് കൊണ്ടുവരാം. ഞാൻ ആ ടാബ്ലറ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടീഷൻസ് എഴുതാം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സിംഗിൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഞാനിവിടെ എന്ത് പറഞ്ഞു, 1024 പിക്സലിൻ്റെ താഴോട്ട് വരുന്നതൊക്കെ, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ എന്തായിരിക്കും, ലാർജ് സ്ക്രീൻ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ താഴെ വരുന്നതൊക്കെ എന്തായിരിക്കും, മാക്സ് വിഡ്ത്ത് ഇത്രയും, ഇതിൻ്റെ താഴത്തേക്കുള്ളതൊക്കെ എന്തായിരിക്കും, നമ്മൾ ഈ പറയുന്ന സ്റ്റൈലിൽ വരണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്കാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ എന്തായിരിക്കും, ലാർജസ്റ്റ് സ്ക്രീൻ ലേഔട്ടിലായിരിക്കും വരിക. ഓക്കെ, യു ക്യാൻ റൈറ്റ് ഔട്ട്. അതായത് നിങ്ങൾക്ക് പല ഡിഫറെൻറ്റ്, അതായത് ഓരോ സ്പെസിഫിക് ഡിവൈസിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലേഔട്ടുകൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സ്റ്റൈൽ എഴുതിയിട്ട് ചെയ്യാം. ഇത് നമ്മൾ ഫ്രം സ്ക്രാച്ച് എഴുതുന്നതാണ്, നമ്മൾ ഫ്രെയിം വർക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് പോലത്തെ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും കോംപ്ലക്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റിനെ ടാർഗറ്റ് ചെയ്യാതെ
ബൂട്ട് സ്ട്രാപ്പ് ക്ലാസ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റെസ്പോൺസീവ്നെസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ UI നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ടാബ്ലറ്റ് അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മുടെ മെനു ഇവിടെ ഉണ്ട്. ചെറിയൊരു സ്ക്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് സ്ക്രോൾ അപ്പിയേഴ്സ് ഹിയർ. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ചെറിയൊരു സ്ക്രോൾ അവിടെ ഉണ്ട് മൊബൈലിൽ വരുമ്പോൾ. അത് വന്നത് മേ ബി നമ്മളുടെ ബോഡിയുടെ വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് മീ റിമൂവ് ദാറ്റ് വിഡ്ത്ത് ഓഫ് ദാറ്റ് ബോഡി. ഓക്കെ, ഇപ്പം അത് പോയില്ല. ഞാൻ ആ വിഡ്ത്ത് ഒന്ന് 100% സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത്, നമുക്കിതിൽ എന്ത് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റ് ഒന്ന് കൊണ്ടുവരണം. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ സൈഡിൽ നിന്നും നമ്മളുടെ ആ ഒരു മെനു എന്ത് ചെയ്യണം, പോപ്പ് ചെയ്ത് വരണം. ഓക്കെ, അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ നമ്മളുടെ മെനു ഒന്ന് സ്റ്റൈൽ ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വന്നത്, നമ്മളുടെ ഔട്ട്പുട്ട്, നമ്മളുടെ ഡിസൈൻ ഇതാണ്. ഞാൻ സൈഡ് ബൈ സൈഡ് ആക്കുന്നുണ്ട് നമുക്ക് ഇൻ റിയൽ ടൈം ആ റിസൾട്ട് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് നീഡ് ദ ടെസ്റ്റ് ഫയൽ. ഇത് വേണ്ട. ഇൻഡെക്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻഡെക്സിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ആ മെനു ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് മെനു ബട്ടൺ ആൻഡ് മെനു മൊബൈൽ നാവ് എന്നുള്ള ഈ ക്ലാസ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്താണ് വരേണ്ടത്. ഞാൻ ഇപ്പോൾ സത്യത്തിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് അല്ലാണ്ട് ഡോട്ട് മൊബൈൽ നാവ് എന്ന് പറയുന്നത് ഐ ക്യാൻ മേക്ക് ദിസ് ഡിസ്പ്ലേ ബ്ലോക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡിസ്പ്ലേ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലക്സ് ചെയ്യിക്കുകയാണ്. അലൈൻ ഐറ്റം സെൻറ്റർ ആണ്. ആൻഡ് ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ആൻഡ് ഫ്ലക്സ് ഡയറക്ഷൻ കോളം, ഫ്ലക്സ് ഡയറക്ഷൻ കോളം, ഫ്ലക്സ് ഡയറക്ഷൻ ദാറ്റ് ഇസ് കോളം. ഓക്കെ, ദെൻ ഇതിനകത്ത് ഉള്ള ഐറ്റംസ് ആൻഡ് മൊബൈൽ നാവിൻ്റെ അണ്ടറിലുള്ള നമ്മൾ എഴുതിയ സ്റ്റൈലും നോക്കാം. മൊബൈൽ നാവിൻ്റെ അണ്ടറിൽ യു ക്യാൻ ഹാവ് എ നാവ് ലിസ്റ്റ്. ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് നാവ് ലിസ്റ്റ്. ഈ നാവ് ലിസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എന്ത് വന്നേക്കുന്നത്, സ്റ്റൈലിംഗ് ഇങ്ങനെ വന്നത്. ഓക്കെ, നൗ യു ക്യാൻ സി ഇറ്റ്സ് ഹിയർ. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നമ്മളിതിൻ്റെ ക്ലിയർ ഹിഡൻ ഓവർഫ്ലോ ഹിഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊബൈൽ നാവിനെ ഞാൻ ജസ്റ്റ് ഹെഡറിൻ്റെ പുറത്തേക്ക് ഇടുകയാണ്. എവിടെ വരും നോക്കാം, ഇവിടെ വന്നു. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഞാൻ റെബേക്ക പേർപ്പിൾ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു മൊബൈൽ നാവ്. ദെൻ ഇതിൻ്റെ ഫ്ലക്സ് ഡയറക്ഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് 100 VH ഹൈറ്റ്. ഓക്കെ, നൗ യു ഹാവ് 100 VH ഹൈറ്റ്. 100 VH ഹൈറ്റിൽ ഇത് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സത്യത്തിൽ ഇത് നമുക്ക് എപ്പോൾ വന്നാൽ മതി, ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇത് നമുക്ക് പൊസിഷൻ ചെയ്യേണ്ടി വരില്ലേ. പൊസിഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്നു. സത്യത്തിൽ ഇത് വരേണ്ടത് എവിടെയായിരിക്കും, ടോപ്പ് 5% ഞാൻ കൊടുത്തു. ആൻഡ് റൈറ്റ് 4%, റൈറ്റ് സൈഡിലേക്ക് പോയി. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് നീഡ് എ ഹൈറ്റ്, ദിസ് മച്ച് ഹൈറ്റ്. എനിക്കൊരു 40 VH ഹൈറ്റ് മതി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇതിനെ പൊസിഷൻ ചെയ്തു. ആൻഡ് യു ക്യാൻ ഹാവ് എ വിഡ്ത്ത് ഓഫ് 100 VW കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. അതിൻ്റെ പുറത്താണ് വന്നത്. അപ്പോൾ ഞാനിവിടെ പൊസിഷൻ ചെയ്തേക്കുന്ന അബ്സല്യൂട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം, അതിന് താഴെയുള്ള ആൾ വരണം. ആൻഡ് ഇത് ഞാൻ മാറ്റിയിട്ട് ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരണം, ഇത് വരണം. ഓക്കെ, ചെറിയൊരു കളർ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് വരണം. ഇതാണ് നമ്മളുടെ മെനു എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച് വിഡ്ത്ത്, 40 VW. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദ കളർ. ഞാൻ അത് കളർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ നമ്മളുടെ നാവിഗേഷൻ മെനു. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഐറ്റം ഇവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, നമ്മൾ
ഇതിനെ സ്റ്റൈൽ ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റൈലല്ല, ഇതിനെ സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം, വി നീഡ്സ് എ ബിറ്റ് JavaScript. ഓക്കെ, ലെറ്റ്സ് ലേൺ സം JavaScript. ഓക്കെ, ഞാൻ നമ്മളുടെ പേജിലുള്ള നമ്മൾ ഔട്ട്പുട്ട് ഇതാണ്. നമ്മളുടെ നാവിഗേഷൻ മെനു സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ആ നൗ ബാറിനെ സ്റ്റൈൽ ചെയ്താൽ മേക്ക് ദിസ് ബ്ലോക്ക്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് ആക്കി. ഓക്കെ, നൗ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഓവർലേ കാണാം. അതിൽ ഡിഫറെൻറ്റ് മെനു ഐറ്റംസ് ഉണ്ട്. തന്നെ ക്ലോസ് ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് നമുക്ക് ക്ലോസ് ചെയ്തത് ഡിസപ്പിയർ ആണ്. ഞാൻ ഉപയോഗിച്ച് പൊസിഷനാണ്, ഫിക്സഡാണ് ഉപയോഗിച്ച് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇത് ഫിക്സഡായിട്ട് അവിടെ നിൽക്കുകയാണ്. ദെൻ ലെഫ്റ്റ് ടോപ്പ് 0, ലെഫ്റ്റ് 0. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% ആണ്. അതായത് ഇതിൻ്റെ ഈ സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്തിലാണ്. ഹൈറ്റും 100% ആണ്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ദെൻ സെഡ് ഇൻഡെക്സ് മീൻസ് ഇത് ബാക്കി എല്ലാത്തിൻ്റെയും പുറത്ത് വരണം. അതായത് ഇതൊരു സ്റ്റാക്ക് പോലെയാണ് പൊസിഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തേക്കുന്ന ബോഡിയിലാണ്. അപ്പോൾ ബോഡിയുടെ പുറത്ത് ബാക്കി എല്ലാ എലമെന്റേയും ഓവർലേ പുറത്ത് വരണം. അതുകൊണ്ടാണ് സെഡ് ഇൻഡെക്സ് ഒരു മാക്സിമം വാല്യൂ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ അതിനകത്തുള്ള UL എലമെന്റ്സിനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, LI സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ദെൻ എലമെന്റുകൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ ഹോവർ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ ക്ലോസ് ബട്ടൺ. ഇതിന് മുകളിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മളുടെ ഇതിനുള്ളിൽ നമ്മളുടെ ആ ഒരു നൗ ബാർ നമ്മൾ എഴുതിയില്ലേ, അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇവിടെ നൗ ബാറിൻ്റെ ഉള്ളിൽ ഞാൻ മൊബൈൽ നാവ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വൈറ്റ് കളറിൽ ഇവിടെ കാണുന്ന ഒരു ക്ലോസ് ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ക്ലോസ് ആണ്. ജസ്റ്റ് ഒരു H3 ആണ് എഴുതിയിരിക്കുന്നത്. അതിനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് റൈറ്റ് നൗ മാർജിനും പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വി നീഡ് ടു ഹാവ് സം സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് അറിയാലോ. ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമ്മളിപ്പോൾ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ലേഔട്ട് നമുക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് പ്രോഗ്രാമിംഗ് കൊണ്ടുവരാൻ കഴിയില്ല. ഐ മീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം, അതല്ലെങ്കിൽ മൗസ് ഹോവർ ചെയ്ത് എന്ത് സംഭവിക്കണം നമുക്ക് എഴുതാം. ഒരു ഈവന്റ് വരുമ്പോൾ ആ ഈവന്റിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 സംഖ്യ കൂട്ടണം. അത്തരം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റർ ചെയ്ത പാസ്വേഡിൽ 8 ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കാര്യം നമുക്ക് എവിടെ പോസിബിൾ അല്ല. നമുക്ക് HTML-ഉം CSS ഉപയോഗിച്ച് പോസിബിൾ അല്ല. സോ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെന്നെ വേണം, യു നീഡ് ടു ഡിപ്പെൻഡ് അപ്പോൺ JavaScript. ഐ ജസ്റ്റ് മേഡ് ദ ഡിസ്പ്ലേ ടു നൺ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, യു ക്യാൻ സീ ഇറ്റ് സ്റ്റിൽ ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എന്താണ് ബേസിക് സ്ക്രിപ്റ്റിംഗ് നോക്കാം. അപ്പോൾ ഞാൻ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ നിങ്ങൾക്ക് സെർവർ സൈഡിലും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ് ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതിന്റെ ഇന്റർപ്രറ്റർ ഇരിക്കുന്നത് അതത് വെബ് ബ്രൗസറിന്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും മതി, വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എവറി ബ്രൗസർ ഹാസ് ഗോട്ട് എ കൺസോൾ, ജാവാസ്ക്രിപ്റ്റ് കൺസോൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. അതല്ല, നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ജാവാസ്ക്രിപ്റ്റ് കോഡ് ബ്രൗസറിന് പുറത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, യു നീഡ് Node.js. അതൊരു C++ റൺ ടൈം ആണ്. Node.jsനകത്ത് ഒരു V8 എഞ്ചിൻ, അതായത് എല്ലാ ബ്രൗസറിനകത്തും ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഗൂഗിൾ ക്രോമിലുള്ളതാണ് V8 എഞ്ചിൻ എന്ന് പറയുന്നത്. അതിനെ ജാവാസ്ക്രിപ്റ്റ് ആ ബ്രൗസറിന് പുറത്തെടുത്തിട്ട് അതിനെ കൊണ്ടുപോയി ഒരു C++ റൺ ടൈമിൻ്റെ ഉള്ളിൽ ഇട്ടതാണ് എന്ത്, Node.js എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് ബ്രൗസർ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നമ്മുടെ main.jsനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്ക്ലൂസീവ് ഒരു JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ലെറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓൾഡർ വേർഷൻ, അതായത് ES6 അല്ലാത്തതൊക്കെ നമ്മൾ വാർ ഉപയോഗിക്കാം. യു ക്യാൻ സ്റ്റിൽ യൂസ് വാർ, ബട്ട് ഐ എം ഗോയിങ് ടു യൂസ് let a equal to 25 എന്ന് എഴുതി. Then you can have let b equal to 20. Then you can I'm going to console.log. That means screen console line output ചെയ്യാൻ വേണ്ടി console.log ഉപയോഗിച്ച് a+b and your answer is 45. And how you run this? ബ്രൗസറിലാണ് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, യു ക്യാൻ
എംബഡഡ് ദിസ് ഇൻ യുവർ HTML കൂടെ എംബഡ് ചെയ്ത് വിട്ടാൽ ബ്രൗസറിൽ വന്നിട്ട് ബ്രൗസറിനകത്തുള്ള ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും, ഈ ഇൻകമിങ് ഡോക്യുമെന്റിനകത്തുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡിനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നോർമലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് അപ്പൻഡ് ചെയ്യുന്നത് നമ്മൾ ബോഡി എലമെന്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ വി ക്യാൻ യൂസ് സ്ക്രിപ്റ്റ് ടാഗ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് സ്ക്രിപ്റ്റ് ഹിയർ. ലെറ്റ് a equal to 25 and let b equal to 20 and console.log, or you can use window.alert. ഞാൻ പറയാം, console.log ഉപയോഗിച്ചു log a plus b. ഓക്കെ, ഈ കോഡ് നമ്മൾ ഈ പേജ് റൺ ആകുമ്പോൾ ആ സ്ക്രിപ്റ്റിലോട് കൂടി വരും. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കാണാനില്ല, ബിക്കോസ് നമ്മൾ കൺസോളിലാണ് ഔട്ട്പുട്ട് എടുത്തത്. അപ്പോൾ എല്ലാ ബ്രൗസറിലും ഒരു ബിൽറ്റ് ഇൻ കൺസോൾ ഉണ്ടായിരിക്കും. ഗോ ടു ദാറ്റ് കൺസോൾ, നമ്മളുടെ ആ കൺസോളിൽ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കൺസോൾ കാണും. ഇതിപ്പോൾ സൂം സ്റ്റേറ്റിലാണ്. ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്, സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, റൺ ഇറ്റ് അഗൈൻ. ഇപ്പം ഞാനിവിടെ വന്ന് റൺ ചെയ്തു. ഐ എം ഗോയിങ് ടു ഹാവ് ദ ഇൻസ്പെക്ട് ടൂൾ. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കൺസോൾ നമുക്ക് എടുക്കാം. ഇവിടെ വന്നിട്ട് വോയിസ് എ കൺസോൾ, ഹിയർസ് എ കൺസോൾ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ കാണാം. ഇവിടെ നിങ്ങൾക്ക് യു ക്യാൻ സി 45. ഈ 45 വന്നത്, ഇതാണ് നമ്മുടെ ബ്രൗസർ കൺസോൾ. ഈ 45 വന്നത് എവിടെ നിന്നാണ്? ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ഫ്രം ദി സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ആസ് ഇറ്റ് ഈസ് ഇവിടെ എഴുതാം. അതല്ല, നമുക്ക് ഈ സ്ക്രിപ്റ്റ് വരണം. എനിക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് console.log ആൻഡ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് എന്നെഴുതി, സ്ക്രിപ്റ്റ്. ഓക്കെ, എന്ന് ഞാൻ എഴുതി. ആൻഡ് ഇതൊരു എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് വന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പം നമുക്ക് വന്ന ഔട്ട്പുട്ട് നമ്മളുടെ ബ്രൗസറിനകത്തുനിന്ന് വന്ന, നോർമലി നമ്മൾ എഴുതിയ ഈ പേജിനകത്ത് എഴുതിയ സ്ക്രിപ്റ്റ് ആണ്, ഇവിടെ എഴുതിയ സ്ക്രിപ്റ്റ് ആണ്, ലൈക്ക് ഈ സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് src ആട്രിബ്യൂട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ./JS-നുള്ളിൽ കിടക്കുന്ന main.js. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ബ്രൗസറിലെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആണ് 45. ഈ 45 വന്നത് ഇവിടുന്നാണ് വന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ എഴുതിയ ഈ സ്ക്രിപ്റ്റ് അവിടെ പോയി, ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആയില്ലേ? അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിന് src ടാഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എന്ത് ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് ഇതില്ല, ഇതിൻ്റെ ഉള്ളിലാണ് ഡയറക്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയെങ്കിൽ എന്ത് ചെയ്യും, ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് src ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യാം. സം സ്ക്രിപ്റ്റ് നമ്മൾ ഹെഡറിൽ ലിങ്ക് ചെയ്യും, ചിലത് എന്തായിരിക്കും, നോർമലി നമ്മൾ സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുന്നത് ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാവും. ഈ ജാവാസ്ക്രിപ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് ലൂസ്ലി ടൈപ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ടൈപ്പ് സ്ട്രിക്റ്റ് അല്ല. ഇപ്പൊ ലെറ്റ് a equal to 25 ഞാൻ കൊടുത്തു. ആഫ്റ്റർ സം ടൈം യു ക്യാൻ ഹാവ് a can be hello എന്ന് ഞാൻ കൊടുത്തു. ഇപ്പൊ a എന്തായി, സ്ട്രിങ് ആയി മാറി. ആൻഡ് യു ക്യാൻ ചെക്ക് ദ ടൈപ്പ് ഓഫ് a. console.log എഴുതിയിട്ട് യു ക്യാൻ യൂസ് എ വാർഡം. I think type of, it's not വാർഡം, type of a എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് ലെറ്റ്സ് ട്രൈ വാട്ട് ഈസ് ഔട്ട്പുട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാർഡം PHP-ലായിരിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ സ്ട്രിങ് എഴുതി. now your output is your type of a is right now string. ആൻഡ് ഇത് ഞാൻ എഴുതിയത് ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ടൈപ്പ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇനീഷ്യലി ഇത് നമ്പർ ആണ്, പിന്നെ അത് സ്ട്രിങ് ആയി. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2 സ്ട്രിങ് ആഡ് ചെയ്തു. hello 20 എന്ന് വരാനുള്ള കാരണം ഇവിടെ എ ഹെലോ ആക്കി മാറ്റിയല്ലോ. ഇതാണ് സ്ട്രിങ് അഡീഷൻ എന്ന് പറയുന്നത്. ദെൻ സ്ട്രിങ് കോൺകാറ്റനേഷൻ. വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, വേരിയബിളിന്റെ പേരൊക്കെ ഓർത്തിരിക്കുക. ഞാൻ ABC ആണ് കൊടുത്തത്. ലെറ്റ് മീ റിമൂവ് എവറിത്തിങ്. ലെറ്റ്സ് ഡിക്ലെയർ സം വേരിയബിൾ. ലെറ്റ് f നെയിം. ഓക്കെ, ഞാൻ ഫസ്റ്റ് നെയിം എന്നാണ് എഴുതുന്നത്, ഫസ്റ്റ് നെയിം. ആൻഡ് സി ദ കൺവെൻഷൻ, ദാറ്റ് ഇസ് എ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. യു ക്യാൻ സ്റ്റോർ എ വാല്യൂ ലൈക്ക് ദിസ്, job in. Okay, then if you want to print that, you can use the console.log that first name. Okay, and ini string double quoted ആവാം, single quoted ആവാം. And you can use a var utilize ചെയ്യാം. And ഇത് വാറും ലെറ്റും തമ്മിലുള്ള ഡിഫറൻസ്, you can redeclare this thing. അതായത് var ലാസ്റ്റ് നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റീഡെക്ലെയർ ചെയ്യാം. Okay, like this. But if you declare something using let, you can't redeclare it. And scope, block level scope ഒക്കെയാണ്. You can refer that, and I'm not going too deep into the JavaScript. But സ്കോപ്പുമായി ബന്ധപ്പെട്ട് ലെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ
ഡിക്ലെയർ ചെയ്തെങ്കിൽ അതിന്റെ സ്കോപ്പ് ബ്ലോക്ക് ലെവൽ സ്കോപ്പ് ഒക്കെ ആയിരിക്കും. യു കാൺ റീഡിക്ലെയർ ഇറ്റ്, ബട്ട് വാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റീഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ എഴുതുന്നത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ നെയിം, ആൻഡ് യു ക്യാൻ ഹാവ് ദ ഫംഗ്ഷൻ ബോഡി ആൻഡ് യു ക്യാൻ പാസ് ദ പാരാമീറ്റേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. എ, ബി 2 പാരാമീറ്റർ ഉണ്ട്. ആൻഡ് യു ക്യാൻ ഹാവ് ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാം, ലോഗ് സി, ഓർ യു ക്യാൻ റിട്ടേൺ സി. റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും, റിട്ടേൺ സി എന്നെഴുതി. ഓക്കെ, ഇത് ഫംഗ്ഷൻ ഇതില്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പാരാമീറ്റർ ആണ്, ഇതുള്ളതുകൊണ്ട് വിത്ത് പാരാമീറ്റർ ആണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആൻഡ് ആഡ് ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4,5 പാസ് ചെയ്തു. ഓക്കെ, ദെൻ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, കം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ 9 കാണാം, 4,5. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി, ഇറ്റ്സ് ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് ദിസ് തിങ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് കൺസോൾ ലോഗ്, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ് ഹിയർ, ബിക്കോസ് ഇതിനകത്ത് എന്തുണ്ട്, റിട്ടേൺ ടൈപ്പ് ഉണ്ട്. സോ എൻ്റെ ഫംഗ്ഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺസോൾ ലോഗ് ചെയ്യാം. അതല്ലെങ്കിൽ യു ക്യാൻ സ്റ്റോർ ദിസ് ഇൻ ടു എ വേരിയബിൾ var result equal to add, then you need to put a space here. Okay, then console.log, it's console.log that result. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഇതേ റിസൾട്ട് തന്നെ കിട്ടും ഇവിടെ, യു വിൽ ഗെറ്റ് 9. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ജാവാസ്ക്രിപ്റ്റിലെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് let me remove this. You can have if condition, then statement, then else. Okay, then else if add ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. ബേസിക് പ്രോഗ്രാമിംഗ് ഒക്കെ ഇറ്റ് ഈസ് ലൈക്ക് സി, സിമിലർ ആണ്. സെമിക്കോളൻ മാൻഡേറ്ററി ഒന്നും അല്ല. ലെറ്റ് എ എന്ന് എഴുതി, എൻഡ് ഓഫ് ലൈൻ ഇങ്ങനെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ലൈൻ ആണ്. പക്ഷെ നിങ്ങൾ ഒരു ലൈനിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ലെറ്റ് എ, ലെറ്റ് ബി എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എറർ അടിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോമൺ സെൻസ്. കമ്പൈലർ എൻഡ് ഓഫ് ലൈൻ ഡിറ്റക്ട് ചെയ്യുന്നത് ആ ഒരു നമ്മൾ എൻ്റർ അടിക്കുമ്പോഴാണ്. ഓക്കെ, അത് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മാനുവലി നമ്മൾ സെമിക്കോളൻസ് ഇട്ട് കൊടുക്കണം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഫ്രണ്ട് എൻഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ യു ക്യാൻ യൂട്ടിലൈസ് എ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് HTML എലമെന്റുകളെ അതല്ലെങ്കിൽ സ്റ്റൈൽസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് തിങ്. അതായത് നമ്മളുടെ ഡോം എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ നല്ലതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ഡോക്യുമെന്റിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് ഒരു ട്രീ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും റൂട്ടിൽ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. ദെൻ അതിനകത്ത് ഡോക്യുമെന്റ് റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ HTML എലമെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ റൂട്ട് എലമെന്റ് HTML ആയിരിക്കും. ദെൻ അതിന് ചൈൽഡ്, ദെൻ ഓരോ എലമെന്റിനും അതിനനുസരിച്ച് ചിൽഡ്രൻ, ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, ഒരു നമുക്ക് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ത് ചെയ്യും, ഒരു ട്രീ ഓഫ് ദിസ് നോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രീ ഓഫ് നോഡ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓരോ നോഡിനും പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റിനകത്തുനിന്നുകൊണ്ട് ഈ API ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഫുൾ എന്ത് ചെയ്യാം, ഡോക്യുമെന്റിലെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും ആ ഒബ്ജക്റ്റിലെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പല രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഐ ഷോ യു ഫ്യൂ എക്സാമ്പിൾസ്. ദിസ് നോട്ട് എ ഫുൾ ജാവാസ്ക്രിപ്റ്റ് ഡോം കോഴ്സ്, നമുക്ക് ആവശ്യമുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നിങ്ങൾക്ക് എലമെന്റുകൾ ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ഹാവ് ദിസ് ടെസ്റ്റ് ഫയൽ. ഞാനിവിടെ ടെസ്റ്റ് എന്നൊരു ഫയൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് എനിക്ക് എന്തുണ്ട്, ഐ ഹാവ് സംതിങ് ലൈക്ക്, ഇവിടെ ഞാനൊരു ഡിവ് ബോഡിയിൽ എനിക്കൊരു P എലമെന്റ് ഉണ്ട്. P എലമെന്റ്, ഈ P എലമെന്റിനകത്ത് ഐ എം ഗോയിങ് ടു ഹാവ് എൻ ഐ ഡി ഓഫ് പാരഗ്രാഫ് 1, പാര എന്ന് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് മീ ഹാവ് ഹലോ. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട്, ലെറ്റ് മീ ഡിസ്പോസ് ദിസ് തിങ് ആൻഡ് റൺ ദിസ് പേജ്. Okay, I'm going to run this test.html. Now you'll get the output like this. Hello and output it. Let me make it side by side. Okay, hello and output it, and I need more space here. Okay, ഇനി എനിക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ എലമെന്റിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ ഇവിടെ ഞാൻ എഴുതിയാൻ പോവാണ്, ഐ നീഡ് ടു ആക്സസ് ദിസ് എലമെന്റ്. ഈ എലമെന്റ് എന്ത് ചെയ്യണം, ഈ എലമെന്റിനെ ആക്സസ് ചെയ്യണം. ആൻഡ് ഐ നീഡ് ടു ചേഞ്ച് ദ കളർ ഓഫ് ദിസ് ഹലോ.
ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് എൻ H1. നമുക്ക് ഒന്നുകൂടി വലുതായി കാണാൻ വേണ്ടി. ഓക്കെ, ഞാനിതൊന്ന് H1 ആക്കുന്നുണ്ട്. H1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹലോ എന്ന് കാണാം. ഇനീഷ്യലി ഈ പേജ് ലോഡായി വന്നപ്പോൾ ഈ ഹലോ ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോം ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ട്രീ ഓഫ് നോഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് മീ ഡിക്ലെയർ എ വേരിയബിൾ, ഓർ നിങ്ങൾക്ക് ഏറ്റവും റൂട്ടിൽ റൂട്ട് എലമെന്റ് അല്ല, ഡോക്യുമെന്റ് ഡോട്ട് എന്ന് വേണ്ട നമ്മൾ വിളിക്കേണ്ടത്. ഏറ്റവും റൂട്ടിൽ ഇങ്ങനെ അസ്യൂം ചെയ്യാം എവറിത്തിങ് സ്റ്റാർട്ടിങ് ഫ്രം ഡോക്യുമെന്റ്. ഈ HTML ഡോക്യുമെന്റിനകത്ത് നിന്നാണ്. അപ്പോൾ ഇനി റൂട്ട് എലമെന്റ് HTML ആയിരിക്കും. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനകത്ത് എലമെന്റിനെ ആക്സസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ID ആണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഗെറ്റ് എലമെന്റ് ബൈ ID. ഞാൻ ഇവിടെ കണ്ടോ, ഗെറ്റ് എലമെന്റ് ബൈ ID വിളിച്ചു. ആൻഡ് ഡോണ്ട് ഓക്കെ, ഗെറ്റ് എലമെന്റ് ബൈ ID പാര എന്ന് വിളിച്ചു. ഇത് മീൻ ചെയ്തതാണ് ഗോ ആൻഡ് ഫൈൻഡ് ദിസ് ID, എലമെന്റ് വിത്ത് ദിസ് ID. എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാട്ടോ. എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ എൻ്റയർ തിങ്ങിനാണ് നമ്മൾ എലമെന്റ്. ഓപ്പണിംഗ് ടാഗ്, കണ്ടന്റ്, ക്ലോസിംഗ് ടാഗ്, അതാണ് മൊത്തം എലമെന്റ്. ഈ എലമെന്റിനെ കണ്ടെത്താൻ പറഞ്ഞു. കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു നീഡ് ടു സ്റ്റോർ സംവർ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ലെറ്റ് പാരഗ്രാഫ് പാര ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ സ്റ്റോർ ചെയ്തു. ഞാനത് കൺസോൾ ലോഗ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ദാറ്റ് പാര. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇൻസ്പെക്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മളുടെ കൺസോളിൽ വന്നാൽ യു ക്യാൻ സീ ദാറ്റ് എൻറ്റയർ എലമെന്റ് ഹിയർ. ഈ എൻറ്റയർ എലമെന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച്. ഐ ക്യാൻ ഹാവ് ഹലോ, നോ ഐ ഡോണ്ട് നീഡ് എനി അലേർട്ട് ഹിയർ. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? പാര ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ ഈക്വൽ ടു, ഐ ക്യാൻ മേക്ക് ദിസ് റെഡ്. ഞാനിവിടെ റെഡ് നാക്കി. ഇപ്പോൾ കണ്ടത് റെഡായി. ഈ പേജ് ഇനീഷ്യലി ലോഡ് ചെയ്ത് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇത് റെഡായി. ആൻഡ് യു ക്യാൻ ഇൻക്രീസ് ദ സ്റ്റൈൽ. ആൻഡ് ലെറ്റ് മീ ഹാവ് എ സ്റ്റൈൽ ഹിയർ. ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റൈൽ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റൈൽ ടാഗിനകത്ത് ഞാനൊരു സ്റ്റൈൽ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഡോട്ട് പാര എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ എഴുതി. ആൻഡ് കളർ ഷുഡ് ബി പേർപ്പിൾ. ഓക്കെ, ആൻഡ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഐ നീഡ് 55 പിക്സൽസ്. ആൻഡ് ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു 10 പിക്സൽസ് വേണം എന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ സ്റ്റൈൽ ഈ പാരഗ്രാഫിന് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പേജ് ലോഡായി വരുമ്പോൾ ഈ സ്റ്റൈൽ, അതല്ലെങ്കിൽ എനിക്ക് എന്തുണ്ട്, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഐ ഗോട്ട് ഹാവ് എ ബട്ടൺ ഹിയർ. ഇവിടെ ഒരു ബട്ടൺ ടാഗ് എഴുതി. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് മീ എന്ന് എഴുതി. ക്ലിക്ക് മീ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിന്റെ സ്റ്റൈൽ എന്താവണം? ഈ പറഞ്ഞ സ്റ്റൈൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇതിനൊരു ID കൊടുത്തു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണല്ലോ അത് സംഭവിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ BT എന്ന് പറഞ്ഞൊരു ID കൊടുത്തു. ഇതിനകത്ത് ഏതൊക്കെ എലമെന്റ് ഇൻവോൾവ് ആയിട്ട് നോക്കുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ടെക്സ്റ്റിന്റെ ഇത് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഈ 2 എലമെന്റുകൾ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ ഒന്ന് നമ്മളിവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ബട്ടണെ ആക്സസ് ചെയ്യണം. ലെറ്റ് BTN ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID തന്നെയാണ് ഞാൻ വിളിച്ചത്. ID is BTN എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ BTNൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സംതിങ് ഹാപ്പൻ. പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്? നിങ്ങൾക്ക് ഓൺ ക്ലിക്ക് ഈവൻ്റ് ഒക്കെ ഉണ്ടാവും. ഓൺ ക്ലിക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ ഒരു ഫംഗ്ഷനെ വിളിച്ചു. ചേഞ്ച് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ വിളിച്ചു. റൈറ്റ് നൗ ഈ ഫംഗ്ഷൻ ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ ജാവാസ്ക്രിപ്റ്റിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ചേഞ്ച് സ്റ്റൈലിനെ കോൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? എന്താ ചെയ്യേണ്ടത്? ഈ പാരഗ്രാഫിലേക്ക് എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് പാര ഡോട്ട്, നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് എലമെന്റ്. പാര ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ആഡ് ചെയ്യാം. ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡ് എന്ന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മളെ ക്ലാസ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ക്ലാസ് ലിസ്റ്റ് ഏതാണ്? പാര ആഡ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ? അത് ഒന്നൊരു സൂം ചെയ്യാം. കളർ ഞാൻ മാറ്റാം. ആൻഡ് കളർ ഇത് മാറാനുള്ള കാരണം ഇതാണ്. സ്റ്റൈൽ ഇൻലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് നൗ ഇതാണ് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടത് മാറിയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എഴുതിയത് എന്താണ്? ഓൺ ക്ലിക്കിലാണ് എഴുതിയത്. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓൺ ക്ലിക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈവൻ ലിസണേഴ്സ് ആഡ് ചെയ്യാം. കോൾ ബാക്ക് ഫംഗ്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബട്ടൺ എന്നുള്ള എലമെന്റിനെ ആക്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ BTN ഡോട്ട് ആഡ് ഈവൻ ലിസണർ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പാരാമീറ്റർ ഏതാണ്? ഈവന്റ് എന്നാണ്. ക്ലിക്കാണ് ഈവന്റ്. ആ ക്ലിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതണം. ദിസ് ഒരു ആരോ ഫംഗ്ഷൻ. ഇതൊരു അനോണിമസ് ഫംഗ്ഷൻ ആണ്. ഇത് പേരില്ലല്ലോ. അത്തരം ഫംഗ്ഷൻസ് ആണ് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ആരോ ഫംഗ്ഷനാണ്. ആരോ നൊട്ടേഷൻ ഉപയോഗിച്ചാണ് എഴുതിയേക്കുന്നത്. ദെൻ ഇത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ആരെ കോൾ ചെയ്തു? ചേഞ്ച് സ്റ്റൈലിനെ കോൾ ചെയ്തു. ഓക്കെ, ബിക്കോസ് ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് സ്റ്റൈൽ കോൾ ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, ലെറ്റ് മീ ക്ലിക്ക് ഇറ്റ് അഗെയിൻ. നൗ യു ക്യാൻ സി ഇറ്റ് സ്റ്റിൽ വർക്കിംഗ്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡോം ഉപയോഗിച്ച് എലമെന്റ് ആക്സസ്. ഇപ്പൊ ഗെറ്റ് എലമെന്റ്സ് ബൈ ഐ ഡി ആണ്, ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ആണ്. ഇതൊരു ഇൻഡിവിജ്വൽ എലമെന്റ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ ഐ ഡിയുള്ള ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നത്, സപ്പോസ് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഐ ഡി എന്ന് വിചാരിക്കുക. ഐ ഡി മൾട്ടിപ്പിൾ ഒരിക്കലും കൊടുക്കരുത്, അത് കോമൺ സെൻസ് അല്ലല്ലോ. ഒരു ഐ ഡി നമ്മൾ സെറ്റ് ചെയ്യുന്ന യൂണീക്നെസ്സിന് വേണ്ടി, പിന്നെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞാൽ ഒന്നേ നിങ്ങൾക്ക്, ഈവൻ ദോ ഇതിനകത്ത് ഒരേ ഐ ഡി നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് ഐ ഡിക്ക് ഒരേ ഐ ഡിയിൽ 2-3 എലമെന്റ് ഉണ്ടെങ്കിലും ആദ്യം ഒക്കെ പറയുന്ന ഇൻസ്റ്റൻസേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഗെറ്റ് എലമെന്റ്സ് ബൈ നെയിം കിട്ടും. അതായത് ഇവിടെ ടാഗ് നെയിം ഒക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് H1 ഉണ്ട്, കുറെ H1 ഉണ്ട്, ഹലോ. അപ്പൊ എനിക്ക് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ് ഹെഡിങ് ഈക്വൽ ടു എന്ന് വേണ്ടി എന്ത് ചെയ്യാണ്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ്സ് ബൈ ടാഗ് നെയിം. കണ്ടോ, ടാഗ് നെയിമിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ ക്യാൻ ഹാവ് പാസ് ദ H1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഞാനിവിടെ കൺസോൾ ലോഗ് ചെയ്യാണ്. H1, സോറി നല്ല ജലദോഷം ഉണ്ട്, അതാണ്. ഹെഡിങ് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇതൊരു കളക്ഷൻ ആണ് വന്നത്. ഒരു അറേ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ എലമെന്റ്സ് എന്ന് കാണുന്നൊക്കെ, ഒന്നിലധികം കാണുന്നതൊക്കെ എന്തായിരിക്കും, ഒരു കളക്ഷൻ ആയിരിക്കും നോക്കുക. 0th ഇൻഡെക്സിൽ ഫസ്റ്റ് ഓക്കറൻസ്, ഫസ്റ്റ് ഇൻഡെക്സിൽ സെക്കൻഡ്, ആ രീതിയിലായിരിക്കും എന്തുണ്ടാവും ഇതിനകത്തുണ്ടാവും. സം അതർ പ്രോപ്പർട്ടീസ് ഓൾസോ ഇതിനകത്ത് കണ്ടോ. ഇതാണ് അറേ. H1 ഐ ഡി പാര, H1 പാര എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്, ആക്ച്വലി ഇതിനകത്ത് കുറേ മെത്തേഡ്സും കുറേ കാര്യമുണ്ട്. അപ്പൊ എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇത് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ കൊറി സെലക്ടർ ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ് നെയിം വെച്ച് സെലക്ട് ചെയ്യും. അതിലൊരു പെർട്ടിക്കുലർ കൊറി മാച്ചിങ് ആയിട്ടുള്ള, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ക്ലാസ് ഞാൻ ആഡ് ചെയ്യാണ്. ക്ലാസ് പാര എന്നുള്ള ക്ലാസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ആ ക്ലാസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇനീഷ്യലി അപ്പിയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഓൾറെഡി ഇത് എന്താണ്, ഈ കളറിൽ തന്നെയാണ് വന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ് ലിസ്റ്റിലുള്ള ആളുകളെ വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പാരാന്ന് ഉപയോഗിച്ച് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡിക്ക് പകരം എനിക്ക് എന്ത് വേണം, കൊറി സെലക്ടർ ഉപയോഗിക്കാം. കൊറി സെലക്ടർ, ദാറ്റ് കൊറി ഈസ് ദാറ്റ് പാര. ഓക്കെ, ദെൻ ലെറ്റ് മീ പ്രിന്റ് ദാറ്റ് പാര എന്നുള്ളതൊന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻസ്പെക്ട് അടിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ടിൽ കൺസോളിൽ വന്നാൽ ദാറ്റ്സ് നൾ. ഐ തിങ്ക് യു നീഡ് ടു പുട്ട് എ ഡോട്ട് ഹിയർ, ദിസ് എ ക്ലാസ്. യു ക്യാൻ സീ ഇവിടെ കണ്ടോ, ആ പാര എന്നുള്ള ഈ ഒരു കൊറി മാച്ചിങ് ആയിട്ടുള്ള ആളെ കിട്ടി. കൊറി സെലക്ടർ ഓൾ ആണെങ്കിലോ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ക്ലാസ്സും എന്താണ്, ദാറ്റ് പാര എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നേ കിട്ടുള്ളൂ, ആദ്യത്തെ ഒക്കറൻസ്. പക്ഷേ നിങ്ങൾക്ക് കൊറി സെലക്ടർ ഓൾ ആണെങ്കിൽ എന്ത് കിട്ടും, ആ കണ്ടീഷൻ മാച്ചിങ് ആവുന്ന എല്ലാതും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പെർട്ടിക്കുലർ, ഇപ്പൊ പാര ഓഫ് 0, ഇത് അറേ ആണല്ലോ. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരെണ്ണേ കിട്ടുള്ളൂ, ഫസ്റ്റ് ഒക്കറൻസ് 0. ഇതിൽ 2 എണ്ണം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനകത്ത് ഐറ്ററേറ്റ് ചെയ്ത് പോയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഉള്ളത്, ഇപ്പൊ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് എന്താണ്, ഇതാണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാത്തൊരു എലമെന്റ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ നീഡ് ടു ആഡ് എ ഡിവ് ഹിയർ. ഇതിനകത്തേക്ക് ഒരു ഡിവ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആഡ് ചെയ്യണം. ലൈറ്റ് എങ്ങനെ ചെയ്യാം അത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഞാനിവിടെ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ക്രിയേറ്റ് എലമെന്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ UL. ഓക്കെ, ഒരു UL ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് LI ഈക്വൽ ടു ഒരു LI ക്രിയേറ്റ് ചെയ്യാണ്. LI ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി LI എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്, സോറി, ദിസ് ഷുഡ് ബി ക്രിയേറ്റ് എലമെന്റ്. എലമെന്റിന്റെ പേര് LI എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എനിക്ക് LI ഡോട്ട് ഇതിന്റെ ഇന്നർ HTML, ഇന്നർ ടെക്സ്റ്റും ഉണ്ട്, HTML ഉണ്ട്. ഇന്നർ HTML എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ഹലോ എന്ന് ഞാൻ എഴുതി. ദിസ് ഇസ് ജസ്റ്റ് എ ടെക്സ്റ്റ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇന്നർ HTML ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ടാഗുകളൊക്കെ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കൊടുക്കും. ഇത് എന്ത് ചെയ്യും, സ്ക്രീനിൽ വരുമ്പോൾ അത് HTML ആയിട്ട് റെൻഡർ ചെയ്യും. മറ്റത് എന്ത് ചെയ്യില്ല, ടെക്സ്റ്റ് ആണെങ്കിൽ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഐ വിൽ ഷോ യു ദ ഡിഫറൻസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ LI നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് അപ്പൻഡ് ചൈൽഡ് മെത്തേഡ് എന്ന് കോൾ ചെയ്തു. അപ്പൻഡ് ചൈൽഡ്. ഓക്കെ, ഏതാ അപ്പൻഡ് ചെയ്യേണ്ടത്, LI അപ്പൻഡ് ചെയ്യണം.
ഓക്കെ, ഇതെല്ലാം ഹാപ്പൻ ചെയ്യുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്തു ആൻഡ് എന്താ പറയാൻ, ലെറ്റ് മീ റിഫ്രഷ് ദിസ് തിങ്. എവിടെ എഴുതിയത് btn.add event listener ലിസ്റ്റ് ഈക്വൽ ടു document dot create element ദാറ്റ് ഈസ് UL ക്രിയേറ്റ് ചെയ്തു ആൻഡ് li ഡോട്ട് അല്ല, ഓക്കെ, ലിസ്റ്റ് എന്ന് കൊടുത്തു, UL li ക്രിയേറ്റ് ചെയ്തു, li ഡോട്ട് inner HTML ചെയ്തു, ദെൻ ലിസ്റ്റ് ഡോട്ട് append child ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ഇറ്റ്സ് നോട്ട് കമ്മിങ്, വൈ? ലെറ്റ്സ് ഹാവ് സംതിങ്. നമുക്കൊന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ദാറ്റ് li ഒന്ന് കൺസോൾ ലോഗ് ചെയ്യാം. ഓൾറെഡി കൺസോൾ ലോഗ് ഉണ്ട് അവിടെ. ബട്ടൺ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു li ക്രിയേറ്റ് ആയി. അതിൻ്റെ അണ്ടറിൽ എന്തുണ്ട്, ഒരു ബി ടാഗ് ഉണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ് ലിസ്റ്റ് ഈക്വൽ ടു ലിസ്റ്റ് ഡോട്ട് append child. ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ലിസ്റ്റ്. ഓക്കെ, ലെറ്റ് മീ ടെസ്റ്റ് ദിസ് തിങ്. കൺസോൾ dot log that list. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു UL ക്രിയേറ്റ് ആയി, UL അണ്ടറിലൊരു li വന്നു. ഓക്കെ, li കൺസോൾ ലോഗ് ചെയ്തു, അതൊക്കെ വന്നു. പക്ഷേ നമ്മളുടെ ഔട്ട്പുട്ടിൽ ഇത് ക്ലോസ് ചെയ്യും, ക്ലിക്ക് ചെയ്യും, ഔട്ട്പുട്ടിൽ വന്നിട്ടില്ല. ഔട്ട്പുട്ടിൽ വരാത്തതിന് കാരണം എന്തായിരിക്കും? ഓക്കെ, അതിന് കാരണം നമ്മൾ ഇതിനെ ഈ ഡോക്യുമെന്റിലേക്ക് എങ്ങോട്ട് അപ്പൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എഴുതാത്തതുകൊണ്ടായിരിക്കും. ഇത് രണ്ടും ഇവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത്. ലെറ്റ് മീ ക്രിയേറ്റ് എ div ഹിയർ. ഒരു div, സോറി, ഇറ്റ്സ് നോട്ട് dir, ഇറ്റ്സ് div. എവിടെ ക്രിയേറ്റ് ചെയ്യണം? ഈ ബട്ടന്റെ താഴെ ഞാൻ ഒരു div ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനൊരു ID കൊടുക്കുകയാണ്. ID എന്ന് പറയുന്നത് my div എന്ന് കൊടുത്തു. ഇത് ആക്ച്വലി ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ my div ഒന്ന് എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യണം. ലെറ്റ് my div, this can be a const, my div equal to document dot get element by ID and ID is my div. ഓക്കെ, ആൻഡ് സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം, my div. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ append child ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? my div dot append child list. Now you can see hello. Once again ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ hello എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് ദിസ് ആക്ച്വലി UL നമ്മളില്ലാത്തൊരു എലമെന്റ് ആണല്ലോ ഈ ക്രിയേറ്റ് ചെയ്തത്. റിഫ്രഷ് ചെയ്ത് പോകും, നമ്മൾ സേവ് ചെയ്തിട്ടില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെന്റ് വരും, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് എലമെന്റ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ എലമെന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലെറ്റ് മീ ഡിസ്പോസ് ദിസ് തിങ്. ക്ലോസ് ചെയ്തു, എന്നിട്ട് നമ്മളുടെ ആക്ച്വൽ വെബ്സൈറ്റിലേക്ക് വരാം. ഇവിടെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് ഇവിടെ ഡിസ്പോസ് ചെയ്ത് ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ്. ഇവിടെ നമുക്കിത് മിനിമൈസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളുടെ അപ്പിയർ ചെയ്യും, നമ്മളുടെ ഈ മെനു അപ്പിയർ ചെയ്യും. ഈ മെനു ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? നമ്മളുടെ ആ ഒരു സൈഡ് ബാർ എന്ത് ചെയ്യണം? സൈഡ് മെനു അപ്പിയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ട് നോക്കുക. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ആക്ച്വലി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആ മെനു ഐറ്റത്തെ നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത് ആക്സസ് ചെയ്യണം. ആൻഡ് യു ക്യാൻ കം ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് എഴുതണം. ഓക്കെ, നമുക്ക് ആരൊക്കെ ആക്സസ് ചെയ്യണം? ആ മെനു ഐറ്റത്തെ എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്? അതിനൊരു പേര് കൊടുക്കുകയാണ്. യു ക്യാൻ യൂസ് var or you can use const. You can use let me have a const variable, const mobile now equal to document dot query selector ആണ് ഉപയോഗിക്കുന്നത്. query selector, query എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് വലുതാക്കത് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. query selector എന്ന് പറയുന്നത് ഈ മൊബൈൽ now ആണ്. ഇത് ഞാൻ ആക്സസ് ചെയ്തു. ഇത് നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, ഈ ഒരു വിൻഡോ. അതായത് ഇവിടെ വരുന്ന പോപ്പ് ചെയ്ത് വരുന്ന വിൻഡോ ആണ് മൊബൈൽ now എന്നുള്ളത്. ഇനി നമുക്ക് ആര് വേണം? ഇതേപോലെ നമുക്ക് ആര് വേണം? ആ ഒരു കോൺസ്റ്റ്. ഇനി വേണ്ടത് മെനു ബട്ടൺ ആണ്. മെനു അണ്ടർസ്കോർ ബട്ടൺ ഈക്വൽ ടു ഐ നീഡ് ഡോക്യുമെന്റ് ഡോട്ട്, യു ക്യാൻ യൂസ് അഗെയിൻ യൂസ് query selector. ആൻഡ് query selector എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഡോട്ട് മെനു -btn. ഓക്കെ, ഇതൊക്കെ HTML-നകത്തുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം?
ഇനി നമ്മൾ ആ മെനു ബട്ടൺ ഡോട്ട് നേരത്തെ ഇതുപോലെ ഈവൻ ലിസണർ ആഡ് ചെയ്യണം. ആഡ് ഈവൻ ലിസണർ, നമ്മൾക്ക് വേണ്ട ഈവന്റ് ക്ലിക്കാണ്, CLICK. ദെൻ എന്ത് ചെയ്യണം, അനോണിമസ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, ആരോ ഇട്ടു, ആൻഡ് വാട്ട് ഹാപ്പൻസ്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനുള്ളിൽ എഴുതണം. ഇത് നമുക്ക് വേണ്ട എന്താണ്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും, ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആരെ കിട്ടണം, നമ്മളുടെ മൊബൈൽ നാവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് മൊബൈൽ നാവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ബ്ലോക്ക്. ആക്ച്വലി ഇതിപ്പോൾ നണ്ണാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ബ്ലോക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം എന്നാണ് പറഞ്ഞത്, ഇത് ബ്ലോക്ക് ആക്കണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, നത്തിങ് ഈസ് കമ്മിങ് ഹിയർ. ഐ തിങ്ക് യു നീഡ് ടു ചെക്ക് ദ സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ HTML വന്നിട്ട് നമ്മളുടെ നാവിൻ്റെ ഒക്കെ ക്ലാസിൻ്റെ ഒക്കെ പേര് നോക്കുക. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യണം. കോൾ ബട്ടൺ മെനു -ബട്ടൺ ആണ്, ആൻഡ് മൊബൈൽ -nav ആണ്. ആൻഡ് ഐ തിങ്ക് വി ഹാവ് ഇൻ ലിങ്ക്ഡ് ദാറ്റ് ഹിയർ. ഇൻഡെക്സിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഹെഡറിൻ്റെ ഉള്ളിൽ ഈ സ്റ്റൈൽ ഷീറ്റിനെ ലിങ്ക് അല്ല, ഈ JS ഫയലിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ല, നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആൻഡ് main.js ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ കൺസോൾ ലോഗ് ദിസ് തിങ്. ഇത്തരം കേസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. console.log മൊബൈൽ നാവിൽ എന്താണ് കിട്ടിയത്, ഈ പേജ് ലോഡായി വന്നപ്പോൾ. ഓക്കെ, ആൻഡ് ചെക്ക് ദാറ്റ് ഇൻ യുവർ ഇൻസ്പെക്ട് വിൻഡോ. കൺസോളിൽ വന്നിട്ട് യു ഗോട്ട് മൊബൈൽ നാവ്. ഓക്കെ, ആഡ് ഈവൻ ലിസണറിനകത്ത് സം എറേഴ്സ്. ആഡ് ഈവൻ ലിസണർ മൊബൈൽ മെനു _button dot add even listener. ഓക്കെ, ദെൻ ഇത് നമ്മൾ കളഞ്ഞു. ദെൻ മൊബൈൽ നാവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മൊബൈൽ നാവ് ഡോട്ട് സ്റ്റൈൽ. വൈ ഐ എം നോട്ട് ഗെറ്റിംഗ് ദിസ്. ഓക്കെ, ലെറ്റ്സ് റീറൈറ്റ് ദിസ് തിങ്. ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് ഇതൊന്ന് വെച്ച് ടച്ച് ചെയ്ത് നോക്കാം, ഇത് കിട്ടിയോ എന്നുള്ളത്. ഓക്കെ, കം ഹിയർ ആൻഡ് ദിസ് ഷുഡ് ബി മെനു ബട്ടൺ. മേ ബി മെനു ബട്ടൺ കിട്ടിയിട്ടില്ലെങ്കിലോ, മെനു ബട്ടൺ. ആൻഡ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് മൊബൈൽ നാവ്, ബട്ട് ദർ ഇസ് നോ menu_btn. മെനു ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, മെനു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. നൗ യു ഗോട്ട് തിങ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, മൊബൈൽ നാവിനകത്ത് മൊബൈൽ നാവ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ഈക്വൽ ടു ബ്ലോക്ക് എന്ന് എഴുതി. Okay, then come here, click here. It's not working. Still it's not working. Why? mobile nav dot style dot display equal to block എന്നല്ല എഴുതിയത്. ഓക്കെ, മെനു ബട്ടൺ കിട്ടിയോ, മെനു ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മെനു ബട്ടൺ വന്നിട്ടുണ്ട്, മെനു btn dot add even listener. What is the error? There is no error. And let me check this working. console.log hello എന്ന് ഞാൻ എഴുതി. ആൻഡ് കം ഹിയർ. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് ഹലോ. പക്ഷെ നമ്മളുടെ ഇത് വർക്ക് ചെയ്യുന്നില്ല, മൊബൈൽ നാവ് ഡോട്ട് മെനു ബട്ടൺ. വൈ? ദാറ്റ് ഈസ് എ കോൺസ്റ്റ് ഐ തിങ്ക്. ആൻഡ് ഐ തിങ്ക് ദിസ് ഷുഡ് ബി ലെറ്റ്. ഓക്കെ, ഞാൻ ഒരു കോൺസ്റ്റ് ആണ് ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്തത്, അതൊന്ന് ചേഞ്ച് ചെയ്തു. ദെൻ കം ഹിയർ. Still it's not working. Mobile nav. Okay, ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് നോട്ടീസ് ദാറ്റ്. സോറി, ഞാൻ ഡിസ്പ്ലേ ടൈപ്പ് ചെയ്തപ്പോൾ ഫാസ്റ്റായി ടൈപ്പ് ചെയ്തപ്പോൾ PALAY എന്നായിരുന്നു. ആൻഡ് ദിസ് ഇസ് ആക്ച്വൽ സ്പെല്ലിംഗ്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, യു ക്യാൻ സീ യുവർ മെനു ഇസ് അപ്പിയർഡ് ഹിയർ. ഇനി നമുക്ക് വേണ്ടത് ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ആ മെനു ഡിസപ്പിയർ ചെയ്യാൻ വേണം.
അപ്പോൾ നമുക്ക് ഈ ക്ലോസ് ബട്ടൺ ഇതിനകത്ത് ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിൽ നമ്മളിപ്പോൾ ഈവൻ ലിസണർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. യു ക്യാൻ ഹാവ് ദാറ്റ് ആക്സസ് ദാറ്റ് തിങ്. ഐ ക്യാൻ യൂസ് ലെറ്റ് ആൻഡ് ക്ലോസ് ബട്ടൺ ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ ഉപയോഗിക്കാം. കൊറി സെലക്ടർ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ പേര് കൊറി സെലക്ടർ എന്നാണ്. ക്ലോസ് ബട്ടൺ എന്നല്ലേ, ക്ലോസ് -button. This should be close-btn and don't forget to close the quotes. Okay, then ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാലും, ഇനി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യു നീഡ് ടു ഹാവ് ദാറ്റ് close-btn ഡോട്ട് ആഡ് ഈവൻ ലിസണർ. ഞാൻ വേറൊരു ലിസണർ ആഡ് ചെയ്യാണ്, ക്ലോസ് ആൻഡ് ക്ലിക്ക് തന്നെയാണ്, ക്ലിക്ക് ദെൻ ആരോ ഫങ്ഷൻ ബ്രാക്കറ്റ് പോയി, ആരോ ഫങ്ഷൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം, മൊബൈൽ നാവ് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാര്യം നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും വേണം. ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ദിസ് ഷുഡ് ബി നൺ എന്നെഴുതി. ഓക്കെ, നോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇത് അപ്പിയർ ചെയ്യും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ക്ലോസ് ആവും. ഓക്കെ, ആൻഡ് ക്ലിക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു. ആൻഡ് ഇഫ് യു ആർ ഇൻ ദ ലാർജർ സ്ക്രീൻ ദർ വോണ്ട് ബി എനി മെനു ഹിയർ. ഇഫ് യു ആർ ഇൻ ദ സ്മോളർ സ്ക്രീൻ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാട്ടാം, നിങ്ങൾക്ക് ഈ മെനു അപ്പിയർ ചെയ്യും. അതിനകത്ത് എന്ത് ചെയ്യണം, യു ക്യാൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് നമ്മൾ ഇതിനകത്തുള്ള ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മെനുവിൻ്റെ കാര്യം ചെയ്തു. ഇനി നമുക്കുള്ള ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഒരു ടാബ് ഉണ്ടല്ലോ, ഇവിടെ ടാബ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഈ ടാബിൻ്റെ അണ്ടറിലുള്ള എലമെൻ്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇപ്പുറത്തുള്ളത് എന്ത് ചെയ്യണം, കാണണം. ഇതാണ് നമുക്ക് ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ഏതൊക്കെ എലമെന്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നോക്കുക, അവരെ എടുക്കുക, എന്നിട്ട് അത് ടോഗിൾ ചെയ്യിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ടാബാണ് എന്ത് ചെയ്യാനുള്ളത്, വർക്കിംഗ് ആക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി റൺ ചെയ്യാം. ഷോ യു ദ ഔട്ട്പുട്ട്. ഓക്കെ, ദിസ് ഇസ് ഔട്ട്പുട്ട്. റൈറ്റ് നൗ നമ്മുടെ മെനു വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്തു. ദെൻ ഈ ടാബ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് ടോഗിൾ ചെയ്യണം, കണ്ടൻസ് ഒക്കെ മാറി വരണം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു റോയിൽ 2 എണ്ണമാണ് കാണിച്ചേക്കുന്നത്, നിങ്ങൾക്ക് എത്ര എണ്ണം കാണിക്കാം, പക്ഷേ റെസ്പോൺസീവ് ആയിരിക്കണം. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് റെസ്പോൺസീവ്നെസ് ഒക്കെ എഴുതിയാൽ ബ്രേക്ക് ആവുന്നൊക്കെ മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതിൻ്റെ അണ്ടറിലുള്ളതായിരിക്കും കാണിക്കേണ്ടത്. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നോക്കുക. അത് നമ്മളുടെ എലമെന്റ് എടുക്കുക. നമ്മൾ ഡോക്യുമെന്റിൽ വന്നാൽ നമുക്ക് ആക്ച്വലി ഉള്ളത് ടാബ് കണ്ടന്റ് എന്ന് പറയുന്ന ആളുണ്ട്. ദെൻ ടാബ്സ് ഉണ്ട്, ഇതിനകത്ത് ടാബ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതാണ് ടാബ് ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടാബ് ലിങ്ക്സ് ഇതിനകത്ത് ഇൻവോൾവ്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് മാറേണ്ടത്. ടാബ് കണ്ടന്റ് ആണ് എന്താ ആക്ച്വലി നമ്മളുടെ 2 ഡിഫറെന്റ് കണ്ടന്റ്സ് കാണിക്കുന്നത്. ഓക്കെ, അതിലിപ്പോ ഞാൻ ഒന്ന് സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, നണ്ണാക്കി വെച്ചിട്ടുണ്ട്, വേറൊന്ന് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കറന്റ്ലി ഏതാണെന്നില്ല, പക്ഷെ ഞാൻ അത് കറന്റ്ലി ഇത് ബ്ലോക്ക് ആക്കി. ആൻഡ് രണ്ടാമത്തെ എന്താക്കുകയാണ്, നണ്ണാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നാൽ എന്ത് കാണാം, ഔട്ട്പുട്ടിൽ വന്നാൽ കറന്റ്ലി ഏതായിരിക്കും, ബ്ലോക്ക് BLOCK ഡിസ്പ്ലേസ് നൺ tab 1 ID. I think the ID is same for this everyone, and this will be tab 2. ഞാൻ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, കറന്റ്ലി നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇയാളാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, മാറിയിട്ടുണ്ട് ആക്ച്വലി. ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഇവിടെ എന്ത് വരും, ദിസ് ഇസ് ആക്റ്റീവ് 1, അതിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ കാണുന്നത്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം മാറണം. ഈ ആക്റ്റീവ് ഇറങ്ങി ഇവിടെ വരണം, ഈ ബ്ലോക്ക് ഇങ്ങോട്ട് വരണം, ഇതിന് അണ്ണാവും വേണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിൽ വന്നിട്ട് വി നീഡ് ടു ആക്സസ് ദോസ് എലമെന്റ്സ്. നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ആരാന്ന് നോക്കാം, നമുക്ക് അവരെയൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതിനകത്ത് ആരുണ്ട്, ടാബ് ലിങ്ക്സ് ഉണ്ട്. നമ്മുടെ ടാബ് ലിങ്ക്സ് ഇൻവോൾവ് ആണ്. ടാബ് ലിങ്ക്സ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ ഓൾ ഉണ്ട്, 2 പേരുണ്ട് അവർ ടാബ് ലിങ്ക്സ്. അപ്പോൾ 2 പേരെ ഒന്നിച്ചെടുക്കാൻ വേണ്ടി കൊറി സെലക്ടർ ഡോട്ട് ഓൾ എടുത്തു,
our tab links. ഈ സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യണം ടാബ് ലിങ്ക്സിന്റെ കറക്റ്റ് ആണോ എന്നുള്ളത്. ടാബ് ലിങ്ക്സ് എഴുതിയ സ്ഥലത്ത് വരിക, എന്നിട്ട് നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ എന്ത് ചെയ്യുക, ചെക്ക് ദ സ്പെല്ലിംഗ് ആൻഡ് കം ഹിയർ ആൻഡ് ദിസ് ഇസ് ടാബ് ലിങ്ക്സ്. എൽ ക്യാപിറ്റൽ അല്ല, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ എൽ ക്യാപിറ്റലൊന്നും അല്ല, ഇത് സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, ടാബ് ലിങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇനി ഇതിനകത്ത് ആരും കൂടി ഉണ്ട്. ഐ നീഡ് വാർ ടാബ് കണ്ടന്റ് ഉണ്ടല്ലോ, ടാബ് contents equal to document dot query select role and query select role, and the class is actually dot tab hyphen content. Okay, and make sure that that is spelled correctly, tab content. Okay, that is okay. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഇത് ആക്ച്വലി എന്തായിരിക്കും തരുന്നത്, ഇതൊരു കളക്ഷൻ ആയിരിക്കും. ഈ കളക്ഷൻ അകത്തോട്, ബിക്കോസ് ടാബ് ലിങ്ക്സ് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതൊരു കളക്ഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്ത് തരിക. നമുക്ക് ഇതിനകത്തൂടെ ഐറ്ററേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാബ് ലിങ്ക്സിനെ കോൾ ചെയ്തു, ടാബ് ലിങ്ക്സ് ഡോട്ട് യു ക്യാൻ ഹാവ് ഫോർ ഈച്ച് മെത്തേഡ്, ഫോർ ഈച്ച്. ഓക്കെ, ദെൻ ഫോർ ഈച്ചിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു പാസ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ടാബ് ലിങ്ക്സ് പാസ് ചെയ്ത് കൊടുത്തു, ദെൻ ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്തു, ഇൻഡെക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു ഡിഫൈൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ടാബ് ലിങ്ക്. ആക്ച്വലി ദിസ് ഇസ് ടാബ് ലിങ്ക്. ദ പാരാമീറ്റർ ഇസ് ഇറ്റ്സ് നോട്ട് ടാബ് ലിങ്ക്സ്, ഇറ്റ്സ് ആക്ച്വലി ടാബ് ലിങ്ക്. ടാബ് ലിങ്ക് ഡോട്ട് ആഡ് ഈവൻ ലിസണർ. ഏത് ഈവൻ്റ് ആഡ് ചെയ്യേണ്ടത്, ക്ലിക്കാണ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് ഐ നീഡ് an anonymous function here, and that is, it's not inside this thing. Okay, then ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു മെത്തേഡിനെ വിളിച്ചു, ഓപ്പൺ ടാബ് എന്ന് പറഞ്ഞ മെത്തേഡിന്. ഓക്കെ, വി ഹാവിൻ ഡിഫൈൻഡ് ദിസ് മെത്തേഡ് ആൻഡ് കം ഡൗൺ. നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദാറ്റ് ഓപ്പൺ ടാബ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓപ്പൺ ടാബിനെ ഒന്ന് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഐ തിങ്ക് you need to have that ക്ലോസ്. ടാബ് ലിങ്ക്സ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു, ഇത് നമ്മളിവിടെ ക്ലോസ് ചെയ്ത്, ഇതെവിടെ ക്ലോസ് ആയത്. ഓക്കെ, ഐ തിങ്ക് യു നീഡ് ടു ക്ലോസ് ദിസ് ആൻഡ് ദിസ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പൺ ടാബ് എഴുതണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫങ്ഷൻ ഓപ്പൺ ടാബ്, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ടാബ് ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്, ടാബ് ഇൻഡെക്സ്. ദെൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഐറ്ററേറ്റ് ഫോർ, ലെറ്റ് മീ ഹാവ് ദറ്റ് ഐ. ഓക്കെ, ഫോർ I equal to 0, I less than tab contents dot length. Okay, I plus plus. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, എന്ത് ചെയ്യണം, ടാബ് കണ്ടൻസ് ഓഫ് ഐ, അതായത് ഫസ്റ്റ് ഇൻഡെക്സിൽ കിട്ടിയ എലമെന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് മേക്ക് ദിസ് ഡൺ. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഫോർ ലൂപ്പ് ഞാൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യം പോലെ എഴുതാം. ഫോർ ഐ ഈക്വൽ ടു 0, ഇറ്റ്സ് 0, ഐ ലെസ് ദാൻ, ദിസ് ഇസ് ആക്ച്വലി ടാബ് ലിങ്ക്സ് ഡോട്ട് ലെങ്ത് ആണ്, ടാബ് ലിങ്ക്സ് ഡോട്ട് ലെങ്ത് ഐ പ്ലസ് പ്ലസ്. ഇവിടെ വരേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത് എന്തായിരിക്കും, ടാബ് ലിങ്ക്സ് ഓഫ് ഐ എന്ന് പറയുന്നത് അതിലേക്ക് എന്ത് ചെയ്യണം, ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ആഡ് ചെയ്യണം, ക്ലാസ് ലിസ്റ്റ് ഡോട്ട്. ഓക്കെ, റിമൂവ് ചെയ്യണം. ഏതൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരാം, ആക്റ്റീവ് ക്ലാസ് എന്ത് ചെയ്തു, ഇതിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇനി ഇതല്ലാണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും, ഇതല്ലാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ടാബ് കണ്ടൻസ് ഓഫ് ടാബ് ഇൻഡെക്സ് ഡോട്ട് സ്റ്റൈൽ dot display equal to clock.
ഓക്കെ, ദെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ടാബ് ലിങ്ക്സ് ഓഫ് ഇൻഡെക്സ്, ടാബ് ഇൻഡെക്സ് ഡോട്ട് ക്ലാസ് ലിസ്റ്റ് എന്ത് ചെയ്യണം? ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡ്, ഏത് ആഡ് ചെയ്യണം? ആക്റ്റീവ് ക്ലാസ്സിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, then come to your page and click here and let me close this, close it again. Okay, then ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. നമ്മൾ ഔട്ട്പുട്ട് റണ്ണായി വന്നത്. ഇതിനകത്ത് നമ്മൾ എഴുതിയ കോഡ് ഇവിടെ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി നൗ ദ ടാബ് ഈസ് ചേഞ്ചിങ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരേ സാധനമാണ്, അതുകൊണ്ടാണ് മാറാത്തത്. ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്നുണ്ട്. ലെറ്റ്സ് ചേഞ്ച് ദാറ്റ്. നമ്മുടെ ഈ ഇൻഡെക്സിനകത്ത് രണ്ടാമത്തെ ടാബ് കണ്ടന്റിനുള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കോഴ്സ് കാർഡിനകത്ത് മേൺ സ്റ്റാക്ക് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് കോഴ്സ് കാർഡിൽ അടുത്ത കോഴ്സ് കാർഡിൻ്റെ ഉള്ളിൽ ഫ്ലട്ടർ കോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി, ലെറ്റ് മീ മേക്ക് ദിസ് പൈത്തൺ സേവ് ഇറ്റ് അഗൈൻ and click here. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്സ് എ പൈത്തൺ. നോ ഫ്രണ്ട് എൻഡിൽ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ചേഞ്ചിങ്. അപ്പോൾ ഇതാണ് എന്ത്, ദിസ് ഇസ് ഹൗ ദ ടാബ് വർക്ക്സ്. അതായത് നമ്മുടെ ടാബ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനകത്തുള്ള ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യുവർ footer is like this, and if you reduce the size, footer becomes like this. Okay, and now you learned how to build a website front end, and you can try this other pages like about page build ചെയ്യാൻ നോക്കാം, courses page build ചെയ്യാം. You can provide links and you can literally start your freelancing website development after watching this video. Okay, ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇത് സ്റ്റാറ്റിക് ആണല്ലോ നമ്മൾ എഴുതിയത്. ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്നുമില്ല, ഇതെല്ലാം കൂടി കംപ്രസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊവൈഡർ ആരാണോ അതിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കൊണ്ടിട്ട് നിങ്ങളുടെ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഹോസ്റ്റ് ചെയ്യാം. ആൻഡ് ലെറ്റ് മീ ട്രൈ ദിസ്. ഞാനിവിടെ ഗിറ്റ്ഹബ് പേജസിലേക്ക് ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ കമ്മിറ്റ് ദിസ് തിങ് ഫസ്റ്റ്. ഓക്കെ, കമ്മിറ്റ് ആൻഡ് വ്യൂ ടെർമിനൽ വഴി ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഗിറ്റ് ഇറ്റ്സ് നോട്ട് ഗോട്ട് ഗിറ്റ് കമ്മിറ്റ് ആഡ് ചെയ്യാറ്, സ്റ്റേജിങ് ഏരിയക്ക് ആഡ് ചെയ്യാം, ആഡ് ഡോട്ട്. ഓക്കെ, ആൻഡ് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. ഇറ്റ്സ് ഹിയർ സ്റ്റാറ്റസ്. ഓക്കെ, ദർ ആർ എന്തുണ്ട്, സ്റ്റേജ് ഫയൽസ് ഉണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് വൺ തിങ് ഈസ് മോഡിഫൈഡ്, ചേഞ്ച് ഇസ് നോട്ട് സ്റ്റേജ് ഫോർ കമ്മിറ്റ്, അപ്ഡേറ്റ് was that index.html working directory, index.html testil, and let me add git add dot git status. Okay, then ഇനി നമുക്ക് എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. ഗിറ്റ് കമ്മിറ്റ് -m. you can provide a commit message, final commit. ഓക്കെ, ഇപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇനി ഇത് പുഷ് ചെയ്യണം. ഗിറ്റ് പുഷ് -u origin your checkout branch is main, so main. then ഇതിപ്പോൾ എങ്ങോട്ട് പോകും, നമ്മളുടെ ഗിറ്റ് ഹബിലേക്ക് പോകും. ആൻഡ് ലെറ്റ് മീ ഓപ്പൺ മൈ ഗിറ്റ് ഹബ് ഇവിടെ. ആൻഡ് ഐ ക്യാൻ ഓപ്പൺ മൈ വെബ്സൈറ്റ് ഫ്ലട്ടർഫ്ലൈ. ഓക്കെ, ഞാൻ ഫ്ലട്ടർഫ്ലൈ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് യു ക്യാൻ സി ഗിറ്റ്ഹബ് പേജസ്. ഞാനിവിടെ ഗിറ്റ്ഹബ് പേജിലേക്ക് വന്നു. 2 days ago ആണ് ലാസ്റ്റ് ഡിപ്ലോയ് ചെയ്തത്. ഓക്കെ, 2 days ago ഡിപ്ലോയ് ചെയ്തതാണിത്. ആൻഡ് അതിങ്ങോട്ട് വരണ്ടേ, ഇവിടെ വന്നിട്ടില്ല. ഇത് 2 days ago ചെയ്തതാണ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എവിടെ കിട്ടണം, നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത ചേഞ്ചസ് ഒക്കെ എവിടെ വരണം, നമ്മൾ പേജിൽ വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിങ്സിൽ വന്നിട്ട് ഡിഫോൾട്ട് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് സ്പോൺസർഷിപ്പ്. ഓക്കെ,
ഫ്ലട്ടർഫൈ റീനെയിം ചെയ്തു. ബ്രാഞ്ച് മെയിൻ ആണ്. ഓക്കെ, മെയിൻ. ഇതിൽ അൺപബ്ലിഷ് കറണ്ട്. ഓക്കെ, മെയിൻ ആണ്. അപ്ഡേറ്റ് യുവർ ലോക്കൽ വേരിയബിൾ ബ്രാഞ്ച് മെയിൻ ഒറിജിൻ എ സെറ്റ് ഹെഡ് ഒറിജിൻ എ. ഓക്കെ, then download template. Okay, I think you can put this in some issues. എന്താണെന്ന് എനിക്ക് ഞാനിത് ഗിറ്റബിൽ അങ്ങനെ കോമൺ ആയിട്ട് ഹോസ്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഗിറ്റബിലേക്ക് ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ വെബ്സൈറ്റ് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കാണാം. ഓക്കെ, ആൻഡ് ഞാനത് ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമാക്കി. അപ്പോൾ ഞാനത് പുഷ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടെയും എന്ത് കിട്ടണം, ആ ചേഞ്ചസ് ഇവിടെ വരണം. പക്ഷെ ഇവിടെ വന്നില്ല. ആൻഡ് ഗോ ടു പേജസ്. പേജസിൽ വന്നിട്ട് deployed by 2 minutes ago. Deployed by. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 minutes ago എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ മെനു ഐക്കണൊന്നും ഇവിടെ വന്നില്ല. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തില്ല. സ്റ്റൈല് വന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് വർക്ക് ചെയ്ത് നോക്കുക. ഇത് വർക്ക് ചെയ്തു ആൻഡ് ഡിപ്ലോയ് ചെയ്തു. പക്ഷെ നമ്മളുടെ ആ ഒരു സ്റ്റൈൽ എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു ഓവർലേ എഫക്റ്റ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തത് ക്ലോസ് ആവുന്നൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റൈൽ മാത്രം ഇവിടെ എന്ത് ചെയ്തില്ല, വന്നിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ വെബ്സൈറ്റ്. ഓക്കെ, ദിസ് എ വെബ്സൈറ്റ്. ഓക്കെ, ആൻഡ് there are some other issues also. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഡിപ്ലോയ് ചെയ്തപ്പോൾ ആക്ച്വലി നമ്മൾ ലോക്കലിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ലോക്കലി റൺ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു, റൺ ചെയ്തിട്ട് സോറി പേജ് മാറി. ആൻഡ് ഈ പേജല്ല, ആൻഡ് ഇൻഡെക്സിൽ വന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്യാണ്. അത് റൺ ചെയ്യുമ്പോൾ ഇവിടെ ഇഷ്യൂസ് അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇൻ റിയൽ വേൾഡ് അത് വന്നപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് യു നീഡ് ടു ടാക്കിൾ ദാറ്റ് ആൻഡ് യു ക്യാൻ ടാക്കിൾ ഇറ്റ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എക്സാക്ട്ലി നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തുള്ള വർക്ക് ചെയ്യുന്നത് സം ഷീറ്റ്സ് മേ ബി ചില സ്റ്റൈൽസ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഗിറ്റബിലേക്ക് പോയിട്ടുണ്ടാവില്ല നമ്മൾ പുഷ് ചെയ്തപ്പോൾ. അതായിരിക്കും പ്രശ്നം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ആൻഡ് കം ഹിയർ ആൻഡ് യുവർ ടാബ് ഈസ് വർക്കിംഗ് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേയേറെ സമയമെടുത്ത് നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. ഇൻ റിയൽ വേൾഡ് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് മാത്രം നമ്മൾ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രണ്ട് എൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് എൻഡ്, അതായത് PHP പൈത്തണോ ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ ഡൈനാമിക് ആക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് എഴുതിയതാണ്. ആൻഡ് ഇഫ് ടൈം പെർമിറ്റ്സ് ഐ വിൽ ക്രിയേറ്റ് അനദർ വീഡിയോ ഹൗ ക്യാൻ യു കണക്ട് ജാങ്കോ ഇൻ ടു ദിസ് വെബ്. ഈ ഫ്രണ്ട് എൻഡിലേക്ക് ജാങ്കോ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്തതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മോഡിഫൈ ചെയ്യാൻ നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. യു ക്യാൻ even build in real world website after watching this video. You can start your freelancing business. Okay, and static website ഒക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. Okay, so thank you for watching. I hope this video is useful for you, and if it useful, please subscribe, like, share, comment. Okay, I need your support to move forward. So thank you for watching, and see you soon. Bye.